Hello, good morning. Good morning, good morning. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഈ 4 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ സെഷനിലും അതുപോലെ കഴിഞ്ഞ വർഷമൊക്കെ അത്യാവശ്യം വലിയ ടൈറ്റ് ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലോസ് ഓഫ് മോഷൻ കാണുന്നത്. ചില സെഷൻസിൽ മാത്രമേ കുറച്ചൊരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളൂ സെഷനിൽ, ചില ഷിഫ്റ്റിൽ മാത്രം. എന്നാലും കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കാലങ്ങളായിട്ട് വലിയ ടൈറ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് ലോസ് ഓഫ് മോഷനിൽ വരുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ആണ്. എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ് എന്ത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാല്? ഒരു ബോഡിയിൽ ആക്സിലറേഷൻ ഇല്ല എങ്കിൽ ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ബോഡിന്റെ വെലോസിറ്റി 0 ആണെങ്കിൽ അഥവാ റെസ്റ്റിലാണെങ്കിൽ അത് എന്തിൽ തന്നെ തുടരും? റെസ്റ്റിൽ തന്നെ തുടരും. യൂണിഫോം മോഷനിലാണെങ്കിൽ അത് യൂണിഫോം മോഷനിൽ തന്നെ തുടരും. അഥവാ ഒരു ബോഡിയുടെ മേളിലുള്ള ആക്സിലറേഷൻ 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴാണ് ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യുക? ആ ബോഡിക്ക് എന്ത് കൊടുക്കുമ്പോഴാണ് ആ ബോഡി ആക്സിലറേറ്റ് ചെയ്യുക? ഒന്ന് പറയടാ. ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബോഡിയിൽ എന്ത് കൊടുക്കണം? എന്ത് അപ്ലൈ ചെയ്യണം? ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബോഡിയിൽ എന്ത് കൊടുക്കണം? എന്ത് എഫക്റ്റ്? ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ആ ബോഡി ആക്സിലറേറ്റ് ചെയ്യുക, അല്ലെ? അപ്പൊ ഒരു ബോഡിയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല എങ്കിൽ, ഫോഴ്സ് കൊടുക്കുന്നില്ല എങ്കിൽ ആ ബോഡിയുടെ ആക്സിലറേഷൻ 0 അല്ലേ? ആക്സിലറേഷൻ 0 ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലേ? വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് യൂണിഫോം മോഷൻ അല്ലേ, അല്ലെങ്കിൽ റെസ്റ്റിലല്ലേ? സോ ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എവരി ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ്സ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ്സ് ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്ന കാലം വരെ ആ ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലായിരിക്കും, യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും. ഓക്കെ, ഇനി അതന്നെ ഇവിടെ പറയുന്നത് ഫോഴ്സ് 0 ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ 0 ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവും, നമ്മൾ കൂടുതലായിട്ട് ഇനി പറയുന്നില്ല. നമുക്ക് അറിയാവുന്ന ഒരു ടേം ആണ് ഇവിടെ ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിയുടെ സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റിൽ തന്നെ ആ ബോഡി തുടരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? ഇനേർഷ്യ. അഥവാ ഒരു ബോഡിക്ക് പെട്ടെന്ന് അതിന്റെ സ്റ്റേറ്റിൽ എന്ത് വരുത്താൻ പറ്റില്ല? ചേഞ്ച് വരുത്താൻ പറ്റില്ല. റെസ്റ്റിലുള്ള ബോഡി ആണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി കാണിക്കും. മോഷനിലുള്ള ബോഡി ആണെങ്കിൽ മോഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി കാണിക്കും. ദാറ്റ് ടെൻഡൻസി
ഓക്കെ കോൾഡ് അഥവാ ഇനേർഷ്യ ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്. ഒരു ബോഡിയുടെ സ്റ്റേറ്റിൽ ചേഞ്ച് വരുത്താൻ കഴിയാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അതെന്താണ്? മാസിന്റെ മെഷറാണ്. അഥവാ മാസ് കൂടുതലാണെങ്കിൽ ഇനേർഷ്യ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അത് ഓർത്തു വെക്കണം. ഇനി പലതരം ഇനേർഷ്യ ഉണ്ടെന്ന് അറിയാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ യെസ്. അടുത്താണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് മൊമെന്റം? നിങ്ങൾക്ക് അറിയാം, മൊമെന്റം പി ഈസ് ഈക്വൽ ടു എന്താടാ? എം വി ആണ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് മൊമെന്റം. അഥവാ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ ഡയറക്ഷനിലായിരിക്കും? വെലോസിറ്റിയുടെ ഡയറക്ഷനിലായിരിക്കും. എന്താ യൂണിറ്റ് വരിക? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമുക്ക് പലതരം ഫോഴ്സ് ഉണ്ട്. കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. കോണ്ടാക്ട് ഫോഴ്സ് പറഞ്ഞാൽ ബോഡീസ് തമ്മിൽ കോണ്ടാക്ട് വന്നാൽ മാത്രമേ ആ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്. നോൺ കോണ്ടാക്ട് ഫോഴ്സ് പറഞ്ഞാൽ കോണ്ടാക്ട് ഇല്ലാതെയും ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ ബോഡീസ് തമ്മിൽ കോണ്ടാക്ട് വേണം, നിർബന്ധമില്ല. അതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇനി സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്? വാട്ട് ഈ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എന്താ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. അഥവാ എഫ് വിൽ ബി ഈക്വൽ ടു എന്താടാ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അഥവാ ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് കിട്ടും നമുക്ക്. അഥവാ എഫ് വിൽ ബി ഈക്വൽ ടു എം എ. ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ മാസ് വേരിയബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോഴ്സിന് ഏതാ ഇക്വേഷൻ യൂസ് ചെയ്യുക? വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. അഥവാ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. മാസ് വന്ന് ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു സാൻഡ് വന്ന് ഇടിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മൂവ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഓരോ സെക്കൻഡിലും ഇത്ര കിലോഗ്രാം സാൻഡ് വന്ന് വീഴുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ സ്പീഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. അപ്പൊ അവിടെ അതിന്റെ മാസ് ആണ് മാറുന്നത്. അങ്ങനെ മാസ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ഓഫ് മാസ് ആണ് തരുന്നത് എങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഇത് യൂസ് ചെയ്യണം, വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. സോ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതെന്താ നിങ്ങൾക്ക് അറിയാം? ന്യൂട്ടൺ ആണെന്ന് അറിയാം അല്ലേ? യെസ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നോക്കടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അറ്റ് എനി ഇൻസ്റ്റന്റ് ദ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഓഫ് മാസ് 500 ഗ്രാം. ഒരു ഇൻസ്റ്റന്റ് ആണ്, പാർട്ടിക്കിളിന്റെ വെലോസിറ്റി മാസ് എത്രയാണ്? 500 ഗ്രാം ആണ്. ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു 2ti പ്ലസ് 3t സ്ക്വയർ ജെ. വെലോസിറ്റി എത്രയാണ്? 2t. സ്ലോ ആക്കണം. ഓക്കേടാ, ഓക്കെ, സ്ലോ ആക്കാം. അപ്പൊ വെലോസിറ്റി അഥവാ ഒരു പാർട്ടിക്കിളിന്റെ മാസ് 500 ഗ്രാം ആണ്. ഒരു പാർട്ടിക്കിളിന്റെ മാസ് എത്രയാണ്? 500 ഗ്രാം ആണ്. ഓക്കെ, ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 2ti പ്ലസ് 3t സ്ക്വയർ ജെ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 2ti പ്ലസ് 3t സ്ക്വയർ ജെ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ അറ്റ് t ഈക്വൽ ടു 1 സെക്കൻഡ്. ആ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന എന്താണ് കാണേണ്ടത്? ഫോഴ്സ് ആണ് കാണേണ്ടത്. ഏത് സമയത്ത്? t ഈക്വൽ ടു 1 സെക്കൻഡ്. അത് എത്രയെന്ന് പറയുന്നുണ്ട്? I പ്ലസ് എക്സ് ജെ ന്യൂട്ടൺ ആണ് നമ്മുടെ ഫോഴ്സ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു I പ്ലസ് എക്സ് ജെ ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂടാ? എങ്ങനെ ചെയ്യാം? നിങ്ങളൊന്ന് പറയടാ. നമുക്ക് വെലോസിറ്റിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് ഫോഴ്സ് I പ്ലസ് എക്സ് ജെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഫോഴ്സ് ഈക്വൽ ടു I പ്ലസ് എക്സ് ജെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എക്സിന്റെ വാല്യൂ കാണാൻ പറഞ്ഞു. പലരും ഇപ്പൊ തന്നെ ആൻസർ പറയുന്നുണ്ട്. കറക്റ്റ് ആടാ, ശരിയാണ്. എങ്ങനെയാ നമ്മളിത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എഫ് ഈക്വൽ ടു എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ നമുക്ക് ആദ്യം എന്ത് കിട്ടണം? ആക്സിലറേഷൻ കിട്ടണം. ഏത് സമയത്തെ? 1 സെക്കൻഡിന്. മാസ് എത്രയാണ്? 500 ഗ്രാം ആണ്. ഇപ്പൊ നമ്മൾ കിലോഗ്രാമക്ക് മാറ്റുമ്പോ 0.5 കിലോഗ്രാം ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? 500 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 കിലോഗ്രാം ആണ്. ഓക്കെ, യെസ്. ഇപ്പൊ നമുക്ക് മാസ് കിട്ടി. ഇനി നമുക്ക് ആക്സിലറേഷൻ കിട്ടും.
വെലോസിറ്റി ടൈമിന്റെ ഫംഗ്ഷൻ ആക്കി തന്നാൽ എങ്ങനെയാടാ നമ്മൾ ആക്സിലറേഷൻ കിട്ടുക? വെലോസിറ്റി എന്ത് ചെയ്യണം ഒന്ന് പറയടാ. വെലോസിറ്റി നമുക്ക് ടൈമിന്റെ ഫംഗ്ഷൻ തന്നാൽ ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ വെലോസിറ്റിയെ എന്ത് ചെയ്യണം? വെലോസിറ്റി എന്ത് ചെയ്താലാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക? ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട് വെലോസിറ്റി തരികയാണെങ്കിൽ, വെലോസിറ്റി ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട് തന്നാൽ യെസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. കറക്റ്റ് ആണ്. സോ ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? dv/dt എഴുതാം. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത്, വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് d/dt ഓഫ് എന്ത് വരും? 2ti പ്ലസ് 3t²j. ഇതല്ലേ നമ്മുടെ യെസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ആണ് അല്ലെ? അപ്പൊ 2i എന്ന് വരും. ടിന്റെ ഡിഫറൻഷ്യൽ 1 ആണ്. അപ്പൊ 2i പ്ലസ് 3t² ഡിഫറൻഷിയേറ്റ് ചെയ്ത് എത്ര വരും? 3 × t² 2t. അപ്പൊ എത്ര വരും? 6tj. This will be the acceleration. ഇനി ടൈം എത്ര ആകുമ്പോഴാ? 1 സെക്കൻഡ് ആകുമ്പോഴാണ്. സോ ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു 2i പ്ലസ് ടിക്ക് 1 കൊടുത്താൽ 6j. സോ ദിസ് വിൽ ബി അവർ ആക്സിലറേഷൻ. നമ്മൾ എങ്ങനെയാ ഫോഴ്സ് കാണുക? ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ 0.5 ഇൻറ്റു 2i പ്ലസ് 6j. ഈ 0.5 നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0.5 നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.5 ഇൻറ്റു 2 1. അപ്പോൾ i പ്ലസ് 0.5 ഇൻറ്റു 6 ദാറ്റ് ഈസ് 3j. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദിസ് വിൽ ബി i പ്ലസ് xj ആണ്. അപ്പൊ ഇവിടെ x എന്താ? 3i. സോ x വിൽ ബി ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ യെസ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ദാ നമ്മളെ കഴിഞ്ഞ ഷിഫ്റ്റിൽ വന്ന അഥവാ കഴിഞ്ഞ 24 ഇപ്പൊ കഴിഞ്ഞ സെഷനിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, ജനുവരിയിൽ കഴിഞ്ഞ. നോക്കടാ. എ ബോഡി ഓഫ് മാസ് 4 കിലോഗ്രാം. ബോഡിന്റെ മാസ് തന്നിട്ടുണ്ട് 4 കിലോഗ്രാം. ഫോഴ്സുകൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് 5i പ്ലസ് 8j പ്ലസ് 7k ആണ്. ഒന്നാമത്തെ ഫോഴ്സ് എത്രയാണ്? 5i പ്ലസ് 8j പ്ലസ് 7k ആണ്. രണ്ടാമത്തെ ഫോഴ്സ് എത്രയാണ്? 3i മൈനസ് 4j മൈനസ് 3k ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിന്റെ ആക്സിലറേഷൻ കാണാൻ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാം? ഈ രണ്ട് ഫോഴ്സും ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബോഡിന്റെ ടോട്ടൽ ഫോഴ്സ് എത്ര വരിക? രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ ടോട്ടൽ ഫോഴ്സ് എത്ര വരും? 5i പ്ലസ് 8j പ്ലസ് 7k ഇത് ആഡ് ചെയ്താൽ 5ഉം 3ഉം 8i 8j മൈനസ് 4k പ്ലസ് 4j 7k മൈനസ് 3k പ്ലസ് 4k. ഇതാണ് നമ്മുടെ നെറ്റ് ഫോഴ്സ് കിട്ടുക. ഇനി എങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ കാണുക? ആക്സിലറേഷൻ കാണണമെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് ഈക്വൽ ടു എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ എന്താ? ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് എത്ര? 8i പ്ലസ് 4j പ്ലസ് 4k. ഇതാണ് നമ്മുടെ ഫോഴ്സ്. ബൈ മാസ് എത്ര? 4 ആണ്. അപ്പൊ ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ 8/4 2i പ്ലസ് 4/4j പ്ലസ് 4/4 k. 2i പ്ലസ് j പ്ലസ് k. സോ ആൻസർ വിൽ ബി ഏതാണ്? സി ആണ്. വെരി ഗുഡ്. കറക്റ്റ് 3 ആണ് ആൻസർ. യെസ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 ഷിഫ്റ്റ് ആണ്. നോക്കടാ. ആൻ ഇലക്ട്രിക് ഫാൻ കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ് ഫോർ സം ടൈം ആഫ്റ്റർ ദ കറന്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. റീസൺ ഇതാണ്. ഫാൻ കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ് ഡ്യൂ ടു ഇനർഷ്യ ഓഫ് മോഷൻ. ഏതാണ് ആൻസർ വരിക? വളരെ സിമ്പിൾ ആയിട്ടുള്ള അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാ ആൻസർ വരിക? അസേഷൻ പറയുന്നത് ഇലക്ട്രിക് ഫാന് സം ടൈം കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ് ആണ്, കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും. ശരിയല്ലേ? യെസ് കറക്റ്റ് പറയുന്നുണ്ട്. ഫാൻ കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ് ഡ്യൂ ടു ഇനർഷ്യ ഓഫ് മോഷൻ. എന്തുകൊണ്ടാണ് ഫാന് ഇനർഷ്യ ഓഫ് മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്? ഫാന് മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഇനർഷ്യ ഓഫ് മോഷൻ കൊണ്ട് തന്നെയാണ്. അപ്പൊ എന്താ? അസേഷനും റീസണും കറക്റ്റ് ആണ്. ഈ പറഞ്ഞതിന്റെ കറക്റ്റ് റീസൺ അസേഷന്റെ കറക്റ്റ് റീസൺ തന്നെയാണ് രണ്ടാമത് പറഞ്ഞു. യെസ് കറക്റ്റ് തന്നെയാണ്. എല്ലാവരും ആൻസർ പറഞ്ഞു. അത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ ബോയ് പുഷസ് മാസ് ഓഫ് 2 കിലോഗ്രാം വിത്ത് ഫോഴ്സ് 20i പ്ലസ് 10j. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബോയ് ഒരു ബോക്സിനെ പുഷ് ചെയ്യാം. എത്ര മാസാണത്?
2 kilogram. എത്ര അതിന്റെ ഫോഴ്സ്? 20I plus 10J Newton ആണ് അതിന്റെ ഫോഴ്സ് on a frictionless surface. If the box was initially rest, നമ്മളെ ബോക്സ് ഇനീഷ്യലി എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ then dash meter is the displacement along x-axis after 10 seconds. 10 സെക്കൻഡിന് ശേഷം അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡാഷ് മീറ്റർ ആണ്. ഏത് ആക്സിസില്? എക്സ് ആക്സിസിൽ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ റിലേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലെ? ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? യു വിൽ ബി ഈക്വൽ ടു നമുക്ക് 0 എന്ന് എടുക്കാം. യു എക്സ്, ഇവിടെ എക്സിലെ വാല്യൂ അല്ലേ കാണാൻ പറഞ്ഞ്, അപ്പൊ നമ്മൾ എല്ലാം എന്തിലെടുക്കണം? എക്സിൽ എടുക്കണം. അഥവാ എക്സിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാൽ വെലോസിറ്റി എക്സിൽ എടുക്കണം, ആക്സിലറേഷൻ എക്സിൽ എടുക്കണം. ഓക്കെ അല്ലെ? ഇനി വൈയിലെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വൈയിലെ വാല്യൂ ആണ് കാണാൻ പറയുമ്പോൾ എല്ലാ വാല്യൂസും വൈയിൽ എടുക്കണം. നിങ്ങൾ മോഷൻ പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മോട് ഏതാ കാണാൻ പറഞ്ഞത്? എക്സിലെ വാല്യൂ ആണ്. അപ്പൊ ഇനീഷ്യലി ഈ ബോക്സ് റെസ്റ്റിലായതുകൊണ്ട് എക്സിലെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് എന്താന്ന് പറയാം? 0 എന്ന് പറയാം. ഇനി എക്സിലെ ടൈം ടൈം പിന്നെ എക്സ് വൈ ഒന്നും ഇല്ല. ടൈം എത്രയാണ്? 10 ആണ്. ഓക്കെ, ടൈം എത്രയാണ്? 10 ആണ്. ആ രണ്ടിലും നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. ടൈം 10 ആണ്. എക്സിലെ വെലോസിറ്റി എത്രയാണ്? ഇനീഷ്യൽ 0 ആണ്. ഇനി നമുക്ക് കാണാൻ പറഞ്ഞ എന്താ? എക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. അപ്പൊ നമ്മളെ എക്സിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടൈം വെച്ചിട്ടുള്ള എസ് എക്സ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ. അപ്പൊ നമുക്ക് ഇനി കാണണമെങ്കിൽ എക്സിൽ ആക്സിലറേഷൻ കിട്ടണം. എവിടുന്നാ നമ്മൾ എക്സിൽ ആക്സിലറേഷൻ കാണുക? ഫോഴ്സ് തന്നിട്ടുണ്ട്, അതിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ വെക്ടർ കിട്ടും. അപ്പൊ എന്ത് കിട്ടും? ആക്സിലറേഷൻ വെക്ടർ ഈക്വൽ ടു 20I plus 10J all by 2. അപ്പൊ ആക്സിലറേഷൻ വെക്ടർ എത്രയാടാ? 20/2 10I plus 5J. So this will be our acceleration vector. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ വെക്ടർ. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ എക്സിൽ ആക്സിലറേഷന്റെ വാല്യൂ എടുക്കുക? ഐന്റെ കൂടെയുള്ള ആളല്ലേ എക്സ് വാല്യൂ. അപ്പൊ എക്സിലെ ആക്സിലറേഷൻ എത്രയാണ്? 10 ആണ് അല്ലേ? എക്സിലെ ആക്സിലറേഷൻ അപ്പൊ നമുക്ക് എത്രയും കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടി. ഇനി എല്ലാതിലും ഇട്ടെടുത്ത ആൻസർ ആയി എസ് എക്സ് ഈക്വൽ ടു യു എക്സ് 0 ഇൻറ്റു 10 പ്ലസ് ഹാഫ് എ എക്സ് എത്ര കിട്ടി? ഇപ്പൊ നമുക്ക് 10 ഇൻറ്റു ടിയും 10 തന്നെയാണ്, 10 സ്ക്വയർ. അപ്പൊ എത്ര? എസ് എക്സ് ഈക്വൽ ടു ഇത് 5 ആയി 100 ആയി. അപ്പൊ 500 മീറ്റർ. യെസ്, കറക്റ്റ്. സോ ആൻസർ വിൽ ബി 500 മീറ്റർ. സിമ്പിൾ. യെസ്, ഓക്കെ, യെസ്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സ് പറയാനുണ്ട്. അത് മുന്നോട്ട് കണ്ടു. ഇമ്പൾസ് നിങ്ങൾക്ക് അറിയില്ലേ? ചെറിയ ടൈം ഇന്റർവെല്ലിൽ ആക്ട് ചെയ്യുന്ന ലാർജ് ഫോഴ്സിനാണ് എന്ത് വിളിക്കുക? ഇമ്പൾസ് എന്ന് വിളിക്കുക. സോ ഇമ്പൾസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? ദാറ്റ് ആവറേജ് ഫോഴ്സ് ഇൻറ്റു ദാറ്റ് സ്മോൾ ടൈം ഇന്റർവെൽ. ആ സ്മോൾ ടൈമിൽ ആക്ട് ചെയ്യുന്ന ലാർജ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പൾസ് അല്ലെ? യെസ്. അപ്പൊ ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താണ്? ഇമ്പൾസ് വിൽ ബി ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ഇൻറ്റു സ്മോൾ ടൈം ഇന്റർവെൽ. നിങ്ങൾക്ക് അറിയാവുന്നല്ലടാ. യെസ്. ഇനി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ടേം ഉണ്ട്. ഇപ്പൊ നമുക്കൊരു ഗ്രാഫ് തരികയാണ്, ഫോഴ്സ് ടൈം ഗ്രാഫ്. ഫോഴ്സ് ടൈം ഗ്രാഫ് തന്നാൽ നിങ്ങൾ ഇമ്പൾസ് കാണാൻ ഈ ഗ്രാഫിന്റെ ഏരിയ എടുക്കണോ സ്ലോപ്പ് എടുക്കണോ? ഒന്ന് പറയണം. ഫോഴ്സ് ടൈം ഗ്രാഫ് തന്നാൽ നിങ്ങളോട് ഇമ്പൾസ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഗ്രാഫിന്റെ ഏരിയ എടുക്കണോ ടൈം എടുക്കണോ? യെസ്. കാരണം എന്താ? രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ എന്തെടുക്കണം? ഏരിയ എടുക്കണം. സോ യു വിൽ ഗെറ്റ് ഏരിയ ഓഫ് ഫോഴ്സ് ടൈം ഗ്രാഫ്, ദെൻ യു വിൽ ഗെറ്റ് ഇമ്പൾസ്. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയടാ, ഒരു സംഭവം കൂടി പറയാണ്. നിങ്ങളൊന്ന് പറയടാ. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എന്താണ്? ഒരു മൊമെന്റം ടൈം ഗ്രാഫ് തരികയാണ്. സോ ഞാനൊരു മൊമെന്റം ടൈം ഗ്രാഫ് നിങ്ങൾക്ക് തരികയാണ്. സോ ദിസ് ഈസ് ദ മൊമെന്റം ടൈം ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്ന് ഫോഴ്സ് കാണണമെങ്കിൽ ഞാൻ ഇതിന്റെ എന്തെടുക്കണടാ? മൊമെന്റം ടൈം ഗ്രാഫ് തന്നു, എന്നിട്ട് എനിക്ക് ഫോഴ്സ് കാണണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഗ്രാഫിന്റെ എന്തെടുക്കണം? മൊമെന്റം ടൈം ഗ്രാഫ് എടുത്തിട്ട് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ എന്തെടുക്കണം? മൊമെന്റം ചേഞ്ച് ബൈ ടൈം ആണ് എന്ത്? ഫോഴ്സ്. ഈ y ബൈ എക്സ് കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ എന്തെടുക്കണം? സ്ലോപ്പ് എടുക്കണം. അപ്പൊ സ്ലോപ്പ് ഓഫ് മൊമെന്റം ടൈം ഗ്രാഫ്. മൊമെന്റം ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക?
ഫോഴ്സ് കിട്ടുക. വെരി ഗുഡ്, പലരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇത് ഓർത്ത് വെക്കണം. ഇനി അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. എന്താണ്? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ചേഞ്ച് ഇൻ മൊമെന്റം. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് പറയാണ്. ഇപ്പോ ഒരു വാളിലേക്ക് ഒരു ബോൾ പോയിട്ട് ഇടിക്കുകയാണ്. അത് v വെലോസിറ്റിയിൽ പോവാണ്. ഇതിന്റെ മാസ് m ആണ്. അത് അവിടെ ഇടിച്ചിട്ട് അത് അതേ വെലോസിറ്റിയിൽ തിരിച്ചു വരിക. സോ വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം? സോറി, ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രടാ വരിക? ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ. v വെലോസിറ്റിയിൽ അങ്ങോട്ട് പോയി അവിടെ ഇടിച്ചിട്ട് അതേ v വെലോസിറ്റിയിൽ അത് തിരിച്ചു വരികയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം? യെസ്, കാരണം ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇപ്പൊ ഫൈനൽ എന്ത് വരും? മൈനസ് എം വി. മൈനസ് ഇനീഷ്യലും എം വി വരും. അപ്പൊ മൈനസ് 2 എം വി വരും. മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമ്മൾ എത്ര എടുത്താൽ മതി? 2 എം വി എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇനി തിരിച്ചു വരുന്നില്ല. അടുത്ത കേസ് ഇതാണ്. ഒരു ബോള് v വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? m മാസുള്ള ബോൾ v വെലോസിറ്റിയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് തിരിച്ചു വരുന്നില്ല. ഇവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആവുകയാണ്, അല്ലെങ്കിൽ അത് അവിടെ സ്റ്റിക്ക് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പൾസ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം മാഗ്നിറ്റ്യൂഡ് എത്ര വരിക? ഈ കേസിൽ എത്ര വരിക? യെസ്, എം വി ഇസ് ദ ആൻസർ. കാരണം എന്താണ്? യെസ്, ഓക്കെ. ഇതൊരു ആംഗിളിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു ആംഗിളിലാണ് ഇത് വന്നിടിക്കുന്നെങ്കിൽ എത്ര വരിക? ഇവിടുന്ന് ഒരു ആംഗിളിലാണ് ഇത് വന്നിടിക്കുന്നത്. അതേ ആംഗിളിൽ ഇത് ഇങ്ങോട്ട് തിരിച്ചു പോവാണ്. സോ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ, മാസ് എം, വെലോസിറ്റി വി. തിരിച്ചു പോകുന്ന അതേ ആംഗിൾ അതേ വെലോസിറ്റിയിലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വരിക? ഇമ്പൾസ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ഈ കേസിൽ എത്രടാ വരിക? യെസ്, 2 എം വി കോസ് തീറ്റ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താന്ന് വെച്ചാല്, ഈ ആംഗിൾ എപ്പോഴും നിങ്ങൾ ആരുമായിട്ടുള്ളത് എടുക്കണം? ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിന്റെ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മൊമെന്റം ബിഫോർ ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ, അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗൺ ബുള്ളറ്റ് ഫ്രോം ഗൺ, അഥവാ നമ്മളെ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഇപ്പൊ ഇതൊരു ഗണ്ണാണ്. ഇവിടെ ഒരു ബുള്ളറ്റ് ഉണ്ട്. ബുള്ളറ്റ് ഇങ്ങോട്ട് വി ബി വെലോസിറ്റിയിൽ പോവാണ്. ബുള്ളറ്റിന്റെ മാസ് എം ബി ആണ്. ഗണ്ണിന്റെ മാസ് എം ജി ആണ്. ഗൺ ഇങ്ങോട്ട് വി ജി വെലോസിറ്റിയിൽ ബാക്കിലേക്ക് വരും. ആ ബാക്കിലേക്ക് വരുന്ന വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്ന് കിട്ടുക. അതെന്താ ഇക്വേഷൻ? വി ജി ഈസ് ഈക്വൽ ടു മൈനസ് എം ബി വി ബി ബൈ എം ജി. മൈനസ് എം ബി വി ബി ബൈ എം ജി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മൈനസ് ഉദ്ദേശിക്കുന്ന എന്താ? ബുള്ളറ്റ് പോകുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗണ്ണ് വരിക. അതുകൊണ്ടാണ് ആ മൈനസ് വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെ? ഇനി നമ്മളെ മെഷീൻ ഗണ്ണ് ഉണ്ട്, അല്ലെ? മെഷീൻ ഗണ്ണ് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ ഒന്നിൽ കൂടുതൽ ബുള്ളറ്റ്സ് ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഗണ്ണ്. ഒരു എക്സാമ്പിൾ പറയാൻ, നമ്മളെ KGF റോക്കി ബായ് നമ്മളെ എന്തിനു പോകുന്നുണ്ട്? ആ KGF 2-ലല്ലേ? യെസ്, അതിലാ തോന്നുന്നുണ്ട്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഒരു വലിയ ഗണ്ണ് എടുക്കുന്നില്ലേ? അങ്ങനത്തെ ഗണ്ണാണ് നമ്മളെ മെഷീൻ ഗൺ. സർ, യു ക്യാൻ സേ ദ ഫോർമുല ഫോർ മൊമെന്റം. നമ്മൾ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ കേസാണ് പറയുന്നത്. അതന്നെ, എല്ലാവർക്കും പേരൊക്കെ അറിയില്ല, കലാഷ്നിക്കോവ് വരെ. ഓക്കെ, അപ്പൊ ആ മെഷീൻ ഗണ്ണില് നമ്മൾ എടുക്കുന്ന എന്താണ് പറയാ, ഹോൾഡ് ചെയ്യാൻ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഈ മെഷീൻ ഗണ്ണ് ഹോൾഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് കാണാൻ പറയും. ഓക്കെ, അഥവാ ഫോഴ്സ് റിക്വയർഡ് ടു ഹോൾഡ് മെഷീൻ ഗൺ. ഈ ഒരു മെഷീൻ ഗൺ ഉണ്ട്, അതില് ഒരു സെക്കൻഡിൽ പുറത്തു വരുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പറയും. നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് അത് തരും. പിന്നെ മാസ് ഓഫ് ബുള്ളറ്റ് തരും.
ബുള്ളറ്റിന്റെ മാസ് തരും, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് തരും. ഇത് തന്നാൽ നിങ്ങളുടെ ഗണ്ണ് ഹോൾഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെടുത്താൽ മതി? NMV. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. NMV. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് പെർ സെക്കൻഡ്, M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ബുള്ളറ്റ്, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. ഓക്കെ, യെസ് യെസ് യെസ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലോഷൻ ഓഫ് ബോംബ്. അതിന്റെ ക്വസ്റ്റ്യൻസ് വരും. ബോംബ് എക്സ്പ്ലോഷൻ നടക്കുന്ന ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് യെസ്. ഓക്കെ, ബോംബ് എക്സ്പ്ലോഷൻ നടക്കുന്ന ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾ ആ ക്യാപിറ്റൽ N എടുക്കേണ്ടി വരും. സ്മോൾ n എടുത്താൽ MGVG = NMV എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? MGVG എന്ന് പറഞ്ഞാൽ നമുക്ക് മൊമെന്റാ കിട്ടുക, ബൈ ടിയും കൂടി എടുക്കേണ്ടി വരും. അപ്പോഴേ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ N എടുക്കൽ. ഒരു സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, എപ്പോഴും അത് പറയാൻ കഴിയണമെന്നില്ല. ഓക്കെ, അടുത്താണ് എക്സ്പ്ലോഷൻ ഓഫ് ബോംബ്. ഒരു റെസ്റ്റ്, ഇനീഷ്യലി ഒരു ബോംബ് റെസ്റ്റിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അത് എന്നാലും നമുക്ക് കിട്ടുള്ളൂ. ഇതൊരു ബോംബാണ്, ഇത് ഇനീഷ്യലി റെസ്റ്റിലാണ്. ഇത് എത്ര പീസായിട്ട് മുറിഞ്ഞു എന്ന് എഴുതുക. രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഇത് 2 പീസായിട്ട് മുറിയുന്ന ക്വസ്റ്റ്യൻ വരും. ഇതിന്റെ മാസ് M1, ഇതിന്റെ വെലോസിറ്റി V1. ഇതിന്റെ മാസ് M2, ഇതിന്റെ വെലോസിറ്റി V2. എന്നിട്ട് നമ്മളോട് ഈ V1 V2 ഒക്കെ കാണാൻ പറയും. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? ഇനീഷ്യലി എത്രയാണ് മൊമെന്റം? ഇനീഷ്യലി വെലോസിറ്റി 0 ആയതുകൊണ്ട് ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. അപ്പൊ ഫൈനൽ മൊമെന്റവും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഫൈനൽ മൊമെന്റ് എത്ര വരിക? M1 V1 പ്ലസ് M2 V2. കാരണം 2 പീസായി. ഒരു പീസിന്റെ മൊമെന്റം M1 V1 ആണ്, രണ്ടാമത്തെ പീസിന്റെ മൊമെന്റം M2 V2 ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ മൊമെന്റ് എന്താവും? M1 V1 പ്ലസ് M2 V2. ഇതെന്താണ്? ഈ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഫോഴ്സ് ആണ്, എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല. അപ്പൊ അതിന്റെ മൊമെന്റ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും ഈക്വൽ ആയിരിക്കണം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇനീഷ്യൽ മൊമെന്റം ആയിട്ടുള്ള 0. സോ നമുക്ക് എന്ത് പറയാം? M1 V1 മൈനസ് M2 V2. ഇത് ഡയറക്റ്റ് എടുത്താൽ മതി. ഒരു എക്സാമ്പിൾ പറയാണ്. എന്ത്? ഒരു 6 കിലോഗ്രാം ഉള്ള ഒരു ബോംബ് 2 പീസായി. 4 കിലോഗ്രാം ഉള്ള ബോംബുമായി 2 കിലോഗ്രാം ഉള്ള ബോംബുമായി. ഇതിന്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി എത്ര? സിമ്പിൾ അല്ലടാ, എങ്ങനെ ചെയ്യാം? 4 × 2 M1 V1 -2 × V. അപ്പൊ V എത്രയാടാ? -4 മീറ്റർ പെർ സെക്കൻഡ്. ഈ മൈനസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ബോംബ് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതിന് ഒന്നാമത്തെ പീസ് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ പീസ് പോവുക. അതാണ് ആ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അടാ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. ഇനി 3 പീസ് ആവുന്ന ക്വസ്റ്റ്യൻ വരും. ഒരു ബോംബ് 3 പീസായിട്ട് മുറിയുന്ന ക്വസ്റ്റ്യൻ വരും. അപ്പൊ അങ്ങനത്തെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് പറയാം. ഇതൊരു ബോംബാണ്. ഓക്കെ, ഇത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഇനീഷ്യൽ മാസ് M ആണ്. ഓക്കെ, ഇത് 3 പീസായി. 1 പീസ്, 2 പീസ്, 3 പീസ്. എന്നിട്ട് 2 പീസ് എങ്ങനെ മൂവ് ചെയ്യുന്നു പറയും? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു പറയും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പീസ് ദി M1, ദി M2, ഇത് മൂവ് ചെയ്യുന്ന V1 വെലോസിറ്റി, ഇത് മൂവ് ചെയ്യുന്ന V2 വെലോസിറ്റി. ഇതിന്റെ മാസ് M1, M2, M3. ഇനി മൂന്നാമത്തെ മാസ് എത്ര വെലോസിറ്റിയിൽ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വരും. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? നിങ്ങൾ ഇവിടുത്തെ ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റ് എന്താ? 0. അപ്പൊ ഫൈനലിയും ടോട്ടൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ എല്ലാ വെക്ടേഴ്സും ക്യാൻസൽ ചെയ്ത് പോകണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ഒന്നാമത്തിന്റെ മൊമെന്റം ഈ ഡയറക്ഷനിലായിരിക്കും. അത് എത്ര വരിക? M1 × V1. അത് ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്തിന്റെ മൊമെന്റം ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും. അത് എത്ര വരടാ? M2 × V2 അല്ലെ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് നമ്മൾ എങ്ങനെ കാണുക? രണ്ടിന്റെ ഇടയിലാണ് വരിക. ഓക്കെ അല്ലെ? ഇതെങ്ങനെ കാണുക? റൂട്ട് ഓഫ് M1 V1 ഹോൾ സ്ക്വയർ പ്ലസ് M2 V2 ഹോൾ സ്ക്വയർ. ഇതല്ലേ ഇത് രണ്ടിന്റെ റിസൾട്ടന്റ് വരിക. 2 വെക്ടേഴ്സ് 90 ഡിഗ്രി ആണെങ്കിൽ രണ്ടിന്റെ റൂട്ട് ഓഫ് എടുത്താൽ നമുക്ക് ആൻസർ കിട്ടുന്നു പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇനി മൂന്നാമത്തത് ഏത് ഡയറക്ഷനിൽ പോയാലാണ് ഇവിടുത്തെ ടോട്ടൽ മൊമെന്റം 0 ആവുക? ഈ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് ഈ ഡയറക്ഷനിലാണ്.
അപ്പൊ മൂന്നാമത്തത് ആ പറയുന്ന റിസൾട്ടന്റിന്റെ വാല്യൂവിന് എന്തായിട്ട് വന്നാൽ മാത്രമാണ് ടോട്ടൽ സീറോ ആവുക. ഇപ്പൊ രണ്ട് മൊമെന്റം കൺസിഡർ ചെയ്തു. ഇനി മൂന്നാമത്തെ പീസ് ഈ രണ്ടെണ്ണത്തിന്റെയും റിസൾട്ടന്റിന് എങ്ങനെ മൂവ് ചെയ്യണം? ഈ രണ്ടെണ്ണത്തിന്റെയും റിസൾട്ടന്റിന് എങ്ങനെ പോകുമ്പോഴാണ് ടോട്ടൽ വാല്യൂ സീറോ ആവുക എന്ന് പറയടാ. ഈ രണ്ടാളുകളുടെയും റിസൾട്ടന്റിന് എങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ വാല്യൂ സീറോ ആവുക? മൂന്നാമത്തത് എങ്ങനെ വരണം? ഇപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് കണ്ടു, പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്ത രണ്ട് പീസിന്റെ റിസൾട്ടന്റ് നമ്മൾ കണ്ടു. ആ റിസൾട്ടന്റിന് എങ്ങനെ പോയാലാണ് ടോട്ടലി സീറോ കിട്ടുക? യെസ്, ഇത് എന്ത് ചെയ്ത് പോണം? ഇനി ക്യാൻസൽ ചെയ്ത് പോയാൽ മാത്രമേ ടോട്ടൽ വാല്യൂ സീറോ ഉള്ളൂ. ക്യാൻസൽ ആവണമെങ്കിൽ എന്താർത്ഥം? ഇതിന് ഓപ്പോസിറ്റ് പോകണം. ഓപ്പോസിറ്റ് പോവുക പറഞ്ഞാൽ മൂന്നാമത്തെ പീസ് മൂവ് ചെയ്യേണ്ടത് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ ഇതിന്റെ മൊമെന്റ് എന്ത് വരും? P3 M3 ഇൻറ്റു V3. ഈ M3 ഇൻറ്റു V3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? റൂട്ട് ഓഫ് M1 ഇൻറ്റു V1 ഹോൾ സ്ക്വയർ പ്ലസ് M2 ഇൻറ്റു V2 ഹോൾ സ്ക്വയർ. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെയും മൊമെന്റത്തിന്റെ യെസ് ആൻഡ് ഈ പാരലൽ ഓപ്പോസിറ്റ് യെസ് കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വന്നാലാണ് ഈ കേസ് സീറോ. ഇത് ഓർത്ത് വെക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, യെസ്, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കടാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കി നിങ്ങൾ. ദ ഫിഗർ റെപ്രസെന്റ്സ് ദ മോഷൻ മൊമെന്റം ടൈം കർവ്. നമുക്ക് തന്നിട്ടുള്ളത് മൊമെന്റം ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, പാർട്ടിക്കിൾ മൂവിംഗ് അലോങ് ആൻ ആക്സിസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫോഴ്സ്. Identify the region on the graph where the magnitude of the force is maximum and minimum respectively. ഒന്ന് ആൻസർ പറയടാ. ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് മൊമെന്റം ടൈം ഗ്രാഫ് ആണ്. എന്നിട്ട് മാക്സിമവും മിനിമവും ഏതാ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൊമെന്റം ടൈം ഗ്രാഫ് തന്നാൽ നമുക്ക് ഫോഴ്സ് കാണണമെങ്കിൽ നമ്മൾ അതിന്റെ എന്തെടുക്കണം? സ്ലോപ്പ് എടുക്കണം, അല്ലെ? മൊമെന്റം ടൈം ഗ്രാഫ് തന്നാൽ ഫോഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം? സ്ലോപ്പ് എടുക്കണം. ഇവിടെ ആർക്കാടാ സ്ലോപ്പ് കൂടുതൽ? സ്ലോപ്പ് കൂടുതലുള്ള ആൾക്കല്ലേ ഫോഴ്സ് മാക്സിമം ആവുക. ആർക്കാ അവിടെ സ്ലോപ്പ് കൂടുതൽ? എ ആണോ, ബി ആണോ, സി ആണോ സ്ലോപ്പ് കൂടുതൽ? ചെരിവ് നോക്കിയാൽ മതി, മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ നിങ്ങൾ ഡയറക്ഷൻ നോക്കണ്ട. ആർക്കാ അവിടെ സ്ലോപ്പ് കൂടുതലാ? കൂടുതൽ സ്ലോപ്പ് ഉള്ള ലൈൻ ഇതിലേതാ? ഇതിൽ ഏത് ലൈനാണ് കൂടുതൽ സ്ലോപ്പ്? യെസ്, സിക്കാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്. കണ്ട, നല്ല ചെരിവുണ്ട്. അപ്പൊ അവിടെയാണ് ഫോഴ്സ് എന്ത്? മാക്സിമം, അല്ലേ? യെസ്. ഇനി മിനിമം ആർക്കാ? ഏക്കല്ല. കണ്ട, ബി ആണ് സ്ലോപ്പ് കുറവ്. കണ്ട, സ്ലോപ്പ് ഏറ്റവും കുറവുള്ള ആള് ബി ആണ്. ഏക്ക് അതിനേക്കാളും സ്ലോപ്പ് ഉണ്ട്, കണ്ടങ്ങള്, അല്ലേ? അപ്പൊ സ്ലോപ്പ് കുറവായിരിക്കാ? ബിക്കാണ്. അപ്പൊ അതിന്റെ ഫോഴ്സ് ആയിരിക്കും മിനിമം, അല്ലേ? അപ്പൊ മാക്സിമം അവിടെ ക്വസ്റ്റ്യൻ നോക്കണ്ട. നിങ്ങൾ പലരും ഇത് കൊണ്ടേ മാർക്ക് ചെയ്യും. തെറ്റാണ്, അത് മാർക്ക് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? നിങ്ങളെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഫസ്റ്റ് നമ്മൾ ഏതാ എടുക്കേണ്ടത്? മാക്സിമം. പിന്നെ ഏതാണ്? മിനിമം. മാക്സിമം ഏതാ? സി. മിനിമം ഏതാ? ബി. അപ്പൊ ഇത് സെലക്ട് ചെയ്യണം. ഇത് രണ്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ക്ലിയർ ആയോ? നിങ്ങൾക്ക് അറിയാവുന്ന സാധനം കൊണ്ടേ തെറ്റിക്കരുത്. സി ആൻഡ് ബി കൊടുക്കാൻ പറ്റൂലടാ. സി എ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം മാക്സിമം ആൻഡ് മിനിമം എന്നാ ചോദിക്കുന്നത്, അല്ലെ? മാക്സിമം ഏതാ? സി. മിനിമം ഏതാ? ബി. അപ്പൊ സി ആൻഡ് ബി. അപ്പൊ ആൻസർ സി ആയിരിക്കണം. ഓക്കെ, യെസ് യെസ് യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. എന്താ പറയുന്നു ഇവിടെ? എ ബോൾ ഓഫ് മാസ് 0.15 കിലോഗ്രാം. ഒരു ബോൾ ഉണ്ട്. ബോളിന്റെ മാസ് 0.15 കിലോഗ്രാം ആണ്. ഹിറ്റ്സ് ദ വാൾ. അത് വാളിൽ വന്ന് ഹിറ്റ് ചെയ്തു. ഇല്ല, പ്രശ്നമില്ല. ഇവിടെ നമ്മോട് ഈ അപ്വാർഡും ഡൗൺവാർഡും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യനിൽ നമ്മളോട് മാഗ്നിറ്റ്യൂഡേ ചോദിച്ചിട്ടുള്ളൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. കാരണം ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആ ചോദിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ ബോൾ ഓഫ് മാസ് 0.15 കിലോഗ്രാം. നമ്മൾ ബോൾ എടുക്കുകയാണ്. ബോളിന്റെ മാസ് എത്രയാണ്? 0.15 കിലോഗ്രാം ആണ്. അതെന്ത് ചെയ്തു? വാളിൽ പോയി ഹിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു 12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് വന്ന് ഹിറ്റ് ചെയ്തത്. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? ആൻഡ് ബൗൺസസ് ബാക്ക് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ്. അതിന്റെ വെലോസിറ്റിയിൽ മാറ്റമില്ലാതെ നേരെ എന്ത് ചെയ്തത്? തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ടോ, ബൗൺസസ് ബാക്ക് ആണ്. ഇഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദ ബോൾ ഈസ് 100 ന്യൂട്ടൺ. ആ സമയത്ത് നമ്മൾ ആ വാളിൽ വന്ന് ബോൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ അവിടെ വന്ന ടൈം ഓഫ് കോണ്ടാക്ട് ആണ് ചോദിക്കുന്നത്.
നമുക്കറിയാം ഫോഴ്സ് ഈക്വൽ ടു എന്താടാ ഡെൽറ്റ പി ബൈ ടൈം ആണ്. അപ്പൊ ടൈം കാണാൻ നമ്മൾ എന്തെടുക്കണം? ഡെൽറ്റ പി ബൈ ഫോഴ്സ് എടുക്കണം അല്ലേ? യെസ്. ഡെൽറ്റ പി എങ്ങനെ കാണാം? നമ്മൾ പറഞ്ഞു പോയി ഇടിച്ചു, അതേ വെലോസിറ്റിയിൽ തിരിച്ചു വന്നു. എത്രയാടാ ഡെൽറ്റ പി വരിക? പോയി വാളിലിടിച്ചു, അതേ വെലോസിറ്റി തിരിച്ചു വന്നു. എത്ര ഡെൽറ്റ പി? നേരത്തെ നമ്മൾ പറഞ്ഞു എത്രയാണ് വരിക? 2mv എന്ന് വരും അല്ലെ? ഡെൽറ്റ പി ഈസ് 2mv ബൈ ഫോഴ്സ്. അപ്പൊ ഈ വാല്യൂ കൊടുത്ത ആൻസർ ആയി. ടൈംസ് ഈക്വൽ ടു 2 ഇൻറ്റു മാസ് എത്രയാടാ? 0.15 ഇൻറ്റു ഓക്കെ യെസ് വെലോസിറ്റി 12 ബൈ 100. ഇപ്പൊ എത്ര വരും? 2 ഇൻറ്റു 0.5 0.3 0.3 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 3.6. സോ 3.6 ബൈ 100. So answer yes 0.036 second. Yes, correct. Yes, 0.036 second is the answer. Okay, yes. Next question. നോക്കടാ. അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഫോഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ. 2024 ഇത്തവണ എന്ന ക്വസ്റ്റ്യൻ. എ ക്രിക്കറ്റ് പ്ലെയർ catches a ball of mass 120 gram. ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ത് ചെയ്തു? ഒരു 120 gram ഉള്ള ബോള് ക്യാച്ച് ചെയ്യാണ്. മൂവിങ് വിത്ത് 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. ഓക്കെ യെസ് 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ കാച്ചിങ് പ്രോസസ് കംപ്ലീറ്റഡ് ഇൻ 0.1 സെക്കൻഡ്. ഈ പരിപാടി നടക്കുന്ന എത്ര സെക്കൻഡ് കൊണ്ടാണ്? 0.1 സെക്കൻഡ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോള് പ്ലെയറിന്റെ ഹാൻഡിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ പറയടാ, ഇവിടെ നമ്മള് മൊമെന്റം ചേഞ്ച് 2mv എടുക്കണോ mv എടുക്കണോ? ഒന്ന് പറയൂ നിങ്ങൾ. ഇവിടുത്തെ മൊമെന്റം ചേഞ്ച് നമ്മൾ 2mv എടുക്കണോ അല്ലെങ്കിൽ mv എടുക്കണോ? ഒന്ന് പറയൂ നിങ്ങൾ. ഇവിടുത്തെ മൊമെന്റം ചേഞ്ച് നമ്മൾ 2mv എടുക്കണോ mv എടുക്കണോ? അതറിഞ്ഞാൽ ഇവിടെ ആൻസർ ആയി. യെസ് 2mv ആണോ mv ആണോ? യെസ് mv എടുത്താൽ മതി. കാരണം എന്താ? ഇയാൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു, അല്ല ക്യാച്ച് തട്ടി തെറിച്ചു പോവല്ല, ക്യാച്ച് കൈവിട്ടിട്ടില്ല, അയാൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതെന്ത് ചെയ്തു? ഇയാളെ കയ്യിൽ വന്ന് അവിടെ സ്റ്റോപ്പായി, അപ്പൊ തിരിച്ചു പോകുന്നില്ല, വി വെലോസിറ്റിയിൽ വന്ന് ഇടിച്ചവിടെ നിന്നു. അപ്പൊ അർത്ഥം എന്താ? mv എടുത്താൽ മതി. mv ബൈ ടൈം. m എത്ര? 120 gram ആട്ടോ. അപ്പൊ 120 ഇൻറ്റു 10⁻³ ബൈ അല്ല ഇൻറ്റു 25 ബൈ 0.1. അപ്പൊ എത്ര ആവും? ഇത് 12 ഇൻറ്റു 10⁻² ഇൻറ്റു 25 ബൈ 0.1 10⁻⁻1. ഇത് ക്യാൻസൽ ചെയ്താൽ -1 ആയി. 12 ഇൻറ്റു 25 300 ഇൻറ്റു 10⁻⁻1. സോ ആൻസർ ഈസ് 30 ന്യൂട്ടൺ. യെസ് 30 ന്യൂട്ടൺ ഈസ് ദ ആൻസർ. കറക്റ്റ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഇത് നമ്മളെ എക്സ്പ്ലോഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ നോക്കി നിങ്ങള്. An explosion blows a rock into 3 parts. ഒരു എക്സ്പ്ലോഷൻ നടക്കുകയാണ്, എക്സ്പ്ലോഷൻ നടക്കുകയാണ്, ഒരു റോക്ക് 3 പാർട്ടാക്കി. ഒരു ബ്ലോക്ക് ഒരു റോക്ക് 3 പീസായിട്ട് എക്സ്പ്ലോഡ് ചെയ്തു. 2 parts go off at right angles to each other. ശ്രദ്ധിക്കണം കേട്ടോ, 2 പാർട്ട് എന്ത് ചെയ്തു? റൈറ്റ് ആംഗിൾ ആയിട്ട് മൂവ് ചെയ്തു. ഇപ്പൊ നമ്മൾ ആ 2 പാർട്ടിനെ എടുത്തു, അതിന്റെ മാസ് തന്നിട്ടുണ്ട്. ദീസ് 2 ആർ, ആ 2 എണ്ണം 1 കിലോഗ്രാം. ഫസ്റ്റ് പാർട്ട് മൂവിങ് വിത്ത് 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഒന്നാമത്തതിന്റെ മാസ് 1 കിലോഗ്രാം ആണ്. അത് എത്ര മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തു? 12 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ എത്ര? 2 കിലോഗ്രാം മൂവ് ചെയ്യുന്ന എത്രയിലാണ്? 8 മീറ്റർ പെർ സെക്കൻഡിലാണ്. 2 കിലോഗ്രാം ഈസ് മൂവിങ് ഇൻ 8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താ ക്വസ്റ്റ്യൻ? if the third part fly off with velocity 4 meter per second. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് എങ്ങോട്ട് മൂവ് ചെയ്യണം? ഇങ്ങോട്ട് മൂവ് ചെയ്യണം. ആ മൂവ് ചെയ്യുന്ന വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? ഇറ്റ് മാസ് വുഡ് ബി. അതിന്റെ മാസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ മാസ് എത്രയെന്ന് കാണണം. അപ്പൊ എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ടിന്റെയും മൊമെന്റത്തിന്റെ റിസൾട്ടന്റ് എടുക്കണം. അപ്പൊ നമുക്ക് അതൊന്നും ആദ്യം കണ്ടുനോക്കാം. ഇങ്ങോട്ടുള്ള മൊമെന്റ് എത്ര വരും? മാസ് ഇൻറ്റു വെലോസിറ്റി 1 ഇൻറ്റു 12. അപ്പൊ ഇവിടേക്ക് 12 വരും. ഇങ്ങോട്ട് എത്ര വരടാ? ഇവിടേക്കുള്ള മൊമെന്റ് എത്ര? അഗെയിൻ മാസ് ഇൻറ്റു വെലോസിറ്റി. അവിടുത്തെ മാസ് 2, വെലോസിറ്റി 8. അപ്പൊ അത് 16 വരും അല്ലെ? അപ്പൊ അതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് എത്ര കൂടാ? രണ്ടിന്റെയും റിസൾട്ടന്റ് റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ വരും അല്ലെ? റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ. അപ്പൊ ആൻസർ എത്ര ഇടാ? റൂട്ട് 144 പ്ലസ് 16 സ്ക്വയർ
256. അപ്പൊ ഇത് റൂട്ട് 400 ആവും, അഥവാ 20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് അങ്ങോട്ട് കിട്ടി. ഇനി ഇത് ഇങ്ങോട്ട് ഏത് വരണം? മൂന്നാമത്തെ വരണം. അപ്പൊ അതിന്റെ മാസ് m ആണ്, വെലോസിറ്റി 4 ആണ്. അപ്പൊ അതിന്റെ മൊമെന്റം 4m എന്ന് കിട്ടും. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് ചെയ്താ? 4 into mass equal to 20. So mass will be equal to 20/4. Answer is 5 kilogram. Yes, very good. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. A shell of mass is at rest initially. ഒരു മാസ് ഇനീഷ്യലി എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നു. ഇറ്റ് എക്സ്പ്ലോഡ്സ് ഇൻ ടു ദ ഫ്രാഗ്മെന്റ്സ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഹാവിംഗ് മാസ് റേഷ്യോ 2:1. 3 പീസായിട്ട് മുറിഞ്ഞ് ഓരോന്നിന്റെ റേഷ്യോ 2:2:1. അപ്പൊ 1 2, അടുത്ത 2, പിന്നെ 1 എടുത്താൽ മതി. അടുത്ത് ഫ്രാഗ്മെന്റ്സ് ഹാവിംഗ് ഈക്വൽ മാസ്. ഈക്വൽ മാസ് ഉള്ള രണ്ടാളുകൾ എന്ത് ചെയ്തു? ഫ്ലൈ ഓഫ്. അപ്പൊ ഇതിന്റെ മാസ് 2, ഇതിന്റെ മാസ് 2, അതല്ലേ ഈക്വൽ മാസ് ഉള്ളത്? യെസ്. അതെങ്ങനെ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്തു, സ്പീഡ് v. അപ്പൊ ഇതിന്റെ വെലോസിറ്റി v, ഇതിന്റെ വെലോസിറ്റി v. അങ്ങനെയാണെങ്കിൽ തേർഡ് ഫ്രാഗ്മെന്റിന്റെ വെലോസിറ്റി എത്രയെന്നാണ്? അപ്പൊ തേർഡ് ഫ്രാഗ്മെന്റ് മാസ് 1 ആണ്. ഇത് ഇങ്ങോട്ട് v' വെലോസിറ്റിയിൽ പോകും. ചെയ്തുവിടാ. ഇതിന്റെ റിസൾട്ടന്റ് കാണുക, അത് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, യു വിൽ ഗെറ്റ് v'. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഹോംവർക്ക്. സോ യു വിൽ ഗെറ്റ് 2√2v എന്നാണ് നമുക്ക് കിട്ടുക. ചെയ്ത് നോക്കിയാൽ മതി ഇതേപോലെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് തേർഡ് ലോ ഓഫ് മോഷൻ. എന്താണ് തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ? ഏതൊരു ആക്ഷനും ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, യെസ്. ഇനി നമുക്ക് പലതരം ഫോഴ്സുകൾ, നമുക്ക് മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ഫ്രീ ബോഡി ഡയഗ്രാം ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഈ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. നമ്മളെ പുള്ളി പ്രോബ്ലംസ് ഒക്കെ വരുന്ന കേസ്. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. അപ്പോ നമുക്ക് ആദ്യം ടൈപ്പ് ഓഫ് ഫോഴ്സ് ആൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം. ആദ്യം നിങ്ങൾക്കറിയാം വെയിറ്റ്. എന്താ വെയിറ്റ് എന്ന് പറഞ്ഞാല്? ആ ബോഡിയിൽ കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? വെയിറ്റ്. എങ്ങനെ വെയിറ്റ് കാണുക? വെയിറ്റ് ഈക്വൽ ടു mg. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അടുത്ത് നോർമൽ റിയാക്ഷൻ. എന്താണ് ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാല്? രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്ട് വരുന്ന സമയത്ത്, രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് ആ രണ്ട് ബോഡീസ് തമ്മിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സിനാണ് എന്ത് വിളിക്കുക? നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമ്മളെ രണ്ട് ബോഡിയുള്ള നോർമൽ റിയാക്ഷൻ എങ്ങനെ വരക്കുക എന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കിക്കോട്ടോ. ഞാൻ ഈ ബ്ലോക്കിന്റെ റിയാക്ഷൻ ആണ് വരക്കേണ്ടത്. ഈ ബ്ലോക്കിൽ ആരാ റിയാക്ഷൻ കൊടുക്കുക? ഫ്ലോർ. അത് അപ്വാർഡ് ഡയറക്ഷനിലായിരിക്കോ ഡൗൺവാർഡ് ഡയറക്ഷനിലായിരിക്കോ എന്ന് പറയടാ. ഈ ബ്ലോക്കിൽ ഫ്ലോർ കൊടുക്കുന്ന റിയാക്ഷൻ അപ്വാർഡ് ഡയറക്ഷനിലായിരിക്കോ ഡൗൺവാർഡ് ഡയറക്ഷനിലായിരിക്കും? ബ്ലോക്കില് യെസ്. കാരണം ബ്ലോക്കിന് ആരാ അടിക്കുക? നമ്മളെ ആരാണ് കൊടുക്കുക? ബ്ലോക്കിൽ റിയാക്ഷൻ ഫ്ലോർ ആണ്. അതെങ്ങോട്ടാ കൊടുക്കുക? മുകളിലേക്കാണ്. അപ്പൊ നിങ്ങൾ ബ്ലോക്കിലുള്ള റിയാക്ഷൻ വരക്കുമ്പോൾ അത് മുകളിലേക്ക് വരക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അത് നമ്മൾ ആ കോണ്ടാക്ട് സർഫസിന് എന്തായിട്ടാ വരേണ്ടത്? പെർപെൻഡിക്കുലർ ആയിട്ടാ വരേണ്ടത്. ഇപ്പൊ ഇവിടെ സർഫസ് ഇങ്ങനെയാണ്, അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിലാണ് വരിക. ഇനി നിങ്ങൾ ഫ്ലോറിൻ്റെതാണ് വരക്കുന്നത് എങ്കിൽ അതെങ്ങോട്ടാ വരിക? താഴേക്കാണ് വരിക. കാരണം ഫ്ലോറിൽ ആരാ റിയാക്ഷൻ കൊടുക്കുക? നമ്മളെ ബ്ലോക്കാണ്. അപ്പൊ ഫ്ലോർ ആണ് നിങ്ങൾ ഫ്രീ ബോഡി ഡയഗ്രം ആയിട്ട് വരക്കുന്നതെങ്കിൽ അത് താഴേക്കായിരിക്കണം. ഓക്കെ, യെസ്. ഇനി ഇപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്തുള്ളത് എങ്കിൽ ഒബ്ജക്റ്റ് ഉള്ളത് എങ്കിൽ ഇവിടെ നമ്മൾ ആ ബോഡിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരക്കുമ്പോൾ റിയാക്ഷൻ നിങ്ങൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. കാരണം എന്താ? ഈ ഒരു കോണ്ടാക്ട് സർഫസിന് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, യെസ്. ഇനി ഇപ്പൊ ഇങ്ങനെയുള്ള സർഫസ് ആണെങ്കിലോ, ഈ ഒരു സർഫസിലാണ് നമ്മളെ ബോഡി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് ഞാൻ ഇങ്ങോട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു എഫ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് എന്ത് വരും? നോർമൽ റിയാക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. ഓക്കെ, സോ എൻ വിൽ ബി ഈക്വൽ ടു എഫ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കേസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇതാണ് ഒരു ബോഡി. ഈ ബോഡിയിൽ താഴേക്ക് എന്തുണ്ടാവും? നമ്മൾ പറഞ്ഞു mg എന്ന് പറയുന്ന വെയിറ്റ് ഉണ്ടാവും. ബോഡിയിൽ മുകളിലേക്ക് എന്തുണ്ടാവും? ഈ ഫ്ലോർ കൊടുക്കുന്ന റിയാക്ഷൻ ഉണ്ടാവും. ഇവിടുത്തെ കേസിൽ എന്താണ് റിയാക്ഷൻ വരിക? എൻ ഈക്വൽ ടു എന്താ വരിക? എൻ ഈക്വൽ ടു എന്താ വരിക? മുകളിലേക്ക് n, താഴേക്ക് mg. ഇത് ഇക്വിലിബ്രിയത്തിലാണ്, അത് മുകളിലേക്കും താഴേക്കും വരുന്നില്ല. സോ എൻ ഈക്വൽ ടു എന്താ വരിക? mg. ഓക്കെ, യെസ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഞാൻ മറ്റൊരു രീതി തരികയാണ്. ഇവിടെ ഇങ്ങനെയാണ് നമ്മളെ ബോഡി നിൽക്കുന്നത്. ഒരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഈ ആംഗിൾ തീറ്റയാണ്. ഇവിടെ ഒരു ബോഡി ഉണ്ട്.
മാസ് എം ആണ്. ശ്രദ്ധിക്കണം കേട്ടോ, ഇതിന്റെ എം ജി ഇങ്ങനെയാണ് വരിക. എം ജി എപ്പോഴും നേരെ താഴത്തേക്കാ വരിക, വെർട്ടിക്കലി ഡൗൺവാർഡ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന്റെ രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. ഒന്ന് ഈ സർഫസിന് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് ഉണ്ടാവും. ഇത് എപ്പോഴും എന്താ വരിക, എം ജി സൈൻ തീറ്റയാണ് വരിക. ആ സർഫസിന് എപ്പോഴും പാരലൽ ആയിട്ട് വരുന്ന കമ്പോണന്റ് എപ്പോഴും എന്തായിരിക്കും, എം ജി സൈൻ തീറ്റ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. യെസ്, ഇവിടെ ഇനി ഇങ്ങോട്ട് വരുന്ന ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കമ്പോണന്റ് ഏതായിരിക്കും, എം ജി കോസ് തീറ്റ ആയിരിക്കും. ഇനി ഇവിടെ റിയാക്ഷൻ മുകളിലേക്കല്ലടാ വരിക, നിങ്ങൾ പറയടാ ഇവിടെ റിയാക്ഷന്റെ വാല്യൂ എത്ര വരിക, എൻ ഈക്വൽ ടു എം ജി ആണോ അല്ലെങ്കിൽ എം ജി കോസ് തീറ്റ ആണോ? എം ജി കോസ് തീറ്റയാണ്. കാരണം എന്താ, എന്നിനെ ബാലൻസ് ചെയ്യുന്നത് എം ജി അല്ല, എന്നിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എം ജി കോസ് തീറ്റയാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കേണ്ടതാണ്. യെസ് യെസ് യെസ്, കറക്റ്റ് കറക്റ്റ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം, ഇത് നമുക്ക് ആവശ്യം ഉണ്ടാവും. ഇനി ഫ്രിക്ഷൻ വരും, ഫ്രിക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ഓക്കെ, യെസ്. അടുത്തതാണ് ടെൻഷൻ. ടെൻഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ടെൻഷൻ. നിങ്ങൾ എപ്പോഴും ടെൻഷൻ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതിന്റെ മാസ് എം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ സ്ട്രിങ്. ഈ സ്ട്രിങ്ങിൽ ടെൻഷൻ, ഈ ബോഡിയെ വെച്ചിട്ട് നമ്മൾ സ്ട്രിങ്ങിൽ ടെൻഷൻ കാണിക്കുമ്പോൾ എപ്പോഴും ആ ബോഡിയിൽ നിന്ന് എന്തായിരിക്കണം, എവയായിരിക്കണം, പുറത്തേക്കായിരിക്കണം നമ്മൾ ടെൻഷൻ വരേണ്ടത്. അഥവാ ഇവിടെ ടെൻഷൻ എങ്ങോട്ടായിരിക്കണം, മുകളിലേക്കായിരിക്കണം, ആ ബോഡിയിൽ നിന്ന് പുറത്തേക്ക്. സോ ടെൻഷൻ വിൽ ബി ഔട്ട്സൈഡ്. ഇനിയിപ്പോ ഇവിടെ രണ്ട് ബോഡി ഉണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ഈ കാര്യം. രണ്ട് ബോഡി ഉണ്ട്, ഇതിന്റെ മാസ് M1, ഇതിന്റെ മാസ് M2. M1 മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ടെൻഷൻ എങ്ങോട്ടാ വരക്കേണ്ടത്, നമ്മൾ ഈ M1നെ കണക്ട് ചെയ്യുമ്പോൾ ടെൻഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഈ ഒരു സ്ട്രിങ്ങിൽ എല്ലാ സ്ഥലത്തും ടെൻഷൻ സെയിം ആയിരിക്കും, നമ്മൾ മാസ് ഇല്ലാത്ത സ്ട്രിങ്ങിനാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി M2 നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ടെൻഷൻ എങ്ങോട്ടായിരിക്കും, M2 നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ടെൻഷന് ഇങ്ങോട്ടായിരിക്കും. കാരണം അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ടെൻഷന്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഈ കോണ്ടാക്ട് ഫോഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വരും ഇങ്ങനെയുള്ള. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് പറയാം. ഇപ്പൊ ഇതിന്റെ മാസ് M1 ആണ്, ഇതിന്റെ മാസ് M2 ആണ്. ഇപ്പൊ ഈ M1 നമ്മൾ എടുക്കുന്ന സമയത്ത് M1 ആരാണ് കോണ്ടാക്ട് ഫോഴ്സ് കൊടുക്കുക, M2 ആണ്. അതെങ്ങോട്ടാണ് വരിക, ഇങ്ങോട്ടല്ലേ വരിക, റിയാക്ഷൻ ഫോഴ്സ്, കോണ്ടാക്ട് ഫോഴ്സ്. കാരണം എന്താ, ഈ M2 അതിനെ ഇങ്ങോട്ടാണ് തള്ളുക അല്ലെ. അതുപോലെ M2 നമ്മൾ എടുക്കുമ്പോൾ M1 കൊടുക്കുന്ന റിയാക്ഷൻ അതേ വാല്യൂ ആണ് വരിക, പക്ഷെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. കാരണം എന്താ, ഈ M1 അതിനെ അങ്ങോട്ടാണ് തള്ളുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഇക്വേഷൻ. ഒറ്റ ഇക്വേഷൻ ഇതിന് ആവശ്യമുള്ള എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താണ്, ആക്സിലറേഷൻ ഈക്വൽ ടു ടോട്ടൽ ഡ്രൈവിംഗ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഇതിൽ ഏത് ക്വസ്റ്റ്യനും കാണാൻ പറ്റും. ടെൻഷൻ ആണെങ്കിലും ആക്സിലറേഷൻ ആണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താന്ന് മനസ്സിലാക്കണം. എന്താ ഈ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അത് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുക. ഇപ്പോ ഒരു പുള്ളി പ്രോബ്ലം വരുമ്പോ ഇതിന്റെ മാസ് M1, ഇതിന്റെ മാസ് എന്താ M2. ഇവിടേക്ക് എന്തുണ്ടാവും, M1G. ഇങ്ങോട്ട് എന്തുണ്ടാവും, M2G. ഇനി M1 ആണ് കൂടുതലെങ്കിൽ ഇത് താഴേക്ക് വരും, ഇത് മുകളിലേക്ക് വരും. അപ്പൊ ഇത് താഴേക്ക് വരുന്നോണ്ട് M1G പോസിറ്റീവ് ആയിരിക്കും, ഇത് മുകളിലേക്ക് പോകുന്നോണ്ട് M2G എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അതാ ഫ്ലോ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, കണക്റ്റഡ് ബോഡീസ് വിത്തൗട്ട് ഫ്രിക്ഷൻ നമുക്ക് ചെയ്യണം. അതിന്റെ മുന്നേ റിയൽ വെയിറ്റ് അപ്പാരന്റ് വെയിറ്റും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റിയൽ വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ, mg. ഇനി ഒരു ബോഡി അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, ആ ബോഡി മൂവ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം മൂവിങ് അപ്പ് വിത്ത് ആക്സിലറേഷൻ a. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ അപ്പാരന്റ് വെയിറ്റ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ബോഡി മുകളിലേക്ക് ഒരു a ആക്സിലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അപ്പാരന്റ് വെയിറ്റ്, ഒരു ബോഡി മുകളിലേക്ക് a ആക്സിലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരുന്നു അപ്പാരന്റ് വെയിറ്റിന്റെ ഇക്വേഷൻ, പറയടാ.
ഒരു ബോഡി മുകളിലേക്ക് എ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ. യെസ്. ഇനി ബോഡി മൂവിങ് ഡൗൺ വിത്ത് ആക്സിലറേഷൻ എ. താഴേക്കാണ് വരുന്നതെങ്കിൽ അപ്പാരന്റ് വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ? എം ഇൻറ്റു ജി മൈനസ് എ അല്ലേ? യെസ്. ഇനി ബോഡി മൂവിങ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇതിന്റെ ആൻസർ എത്രയുടെ വരിക? ബോഡി മൂവിങ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി എത്ര വരിക? യെസ്. നിങ്ങൾ എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ബിക്കം 0. അപ്പൊ നിങ്ങൾ എന്തെടുത്താൽ മതി? W is equal to mg. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ നിങ്ങളെ ഡൗട്ട് ആക്കാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയി തെറ്റിക്കരുത്. 0 അല്ലടാ, എം ജി ആണ് വരിക. ഓക്കെ. ഫ്രീലി ഫാളിംഗ് ആണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് 0. നോക്ക് നിങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ ആണ്. എ മങ്കി ഓഫ് 50 കിലോഗ്രാം. ഒരു മങ്കി ഉണ്ട്, മാസ് 50 കിലോഗ്രാം ആണ്. ക്ലൈംസ് ഓൺ എ റോപ്പ്. ഒരു റോപ്പിൽ ഇങ്ങനെ കയറുകയാണ്. വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ ടെൻഷൻ ഓഫ് 350 ന്യൂട്ടൺ. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു എന്താണ് പറയാ, റോപ്പ് ഉണ്ട്. ആ റോപ്പിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാവുന്ന ടെൻഷൻ എത്രയാണ്? 350 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ആ റോപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ 350 ന്യൂട്ടണേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു റോപ്പിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാവുന്ന ടെൻഷൻ 350 എന്ന് പറഞ്ഞാൽ ആ റോപ്പിൽ ഉണ്ടാകാൻ കഴിയാവുന്ന മാക്സിമം ടെൻഷൻ എത്ര ആയിരിക്കണം? 350 ന്യൂട്ടൺ ആയിരിക്കണം. അതിൽ കൂടിയാൽ ആ റോപ്പ് എന്ത് ചെയ്യും? പൊട്ടും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കി നിങ്ങൾ, ഫസ്റ്റ് എന്താ? ഇഫ് മങ്കി ഇനീഷ്യലി ക്ലൈം ഡൗൺ വിത്ത് ആക്സിലറേഷൻ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫസ്റ്റ് മങ്കി താഴേക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലൈംസ് അപ്പ് വിത്ത് ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ അത് മുകളിലേക്ക് പോകുന്നുണ്ട്. എത്ര ആക്സിലറേഷനിൽ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പറയുന്നത് എന്താ? T ഈക്വൽ ടു 700 ന്യൂട്ടൺ വൈൽ ക്ലൈംബിംഗ് അപ്വാർഡ്. ചെയ്ത് നോക്കാം. അപ്വാർഡ് ക്ലൈംബ് ചെയ്യുമ്പോൾ ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ ആക്സിലറേറ്റിംഗ് ആണ്. അപ്പൊ എം ഇൻറ്റു ജി പ്ലസ് എ അല്ലേ? അപ്പൊ ആൻസർ എന്ത് കിട്ടും? എം എത്ര? 50 ഇൻറ്റു ജി എത്ര? 10 പ്ലസ് 4. അപ്പൊ 50 ഇൻറ്റു 40. അപ്പൊ ആൻസർ എത്ര വരിക? അല്ലല്ല, ക്ലൈംസ് അപ്പ് വരുന്ന 5 ആണല്ലോ അല്ലെ? യെസ്. അപ്പൊ ഇവിടെ 5 ആണ്. 5. അപ്പൊ 50 ഇൻറ്റു 50. അപ്പൊ ആൻസർ എത്ര? 750 ന്യൂട്ടൺ. അപ്പൊ അത് തെറ്റാണ്. മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ എത്രയാണ്? സോറി, ടെൻഷൻ എത്രയാണ്? 750 ന്യൂട്ടൺ ആണ്. അവിടെ 700 എന്നാ പറഞ്ഞപ്പോ അത് ശരിയല്ല. അടുത്ത നോക്കി നിങ്ങൾ, T is equal to 350 ന്യൂട്ടൺ വൈൽ ഗോയിങ് ഡൗൺവാർഡ്. എത്ര വരിക? T equal to 350 ന്യൂട്ടൺ. അപ്പൊ എന്ത് വരും? താഴത്തേക്ക് വരുമ്പോ എം ഇൻറ്റു ജി മൈനസ് എ. 50 ഇൻറ്റു 10 മൈനസ് 4. അപ്പൊ 50 ഇൻറ്റു 10 മൈനസ് 4 6. അപ്പൊ എത്ര വരും? 300 ന്യൂട്ടൺ. അപ്പൊ അത് ശരിയല്ല. സി ശരിയാണ്. യെസ്, കറക്റ്റ് ആണ്. കാരണം എന്താ? മുകളിലേക്ക് പോകുമ്പോ ടെൻഷൻ 750 ന്യൂട്ടൺ ആണ്. അത് 350 ന്യൂട്ടണേക്കാൾ കൂടുതലാണ്. അത് പൊട്ടിപ്പോവും. ശരിയാണ്. നോക്ക്, റോപ്പ് വിൽ ബ്രേക്ക് വൈൽ ഗോയിങ് ഡൗൺവേർഡ്. തെറ്റാണ്. കാരണം എന്താ? താഴത്തേക്ക് വരുമ്പോ ടെൻഷൻ 300 ന്യൂട്ടണേ വരുന്നുള്ളൂ. അത് 350 ന്യൂട്ടണേക്കാൾ കുറവാണ്. അത് ബ്രേക്ക് ചെയ്യൂല. അപ്പൊ അത് തെറ്റാണ്. സോ ആൻസർ വിൽ ബി സി ആണ്. കറക്റ്റ് ആണ്. ഓക്കെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ആസ് ഷോൺ ഇൻ ഫിഗർ തന്നു. 70 kilogram garden roller is pushed with a force F equal to 200 Newton at an angle of 30 degree with horizontal. The normal reaction on the roller is. ആ റോളറിൽ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ നേരെ അതിന്റെ വെയിറ്റ് മാത്രം എടുത്താൽ ആൻസർ തെറ്റും. കാരണം എന്താ? ഇവിടെ ഈ ഫോഴ്സും കൂടി ഉണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം ഇതിനെ കമ്പോണന്റ് എടുക്കണം. കമ്പോണന്റ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എവിടെ വെച്ചാ കമ്പോണന്റ് എടുക്കേണ്ടത്? ടെയില് വെച്ചാണ് കമ്പോണന്റ് എടുക്കേണ്ടത്, അല്ലാതെ ഹെഡ് വെച്ചല്ല. ഇവിടെ ഏതാ ടെയില്? സർ, ആ ടീന്റെയുടെ ഡയറക്ഷൻ ഒരു ഫിഗർ ആക്കി കാണിച്ചു തരുമോ? ഏത് ക്വസ്റ്റ്യനടാ ഇതിലാ ചോദിക്കുന്നത്?
ഇതാണോ? ഈ ക്വസ്റ്റ്യൻ്റെ ആണോ? ഇതിൽ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് പറയുന്ന കേസ് എന്താ? ഇതൊരു സ്ട്രിങ് ആണ്. ഇതിലൊരു മങ്കി എന്ത് ചെയ്യാണ്? മുകളിലേക്ക് പോവാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. മങ്കി മുകളിലേക്ക് ഇങ്ങനെ വലിയാണ്. ഓക്കെ. അടുത്തത് പറയുന്ന എന്താ? നമ്മളെ മങ്കി ഇങ്ങനെ താഴേക്ക് വരികയാണ് ഇതിമ പിടിച്ചിട്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്ക് ഇതിനെ ടെയില് വെച്ച് നമുക്ക് ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? ഇതിനൊന്ന് നമുക്ക് ഇത് ചെയ്യണം. അപ്പൊ നോക്കിക്കോളൂ നിങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളത്. നോക്കൂട്ടോ, ഇതാണ് നമ്മുടെ ഫോഴ്സ് അല്ലെ? ഇതാണ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ്. എത്രയാണ്? 200 ന്യൂട്ടൺ ആണ്. ഇത് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? കണ്ട, ഇത് 30 ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് കൊടുത്താൽ ഇത് 30 തന്നെ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഓക്കെ, യെസ്. ഇനി നോക്കി നിങ്ങൾ, ഇത് 200. അപ്പൊ ഇങ്ങോട്ട് എത്ര വരും? 200 cos 30. അടിക്ക് എത്ര വരൂടാ? 200 sin 30. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 100 ന്യൂട്ടൺ അല്ലെ? താഴേക്ക് 100 ന്യൂട്ടൺ ഉണ്ടാവും. ഇനി പോരാത്തതിന് ഈ ഗാർഡൻ റോളറിന് 70 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. 70 കിലോഗ്രാം മാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ താഴേക്ക് എന്തുണ്ടാവും? 700 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ടാവും അല്ലേ? ഇനി ഇവിടെ കോണ്ടാക്ട് വരുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അപ്പൊ ഫ്രിക്ഷന് നമ്മളെ നോർമൽ റിയാക്ഷൻ നേരെ മേലേക്കായിരിക്കും. അപ്പൊ എത്രയുടെ നോർമൽ റിയാക്ഷൻ വരിക? N വിൽ ബി ഈക്വൽ ടു, താഴേക്ക് എന്തൊക്കെയുണ്ട്? 700 ഉണ്ട് പ്ലസ് 100 ഉണ്ട്. അപ്പൊ താഴേക്ക് ടോട്ടൽ എത്രയായി? 800 ന്യൂട്ടൺ. സോ ദാറ്റ് ഈസ് ദ നോർമൽ റിയാക്ഷൻ അല്ലേ? കാരണം നമ്മൾ ഇതിനെന്തുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വരുത്തുന്ന തെറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇതിനെന്ത് ചെയ്യും? മുകളിലേക്കും ഇങ്ങോട്ടും എന്ത് ചെയ്യും? കമ്പോണന്റ് എടുക്കും. അത് തെറ്റാണ്. കാരണം എന്താ? ഒരിക്കലും നിങ്ങൾ ഇതിന്റെ ഹെഡാണ്, ഈ എന്റെ ഹെഡാണ്, ഇതാണ് ടെയിൽ. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ റൗട്ട് എടുക്കണം. ഇങ്ങനെ എടുക്കുക. എങ്ങനെ? ഇങ്ങനെയും ഇതാണ് ടെയിൽ. അപ്പൊ ടെയിലിൽ ഇങ്ങനെയാണ് നമുക്ക് കമ്പോണന്റ് കിട്ടുക. ഇത് 30 ആണെങ്കിൽ ഇത് 30 വരും. അപ്പോഴും ഇതെന്ത് വരും? 200 sin 30 എന്നാ വരിക. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, മറ്റോടത്ത് കൊണ്ടുപോയി എടുക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. ഇനി നമുക്ക് എന്താണ് ഇത്? 2 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഇവിടെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു 6 കിലോഗ്രാം ബോഡി ഉണ്ട്. ഇവിടെ ഒരു 4 കിലോഗ്രാം ബോഡി ഉണ്ട്. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യനാ വരിക. ഒന്ന് ഇതിന്റെ ആക്സിലറേഷൻ കാണാൻ പറയും. രണ്ടെന്താ? ഇതിലെ ടെൻഷൻ കാണാൻ പറയും. ഈ 2 ക്വസ്റ്റ്യനാണ് നമുക്ക് വരിക. ഓക്കെ, ഒന്ന് ആക്സിലറേഷൻ കാണാൻ, 2 ടെൻഷൻ കാണാൻ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷനും ടെൻഷനും കാണുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, യെസ്. എങ്ങനെ ചെയ്യാം നോക്കിക്കോട്ടെ. ആദ്യം നിങ്ങൾ ഇതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് കാണിക്കണം. നോക്കൂ, ഇതിന് 6 കിലോഗ്രാം ഉള്ളതുകൊണ്ട് താഴത്തേക്ക് എത്ര വരും? 60 ന്യൂട്ടൺ ഫോഴ്സ് വരും. ഇത് 4 കിലോഗ്രാം ഉള്ളതുകൊണ്ട് താഴത്തേക്ക് എത്ര വരും? 40 ന്യൂട്ടൺ ഫോഴ്സ് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എങ്ങോട്ടാ പോരുക? ഇവിടേക്ക് 40 വരും, ഇവിടേക്ക് 60. അപ്പൊ ഇത് ഇങ്ങോട്ടാണ് ഡ്രൈവ് ചെയ്യുക. ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ 60 പോസിറ്റീവ് ആക്കി എടുക്കണം. അപ്പൊ ഇത് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് മുകളിലേക്കാണ് ഡ്രൈവ് ചെയ്യുക. അപ്പൊ ഡ്രൈവിംഗ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇത് മൈനസ് എടുക്കണം അല്ലെ? അപ്പൊ ടോട്ടൽ ആക്സിലറേഷൻ എത്ര വരും? 60 മൈനസ് 40 ബൈ ടോട്ടൽ മാസ് എത്ര വരും? 6 + 4 10 അല്ലെ? അപ്പൊ ആൻസർ എത്ര വരും? 20/10. ആൻസർ വിൽ ബി 2 m/s². ദാറ്റ് ഈസ് അവർ ആക്സിലറേഷൻ. സോ നമുക്ക് ആക്സിലറേഷൻ കിട്ടിയില്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് കിട്ടണം? ടെൻഷൻ കിട്ടണം. ടെൻഷൻ കിട്ടാൻ നിങ്ങൾ ഏതെങ്കിലും, ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ടോട്ടൽ ഡ്രൈവിംഗ് ഫോഴ്സ് എടുക്കുമ്പോൾ അതിൽ ടെൻഷൻ വരൂല. വരികയാണെങ്കിൽ തന്നെ രണ്ടോടത്തും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾ അത് കൺസിഡർ ചെയ്യണ്ട. നമ്മൾ ടെൻഷൻ കാണാൻ നിങ്ങൾ ഏതെങ്കിലും ഒന്നിനെ മാത്രം ഇങ്ങനെ കഷ്ണം മുറിച്ചെടുക്കുക. അപ്പൊ നോക്കിക്കോളൂ, ഞാൻ ആ 6 കിലോഗ്രാമിനായിട്ട് കഷ്ണം മുറിച്ചെടുക്കുകയാണ്. ഇത് 6 കിലോഗ്രാം. താഴേക്ക് എത്ര ഉണ്ട്? 60 ന്യൂട്ടൺ അല്ലെ? ഇനി ഇവിടെ ടെൻഷൻ ഉണ്ടാവില്ലേ? ഇതൊരു സ്ട്രിങ് അല്ലേ? അപ്പൊ ഇത് ടെൻഷൻ മുകളിലേക്ക് വരും അല്ലെ? ഇത് എവിടേക്കാ ഡ്രൈവ് ചെയ്യുന്നത്? താഴേക്ക്. എത്ര ആക്സിലറേഷനിലാണ് ഡ്രൈവ് ചെയ്യുന്നത്? 2 m/s² ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? ഇവിടെ ആക്സിലറേഷൻ എത്ര? 2. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ ഈക്വൽ ടോട്ടൽ ഡ്രൈവിംഗ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. അപ്പൊ ആക്സിലറേഷൻ എത്ര? 2 ഈക്വൽ ടു ടോട്ടൽ ഡ്രൈവിംഗ് ഫോഴ്സ് എത്ര വരിക?
ഏതാ പോസിറ്റീവ് എടുക്കേണ്ടത്? 60, കാരണം അതാണ് ഡ്രൈവിങ്ങിന്റെ ഡയറക്ഷനിലുള്ളത്. ഇത് നെഗറ്റീവ് ആവും മുകളിലേക്ക് ആയതുകൊണ്ട്. അപ്പൊ എന്ത് വരും? 60 മൈനസ് ടി ബൈ ടോട്ടൽ മാസ്. ഇവിടെ 10 എടുക്കരുത്, ഇവിടെ നമ്മൾ ഇതിനെ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ടോട്ടൽ മാസ് എത്ര? 6 ആണ്. ഇതിന് കൂടുന്ന എത്രയായി? 12 ഈക്വൽ ടു 60 മൈനസ് ടി. അപ്പൊ ടി എത്ര ആവും? ടി ഈസ് ഈക്വൽ ടു 48 ന്യൂട്ടൺ. ദാറ്റ് ഈസ് ദ ആൻസർ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ടും അത് ചെയ്യാം. ഇത് വെച്ച് ചെയ്താൽ അതേ വാല്യൂ തന്നെയാണ് കിട്ടുക, കാരണം ഒരേ സ്ട്രിങ് ആണ്. അതെങ്ങനെ ചെയ്യാൻ നോക്കിക്കോളൂ നിങ്ങൾ. 4 കിലോഗ്രാം, താഴേക്ക് എത്ര ഉണ്ട്? 40 ന്യൂട്ടൺ. മുകളിലേക്ക് എത്ര ഉണ്ട്? ടെൻഷൻ. ഇതെങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? മുകളിലേക്കാണ്. വിത്ത് ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്താം? 2 ഈക്വൽ ടു, ഇവിടെ ഏതാ പോസിറ്റീവ് എടുക്കേണ്ടത്? ടി ആണോ 40 ആണോ? പറയടാ. ഇവിടെ നമ്മൾ ഏത് ഫോഴ്സ് ആണ് പോസിറ്റീവ് എടുക്കേണ്ടത്? ടെൻഷൻ ആണോ 40 ആണോ? ഈ കേസിൽ പോസിറ്റീവ്. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ എടുക്കുമ്പോൾ ടെൻഷൻ ആണോ 40 ആണോ നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കേണ്ടത്? ടി ആണ്, കാരണം അതാണ് ആക്സിലറേഷന്റെ ഡയറക്ഷനിലുള്ളത്. അപ്പൊ ടി മൈനസ് 40 ബൈ ടോട്ടൽ മാസ് 4. അപ്പൊ ഇത് ഇങ്ങോട്ട് കൊടുത്താൽ എത്രയായി? 8 ഈക്വൽ ടു ടി മൈനസ് 40. ഇതിന് കൊടുത്താൽ ടി ഈക്വൽ എത്ര തന്നെ കിട്ടുക? 48 ന്യൂട്ടൺ. അപ്പോഴും നമുക്ക് തന്നെയാണ് കിട്ടുക. ഇപ്പൊ ഏത് രീതി ചെയ്താലും നിങ്ങൾക്ക് ഒരേ ആൻസർ തന്നെയാണ് വരിക. ഓക്കെ. ഇനിയിപ്പോ അടുത്തൊരു ടൈപ്പ് ഫ്രീ ബോഡി ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. ഇവിടെ എന്തുണ്ട്? ഒരു മാസ് ഉണ്ട്. ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ. യെസ്. ഇതിന്റെ മാസ് ഇതേപോലെ തന്നെ 6 കിലോഗ്രാം, ഇതിന്റെ മാസ് 4 കിലോഗ്രാം. ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കടാ നിങ്ങൾ എങ്ങനെയാ നമ്മൾ ചെയ്യുക. നോക്കി നിങ്ങൾ എങ്ങനെയാ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ആദ്യം നമുക്ക് ഇതിന്റെ ഡ്രൈവിംഗ് ഡയറക്ഷൻ നോക്കണം. ഇവിടെ താഴത്തേക്ക് എത്ര ഉണ്ടാവും? 60 ന്യൂട്ടൺ. ഇവിടെ താഴത്തേക്ക് എത്ര ഉണ്ടാവും? 40 ന്യൂട്ടൺ. ഇനി ഇതെങ്ങോട്ടാ ഡ്രൈവ് ചെയ്യുക? താഴേക്ക്. ഇതെങ്ങോട്ടാ ഡ്രൈവ് ചെയ്യുക? ഇങ്ങോട്ട് അല്ലേ? കാരണം ഇത് താഴത്തേക്ക് വലിയും, ഇത് ഇങ്ങോട്ട് വലിയും. ഫോഴ്സ് അങ്ങനെയാണുള്ളത്. ഇനി നിങ്ങൾ നോക്കേണ്ട എത്ര? P60 പോസിറ്റീവ് ആയിട്ട് ഡ്രൈവിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ 40 ഇവിടെ ഡ്രൈവിംഗ് ആയിട്ട് ആക്ട് ചെയ്യോ? ഡ്രൈവിംഗ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് വരുന്നത് എങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി കൺസിഡർഡ്. അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ആംഗിളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് കമ്പോണന്റ് എടുക്കണം. പക്ഷെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അത് എന്താക്കി എടുക്കണ്ട? ഡ്രൈവിംഗ് ആക്കി എടുക്കണ്ട. പക്ഷെ ഇനി ഇങ്ങോട്ട് എന്തെങ്കിലും ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെന്തായിട്ട് വരും? ഡ്രൈവിംഗ് ആയിട്ട് വരും. കാരണം എന്താ? അത് ഈ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അപ്പൊ മൈനസ് വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ആക്സിലറേഷൻ എത്ര വരും? ആക്സിലറേഷൻ ഈക്വൽ ടു 60 ഇവിടെ ഇല്ല ബൈ ടോട്ടൽ മാസ് 10. അപ്പൊ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദാറ്റ് ഈസ് ദ ആക്സിലറേഷൻ. ഇനി ടെൻഷൻ എങ്ങനെയാണ്? അതിനായിട്ട് കഷ്ണം മുറിച്ചെടുക്കുക. അതിനെ കഷ്ണം മുറിച്ചെടുക്കുമ്പോൾ 6 കിലോഗ്രാം, താഴേക്ക് എത്ര? 60 ന്യൂട്ടൺ. മുകളിലേക്ക് ഏതുണ്ട്? ടെൻഷൻ. ഇത് താഴേക്ക് 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാ ചെയ്യാം? 6 ഈക്വൽ ടു ഏതാ പോസിറ്റീവ് ഡയറക്ഷൻ? 60 മൈനസ് ടി ബൈ ടോട്ടൽ, അതിന്റെ മാസം എത്ര? 6. അപ്പൊ എത്രയായി? 36 ഈക്വൽ ടു 60 മൈനസ് ടി. സോ ടി is equal to 60 minus 36, that is 24 Newton. ഓക്കെ. യെസ്. ഇനി നോക്കിക്കോളൂ നിങ്ങൾ. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഇവിടെ 6 കിലോഗ്രാം, ഇവിടെ ഏതുണ്ട്? 4 കിലോഗ്രാം. ഓക്കെ. ഇനി ഞാൻ ഇങ്ങോട്ടൊരു 80 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുക? ഇത് 60 ന്യൂട്ടൺ ഇവിടെ ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്? 40 ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ ഇത് എങ്ങോട്ടാ എന്താണ് പറയാ? മൂവ് ഡ്രൈവ് ചെയ്യാ. ഞാൻ 2 ലൈൻ ഇടാം. ഇത് 1, ഇത് 2. ഏത് ഡയറക്ഷനിലാണ് ഇത് ഡ്രൈവ് ചെയ്യുക? 2ലാണോ 1ലാണോ? 2ലാണ്. കാരണം എന്താ? ശരിയാണ്. എന്തുകൊണ്ടാ 2ല് മൂവ് ചെയ്യുന്നത്? അവിടേക്കുള്ള ഫോഴ്സ് ആണ് കൂടുതൽ. കണ്ട, ഇത് 80 ന്യൂട്ടൺ ആണ്, ഇത് 60 ന്യൂട്ടൺ. അപ്പൊ അതല്ലേ കൂടുതലേ. അപ്പൊ ഇതിന്റെ ഡ്രൈവിംഗ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കൂടാ? ഇങ്ങോട്ടായിരിക്കും. അപ്പൊ ഇതെങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും. അപ്പൊ ആക്സിലറേഷൻ എത്രയുടെ വരിക? 80 മൈനസ് 60 ഓൾ ബൈ 10 അല്ലെ? 80 മൈനസ് 60 ഓൾ ബൈ 10. അപ്പൊ അത് എത്ര വരും?
20/10. ആൻസർ ഈസ് 2 meter per second square. അല്ലേ? ഇനി നമ്മൾ എങ്ങനെ അതിന്റെ ആക്സിലറേഷൻ എടുക്കുക, സോറി ടെൻഷൻ എടുക്കുക? ഈ ഒരു പീസ് മാത്രം മുറിച്ചെടുക്കുക. അപ്പൊ എന്താവും? 6 കിലോഗ്രാം, താഴേക്ക് 60 ന്യൂട്ടൺ, മുകളിലേക്ക് എന്തുണ്ട്? ടെൻഷൻ. അല്ലെ? മുകളിലേക്ക് ടെൻഷൻ ഉണ്ട്, താഴേക്ക് 60 ന്യൂട്ടൺ ഉണ്ട്. ഇത് ഇനി മുകളിലേക്ക് എത്ര ആക്സിലറേഷനിൽ പോവാണ്? 2 meter per second square. അപ്പൊ നമുക്ക് ഇത് ചെയ്താൽ ആൻസർ കിട്ടും. എങ്ങനെ കിട്ടും? 2 = t-60/6. അപ്പൊ t = എത്ര കിട്ടും? 72 ന്യൂട്ടൺ. ഇതാണ് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷൻ ഇങ്ങോട്ട് വരും. അത് നമ്മൾ ലാസ്റ്റ് ചെയ്യും. ഫ്രിക്ഷൻ ഉള്ള കേസ് നമ്മൾ ഫ്രിക്ഷണൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, നമ്മൾ അപ്പൊ ചെയ്യും. ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കേടാ, യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി. A light string passing over a smooth light fixed pulley connects two blocks of mass m1 and m2. എന്താണ് ഇവിടെ പറയുന്നത്? പെർപെൻഡിക്കുലർ ഉള്ളതിന്റെ എക്സാമ്പിൾ ചെയ്യും. അതല്ല നമ്മൾ ചെയ്തത്. ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആടാ, അപ്പൊ അത് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യൂല. ഓക്കെ, യെസ്. അപ്പൊ നോക്കി നിങ്ങൾ, എ ലൈറ്റ് സ്ട്രിങ് പാസിംഗ് ഓവർ എ സ്മൂത്ത് ലൈറ്റ് ഫിക്സ്ഡ് പുള്ളി കണക്ട്സ് ടു ബ്ലോക്സ് ഓഫ് മാസ് m1 ആൻഡ് m2. രണ്ട് മാസ് ഉണ്ട്, m1 ഉം m2. ഓക്കെ, ഇഫ് ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ഈസ് g/8. ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ എത്രയാണ്? g/8 ആണ്. അങ്ങനെയാണെങ്കിൽ മാസിന്റെ റേഷ്യോ ആണ് കാണാൻ പറയുന്നത്. ഓക്കെ, റേഷ്യോ ഓഫ് മാസസ് അഥവാ m1/m2 ആണ് കാണാൻ പറഞ്ഞത്, മാസിന്റെ റേഷ്യോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? സിമ്പിൾ ആണ്. ഇവിടെ ആക്സിലറേഷൻ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആടാ, 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്, കീമിന്റെ ക്വസ്റ്റ്യൻ ഒന്നല്ല. ഓക്കെ, ഇപ്പൊ ലൈറ്റ് സ്ട്രിങ് പാസിംഗ് ഓവർ എ സ്മൂത്ത് ലൈറ്റ് ഫിക്സ്ഡ് പുള്ളി കണക്ട്സ് ടു ബ്ലോക്സ് ഓഫ് മാസ് m1 ആൻഡ് m2. ഇഫ് ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ഈസ് g/8. ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ എത്രയാണ്? g/8 ആണ്. അങ്ങനെയാണെങ്കിൽ മാസിന്റെ റേഷ്യോ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. റേഷ്യോ ഓഫ് മാസസ്, നമ്മുടെ മാസിന്റെ റേഷ്യോ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയാ ചെയ്യാം നോക്കി നിങ്ങൾ. ഇപ്പൊ ഇവിടെ അടിക്ക് എന്തുണ്ടാവും? m1g. ഇവിടെ അടിക്ക് എന്തുണ്ടാവും? m2g. അല്ലേ? യെസ്. ഇവിടെ അടിക്ക് m1g, ഇവിടെ അടിക്ക് എത്ര? m2g. ഓക്കെ അല്ലെ? ടഫ് വരുന്നുണ്ടാ? ഇപ്പൊ ഒന്ന് ചെയ്യും. ഇവിടെ അടിക്ക് m1g, ഇവിടെ അടിക്ക് എത്രയാണ്? m2g ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് വലുതാക്കി എടുക്കണം. അപ്പൊ ഇത് താഴേക്ക് വരും, ഇത് മുകളിലേക്ക് വരും. അപ്പൊ നമ്മൾ ആക്സിലറേഷൻ എത്ര? g/8 ഈക്വൽ ടു g/8 ഈക്വൽ ടു എങ്ങനെ വരും? ആക്സിലറേഷൻ g/8 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഏതാ വലുത്? m1g മൈനസ് m2g ബൈ ടോട്ടൽ മാസ് എത്ര വരും? m1 പ്ലസ് m2 അല്ലേ? യെസ്. അപ്പൊ എത്ര വരടാ? g/8 ഈക്വൽ ടു m1 മൈനസ് m2 ഇൻറ്റു g/m1 പ്ലസ് m2 നമുക്ക് എഴുതാം. കാരണം എന്താ? ഇവിടുന്ന് g ഞാൻ പുറത്തെടുത്തു, അപ്പൊ g ക്യാൻസൽ ആയി. ഇവിടെ 1/8 വരും. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? m1 പ്ലസ് m2 ഈക്വൽ ടു 8 ഇൻറ്റു m1 മൈനസ് m2 എന്ന് വരും അല്ലെ? അപ്പൊ എന്തായി? m1 പ്ലസ് m2 ഈക്വൽ ടു 8m1 മൈനസ് 8m2. ഓക്കെ, യെസ്. ഇനി m1 സൈഡിക്ക് m2 സൈഡിക്ക് ഉണ്ടായാൽ മതി. m1 ഞാൻ അങ്ങോട്ട് m2 ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ എത്ര ആവും? ഈ -8m2 ഇങ്ങോട്ട് വരുമ്പോൾ 8m2 പ്ലസ് m2 എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8m1 മൈനസ് m1 എന്ന് വരും അല്ലെ? അപ്പൊ എത്ര വരും? 9m2 ഈക്വൽ ടു എത്ര വന്നു? 7m1 വന്നു. അപ്പൊ m1/m2 ഈക്വൽ എത്ര വരിക? 9/7 എന്ന് വരും. യെസ്, 9/7. ദാറ്റ് ഈസ് ദ ആൻസർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. 4 ഫോഴ്സസ് ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ് P. അത് നിങ്ങൾ എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. കാരണം ഇവിടെ ചോയ്സിൽ നമുക്ക് 9/7 വരുമ്പോൾ ഈ m1 ആണ് വലുത് നമുക്ക് മനസ്സിലായി. കാരണം m1/m2 ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ m1 നമ്മൾ 9 വരണം, അതല്ലേ വലുത് അവിടെ വരുന്നത്.
ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് m2/m1 ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ആൻസർ തന്നെ ഉള്ളൂ, 7/9 ഇല്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയാലും മതി. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 4 forces are acting at a point P in equilibrium as shown in figure. ഈ പോയിന്റിൽ 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ? റേഷ്യോ ഫോഴ്സ് F1 to F2 ഈസ് 1:x. F1ന്റെയും F2ന്റെയും ഫോഴ്സിന്റെ റേഷ്യോ എത്രയാണ്? 1:x ആണ്. അങ്ങനെയാണെങ്കിൽ x എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് F1ഉം F2ഉം കാണുക എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. F1 എങ്ങനെ കാണാം, F2 എങ്ങനെ കാണാം, എങ്ങനെ ചെയ്യാം നമുക്ക് F1 F2? അപ്പൊ നമ്മൾ ഇതിനൊന്ന് സോൾവ് ചെയ്യേണ്ടി വരും. ഞാൻ ഈ 1ന് ഇതിനൊന്ന് സോൾവ് ചെയ്താൽ ഇത് ഇങ്ങോട്ട് എത്ര വരും? അതിന്റെ x കമ്പോണന്റ് ഇങ്ങോട്ട് എത്ര വരും? ഈ 1 ന്യൂട്ടനെ ഞാൻ റിസോൾവ് ചെയ്താൽ ഇങ്ങോട്ട് എത്ര വരും? 1 cos 45. അപ്പൊ അത് എത്ര വരും? 1/√2 എന്ന് വരും അല്ലെ. ഇതിന്റെ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് എത്ര വരും? 1 sin 45. അപ്പൊ അതും 1/√2 എന്ന് വരും. 1 into sin 45 1/√2 ആണ്. ഇനി 2 നമ്മൾ കമ്പോണന്റ് എടുക്കണം. 2ന് ഞാൻ കമ്പോണന്റ് എടുക്കാൻ പോവാണ്. ദിസ് ഈസ് 2. 2 നമ്മൾ ഇങ്ങോട്ട് കമ്പോണന്റ് എടുക്കുമ്പോൾ എത്ര വരും? 2 cos 45. ഇങ്ങോട്ട് കമ്പോണന്റ് എടുക്കുമ്പോൾ എത്ര വരും? 2 sin 45. ഇത് എത്ര വരും? 2 into 1/√2. കാരണം sin 45 1/√2 ആണ്. സോ ആൻസർ എത്ര വരും? √2 എന്ന് വരും. അപ്പൊ ഇത് √2 ആണ്. ഇതും എത്ര വരും? √2 എന്ന് വരും. ഇത് ഞാൻ ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. മാറ്റി വരയ്ക്കുന്ന സമയത്ത് താഴത്തേക്ക് എത്ര ഉണ്ട്? F2. ഇങ്ങോട്ട് എത്ര ഉണ്ട്? F1. പിന്നെ നമ്മൾ ഈ ഇതുണ്ട്, അപ്പൊ ഇതിങ്ങോട്ട് എത്ര ഉണ്ട്? 1/√2 ഉണ്ട്. ഇവിടേക്ക് എത്ര ഉണ്ട്? √2 ഉണ്ട് അല്ലെ. ഇനി മുകളിലേക്ക് എത്ര ഉണ്ട്? ഇതിന്റെ 1/√2 ഉണ്ട്, √2 ഉണ്ട് അല്ലെ. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ എക്സ് ആക്സിസിലെ ഫോഴ്സ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഇങ്ങോട്ട് ഏതൊക്കെ ഫോഴ്സ്? F1 പ്ലസ് ഏതുണ്ട്? 1/√2 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്ര? √2. കാരണം ഇക്വിലിബ്രിയത്തിലാന്ന് പറയുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് 0 ആണ്. അപ്പൊ രണ്ട് സൈഡിലെയും ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് F1 എത്ര കിട്ടി? √2 മൈനസ് 1/√2 എന്ന് കിട്ടി. ഇതൊന്ന് ക്രോസ് ചെയ്ത എത്ര വരും? √2 into √2 മൈനസ് 1/√2. ദിസ് ഈസ് F1 അല്ലെ. ഇനി F2 എങ്ങനെ കാണാം? ഈ ഡയറക്ഷൻ നോക്കാം. താഴത്തേക്ക് F2 ഉണ്ട്. അപ്പൊ F2 ഈക്വൽ ടു മുകളിലേക്ക് ഏതൊക്കെയുണ്ട്? 1/√2 ഉണ്ട്, √2 ഉണ്ട് അല്ലെ. അപ്പൊ F2 എത്രയാടാ? 1 പ്ലസ് √2 into √2 2 by√2. ഇത് എത്രയായി? 3/√2 ആയി. ഇത് എത്രയായി? 1/√2 ആയി. ഇനി എന്താ കാണാൻ പറഞ്ഞേ? F1/F2 ആണ്. F1/F2 എത്ര വരും? F1 എത്ര? 1/√2 ബൈ F2 എത്ര? 3/√2. ക്യാൻസൽ ആയി. അപ്പൊ ആൻസർ 1/3. അപ്പൊ x എത്രയായി? 3 ആയി. യെസ്, കറക്റ്റ്. x will be 3. ഓക്കെ, അടുത്തത്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? നോക്ക് നിങ്ങൾ. എ ഹാങ്ങിങ് മാസ് M ഈസ് കണക്റ്റഡ് ടു എ 4 times ബിഗ്ഗർ മാസ് ബൈ യൂസിങ് എ സ്ട്രിംഗ് പുള്ളി അറേഞ്ച്മെന്റ്. ഓക്കെ, ഒരു ഹാങ്ങിങ് മാസ് M നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 4 times ബിഗ്ഗർ മാസ് യൂസിങ് എ സ്ട്രിംഗ് പുള്ളി അറേഞ്ച്മെന്റ്. ഇതാണ് നമ്മൾ അറേഞ്ച്മെന്റ്. ഇവിടുത്തെ മാസ് 4m ആണ്, ഇവിടുത്തെ മാസ് m ആണ്. നോക്കിട്ടോ, the bigger mass is placed on a horizontal ice slab and being pulled by 2mg force. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എത്ര ഫോഴ്സിൽ വലിക്കുന്നുണ്ട്? 2mg ഫോഴ്സിൽ നമ്മൾ അങ്ങോട്ട് വലിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ ദിസ് സിറ്റുവേഷൻ, ഈ സിറ്റുവേഷനിൽ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് ഈസ് x/5 mg. ഈ സമയത്ത് ആ സ്ട്രിംഗിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ എത്രയാണ്? x/5 mg ആണ്. അങ്ങനെയാണെങ്കിൽ x എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ എങ്ങനെ ചെയ്യാം? അപ്പൊ ആദ്യം നമുക്ക് ടെൻഷൻ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് കിട്ടണം? ആക്സിലറേഷൻ കിട്ടണം. ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ താഴത്തേക്ക് എത്ര വരും? mg. ഇവിടെ താഴത്തേക്ക് 4mg. സോ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങോട്ട് 2mg ഉണ്ട്, ഇങ്ങോട്ട് 1mg ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുക? ഡ്രൈവ് ചെയ്യുക. അപ്പൊ ഇത് മുകളിലേക്ക് പോകും. അപ്പൊ ആക്സിലറേഷൻ എത്ര വരും? ഇവിടുത്തെ ഫോഴ്സ് 2mg മൈനസ് ഇവിടുത്തെ ഫോഴ്സ് mg ബൈ ടോട്ടൽ മാസ് എത്ര വരും? m plus 4m. സോ ആൻസർ ഈസ് 5m. സോ ആൻസർ എത്രയായി? mg/5m. സോ ആൻസർ ഈസ് g/5. സോ നമ്മുടെ ആക്സിലറേഷൻ എത്രയാണ് നമുക്ക് കിട്ടുക? g/5 ആണ് കിട്ടുക. ഓക്കെ, ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും? g/5 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രം എടുത്ത് ടെൻഷൻ കാണണം. ടെൻഷൻ ആണ് കാണാൻ പറഞ്ഞാൽ അതിനായിട്ട് മുറിക്കുകയാണ്. അപ്പൊ എത്ര വരും? m താഴേക്ക് എത്ര ഉണ്ട്?
എം ജി, മുകളിലേക്ക് ഏതുണ്ട് ടെൻഷൻ, ഇത് മുകളിലേക്ക് എത്ര ആക്സിലറേഷനിൽ പോകുന്നുണ്ട് G/5 ആക്സിലറേഷനിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ യെസ്, അപ്പൊ ടെൻഷൻ എം ജി മുകളിലേക്ക് G/5 ആക്സിലറേഷനിൽ പോകുന്നുണ്ട്. ഓക്കെ നമുക്ക് ചെയ്യാം, എന്ത് കിട്ടും G/5 ഈക്വൽ ടു ടി അല്ലെ മൈനസ് എം ജി ബൈ ടോട്ടൽ മാസ് എം. നിങ്ങൾ 5m എടുക്കരുത്, കാരണം എന്താ നമ്മൾ ഈ ബോഡിയെ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എത്ര എടുത്താൽ മതി എം എടുത്താൽ മതി, തെറ്റിക്കരുത്. അപ്പൊ ഇത് വരും, ഇത് ഇങ്ങോട്ട് കൊടുത്താൽ എത്രയായി mg/5 ഈക്വൽ ടു ടി മൈനസ് എം ജി. അപ്പൊ ടി സീക്വൽ എത്രയായി mg/5 ഇവിടെ ഉണ്ട്, ഈ മൈനസ് എം ജി ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് എം ജി ആയി. ഇത് എത്രയായി 6mg/5. ഈക്വൽ എത്രയാണെന്നാ പറഞ്ഞത് x/5 mg ആണ്. സോ എക്സ് എത്രയാണ്, എക്സിന് പകരം ഇവിടെ 6 ആണ്. സോ ആൻസർ വിൽ ബി 6. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ എ ബാലൻസ് ഇൻസൈഡ് എ സ്റ്റേഷനറി ലിഫ്റ്റ് മെഷേഴ്സ് 60 കിലോഗ്രാം. ഒരു പേഴ്സൺ അതിന്റെ സ്റ്റേഷനറി ലിഫ്റ്റിൽ 60 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ച്വൽ മാസ് ആണ് 60 കിലോഗ്രാം. വെയിറ്റ് ഓഫ് ദ പേഴ്സൺ ദാറ്റ് ലിഫ്റ്റ് ഡിസെൻസ് വിത്ത് യൂണിഫോം ഡൗൺവേർഡ് ആക്സ്. നിങ്ങൾ ചെയ്താൽ മതി, എന്താ കിട്ടുക W ഈക്വൽ ടു M ഇൻറ്റു G മൈനസ് എ. ജി അറിയാം, എ അറിയാം, എം അറിയാം, ചെയ്ത് നോക്കിയാൽ മതി. യെസ്, ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഈ വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ സെഷനിൽ. ഇൻ ദ ഗിവൺ അറേഞ്ച്മെന്റ് ഓഫ് എ ഡബ്ലി ഇൻക്ലൈൻഡ് പ്ലെയിൻ, 2 blocks ഓഫ് മാസസ് M ആൻഡ് smaller are placed. Okay, yes. The blocks are connected by a light string passing over an ideal pulley as shown. പുള്ളി വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഫ്രിക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫ്രിക്ഷന്റെ ഡയറക്ഷൻ ഒക്കെ വേണ്ടി വരും, ഇവിടെ അടക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്ക് നിങ്ങൾ. ദ ബ്ലോക്ക് ഓഫ് √3 kilogram ഈസ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിങ് ഹൂസ് അതർ എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ വാൾ. Okay, yes. An unknown force F is applied so that the string of an angle 30 degree with the wall. The tension in the string is. സ്ട്രിങ്ങിലെ ടെൻഷൻ ആണ് കാണുന്നത്. എങ്ങനെ ചെയ്യാ, ഇവിടെ ടെൻഷൻ ഉണ്ട്, ഈ ടെൻഷൻ നമ്മൾ 2 കമ്പോണന്റ് ആക്കിയിട്ട് വരും. ഇങ്ങോട്ട് എത്ര വരും ടി, ടി ഈ ആംഗിൾ എത്ര വരും 30 ഡിഗ്രി. അപ്പൊ ടി കോസ് 30 അഥവാ ടി ഇൻറ്റു √3/2 എന്ന് വരും. ഇങ്ങോട്ട് എന്ത് വരും ടി സൈൻ 30 അഥവാ t/2 എന്ന് വരും. ഈ ടെൻഷൻ അല്ലേ കാണേണ്ടത്, ഇതും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ എന്തായി ടി കോസ് 30 is equal to √3 അഥവാ t into √3/2 is equal to √3 cancel. So t is equal to അല്ലല്ല, ഇവിടെ അടിക്ക് എന്തുണ്ട് √3 into 10 വരില്ലേ, കാരണം വെയിറ്റ് അല്ലേ. √3 into 10 into 10 into 10. So answer is 20 Newton. Yes. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ ഈ വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ്, 2024 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ നോക്കി. 3 blocks A, B and C are pulled on a horizontal smooth surface by a force 80 Newton. ഓക്കെ, 3 ഇതിനെ 80 ന്യൂട്ടണിൽ വലിക്കുന്നുണ്ട്. ദ ടെൻഷൻ T1 and T2 in the string are respectively. ഈ സ്ട്രിങ്ങിലെ T1ഉം T2ഉം ടെൻഷൻ നമുക്ക് കാണണം. ടെൻഷൻ കാണണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് കിട്ടണം, ആക്സിലറേഷൻ കിട്ടണം. ആക്സിലറേഷൻ കിട്ടാനുള്ള കേസ് എന്താ, ഇവിടെ ഇതിന്റെ വെയിറ്റ് ഡ്രൈവിംഗ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് ഇല്ല. കാരണം ഇത് ഈ ഡയറക്ഷനിലാണ് ഡ്രൈവ് ചെയ്യുക. അപ്പൊ വെയിറ്റ് ഇതിന്റെ എന്താവും, നമ്മൾ പറഞ്ഞ പെർപെൻഡിക്കുലർ കണ്ടീഷൻ ആവും അല്ലെ. കാരണം എന്താ, ഇത് കണ്ട അത് ഇങ്ങനെയാണ് വെയിറ്റ് വരിക. അപ്പൊ പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇനി ഇത് ഡ്രൈവിംഗ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ഇങ്ങോട്ട് എത്ര ന്യൂട്ടണാ വരുന്നത് 80 ന്യൂട്ടൺ ആണ്. അപ്പൊ ഫോഴ്സ് 80 ബൈ ടോട്ടൽ മാസ് എത്ര 5ഉം 3ഉം 8 + 2 10. അപ്പൊ എത്രയായി 10 meter/s² ആയി നമ്മുടെ ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ വിൽ ബി 10 അല്ല 8 meter/s². ഓക്കെ, 8 meter/s² ആണ് നമ്മുടെ ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 8 meter/s². ഇനി നമുക്ക് എന്ത് ചെയ്യണം, T2 കിട്ടണം. T2 കിട്ടാൻ ഞാൻ ഇതിനായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇവിടുത്തെ ടെൻഷൻ ആട്ടോ T2. അപ്പൊ എന്ത് കിട്ടും 2 കിലോഗ്രാം, ഇങ്ങോട്ട് 80 ന്യൂട്ടൺ, ഇങ്ങോട്ട് എന്ത് വരും T2 വരും. ഇത് ഇങ്ങോട്ട് 8 meter/s² മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്താം 8 ഈക്വൽ ടു ആക്സിലറേഷൻ ഈക്വൽ ഏത് പ്ലസ് എടുക്കണം 80 - T2/2. അപ്പൊ എന്തായി
80 മൈനസ് T2 is equal to 2 into 8 16. അപ്പൊ T2 എത്രയാടാ 80 മൈനസ് 16 ദാറ്റ് ഈസ് 64 ന്യൂട്ടൺ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ ആയി, കാരണം T64 വരുന്ന ഒറ്റ ആൻസറേ ഉള്ളൂ. പിന്നെ T1 കാണണ്ട. T1 കാണണമെങ്കിൽ ഇതിനെ എടുത്താൽ T1 കിട്ടും. എന്താ 5 കിലോഗ്രാം എടുത്തു. ഇവിടേക്ക് എത്ര ഉണ്ട് T1 ടെൻഷൻ ഉണ്ട്. വേറെ ഒന്നും ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നില്ലല്ലോ. 5 കിലോഗ്രാമിന് എടുത്താൽ പിന്നെ അതിന്റെ മുകളിൽ T1 മാത്രമല്ലേ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ T1 ഉണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം 8 ഈക്വൽ ടു T1 by 5. അപ്പൊ T1 ഈക്വൽ എത്രയായി 14. സോ ആൻസർ വിൽ ബി 1. ഓക്കെ, യെസ്. ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി നമുക്ക് അടുത്തതാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡി മറ്റൊരു ബോഡിന്റെ മുകളിൽ റിലേറ്റീവ് മോഷന്റെ ടെൻഡൻസി കാണിക്കുകയോ മൂവ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അത് രണ്ടും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എപ്പോഴും എന്ത് ചെയ്യാനുള്ള ടെൻഡൻസിയെ കാണിക്കുക? അത് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണോ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഡയറക്ഷൻ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. ഈ ഫ്രിക്ഷൻ വരുന്ന സ്ഥലത്താണ് കുറച്ച് നല്ല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, യെസ്. രണ്ട് തരം ഫ്രിക്ഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആരെ കുറിച്ചാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് ഇതിൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ചാണ്. എന്താ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ബോഡി മൂവ് ചെയ്യാത്ത സമയത്ത് അഥവാ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതിന്റെ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, എന്താ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കാണാനുള്ള ഇക്വേഷൻ? മ്യൂ എസ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ഇതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കാണാനുള്ള ഇക്വേഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വിൽ ബി ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ഇത് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡിന്റെ വെയിറ്റ് 5 കിലോഗ്രാം ആണ്. ഇവിടുത്തെ മ്യൂ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ന്യൂട്ടൺ ആണ് എഴുതാം. സോറി, ന്യൂട്ടൺ ഇല്ല, 0.5 ആണ് എഴുതാം. ഇവിടുത്തെ മ്യൂ എസിന്റെ വാല്യൂ എത്രയാണ്? 0.5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്രടാ വരിക? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമുക്ക് ആദ്യം നോർമൽ റിയാക്ഷൻ കാണും. താഴത്തേക്ക് 50 ന്യൂട്ടൺ, മുകളിലേക്ക് എത്ര ഉണ്ടാവും? റിയാക്ഷൻ വിൽ ബി ഈക്വൽ 50 ന്യൂട്ടൺ അല്ലേ വരിക? യെസ്. അപ്പൊ എത്ര വരും? ലിമിറ്റിംഗ് മ്യൂ എസ് ഇൻറ്റു 50. അപ്പൊ എത്ര വരും? 25 ന്യൂട്ടൺ വരും അല്ലെ? അപ്പൊ ഇവിടുത്തെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്ര? 25 ന്യൂട്ടൺ ആണ്. അപ്പൊ ഞാൻ മിനിമം 25 ന്യൂട്ടൺ കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ തുടങ്ങുള്ളൂ. അഥവാ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ആ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങുള്ളൂ? മൂവ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഇനി ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മറ്റൊരു പ്രത്യേകതയാണ്, അതിന് എന്തിനുള്ള കഴിവുണ്ട്? സെൽഫ് അഡ്ജസ്റ്റിംഗ് ചെയ്യാനുള്ള കഴിവുണ്ട്. അഥവാ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണെങ്കിൽ നമ്മളെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ആയിരിക്കും. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഞാൻ ഇവിടേക്ക് കൊടുക്കുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്ര ആയിരിക്കോടാ? ഞാൻ ഇവിടെ അത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അപ്ലൈഡ് ഫോഴ്സ് 10 ന്യൂട്ടൺ ആണെങ്കിൽ അതിന്റെ മുകളിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്ര ആയിരിക്കും? ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഞാൻ അതിൽ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് 10 ന്യൂട്ടൺ ആണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്ര ആയിരിക്കും? 10 ന്യൂട്ടൺ ആയിരിക്കും. അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അഥവാ ദാറ്റ് ഈസ് സെൽഫ് അഡ്ജസ്റ്റിംഗ്. ഞാൻ 5 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 5 ന്യൂട്ടൺ ആയിരിക്കും. 20 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ 20 ആയിരിക്കും. 24 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ 24 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴാണ് മൂവ് ചെയ്യാൻ തുടങ്ങുക? 25ൽ കൂടുതൽ കൊടുക്കുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണെങ്കിൽ ആ ബോഡി എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. ഓക്കെ, ആ ബോഡി എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. അപ്പൊ അതിന്റെ അപ്ലൈഡ് ഫോഴ്സ് ആയിരിക്കും അതിന്റെ എന്തെന്ന് പറഞ്ഞാല് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും.
25-ൽ കൂടുതലായാൽ നമ്മൾ അടുത്ത കേസ് പറയും. നിങ്ങൾ അടുത്ത കേസ് നമ്മൾ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അഥവാ നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ എന്തായാൽ കൂടുതലായാൽ ആ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. പിന്നുണ്ടാകുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? കൈനറ്റിക് ഫ്രിക്ഷൻ. മൂവ് ചെയ്ത് തുടങ്ങിയാൽ പിന്നുണ്ടാകുന്ന ഫ്രിക്ഷൻ എന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. കൈനറ്റിക് ഫ്രിക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? മ്യൂ കെ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്. മ്യൂ കെ എന്ന് പറഞ്ഞാൽ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മ്യൂഎസും മ്യൂ കെയും തന്നിട്ടില്ല എങ്കിൽ രണ്ടും ഒന്ന് എടുത്താൽ മതി. വെറും മ്യൂന്ന് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ മ്യൂഎസും മ്യൂ കെയും അതേ വാല്യൂ എടുത്താൽ മതി. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. നോക്കി നിങ്ങൾ, ഇപ്പൊ ഈ ബോഡിന്റെ മാസ് 10 കിലോഗ്രാം ആണ്. ഇവിടുത്തെ മ്യൂ എസ് ഈക്വൽ ടു 0.3 ആണ്. മ്യൂ കെ ഈക്വൽ ടു എത്രയാണ്? മ്യൂ കെ ഈക്വൽ ടു 0.2 ആണ്. ഓക്കെ, 25 അപ്ലൈ ചെയ്താൽ അത് അതിന്റെ ബാലൻസിങ് കണ്ടീഷൻ ആണ്. മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അതിന്റെ ആ ഒരു മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു പൊസിഷൻ, അതിൽ കൂടുതൽ കൊടുക്കുമ്പോഴേ അത് മൂവ് ചെയ്യാൻ നിൽക്കുള്ളൂ. ആ ബാലൻസ് ചെയ്തിരിക്കുന്ന പൊസിഷൻ ആണ് 25 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. അപ്പൊ മ്യൂ കെ 0.2 ആണ്, മ്യൂ എസ് 0.3 ആണ്. ഓക്കെ, യെസ്. ഞാൻ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു 10 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിന്റെ ആക്സിലറേഷൻ എത്രയാണ്? ഫ്രിക്ഷൻ എത്രയാണ്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ എത്രയാണ്? ഫ്രിക്ഷൻ എത്രയാണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്താ? ഈ ബോഡി മൂവ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ ബോഡി മൂവ് ചെയ്യോ? അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തിന്റെ എന്ത് കാണണം? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കാണണം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്രയുടെ വരും? അവിടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ താഴത്തേക്ക് എത്ര വരും? 100 ന്യൂട്ടൺ വെയിറ്റ് വരും അല്ലെ? അപ്പൊ മുകളിലേക്ക് റിയാക്ഷൻ എത്ര വരും? 100 ന്യൂട്ടൺ വരും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എങ്ങനെ കാണുക? മ്യൂ എസ് ഇൻറ്റു ആർ. മ്യൂ എസ് എത്ര? 0.3 ഇൻറ്റു ആർ എത്ര? 100. സോ ഇത് എത്ര വരും? 30 ന്യൂട്ടൺ. ഇവിടുത്തെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്രയാണ്? 30 ന്യൂട്ടൺ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ 30 ന്യൂട്ടൺ ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന 10 ന്യൂട്ടൺ ആണ്. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ എന്താണ്? കൂടുതലാണ്, അല്ല കുറവാണ്. അപ്പൊ എന്താണ്? ബോഡി മൂവ് ചെയ്യൂല. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് 0. മൂവ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫ്രിക്ഷൻ എത്ര? 30 ന്യൂട്ടൺ അല്ലേ? ആണോ? അല്ല. റെസ്റ്റിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുക? ഫ്രിക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുക. സോ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രേ വരുള്ളൂ? 10 ന്യൂട്ടണേ വരുള്ളൂ അല്ലെ? ഫ്രിക്ഷൻ 10 ആയിരിക്കും. ഓക്കെ, ആക്സിലറേഷൻ 0 ആയിരിക്കും. ക്ലിയർ? യെസ്. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് മാറ്റിയാണ്, ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മൾ 0.3 ആണ്, 0.3 തന്നെയാണ് നമ്മളെ മ്യൂ എസ്. മ്യൂ കെ എന്ന് പറയുന്നത് 0.2 ആണ്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് 40 ന്യൂട്ടൺ ആണ്. ഇതിന്റെ മാസ് 10 കിലോഗ്രാം ആണ്. ഓക്കെ, യെസ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാല്യൂ ഒന്നും മാറ്റിയിട്ടില്ല, അപ്ലൈഡ് ഫോഴ്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു, എത്രയാണ്? 30 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് എന്താണ്? ലിമിറ്റിങ്ങിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ബോഡി എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ബോഡി മൂവ് ചെയ്താൽ പിന്നെ എന്ത് ഫ്രിക്ഷൻ ആണ് ഉണ്ടാവുക? ബോഡി മൂവ് ചെയ്താൽ പിന്നെ എന്ത് ഫ്രിക്ഷൻ ഉണ്ടാവുക? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണോ? ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫ്രിക്ഷൻ ആണ്? കൈനറ്റിക് ആണ്. അപ്പൊ നമ്മൾ കൈനറ്റിക് കാണണം ഇവിടെ. കാരണം മ്യൂക്കെ വേറെ തന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ രണ്ടും ഒന്ന് എടുത്താൽ മതി. അപ്പൊ എഫ് കെ എത്ര വരും? 0.2 ഇൻറ്റു റിയാക്ഷൻ 100. അപ്പൊ എത്ര വരും? 20 ന്യൂട്ടൺ. ഇനി നമ്മൾ എങ്ങനെ ഇത് ചെയ്യാം? ശ്രദ്ധിച്ചോട്ടെ, ആക്സിലറേഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് നമ്മൾ 40 ന്യൂട്ടൺ കൊടുത്തു, 10 കിലോഗ്രാം ആണ് മാസ്. ഏത് ഡയറക്ഷനിലാണ് ഫ്രിക്ഷൻ ഉണ്ടാവുക? ഇങ്ങോട്ട് നമ്മൾ 40 ന്യൂട്ടൺ കൊടുത്താൽ ഇത് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യാൻ കാണിക്കുക? മൂവ് ചെയ്യാൻ തുടങ്ങുക അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും ഇവിടുത്തെ ഫ്രിക്ഷൻ ഉണ്ടാവുക, 20 ന്യൂട്ടൺ അല്ലെ? യെസ്. അപ്പൊ നമ്മൾ എങ്ങനെ ആക്സിലറേഷൻ കാണുക? ടോട്ടൽ ഡ്രൈവിംഗ് ഫോഴ്സ് 40 minus 20 by total mass 10. So answer will be, acceleration will be 20 by 10, that is 2 meter per second square. That is the acceleration.
ക്ലിയർ ആയോ? അപ്പൊ ഫ്രിക്ഷൻ വരുന്നത് കറക്റ്റ് മനസ്സിലാക്കണം. ഫ്രിക്ഷൻ എപ്പോഴും അത് എങ്ങോട്ടാണോ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, യെസ് യെസ് യെസ്. മ്യൂ കെ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ്. മ്യൂ എസ് എന്ന് പറഞ്ഞാൽ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് ആണ് മ്യൂ എസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഒരു ബോഡി ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വി വെലോസിറ്റിയിൽ ഇനീഷ്യലി മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യു വെലോസിറ്റിയിൽ ഇനീഷ്യലി മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് ഇതിന്റെ മുകളിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്പീഡ് കൂടുക ചെയ്യുക കുറയുക ചെയ്യുക. ഇനീഷ്യലി യു വെലോസിറ്റിയിൽ പോകുന്ന ഒരാളെ മുകളിൽ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് അതിന്റെ സ്പീഡ് കൂടുക ചെയ്യുക കുറയുക ചെയ്യുക. കുറയും. കാരണം എന്താ? ഇത് അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അപ്പൊ അതിന് ആക്സിലറേഷനാ റിട്ടാർഡേഷനാ ഉണ്ടാവുക? അല്ലല്ല, ഫ്രിക്ഷനും ടെൻഷനും രണ്ടാടാ. ആക്സിലറേഷനാ റിട്ടാർഡേഷനാ ഉണ്ടാവുക? റിട്ടാർഡേഷൻ. ആ റിട്ടാർഡേഷൻ നമ്മളിപ്പോ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണെങ്കിൽ ആ റിട്ടാർഡേഷൻ എത്ര വരിക? ഹൊറിസോണ്ടൽ സർഫസ് ആണെങ്കിൽ ദാറ്റ് റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ജി ആയിരിക്കും. ഓക്കെ, കാരണം എന്താ? ഫോഴ്സ് എത്ര വരിക? ഒരു ഫ്രിക്ഷൻ മ്യൂ, റിയാക്ഷൻ എം ജി ആണ്. അപ്പൊ ഫോഴ്സ് എന്താ? എം എ. സോ മ്യൂ എം ജി. സോ നമുക്ക് റിട്ടാർഡേഷൻ ഈക്വൽ മൈനസ് മ്യൂ ജി ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, സോ റിട്ടാർഡേഷൻ വിൽ ബി ഈക്വൽ മൈനസ് മ്യൂ ജി. ഓക്കെ, യെസ് യെസ് യെസ്. ഇനി ക്വസ്റ്റ്യൻ നോക്കടാ. ഈ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. എ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം. ഒരു ബ്ലോക്കിന്റെ മാസ് എത്ര? 10 കിലോഗ്രാം. പ്ലേസ്ഡ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ സർഫസ് ഹാവിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.5. റഫ് ഹൊറിസോണ്ടൽ സർഫസിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്? 0.5 ആണ്. If the horizontal force is 100 Newton acting on it, then acceleration of the block will be. എങ്ങനെ ചെയ്യാം? ഒരു എന്തുണ്ട്? ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്കിന്റെ വെയിറ്റ് 10, മാസ് 10 കിലോഗ്രാം ആണ്. ഫ്രിക്ഷന് 0.5 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മ്യൂ എസും മ്യൂ കെയും സെയിം ആണ് അല്ലെ? യെസ്. ഇതിന്റെ മുകളിൽ ഇങ്ങോട്ട് എത്ര ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്? 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ഇത് മൂവ് ചെയ്യോ എന്നുള്ളത് ശ്രദ്ധിക്കണം. മൂവ് ചെയ്യും, കാരണം ഇവിടെ ചോയ്സിൽ എന്തില്ല? 0 ഇല്ല. അപ്പൊ എന്തായാലും മൂവ് ചെയ്യും. അപ്പൊ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും. അതെങ്ങനെ കാണുക? മ്യൂ ഇൻറ്റു ആർ അല്ലെ? അതെങ്ങനെ കിട്ടും? മ്യൂ എഫ് ഈക്വൽ മ്യൂ എത്ര? 0.5. ആർ എത്ര വരും? 100 ന്യൂട്ടൺ അല്ലെ? ഇപ്പൊ 0.5 into 100 that is 50 ന്യൂട്ടൺ. സോ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് 50 ന്യൂട്ടൺ. അപ്പൊ ഇങ്ങോട്ട് 50 ന്യൂട്ടൺ ഉണ്ട്. ഇനി ആക്സിലറേഷൻ എങ്ങനെ കാണാം? 100 മൈനസ് 50 by 10. So answer is 50 by 10. Answer is 5 meter per second square. അല്ലേ? യെസ് യെസ് യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ് നോക്കി. എ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം. ഒരു ബോഡിന്റെ മാസ് എത്രയാണ്? 10 കിലോഗ്രാം. ഈസ് മൂവിംഗ് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം ഉണ്ട് അല്ലെ? 10 കിലോഗ്രാം ഉള്ള ബോഡിയാണ്. ഇത് ഇങ്ങോട്ട് എത്ര മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത്? 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇനീഷ്യൽ വെലോസിറ്റി ആണെന്ന് മനസ്സിലാക്കുക. നോക്കി, ദ ബോഡി സ്റ്റോപ്സ്. ആ ബോഡി എന്ത് ചെയ്തു? സ്റ്റോപ്പായി അല്ലെ? അപ്പൊ ഫൈനൽ വെലോസിറ്റി, അപ്പൊ യു ഈക്വൽ എത്ര? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി എത്രയായി? 0 ആയി. എത്ര സമയം കൊണ്ട്? ടി ഈക്വൽ 5 സെക്കൻഡ് കൊണ്ട്. എന്തിന്റെ ഫലമായിട്ട്? ഫ്രിക്ഷന്റെ ഫലമായിട്ട്. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാൻ പറ്റും ഇത്? ഈ പറയുന്ന വാല്യൂസ് വെച്ചിട്ട് ഇതിന്റെ എന്ത് കാണാം? ആക്സിലറേഷൻ കണ്ടൂടെ? ആ ആക്സിലറേഷൻ കൊടുക്കുന്നത് ആരാണ്? ഫ്രിക്ഷൻ അല്ലേ? ആക്സിലറേഷൻ കൊടുക്കുന്നത് ആരാണ്? ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ സർഫസിൽ കൊടുക്കുന്ന ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് മ്യൂ ജി ആണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ? കാരണം ഇവിടെ വേറെ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ആക്സിലറേഷൻ കാണാം. അതെങ്ങനെ എടുക്കാം? വി ഈക്വൽ യു പ്ലസ് എ ടി അല്ലെ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി എടുത്താൽ മതി. വി എത്ര? 0 ഈക്വൽ യു എത്ര? 20.
പ്ലസ് എ ഇൻറ്റു 5. അപ്പൊ ഇത് ഇങ്ങോട്ട് കൊടുത്താൽ എത്രയായി? 5a ഈക്വൽ ടു -20. അപ്പൊ എ ഈക്വൽ എത്രയായി? -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ? അത് മ്യൂ ജി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? -μ ഇൻറ്റു G10 ഈക്വൽ ടു -4. അപ്പൊ ഇത് ക്യാൻസൽ ആയി. അപ്പൊ മ്യൂസ് ഈക്വൽ എത്രയായി? 4/10. അപ്പൊ മ്യൂസ് ഈക്വൽ എത്രയായി? 0.4 ആയി. എടാ സിമ്പിൾ. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെ 2023 വന്ന ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷം വന്ന ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, യെസ് യെസ്, ഇത് കുറച്ചും കൂടി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും കഴിഞ്ഞ വർഷം വന്നതാണ്. നോക്കി, ഇതിൽ ഒരു ചെറിയൊരു സാധനം കൂടി കൂടും. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ്, പക്ഷെ ചെറിയൊരു സംഭവം കൂടി ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. അതിലെ വ്യത്യാസം നോക്കി നിങ്ങള്. എ ബ്ലോക്ക് ഓഫ് മാസ് 5 കിലോഗ്രാം ഈസ് റെസ്റ്റ് ഓൺ എ ടേബിൾ ഓഫ് റഫ് സർഫസ്. ഒരു ടേബിളിന്റെ റഫ് സർഫസിൽ ഒരു 5 കിലോഗ്രാം ഉള്ള ഒരു ബോഡി ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു 5 കിലോഗ്രാം ഉള്ള ബ്ലോക്ക് നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈസ് പ്ലേസ്ഡ് അറ്റ് റെസ്റ്റ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും യൂസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. കാരണം ഇനീഷ്യലി എന്തിലാണ്? റെസ്റ്റിലാണ്. ഓൺ എ ടേബിൾ ഓഫ് റഫ് സർഫസ്. റഫ് സർഫസ് ആണെന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? If force of 30 Newton is applied in the direction parallel to surface. അഥവാ ഇതിന്റെ മുകളിൽ നമ്മൾ എത്ര ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്? 30 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ? The block slides through a distance of 50 meter. ആ ബ്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 50 മീറ്റർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഇന്റർവെൽ ഓഫ് 10 സെക്കൻഡ്. അപ്പൊ നമുക്ക് എസ് തന്നു 50 മീറ്റർ, ടൈം തന്നു 10 സെക്കൻഡ്. ഇതെന്തെങ്കിലുമൊക്കെ കാണാനായിരിക്കും. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വിൽ ബി. അപ്പൊ ഇതിന്റെ മുകളിൽ ഇനി ഏത് ഫോഴ്സും കൂടി ഉണ്ടാവൂടാ? ഒരു ഫോഴ്സും കൂടി ഇതിന്റെ മുകളിൽ ഉണ്ടാവൂലേ? അതെന്ത് ഫോഴ്സ് ഉണ്ടാവുക? റഫ് സർഫസ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് മ്യൂ എന്ന് എടുക്കാം. അതാണ് കാണേണ്ടത്. അപ്പൊ മ്യൂ. അപ്പൊ എന്തുണ്ടാവും ഇനി ഇതിന്റെ മുകളില്? റഫ് സർഫസ് ആയതുകൊണ്ട് ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ എങ്ങോട്ടാ ഉണ്ടാവുക? ഇത് ഇങ്ങോട്ട് 30 ന്യൂട്ടൺ കൊടുത്തത് കൊണ്ട് അത് അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ ഉണ്ടാവല് ഈ ഡയറക്ഷനിലായിരിക്കും അല്ലെ? അത് എത്ര വരും? മ്യൂ ഇൻറ്റു 5 കിലോഗ്രാം ആയതുകൊണ്ട് 50 ന്യൂട്ടൺ ആണ് റിയാക്ഷൻ. അപ്പൊ 50 മ്യൂ എന്ന് വരും അല്ലെ? സോ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് 50 മ്യൂ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ഈ ഒരു സംഭവങ്ങൾ വെച്ചിട്ട് ഇതിന്റെ ആക്സിലറേഷൻ കിട്ടൂലേ? ഈ ഒരു സാധനം വെച്ചിട്ട് ഇതിന്റെ ആക്സിലറേഷൻ കിട്ടൂലേ? രണ്ടും ചെയ്താൽ ആൻസർ കിട്ടി. ഇവിടെ നമുക്ക് എങ്ങനെ ആക്സിലറേഷൻ കാണുക? ആക്സിലറേഷൻ ഈക്വൽ ടോട്ടൽ ഡ്രൈവിംഗ്. ഈ ഡയറക്ഷനിലെ ഡ്രൈവ് ചെയ്യുക. 30 മൈനസ് 50 മ്യൂ ബൈ ടോട്ടൽ മാസ് 5. അപ്പൊ നമ്മൾ ചെറുതാക്കി നമുക്ക് എന്ത് ചെയ്താം? 6 മൈനസ് 10 മ്യൂ എന്ന് എഴുതാം. ദിസ് വിൽ ബി ദ ആക്സിലറേഷൻ. മനസ്സിലായോ? പറഞ്ഞ ക്ലിയർ ആയില്ലേ? ഇങ്ങോട്ട് 30 ഉണ്ട്, ഇങ്ങോട്ട് 50 മ്യൂ എന്ന് പറയുന്ന എന്താണ് പറയുക? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ആക്സിലറേഷൻ ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് 30 മൈനസ് 50 മ്യൂ ബൈ 5. സോ ആൻസർ ഈസ് 6 മൈനസ് 10 മ്യൂ എന്ന് വരും അല്ലെ? യെസ്. ഇത് വെച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ കാണാം. ഏത് ഇക്വേഷൻ വേണടാ? ഇക്വേഷൻ ഓഫ് കൈനിമാറ്റിക്സ് പോയാൽ മതി. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ എസ് ഈക്വൽ ടു യു 0 ആയതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. ഹാഫ് ഇൻറ്റു എസ് വന്നിട്ടുണ്ടല്ലോ അല്ലെ? എസ് എത്ര? 50. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി എത്ര? 10 സെക്കൻഡ്. അപ്പൊ 100. അപ്പൊ ഇത് 50 ആയി. അപ്പൊ ആൻസർ ഇത് ക്യാൻസൽ ചെയ്താൽ എ ഈക്വൽ ടു 1 ആയി അല്ലെ? എ ഈക്വൽ ടു 1. നമുക്ക് എന്ത് ചെയ്താം? എന്തോ സംഭവിച്ചല്ലോ. ശരിയാണല്ലോ, ശരിയാണ്. അപ്പൊ എന്തായി? എ ഈക്വൽ എത്ര? 6 മൈനസ് 10 മ്യൂ അല്ലെ? ഇവിടെ ആക്സിലറേഷൻ 6 മൈനസ് 10 മ്യൂ എന്ന് കിട്ടി. അത് എത്രയും നമുക്ക് ഇവിടെ കിട്ടി? 1 എന്ന് കിട്ടി. ഇനി ഇതാണ്ട് കൊണ്ട് ഇങ്ങോട്ട് കൊടുത്താൽ എത്രയായി? 10 മ്യൂസ് ഈക്വൽ ടു 6 മൈനസ് 1 5 ആയി. അപ്പൊ മ്യൂസ് ഈക്വൽ എത്രയാടാ? 5/10. സോ ആൻസർ ഈസ് 0.5. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആയില്ലടാ? ചെയ്തേ മനസ്സിലായോ? ഇതേ പ്രശ്നം ഉണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യനാ, February 1 ഷിഫ്റ്റിൽ. ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കി നിങ്ങൾ. എ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം start sliding on a surface with an initial velocity 9.8 meter per seconds.
ഓക്കെ, ഒരു ബ്ലോക്ക് ഉണ്ട്, അതിന്റെ മാസ് 10 കിലോഗ്രാം ആണ്. അത് സ്ലൈഡിങ് ഓൺ എ സർഫസ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി യു എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.5 ആണ്. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബ്ലോക്ക് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. എസ് ആണ് കാണേണ്ടത്. കമ്മിങ് ടു റെസ്റ്റ് ആയതുകൊണ്ട് വി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. റെസ്റ്റിലേക്ക് എത്തുമ്പോഴുള്ള ഡിസ്റ്റൻസ് അല്ലേ. നമുക്ക് ആക്സിലറേഷൻ കാണണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മൂവ് ചെയ്യുന്ന എന്തിലാണ്? സർഫസ് ആണ്. സ്ലൈഡിങ് സർഫസ് വിത്ത് ഫ്രിക്ഷൻ ഉള്ള സർഫസ് ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് മ്യൂ ജി എന്ന് വരും. അപ്പൊ എത്ര വരും? മൈനസ് മ്യൂ എത്ര? 0.5 ഇൻറ്റു ജി 9.8 എടുക്കണം. അതിനു വേണ്ടിയാണ് യു 9.8 എന്നോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. യെസ്. അപ്പൊ എസ് ഈക്വൽ ടു എന്തെടുത്താൽ മതി? ഇവിടെ എസ് എടുക്കാൻ പറ്റൂല, ടൈം വന്നിട്ടില്ല. അപ്പൊ നമ്മൾ വി യു എസ് ആവുമ്പോൾ വി സ്ക്വയർ ഈക്വൽ എടുത്താൽ മതി അല്ലെ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി എത്ര? 0 ഈക്വൽ യു എത്ര? 9.8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എത്ര? ഇത് മൈനസ് 4.9 എന്ന് വരും ഇൻറ്റു എസ്. അപ്പൊ എന്നിട്ട് കൊടുത്താൽ എത്രയായി? 2 ഇൻറ്റു 4.9 9.8 മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. അപ്പൊ എന്തായി? 9.8 എസ് ഈക്വൽ ടു എന്തായി? 9.8 സ്ക്വയർ ആയി അല്ലെ. യെസ്. അപ്പൊ 9.8 പോയാൽ എസ് ഈക്വൽ ടു 9.8 മീറ്റർ. ദാറ്റ് ഈസ് ദ ആൻസർ. യെസ്. അടുത്തതാണ് മോഷൻ ഓൺ ഇൻക്ലൈൻഡ് സ്മൂത്ത് ആൻഡ് റഫ് പ്ലെയിൻ. സ്മൂത്ത് ആൻഡ് റഫ് പ്ലെയിനിലുള്ള മോഷൻ ജസ്റ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ നമ്മൾ ആംഗിൾ തീറ്റ എടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു ബോഡി ഒരു സ്മൂത്ത് പ്ലെയിൻ ആണ് ഇതെന്ന് എഴുതാം. ദിസ് ഈ സ്മൂത്ത് പ്ലെയിൻ. ഈ സ്മൂത്ത് പ്ലെയിനിൽ ഇയാൾ താഴേക്ക് വീഴാന്ന് എഴുതാം. അപ്പൊ ഇയാളെ താഴത്ത് കൊണ്ടുവരുന്ന ഫോഴ്സ് ഏതാ? mg സൈൻ തീറ്റയാണ് അല്ലെ. ഇത് സ്മൂത്ത് ആണ്. അപ്പൊ ഫ്രിക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഈ കേസിൽ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ജി സൈൻ തീറ്റയാണ്. ഈ കേസിൽ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ജി സൈൻ തീറ്റ ആണ്. കാരണം എം ജി സൈൻ തീറ്റ ബൈ മാസ് വരും. അപ്പൊ ജി സൈൻ തീറ്റ വരും. ഓക്കെ. അപ്പൊ സ്മൂത്ത് സർഫസിൽ താഴേക്ക് വീഴുന്ന ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജി സൈൻ തീറ്റ ആണ്. ഈ റഫ് സർഫസിൽ താഴേക്ക് വീഴുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും? ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. നോക്കൂ, ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ. ഇവിടെ എം മാസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ വെയിറ്റ് എം ജി താഴേക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങോട്ട് ഏത് വരും? എം ജി സൈൻ തീറ്റ വരും അല്ലെ. ഇനി ഇത് താഴേക്കല്ലേ സ്ലൈഡ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ എങ്ങോട്ടാ ഉണ്ടാവുക? മുകളിലേക്കല്ലേ ഉണ്ടാവുക. അതെന്താ വരിക? മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ അല്ലേ. ഇവിടെ നോർമൽ റിയാക്ഷൻ എത്രയെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? എം ജി കോസ് തീറ്റ അല്ലേ. അപ്പൊ ഇവിടുത്തെ കേസിൽ ആക്സിലറേഷൻ എന്ത് വരും? ആക്സിലറേഷൻ ഈക്വൽ ടോട്ടൽ ഡ്രൈവിംഗ് ഫോഴ്സ്. താഴത്തേക്ക് വരുന്നുള്ളൂ, അത് പോസിറ്റീവ്. എം ജി സൈൻ തീറ്റ മൈനസ് മ്യൂ എം ജി കോസ് തീറ്റ ഓൾ ബൈ ടോട്ടൽ മാസ് എം. അപ്പൊ എല്ലായിടത്തും എം ക്യാൻസൽ ചെയ്താൽ ഈ കേസിൽ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? ആക്സിലറേഷൻ ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. ദാറ്റ് ഈസ് ദ ആക്സിലറേഷൻ. ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. ഇതാണ് ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ഒരു പോയിന്റും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അഥവാ റഫ് സർഫസിൽ പെട്ടെന്ന് താഴെ എത്തും. സ്മൂത്ത് സർഫസിൽ താഴെ എത്താൻ എടുക്കുന്ന ടൈം എത്രയാണ്? സ്മൂത്ത് സർഫസിൽ താഴെ എത്താൻ എടുക്കുന്ന സമയം ടി ആക്കി ഞാൻ എടുക്കുക. റഫ് സർഫസിൽ താഴെ എത്താനുള്ള ടൈം എന്ന് പറയുന്നത് സ്മൂത്ത് സർഫസിൽ എത്താൻ എടുക്കുന്ന ടൈമിന്റെ n ടൈംസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയും. ഓക്കെ. റഫ് സർഫസിൽ ഒരു ബ്ലോക്ക് മേലെ നിന്നും താഴേക്ക് എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ആ ബ്ലോക്ക് സ്മൂത്ത് സർഫസിൽ അതേ ആംഗിളിലുള്ള സ്മൂത്ത് സർഫസിൽ അതേ ഡിസ്റ്റൻസ് താഴെ എടുക്കുന്ന സമയത്തിന്റെ n ടൈംസ് ആണെന്ന് പറയും. എന്നിട്ട് നിങ്ങളോട് എന്ത് കാണാൻ പറയും? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കാണാൻ പറയും. അപ്പൊ നിങ്ങൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മ്യൂസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് 1/n സ്ക്വയർ ആണ്. This is the equation. Mu is equal to tan theta into 1 minus 1/n square. ഈ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ഇത് അതേപോലത്തെ ക്വസ്റ്റ്യൻ നോക്കി. The time taken by object to slide down 45 degree. ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി ആണ്. റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് n ടൈംസ്. എത്ര ടൈംസ് എടുത്തു? n ടൈംസ് എടുത്തു.
ആസ് ഇറ്റ് ടേക്ക് ടു സ്ലൈഡ് ഡൗൺ പെർഫെക്റ്റ്ലി സ്മൂത്ത് 45 ഇൻക്ലൈൻഡ് പ്ലെയിൻ. അഥവാ അതേ ഇൻക്ലിനേഷൻ ഉള്ള സ്മൂത്ത് സർഫസിൽ എത്താൻ എടുക്കുന്ന ടൈമിന്റെ n ടൈംസ് റഫ് സർഫസിൽ എടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് പ്ലെയിൻ എന്ന ക്വസ്റ്റ്യൻ. ആൻസർ പറയടാ, ഏതാ ആൻസർ വരിക? സ്മൂത്ത് സർഫസിൽ താഴെ എത്താൻ എടുക്കുന്ന ടൈമിന്റെ n ടൈമാണ് അതേ ആംഗിൾ ഉള്ള റഫ് സർഫസിൽ താഴെ എത്താൻ എടുത്തതെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ബി കറക്റ്റ് ആണ്. കാരണം എന്താ, മ്യൂ ഈക്വൽ എന്താ, ടാൻ ഇവിടെ 45 ആണ് ആംഗിൾ ഇൻറ്റു 1 മൈനസ് 1/n². ഇത് 1 ആയി. ആൻസർ തന്നെ വരും. യെസ് യെസ്, ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 2023 കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ്. എ ബ്ലോക്ക് ഓഫ് മാസ് എം, ഒരു ബ്ലോക്ക് ഓഫ് മാസ് എം എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈഡ് ഡൗൺ, താഴേക്ക് സ്ലൈഡ് ചെയ്യുന്നുണ്ട്. ദ പ്ലെയിൻ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. എത്ര ഇൻക്ലിനേഷൻ ഉള്ള, 30 ഡിഗ്രി ഇൻക്ലിനേഷനിലുള്ള പ്ലെയിനിൽ നിന്ന് അത് താഴേക്ക് വരികയാണ് വിത്ത് ആൻ ആക്സിലറേഷൻ g/4. എത്ര ആക്സിലറേഷനിലാണ് താഴേക്ക് വരുന്നത്? g/4 ആക്സിലറേഷനിലാണ് അത് താഴേക്ക് വരുന്നത്. ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ വിൽ ബി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷന്റെ വാല്യൂ എത്ര, കോഎഫിഷ്യന്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാടാ അത് ചെയ്യുക? ഏത് പ്ലെയിനാ ഇത്? റഫ് പ്ലെയിൻ അല്ലേ? റഫ് പ്ലെയിനിൽ ഇത് താഴേക്ക് വരുന്ന ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? എസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. ഇതാണ് g/4. അപ്പൊ എന്ത് ചെയ്താം? ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ ഈക്വൽ ടു g/4 എന്ന് എഴുതാം അല്ലെ? യെസ്, ജി ക്യാൻസൽ. ഇനി സൈൻ തീറ്റ 30 മൈനസ് മ്യൂ കോസ് 30 ഈക്വൽ ടു 1/4 എന്ന് എഴുതാം. ജി സൈൻ 30 മൈനസ് മ്യൂ കോസ് 30 ഈക്വൽ ടു 1/4. ഇനി മ്യൂ കോസ് 30 അങ്ങോട്ട് കൊണ്ടുപോവാ, 1/4 ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ എന്താവും? മ്യൂ ഇൻറ്റു കോസ് 30 റൂട്ട് 3/2 ഈക്വൽ ടു 1/2 മൈനസ് 1/4. അപ്പൊ എന്തായി? മ്യൂ ഇൻറ്റു റൂട്ട് 3/2 ഈക്വൽ ടു 1/2 മൈനസ് 1/4 എത്രയായി? 1/4 ആയി. അപ്പൊ ഒരു 2 ക്യാൻസൽ ചെയ്താൽ 1/2 ആയി. ഞാൻ മ്യൂ അങ്ങോട്ട്, ആ റൂട്ട് 3 അങ്ങോട്ട് പോയാൽ ആൻസർ എന്തായി? മ്യൂസ് ഈക്വൽ ടു 1/2 റൂട്ട് 3. ദാറ്റ് ഈസ് ദ ആൻസർ. 1/2 റൂട്ട് 3 is the answer. ക്ലിയർ അല്ലേ? യെസ് യെസ് യെസ്, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ ബ്ലോക്ക് കെപ്റ്റ് ഓൺ എ ഇൻക്ലൈൻഡ് പ്ലെയിൻ 45 ഡിഗ്രി. ലോസ് ഓഫ് മോഷൻ ആണിത്. കഴിയാറായിട്ടുണ്ട്, ലാസ്റ്റ് ആയി. കൺസിഡർ എ ബ്ലോക്ക് കെപ്റ്റ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ബ്ലോക്ക് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിട്ടുണ്ട്. 45 ഡിഗ്രിയാണ് ആസ് ഷോൺ ഇൻ ഫിഗർ. നോക്കിട്ടോ, ഫിഗറിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട് അതിനെ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇഫ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് പുഷ് ഇറ്റ് അപ്പ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ, അഥവാ നമുക്ക് ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ അതിനെ ജസ്റ്റ് മുകളിലേക്ക് പുഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ടൈംസ് ഈസ്, എത്ര ടൈംസ് ആണ്? ഇവിടെ മിസ്സായിക്കണല്ലോ. നമുക്ക് 2 ടൈംസ് എടുത്തു നോക്കട്ടോ. ഈസ് 2 ടൈംസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്ലൈഡിങ്. ഇത് കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പറയുന്നത് എന്താ? റിക്വയർഡ് ടു ജസ്റ്റ് പുഷ് ഇറ്റ് അപ്പ്, അതിനെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് താഴേക്ക് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ പ്രിവെന്റ് ചെയ്യുന്ന ഫോഴ്സിന്റെ 2 ടൈംസ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ നോക്കണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാലേ നമുക്കിത് കിട്ടുള്ളൂ. നോക്ക് നിങ്ങൾ, ഫസ്റ്റ് നമ്മൾ നോക്കിക്കോട്ടോ. ഫസ്റ്റ് ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? മുകളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, മുകളിലേക്ക് പുഷ് ചെയ്യാൻ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ അതിന് എങ്ങട്ടാ പുഷ് ചെയ്യുന്നത്? പുഷ് അപ്പാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു mg താഴേക്ക് ഉണ്ടാവും. ഒന്ന് ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങോട്ട് എന്തുണ്ടാവും? mg സൈൻ തീറ്റ ഉണ്ടാവും. ഇത് പറയടാ നിങ്ങൾ, ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. എന്താണ്? മ്യൂ mg കോസ് തീറ്റ ആയിരിക്കും ഫ്രിക്ഷൻ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഫ്രിക്ഷന് ഇവിടെ താഴേക്കായിരിക്കോ മുകളിലേക്കായിരിക്കോ?
അതൊന്ന് പറയുങ്ങൾ. നമ്മൾ ഇതിനെ മുകളിലേക്കാണ് പുഷപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫ്രിക്ഷന് മുകളിലേക്കായിരിക്കോ താഴേക്കായിരിക്കോ? അത് കിട്ടിയതിന്റെ ആൻസർ ആയി. അതാണ് ഇവിടെ നമുക്ക് അറിയേണ്ട സംഭവം. ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ മുകളിലേക്കായിരിക്കോ താഴേക്കായിരിക്കോ? അഥവാ യെസ് അവിടെയാണ് ഇതിന്റെ പരിപാടി. എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന? എന്താ? ജസ്റ്റ് പുഷപ്പ്, ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് തള്ളാൻ നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. ഞാൻ വേറെ കളർ കൊണ്ട് കാണിക്കുകയാണ്. താഴേക്കായിരിക്കും നമ്മുടെ ഫ്രിക്ഷൻ. ദാറ്റ് ഈസ് മ്യൂ എം ജി കോസ് തീറ്റ. തീറ്റയ്ക്ക് നമുക്ക് 45 കൊടുക്കാം. അപ്പൊ നിങ്ങൾ പറയടാ, ഇവിടുത്തെ ഫോഴ്സ് എന്താ വരെ? എഫ് ഈക്വൽ ടു താഴെ ഫോഴ്സ് മുകളിലേക്കുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ്. ഇവിടെ നമ്മൾ ഇതിനെ ജസ്റ്റ് പുഷപ്പ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി കണ്ടീഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? എഫ് ഈക്വൽ ടു എന്ത് വരൂടാ? എം ജി സൈൻ തീറ്റയും മ്യൂ എം ജി കോസ് തീറ്റയും താഴേക്കാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എം ജി സൈൻ തീറ്റ പ്ലസ് മ്യൂ എം ജി കോസ് തീറ്റ അല്ലേ? യെസ്. അപ്പൊ എഫ് ഈക്വൽ ടു എന്തായി? എം എത്രയും തന്നിട്ടുണ്ടോ? ഇല്ല, എം തന്നെ എടുക്കാം. അപ്പൊ എഫ് ഈക്വൽ ടു എം ഇൻറ്റു ജി 10 എടുക്കാം. അപ്പൊ നമുക്ക് 10 എം സൈൻ 45 പ്ലസ് മ്യൂ ഇൻറ്റു 10 എം കോസ് 45. ഇങ്ങനെയല്ലേ വരിക? 10 സൈൻ 45 പ്ലസ് മ്യൂ ഇൻറ്റു 10 എം കോസ് 45. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ 45 1/√2 അല്ലേ? നമുക്ക് അങ്ങോട്ട് പുറത്തെടുത്താൽ എന്താവും? 10 എം ബൈ റൂട്ട് 2. പിന്നെ ഇവിടെ 1 പ്ലസ് മ്യൂ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഫോഴ്സ്. മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രിവെന്റ് അല്ല, മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് പൊക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ്. ഈ രണ്ടാമത്തെ എന്താ പറയുന്നത്? ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്ലൈഡിങ്. അത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. അടുത്ത കേസ് എന്താണ്? ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്ലൈഡിങ്. അപ്പൊ ഇത് എങ്ങോട്ടാ വരാൻ ശ്രമിക്കുന്നടാ? ഈ കേസിൽ ഇത് എങ്ങോട്ടാണ് വരാൻ ശ്രമിക്കുന്നത്? താഴേക്കാണോ മുകളിലേക്കാണോ? 1 പ്ലസ് മ്യൂ എങ്ങനെ വന്നോ? അത്ര ഉള്ളടാ. ഇതെന്തായി? 10 എം സൈൻ 45 എന്താ? 1/√2 അല്ലെ? അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 10 എം ഇൻറ്റു 1/√2 പ്ലസ് മ്യൂ ഇൻറ്റു 10 എം ഇൻറ്റു കോസ് 45 1/√2 ആണ്. ഇവിടുന്ന് ഞാൻ എന്ത് പുറത്തെടുത്തു? 10 എം ബൈ റൂട്ട് 2 പുറത്തെടുത്തു. ഇവിടുന്ന് 10 എം ബൈ റൂട്ട് 2 പുറത്തെടുത്താൽ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? 1 ആണ്. പ്ലസ് മ്യൂ ഇൻറ്റു 10 എം ബൈ റൂട്ട് 2 പുറത്തെടുത്താൽ അവിടെയും 1 മ്യൂ ബാക്കി ഉണ്ടാവും. അപ്പൊ 1 പ്ലസ് മ്യൂ ആയി. ക്ലിയർ ആയോടാ നസ്രിയ? 1 പ്ലസ് മ്യൂ മനസ്സിലായോ? യെസ് ഓക്കെ. ഇനി നിങ്ങൾ പറയടാ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടുത്തെ ഒറ്റ കാര്യം, അപ്പൊ ഇതെന്ത്? ജസ്റ്റ് പ്രിവെന്റ് ഫ്രം സ്ലൈഡിങ് ആണ്. അപ്പൊ അത് താഴേക്കാണ് വരാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ട് തന്നെയാണ്? നേരത്തെ പോലെ മുകളിലേക്ക് തന്നെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. നേരത്തെ പോലെ താഴേക്ക് എന്തുണ്ടാവും? എം ജി സൈൻ തീറ്റ അവിടെ ഉണ്ട് അല്ലെ? ഇവിടെ എങ്ങോട്ടാണടാ നമ്മുടെ ഫ്രിക്ഷൻ വരിക? ഇവിടുത്തെ ഫ്രിക്ഷൻ താഴേക്കാണോ മുകളിലേക്കാണോ? ഫ്രിക്ഷന്റെ കേസ് അവിടെ പറയുന്നത്. ഫ്രിക്ഷൻ താഴേക്കായിരിക്കോ മുകളിലേക്കായിരിക്കോ? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ താഴേക്കായിരിക്കും മുകളിലേക്കായിരിക്കും? മുകളിലേക്കായിരിക്കും. കാരണം എന്താ? ഇത് താഴേക്ക് സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രിവെന്റ് ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ മുകളിലേക്കായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. ദാറ്റ് ഈസ് മ്യൂ എം ജി കോസ് തീറ്റ. അപ്പൊ ഇവിടെ നമ്മൾ ഫോഴ്സ് എടുക്കുന്ന കേസിൽ എന്താ വരിക? എം ജി സൈൻ തീറ്റ ഓപ്പോസിറ്റ് അല്ലേ? മൈനസ് മ്യൂ എം ജി കോസ് തീറ്റ. ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഇത് മനസ്സിലായ ആൻസർ ആയി. ഇത് ഇക്വേറ്റ് ചെയ്താൽ മതി. എന്ത് വരും? എഫ് ഈക്വൽ ടു എം 10 എം 1/√2 വരും സൈൻ 45 മൈനസ് മ്യൂ ഇൻറ്റു 10 എം ബൈ റൂട്ട് 2 എന്ന് വരും. അപ്പൊ ഇവിടുന്ന് നമ്മൾ പുറത്തെടുത്താൽ എഫ് ടു എന്ത് കിട്ടൂടാ? 10 എം ബൈ റൂട്ട് 2 ഇൻറ്റു 1 മൈനസ് മ്യൂ എന്ന് കിട്ടും അല്ലെ? 10 എം ബൈ റൂട്ട് 2 ഇൻറ്റു 1 മൈനസ് മ്യൂ എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മോട് പറഞ്ഞെന്ത്? ഇതെന്ന് പറയുന്നത് ഇതിന്റെ 2 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് F1 എന്ന് പറയുന്നത് 2 ടൈംസ് F2 ആണ്. എന്നിട്ട് മ്യൂ ആണ്. ഇത് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 10 എം ബൈ റൂട്ട് 2 ഇൻറ്റു 1 പ്ലസ് മ്യൂ ഈക്വൽ ടു 2 ടൈംസ് ഇൻറ്റു 10 എം ബൈ റൂട്ട് 2 ഇൻറ്റു 1 മൈനസ് മ്യൂ. അപ്പൊ എന്തായി? ഈ സാധനം പോയി.
1 plus mu is equal എന്തായി 2 minus 2 mu ആയി 2 ഉള്ളിൽ എടുത്താൽ നമുക്ക് mu കിട്ടാൻ ഇങ്ങോട്ട് കൊടുത്താൽ 3 mu is equal 2 minus 1 1 ആയി mu is equal 1/3 ആൻസർ കിട്ടും. എങ്ങനെയുള്ളത് ആൻസർ? yes 0.33 that is the answer. mu equal to 0.33 that is the answer. okay yes. ഇനി അടുത്തൊരു ടൈപ്പ് പ്രോബ്ലം ആണ് ഇത്. നമുക്ക് ഈ വാളിൽ ഇതിനെ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ നോക്കിക്കോളൂ. താഴത്തേക്ക് എന്തുണ്ടാവും? എം ജി ഉണ്ടാവും. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും എങ്ങോട്ടാണ് വീഴാൻ ശ്രമിക്കുക? താഴേക്കല്ലേ ഇത് വീഴാൻ ശ്രമിക്കുക, കാരണം എം ജി അതിനെ താഴത്തേക്ക് വീഴാൻ ശ്രമിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലുണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും അല്ലേ? താഴേക്കാണ് എം ജി ഉള്ളത്. ആ എം ജി അതിനെ താഴേക്ക് പിടിച്ചു വലിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെ ഈ വാള് വെർട്ടിക്കൽ വാളിൽ പിടിച്ചു നിർത്തുന്ന കേസിൽ ഈ എം ജി അതിനെ താഴത്തേക്ക് വലിക്കാൻ ശ്രമിക്കും. അപ്പൊ അത് താഴത്തേക്ക് വീഴാൻ ശ്രമിക്കും. അപ്പൊ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും അല്ലെ? ഇനി ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എങ്ങോട്ടാണ് വരിക? നോർമൽ റിയാക്ഷൻ ഇതല്ലേ കോണ്ടാക്ട് സർഫസ്, ഇങ്ങോട്ടല്ലേ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് വാൾ ഈസ് 0.2. ബ്ലോക്കും വാളും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന് 0.2 ആണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ജസ്റ്റ് എന്താണ് പറയാ, ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വീഴാൻ പാടില്ല. താഴത്തേക്ക് വീഴാതിരിക്കണമെങ്കിൽ ഈ മുകളിലേക്ക് ഉണ്ടാകുന്ന ഈ ഫ്രിക്ഷനും താഴേക്ക് വരുന്ന ഈ വെയിറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ദ ഫ്രിക്ഷൻ അപ്വാർഡ് വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഡൗൺവാർഡ്. ഫ്രിക്ഷൻ എങ്ങനെയാടാ കാണുക? മ്യൂ ഇൻറ്റു എൻ. എൻ അല്ല, മ്യൂ ഇൻറ്റു ആറ്. റിയാക്ഷൻ നമ്മൾ 6 ആളെടുത്തിരുന്നത്. അപ്പൊ മ്യൂ ഇൻറ്റു 6 അല്ലെ? അപ്പൊ മ്യൂ ഇൻറ്റു 6 ആണ് നമ്മളെ ഫോഴ്സ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട നോക്കടാ, ഇവിടെ ആറിന്റെ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വരുന്ന ഫോഴ്സ് ഏതാ? 10 അല്ലേ? സോ ആർ വിൽ ബി ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കൊടുക്കാം? 10 ന്യൂട്ടൺ എന്ന് കൊടുക്കാം അല്ലേ? നമ്മോട് എന്താ കാണാൻ പറഞ്ഞു? വെയിറ്റ്. അപ്പൊ ഈ കൊടുത്ത ആൻസർ ആയി എന്ത് വരും? മ്യൂ എത്ര? 0.2 ഇൻറ്റു 10 ഈക്വൽ ടു വെയിറ്റ് 20 ആണോ വരുന്നത്? 0.2 ഇൻറ്റു 10 ഈക്വൽ ടു വെയിറ്റ്. സോ വെയിറ്റ് ഈക്വൽ എത്ര വരിക? 2 ന്യൂട്ടൺ അല്ലേ വരിക? യെസ് 2 ന്യൂട്ടൺ ആണ് വരിക. ഓക്കെ യെസ്. ഇതും അതേപോലത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ വുഡൻ ബ്ലോക്ക് ആൻഡ് മാസ് ഈസ് 0.5 കിലോഗ്രാം ആൻഡ് എ വെർട്ടിക്കൽ റഫ് വാൾ 0.2. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ദാറ്റ് should be applied on the block to keep it adhere to wall will be. അഥവാ ഇതിനെ ഇവിടെ നമുക്ക് പിടിച്ചു നിർത്തണം. പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഹൊറിസോണ്ടൽ ഫോഴ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇതേപോലെ ചെയ്താൽ മതി. താഴത്തേക്ക് എന്തുണ്ടാവും? വെയിറ്റ് ഉണ്ടാവും. മാസ് 0.5 കിലോഗ്രാം ആണ്. അപ്പൊ വെയിറ്റ് എത്ര വരിക? 5 ന്യൂട്ടൺ വരും. മുകളിലേക്ക് എന്ത് വരണം? ഫ്രിക്ഷൻ വരണം. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു എത്ര ആയിരിക്കണം? താഴത്തേക്കുള്ള 5 ന്യൂട്ടൺ ആയിരിക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് എത്ര വരിക? മ്യൂ എത്ര? 0.2 ഇൻറ്റു റിയാക്ഷൻ ഇവിടെ എന്താണ് വരിക? ഈ ഫോഴ്സ് അല്ലേ വരിക? 0.2 ഇൻറ്റു എഫ് ഈക്വൽ ടു 5. എഫ് ഈക്വൽ എത്രയായി? 5/0.2 എത്രയായി? 50/2. ആൻസർ ഈസ് 25 ന്യൂട്ടൺ അല്ലേ? യെസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ ഫ്രിക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കി നിങ്ങൾ. കൺസിഡർ ദ ബ്ലോക്ക് ആൻഡ് ട്രോളി സിസ്റ്റം ആസ് ഷോൺ ഇൻ ഫിഗർ. വർഷം ചോദിച്ചാണ്. ബ്ലോക്കും ട്രോളി സിസ്റ്റം തന്നിട്ടുണ്ട് താഴെ തന്ന ഫിഗറിൽ. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ട്രോളി ആൻഡ് ദ സർഫസ് ഈസ് 0.04. ട്രോളിയും സർഫസും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എത്രയാണ്? 0.04 ആണ്. അങ്ങനെയാണെങ്കിൽ ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കോളൂ, ചെയ്യുന്ന മെത്തേഡ് നോക്കിക്കോളൂ. ഇത് 6 കിലോഗ്രാം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ താഴത്തേക്ക് എത്ര ഉണ്ടാവും? 60 ന്യൂട്ടൺ ഉണ്ടാവും. ഇവിടെ താഴത്തേക്ക് എത്ര ഉണ്ടാവും? 200 ന്യൂട്ടൺ ഉണ്ടാവും. ഈ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കും അല്ലെ? ഇത് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കും. അപ്പോ ഇതതിന്റെ എന്തായിട്ട് ആക്ട് ചെയ്യൂല? ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തുണ്ട്? ഈ ടയറിന്റെ ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ട് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ടയറുകൾക്കിടയിൽ ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഡയറക്ഷനിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും അല്ലേ? അപ്പൊ അവിടെ എത്ര ഫ്രിക്ഷൻ വരിക? 200 താഴത്തേക്ക് ഉണ്ടെങ്കിൽ നോർമൽ റിയാക്ഷൻ 200 ആണ്. നോർമൽ റിയാക്ഷൻ 200 ആണെങ്കിൽ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്ര വരിക? 0.04 ഇൻറ്റു 200. അപ്പൊ എത്ര വരും? 4 ഇൻറ്റു 2 8 ന്യൂട്ടൺ എന്ന് വരും അല്ലെ?
അപ്പൊ ഇവിടേക്കുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് 8 ന്യൂട്ടൺ ആണ് അല്ലെ. അപ്പൊ ആക്സിലറേഷൻ എത്ര ആയടാ? ഇങ്ങോട്ട് 60, അങ്ങോട്ട് -8 ബൈ ടോട്ടൽ 26, 52/26. ആൻസർ ഈസ് 2 meter per second square. 2 ആണ് വരിക. 52/26 ഈസ് 2 meter per second square. ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം, ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ എപ്പോഴും അതിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് വരിക. ഓക്കെ, യെസ്. അടുത്തതാണ് സർക്കുലാർ മോഷൻ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? mv²/r അല്ലെങ്കിൽ mr⍵². അറിയുന്നല്ലേ? യെസ്, നോക്കാം. നോക്കി നിങ്ങൾ ചെയ്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. വെഹിക്കിൾ ഓഫ് മാസ് 200 kilogram മൂവിംഗ് അലോങ് എ ലെവൽ കേർവ്ഡ് റോഡ് 70 meter with angular velocity 0.2 radian per second. The centripetal force is. എന്താ centripetal force കാണാനുള്ള ഇക്വേഷൻ? mr⍵² യൂസ് ചെയ്താൽ മതി. എല്ലാം തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ സ്റ്റോൺ ഓഫ് മാസ് 1 kilogram. ഒരു സ്റ്റോൺ ഉണ്ട്, സ്റ്റോണിന്റെ മാസ് 1 kilogram ഈസ് ടൈഡ് ടു എൻഡ് ഓഫ് എ മാസ്ലെസ് സ്ട്രിങ് ഓഫ് 1 meter. അതെന്ത് ചെയ്തു? ഒരു മാസ്ലെസ് സ്ട്രിങ്, ഒരു 1 meter മാസ് ഇല്ലാത്ത സ്ട്രിങ്ങില് അല്ല, ഒരു 1 kilogram മാസിനെ ചുറ്റി പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്തിമേല്? ഒരു മാസ് ഇല്ലാത്ത സ്ട്രിങ്ങില്. അതിന്റെ ലെങ്ത് 1 meter ആണ്. ദ ബ്രേക്കിംഗ് ടെൻഷൻ ഓഫ് സ്ട്രിങ് ഈസ് 400 meter. അഥവാ അത് 400 meterന്റെ മുകളിലായാൽ അത് പൊട്ടിപ്പോകും. ഓക്കെ, ദെൻ ദ മാക്സിമം വെലോസിറ്റി v ആണ് കാണേണ്ടത്. എന്താ കണ്ടീഷൻ? ദ സ്റ്റോൺ ക്യാൻ ഹാവ് വിത്തൗട്ട് ബ്രേക്കിംഗ്. ബ്രേക്ക് ചെയ്യാതെ സ്റ്റോൺ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. എന്ത് കേസിൽ? ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർക്കുലർ. അപ്പൊ ഇതിനെങ്ങനെ കറക്കുകയാണ്. ഇതിങ്ങനെ കറക്കുമ്പോൾ ഇത് ഓവർ സ്പീഡ് ആയാൽ ആ ടെൻഷൻ എന്തിനേക്കാൾ കൂടുമ്പോ 400-നേക്കാൾ കൂടുമ്പോൾ പൊട്ടിപ്പോവും. അപ്പൊ അത് പൊട്ടാതെ കറങ്ങാൻ കഴിയാവുന്ന മാക്സിമം സ്പീഡാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാ? ഇത് ഇങ്ങനെ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യും. ഇവിടെ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ഫോഴ്സ് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വേണം. ഇവിടെ ആരാണ് അത് പ്രൊവൈഡ് ചെയ്യുക? ഇവിടെ ഏത് ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയടാ. ഈ സ്ട്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്ത് ഫോഴ്സ് ആണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക? ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രിങ്ങിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? നമ്മൾ ആ സ്ട്രിങ്ങിനെ എങ്ങനെ, ആ മാസിനെ എങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് ആ സ്ട്രിങ്ങിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ടെൻഷൻ വിൽ ബി ആക്ട് ആസ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതിന്റെ ഫലമായിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നത് അല്ലെ. അത് മാക്സിമം എത്ര വരാൻ പാടുള്ളൂ? 400 ന്യൂട്ടനെ വരാൻ പാടുള്ളൂ. അതിൽ കൂടിയാൽ അതെന്ത് ചെയ്യും? പൊട്ടിപ്പോവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ദാറ്റ് ടെൻഷൻ ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താ? mv²/r. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മാക്സിമം എത്ര വരാൻ പാടുള്ളൂ? 400. ഇനി v² കണ്ടാൽ മതി. v² is equal to 400 into r എത്ര? 1 by mass എത്ര? 1. v² 400 ആണെങ്കിൽ v is equal to 20 meter per second. Yes. അടുത്താണ് ബാങ്കിങ് ഓഫ് റോഡ്. അറിയില്ലേ ഇക്വേഷൻസ്? ബാങ്കിങ് ഓഫ് റോഡില് 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തത് വിത്ത് ഫ്രിക്ഷൻ ഉണ്ട് ഓൺ ലെവൽ റോഡ്. ബാങ്ക് ചെയ്യാത്ത ഫ്രിക്ഷൻ ഉള്ള റോഡിലെ വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി എന്തായിരുന്നു? റൂട്ട് μs/rg ആയിരുന്നു. അറിയാവുന്നതാണ് അല്ലെ. അടുത്തത് വിത്തൗട്ട് ഫ്രിക്ഷൻ ഓൺ ബാങ്ക്ഡ് റോഡ്. ബാങ്ക്ഡ് റോഡാണ്, പക്ഷെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. അവിടുത്തെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് rg tan θ ആണ്. ഓക്കെ അല്ലേ? റൂട്ട് ഓഫ് rg tan θ. ഇത് ഇങ്ങനെയാണ് എടുക്കുക. അപ്പൊ ഇതാണ് റോഡ്. ഇങ്ങനെ ഒരു ആംഗിളിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും. ഈ ആംഗിൾ θ. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ ഡിസ്റ്റൻസ് എക്സും ഈ ഡിസ്റ്റൻസ് എച്ചും ആണെങ്കിൽ ഈ ഹൈറ്റ് കാണാൻ ചിലപ്പം ക്വസ്റ്റ്യൻ വരും. അതെങ്ങനെ കാണുക? tan θ ഈക്വൽ ടു എന്താണ്? h/x ആണ്. ഇവിടുന്ന് tan θ കണ്ടിട്ട് h/x എടുത്താൽ നമുക്ക് ആ ഹൈറ്റ് ഒക്കെ കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, അടുത്തത് വിത്ത് ഫ്രിക്ഷനും ഉണ്ട് ഓൺ ബാങ്ക്ഡ് റോഡ്. ബാങ്ക്ഡ് റോഡും ആണ്, ഫ്രിക്ഷനും ഉണ്ട്. അപ്പൊ എന്താ ഇക്വേഷൻ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് rg ഇൻറ്റു tan θ പ്ലസ് μs ബൈ 1 മൈനസ് μs tan θ.
ദിസ് ഈസ് ദ വിത്ത് ഫ്രിക്ഷൻ ഓൺ ബാങ്ക്ഡ് റോഡ്. ബാങ്ക്ഡ് റോഡിൽ ഫ്രിക്ഷൻ ഉള്ളതിലുള്ള വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. മാക്സിമം വെലോസിറ്റി. മിനിമം വെലോസിറ്റി ആണെങ്കിൽ ഈ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ഓക്കെ, യെസ്. ഈ ക്വസ്റ്റ്യൻ നോക്കടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ കാർ ഈസ് മൂവിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ കേർവ്ഡ് റോഡ് വിത്ത് റേഡിയസ് 50 മീറ്റർ. ഒരു കാർ മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ കേർവ്ഡ് റോഡിലാണ്. അവിടെ റേഡിയസ് 50 മീറ്റർ ആണ്. ദ അപ്രോക്സിമേറ്റ് മാക്സിമം സ്പീഡ് ഓഫ് കാർ വിൽ ബി. ഫ്രിക്ഷൻ എത്രയാണ്? 0.34. അങ്ങനെ ചെയ്താൽ മതി. എന്താ ഇക്വേഷൻ? വെലോസിറ്റി ഈക്വൽ. ഇവിടെ ബാങ്കിങ് പറയുന്നുണ്ടാ? ആംഗിൾ പറയുന്നുണ്ടാ? ഇല്ല. അപ്പൊ നമ്മൾ ഏത് യൂസ് ചെയ്താൽ മതി? റൂട്ട് മ്യൂഎസ് ആർ ജി യൂസ് ചെയ്താൽ മതി. റൂട്ട് മ്യൂഎസ് ആർ ജി. മ്യൂഎസ് തന്നിട്ടുണ്ട്, ആർ തന്നിട്ടുണ്ട്, ജി നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ചെയ്താൽ മതിടാ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. യെസ്, ഇതെന്താ ക്വസ്റ്റ്യൻ? എ കേർവ്ഡ് ലെവൽ റോഡ് ഹാസ് റേഡിയസ് 75 മീറ്റർ. ഒരു കേർവ്ഡ് ലെവൽ റോഡ് ഉണ്ട്, അവിടുത്തെ റേഡിയസ് 75 മീറ്റർ ആണ്. ദ മാക്സിമം സ്പീഡ് വിൽ ബി 30 മീറ്റർ പെർ സെക്കൻഡ്. അവിടുത്തെ മാക്സിമം സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി റേഡിയസ് 48 മീറ്റർ ആക്കി മാറ്റി നമ്മൾ റോഡിന്റെ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്പീഡ് എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആ സ്പീഡും റേഡിയസും നമ്മളെ റിലേഷൻ കിട്ടിയാൽ പോരെ. എന്ത് റോഡാ? ലെവൽ റോഡ്. അപ്പൊ അവിടുത്തെ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് മ്യൂഎസ് ആർ ജി ആണ്. അപ്പൊ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ആർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? V2/V1 ഈക്വൽ ടു റൂട്ട് ഓഫ് R2/R1. V2/V1 എത്ര? ഫസ്റ്റത്തത് 30 ഈക്വൽ റൂട്ട് ഓഫ് R2 എത്ര? 48/75. ഇത് രണ്ടിനെയും നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ V2/30 എത്രയായി? V2/30 is equal റൂട്ട് ഓഫ് 48നെ 16/75 25 വരും. ബൈ 3 ചെയ്താൽ അപ്പൊ എത്രയായി? 4/5 ആയി. അപ്പൊ V2 is equal എത്രയായി? 4/5 into 30 ആയി. സോ ദിസ് വിൽ 6. ആൻസർ ഈസ് 24 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? യെസ്, 24 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ ആൻസർ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, നിങ്ങൾ ചെയ്താൽ മതി. എന്താണ്? കാറിന്റെ മാസ് തന്നിട്ടുണ്ട് 1000 കിലോഗ്രാം. ബാങ്ക്ഡ് റോഡിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 90 മീറ്റർ. ബാങ്കിങ് ആംഗിൾ 45 ഡിഗ്രി തന്നിട്ടുണ്ട്. സ്പീഡ് കാണാൻ പറഞ്ഞു. ഇവിടെ ഫ്രിക്ഷൻ ഇല്ല. അപ്പൊ എന്താ? V is equal to റൂട്ട് മ്യൂഎസ് ആർ ജി ചെയ്താൽ പോരെ? യെസ്, വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. സോറി, മ്യൂഎസ് ആർ ജി അല്ല, ആർ ജി ടാൻ തീറ്റ. റൂട്ട് ആർ ജി ടാൻ തീറ്റ ഇസ് ദ ആൻസർ. ഓക്കെ, യെസ്. ഇപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ സമയം കുറച്ച് കഴിഞ്ഞു, നമ്മൾ പെട്ടെന്ന് ചെയ്യാം. നോക്കൂട്ടോ. എ ട്രെയിൻ ഈസ് മൂവിംഗ് വിത്ത് സ്പീഡ് 12 മീറ്റർ പെർ സെക്കൻഡ്. ഇത് ഇക്കൊല്ലം വന്ന ക്വസ്റ്റൻ ആണ്. ഒരു ട്രെയിൻ 12 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ മൂവ് ചെയ്യുന്നതാണ്. റെയിൽ വിച്ച് ആർ 1.5 മീറ്റർ അപ്പാർട്ട്. ഒരു റെയിലിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആ റെയിൽസ് രണ്ടും ഒരു 1.5 മീറ്റർ അപ്പാർട്ട്. ഇവിടെ റെയിൽ ഉണ്ട്, ഇങ്ങനെയുള്ള രണ്ട് റെയിൽവേ ക്രോസിംഗ് അല്ല ഉണ്ടാവുക. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് 1.5 മീറ്റർ ആണ്. ടു നെഗോഷിയേറ്റ് എ കേർവ് ഓഫ് റേഡിയസ് 400 മീറ്റർ. അപ്പൊ അത് എടുക്കുന്ന റേഡിയസ് കേർവ് എത്രയാണ്? 400 മീറ്റർ ആണ്. ദ ഹൈറ്റ്, ക്വസ്റ്റ്യൻ നോക്കൂട്ടോ. ദ ഹൈറ്റ് ബൈ വിച്ച് ദ ഔട്ടർ റെയിൽ ഷുഡ് ബി റേസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർ റെയിൽ ഈസ്. നമ്മൾ ഹൈറ്റ് കാണേണ്ടത്. അഥവാ ഔട്ടർ റെയില് ഇന്നർ റെയിലിനെ ബേസ് ചെയ്തിട്ട് പൊക്കേണ്ട ഈ ഹൈറ്റ് കാണണം. അത് കിട്ടണമെങ്കിൽ നമുക്ക് തീറ്റ കിട്ടണം. തീറ്റ കിട്ടാൻ നമുക്ക് ടാൻ തീറ്റ കാണാൻ ഇക്വേഷൻ. എന്താണ്? വെലോസിറ്റിന്റെ ഇക്വേഷൻ തന്നെ റൂട്ട് ആർ ജി ടാൻ തീറ്റ. ഒന്ന് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? V സ്ക്വയർ ഈക്വൽ ടു റൂട്ട് പോയി ആർ ജി ടാൻ തീറ്റ. അപ്പൊ ടാൻ തീറ്റ എന്താ കൂടാ? V സ്ക്വയർ ബൈ ആർ ജി. ഇതാണ് നമ്മൾ എന്ത് ഇവിടെ നമുക്ക് ടാൻ തീറ്റ എടുത്ത് എന്താ കിട്ടുക? ടാൻ തീറ്റ ഈക്വൽ ടു h/1.5. സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ മീറ്റർക്ക് മാറ്റുമ്പോൾ h/1.5 മീറ്റർ എന്ന് പറയുമ്പോൾ 150 സെന്റിമീറ്റർ. കാരണം ആൻസർ സെന്റിമീറ്റർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റിയത്. ഇക്വേറ്റ് ചെയ്ത് എന്ത് കിട്ടും? അല്ലെങ്കിൽ നമുക്ക് മീറ്റർ തന്നെ ചെയ്തിട്ട് ലാസ്റ്റ് സെന്റിമീറ്റർക്ക് മാറ്റാം, പ്രശ്നമില്ല. 1.5 തന്നെ കൊടുക്കുക. അപ്പൊ എന്തായി? V സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു h/1.5. അപ്പൊ h എത്രയാടാ? V സ്ക്വയർ. V എത്രയായിരുന്നു? 12 സ്ക്വയർ ഇൻറ്റു 1.5 ബൈ 400 ഇൻറ്റു 10. അപ്പൊ എത്രയായി? 144 ഇൻറ്റു 1.5 ബൈ 4000. This will be the h. This will be in meter. ഇത് നമുക്ക് എന്തിക്ക് മാറ്റണം? സെന്റിമീറ്റർക്ക് മാറ്റണം. അപ്പൊ ഇൻറ്റു 100 കൂടി കൊടുക്കുക അല്ലെ. അപ്പോ 100ഉം 100ഉം പോയി. ഓക്കെ, യെസ്. 144/40 എത്ര വരും? ഏകദേശം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതൊരു
3 പോയിന്റ് സംതിങ് വരും ഇൻറ്റു 1.5 വരുമ്പോൾ ഏകദേശം ഒരു 5.4. യെസ്, 5.4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ഔട്ടർ റെയിൽ റേസ്ഡ്. അപ്പൊ ഔട്ടർ റെയിൽ ഇന്നർ റെയിലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5.4 സെന്റിമീറ്റർ റേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ വർഷം ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇത്രയാണ് നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് റെഡിയാക്കുക. ഓക്കെ, ഇത് മാത്രം പഠിച്ചാൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊന്ന് ട്രിഗർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസും കൂടെ നന്നായിട്ട് ചെയ്യുക. അപ്പൊ ഈ കഴിഞ്ഞ സെഷനിലൊക്കെ ഒരുപാട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വന്നോളൂ. 11:20 നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി ഇന്റർവെലിന് ശേഷം എടുക്കാം.
ഹലോ, കേൾക്കുന്നില്ലടാ? ഓക്കെ, നമുക്ക് വേഗം ഗ്രാവിറ്റേഷനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്കറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താന്ന് പറയാം. അതിന്റെ ഇക്വേഷൻ അറിയില്ലേ? എഫ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ, വേർ ആർ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ്. രണ്ട് മാസാണ് എം വണ്ണും എം ടു എന്ന് പറയുന്നത്, അറിയുന്നല്ലേ? യെസ്. ഇതിന്റെ വെക്റ്റർ ഫോം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ ഒരു മാസ് എം വൺ ഉണ്ട്, ഇവിടെ ഒരു മാസ് എം ടു ഉണ്ട്. ഓക്കെ, ഈ രണ്ടാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഈ ഒന്നാമത്തെ മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണണം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ മാസ് എം വൺ, ഇതാണ് രണ്ടാമത്തെ മാസ് എം ടു. ഈ ഒന്നാമത്തെ മാസില് രണ്ടാമത്തെ മാസ് കൊടുക്കുന്ന ഫോഴ്സ് ആണ് F12. അതെങ്ങോട്ടാ വരിക? നിങ്ങൾ പഠിച്ച ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ വരിക? അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ് വരിക, അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്, അറിയുന്നല്ലേ? യെസ്. അപ്പോ ഈ എം വണ്ണില് ആരാ ഫോഴ്സ് കൊടുക്കുക? എം ടു. ആ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ വരിക? ഈ എം വണ്ണിലെ എം ടു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ എം വൺ എം ടുവിലേക്ക് എന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കൂടാ? ഈ എം വണ്ണ് എം ടുവിലേക്ക് ഇങ്ങനെ പോകും. ഇതല്ലേ F12ന്റെ ഡയറക്ഷൻ വരിക, അല്ലേ? യെസ്. ഇനി അതുപോലെ ഈ എം ടുവിലേക്ക് അഥവാ F21 അഥവാ എം ടുവിനെ എം വണ്ണ് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാ വരിക? ഇങ്ങോട്ടല്ലേ വരിക? കാരണം എന്താ? 2 1ലേക്ക് അട്രാക്ട് ചെയ്യാണ് ചെയ്യുക, അല്ലെ? 1 2വിലേക്ക് അട്രാക്ട് ചെയ്യും, അതുപോലെ 2 1ലേക്ക് അട്രാക്ട് ചെയ്യും. ആ ഡയറക്ഷൻ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ രണ്ട് വെക്റ്റർ ഉണ്ട്, രണ്ട് ഈക്വൽ വെക്റ്റർ ഉണ്ട്. ഈ രണ്ട് ഈക്വൽ വെക്റ്റേഴ്സ് 60 ഡിഗ്രിയിലാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് വെക്റ്റർ എത്രയുടെ വരിക? രണ്ട് ഈക്വൽ വെക്റ്റേഴ്സ് 60 ഡിഗ്രിയിലാണെങ്കിൽ റിസൾട്ടന്റ് വെക്റ്റർ എത്ര വരിക? രണ്ട് ഈക്വൽ വെക്റ്റേഴ്സ് 60 ഡിഗ്രിയിലാണെങ്കിൽ റിസൾട്ടന്റ് വെക്റ്റർ എത്ര വരിക? √3 ടൈംസ് ഓഫ് ഒരു വെക്റ്റർ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അത് പഠിച്ചു വെക്കണം. രണ്ട് ഈക്വൽ വെക്റ്റേഴ്സ് നിങ്ങൾക്ക് 60 ഡിഗ്രിയിൽ വന്നാൽ റിസൾട്ടന്റ് വെക്റ്റർ എത്ര വരും? 30 ഡിഗ്രിയിലാണ് വരിക. ദാറ്റ് ഈസ് √3 ടൈംസ് ആയിരിക്കും. ഓക്കെ, ഒന്നിന്റെ ടൈമിന്റെ √3 ടൈംസ് ആയിരിക്കും. 30 ഡിഗ്രി എക്സാക്ട് സെൻട്രലാണ് വരിക. അത് ഓക്കെ. അതുപോലെ രണ്ട് ഈക്വൽ വെക്റ്റേഴ്സ് 90 ഡിഗ്രിയിലാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് √2 ടൈംസ് ഓഫ് ഒന്നിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ രണ്ട് ഈക്വൽ വെക്റ്റേഴ്സ് 120 ഡിഗ്രിയിലാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ആ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ, നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കൂ. ഞാൻ മൂന്ന് ആളുകളെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൂന്നിന്റെ മാസും ഈക്വൽ മാസാണ്, മൂന്ന് ലെങ്ത്തും ഈക്വൽ ലെങ്ത് ആണ്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഫോഴ്സ് ആക്ടിങ് എനി വൺ ഓഫ് മാസ്. ഏതെങ്കിലും ഒരു മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാൻ പറഞ്ഞു. ഏതെടുത്താലും പ്രശ്നമില്ല, നമുക്ക് നോക്കാം. ഞാൻ എന്ത് ചെയ്യാണ്? ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിലുള്ള നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എ എന്ന് കൊടുക്കാം, ഇത് ബി എന്ന് കൊടുക്കാം, സി എന്ന് കൊടുക്കാം. അപ്പൊ ഈ ബീനെ ആരൊക്കെ അട്രാക്ട് ചെയ്യും? ബീനെ ആദ്യം ആരെ അട്രാക്ട് ചെയ്യും? നമ്മൾ എ അട്രാക്ട് ചെയ്യും. അത് ഈ ഡയറക്ഷനിലടാ വരിക, അല്ലേ? അതുപോലെ ബീനെ ആരെ അട്രാക്ട് ചെയ്യും? സി അട്രാക്ട് ചെയ്യും. അത് ഈ ഡയറക്ഷനിലടാ വരിക, അല്ലേ? അപ്പൊ ഇത് എഫ് ബി എ, ഇത് എഫ് ബി സി, അല്ലെ? ഇനി എഫ് ബി എന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയുടെ വരിക? എഫ് ബി എ ജി എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ. കാരണം ജി എം വൺ എം ടു ഇൻറ്റു എൽ സ്ക്വയർ ആണ്, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അപ്പൊ ജി എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ വരും. അതുപോലെ വാട്ട് ഈസ് എഫ് ബി സി?
ജി എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ വരും. ഈ ആംഗിൾ എത്രയാണ് വരിക? 60 ഡിഗ്രി അല്ലേ വരിക. അപ്പൊ എന്തായി? ഇത് എഫ് ഫോഴ്സ് ആണ്, ഇത് എഫ്, രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അത് 60 ഡിഗ്രിയിൽ വന്നാൽ റിസൾട്ടന്റ് എത്ര വരിക? ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ബി is equal to √3 GM square by L square. That is the answer. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് നമുക്ക് സ്ക്വയറിന്റെ കേസിൽ ഒന്ന് നോക്കാം. ഒരു സ്ക്വയർ എടുക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, ഈ സ്ക്വയറിന്റെ 4 എൻഡിലും നമ്മൾ ഈക്വൽ മാസ് വെച്ചിട്ടുണ്ട്. എ ബി സി ഡി. ഓക്കെ, ഓരോ ഏതെങ്കിലും ഒന്നിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് കാണണം. ഏതെങ്കിലും ഒന്നിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണണം. അതെങ്ങനെ കാണുക? ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പൊ ഞാൻ ഈ സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കാണുന്നത്. സിയിൽ ആരൊക്കെ ഫോഴ്സ് കൊടുക്കും? സിയിൽ ബി കൊടുക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിൽ വരും അല്ലേ? അതുപോലെ സിയിൽ ഡി കൊടുക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിൽ വരും അല്ലേ? അതുപോലെ സിയിൽ എ കൊടുക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് വരിക. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ ഇതിനെ ഇത് എഫ് സി ഡി ആണ്, ഇത് എഫ് സി ബി ആണ്, ഇത് എഫ് സി എ ആണ്. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാം, ഇത് √2 ടൈംസ് എ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഫോഴ്സ് കാണണം. നിങ്ങൾ നോക്കിക്കോളൂ, എഫ് സി ഡിയും എഫ് സി ബി എത്രയാണ്? എഫ് സി ഡി ഈക്വൽ ടു എഫ് സി ബി ഈക്വൽ ടു എന്ത് വരും? ജി എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ വരും അല്ലേ? കാരണം ഈ മാസ് എം ആണ്, ഡിസ്റ്റൻസ് നമ്മൾ എ ആണ് എടുക്കുന്നത്, അപ്പൊ എ സ്ക്വയർ എടുക്കാം. ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ വരും. ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലേ വരിക? യെസ്. ഇനി നിങ്ങൾ നോക്കൂ, നോക്കൂട്ടോ. അതേപോലെ എഫ് സി എ എത്ര വരിക? ജി മാസിന്റെ സ്ക്വയർ എം സ്ക്വയർ ബൈ ഡിസ്റ്റൻസ് എത്ര? √2 എന്റെ സ്ക്വയർ എന്ന് വരും എഫ് സി എ. അപ്പൊ അത് എന്ത് വരും? എഫ് സി എ ഈക്വൽ ടു ജി എം സ്ക്വയർ ബൈ 2a സ്ക്വയർ എന്ന് വരും അല്ലേ? ഇനി നോക്കടാ, ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ശ്രദ്ധിക്കണം കേട്ടോ. ഈ രണ്ട് ഫോഴ്സും എത്ര ഡിഗ്രിയിലാ? 90 ഡിഗ്രി. എഫ് ഞങ്ങോട്ട് മാറ്റി വരിക. എഫ് സി ഡിയും എഫ് സി ബിയും 90 ഡിഗ്രിയിലാണ്, രണ്ടും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ അതിന്റെ റിസൾട്ടന്റ് ഇങ്ങോട്ട് വരില്ലേ? അത് എത്ര വരിക? √2 ടൈംസ് ഓഫ് ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വരില്ലേ? കാരണം എന്താ? രണ്ടും സെയിം ആവുമ്പോൾ 90 ഡിഗ്രിയിലാണെങ്കിൽ റിസൾട്ടന്റ് അതിന്റെ √2 ടൈംസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. ഇനി അതേപോലെ ഈ ഡയറക്ഷനിൽ ഇനി ആര് ബാക്കിയുണ്ട്? നമ്മൾ എഫ് സി എ ബാക്കിയുണ്ട്. എത്ര? ജി എം സ്ക്വയർ ബൈ 2a സ്ക്വയർ ബാക്കിയുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എത്ര ഇടാ? ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു, ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാകുമ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? ജി എം സ്ക്വയർ ബൈ 2a സ്ക്വയർ പ്ലസ് √2 ജി എം സ്ക്വയർ ബൈ എന്ത് വരും? √2 ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് പുറത്തെടുക്കാം? ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ പുറത്തെടുത്താൽ ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് √2 എന്ന് വരും. 1/2 പ്ലസ് √2. ദിസ് വിൽ ബി ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ്. ഇതാണ് നമ്മളൊരു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ അല്ലേടാ? ചെയ്തത് ക്ലിയർ ആയിട്ടുണ്ടോ? ഫോഴ്സ് കണ്ടത് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ വെക്റ്റർ അനാലിസിസും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്തത്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കേടാ. സോ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി. 2 spheres of mass small m and capital M are situated in air and the gravitational force between them is capital F. Okay. If the space around the mass is now filled with liquid of specific gravity 3, then gravitational force will be F എന്നുള്ളൂ. എത്ര വരിക? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ഓക്കെ, ഒന്നുകൂടെ പറയണം. ഓക്കെ, നോക്കടാ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എഫ് സി ഡി എന്ന് പറയുന്നത് എന്താ? ഈ ഡയറക്ഷനിൽ വരും. കാരണം ഇതിനെ ഇയാള് പിടിച്ചു വലിക്കും, അപ്പൊ ഇങ്ങോട്ട് വരും എഫ് സി ഡി. അതേപോലെ എഫ് സി ബി ഇങ്ങോട്ട് വരും, കാരണം ഈ മാസിനെ ഈ മാസ് പിടിച്ച് വലിക്കുകയാണ് ചെയ്യാം.
അതുപോലെ ഈ സി എന്ന് പറയുന്ന മാസിന് എ എന്ന് പറയുന്ന മാസ് ഇതിന്റെ ഈ ഡയറക്ഷനിൽ അഥവാ ഇത് തമ്മിലുള്ള ലൈൻ ഓഫ് ആക്ഷനിൽ വലിക്കും. ഓക്കെ, അപ്പോ ഈ എഫ് സി ഡിയും എഫ് സി ബി എത്ര വരും? ജി എം സ്ക്വയർ മാസ് ഇൻറ്റു മാസ് ഇൻറ്റു ബൈ എ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇപ്പൊ ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ വരും. ഇതും ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ വരും. ഇതെത്ര വരും? ജി എം സ്ക്വയർ ബൈ റൂട്ട് 2 എ സ്ക്വയർ. അതാണ് 2 എ സ്ക്വയർ എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എഫ് സി എ, എഫ് സി ഡി, എഫ് സി ബി. നിങ്ങൾ നോക്കി, ഇത് രണ്ടും ഈ എഫ് സി ഡിയും എഫ് സി ബിയും 90 ഡിഗ്രിയിലാണ്. ഇത് ഈ രണ്ട് ഫോഴ്സുകളും ഈക്വലും ആണ്. രണ്ട് ഈക്വൽ ഫോഴ്സുകൾ 90 ഡിഗ്രിയിലാണെങ്കിൽ റിസൾട്ടന്റ് റൂട്ട് 2 ടൈംസ് ഓഫ് ഒരു ഫോഴ്സ് എടുത്താൽ മതി നമ്മൾ പറഞ്ഞിരിക്കണേ. അപ്പൊ എന്താവും? റൂട്ട് 2 ടൈംസ് ഓഫ് ഒരു ഫോഴ്സ് എത്ര? ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അതെടുത്തു. പിന്നെ അപ്പൊ അതിന്റെ റിസൾട്ടന്റ് ഈ ഡയറക്ഷനിൽ വരും. കാരണം എന്താ? ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് എക്സാക്ട് സെന്ററിലായിരിക്കും. അപ്പൊ ഈ കിട്ടിയ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റും ഇനിയുള്ള ഈ മൂന്നാമത്തെ ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ്. ഒരേ ഡയറക്ഷനിലാകുമ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക? എഫ് ആണ് വരിക. കാരണം സ്പേസിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, യെസ് യെസ്, നമ്മൾ ഇക്കൊല്ലം ചോദിച്ചൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളിപ്പോ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്, നോക്കി ഈ ക്വസ്റ്റ്യൻ ആണ്. നോക്കി നിങ്ങൾ, 4 ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ഓഫ് മാസ് എം ആർ കെപ്റ്റ് അറ്റ് 4 കോർണേഴ്സ്. നമ്മളെ മാസ് എമ്മിനെ 4 കോർണറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് സ്ക്വയറിൽ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു മാസിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇത്രയാന്ന് പറഞ്ഞു. ഒരു സൈഡിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ, സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എത്രയെന്നാണ്. അപ്പൊ ഇത് നമ്മൾ എക്സ് എന്ന് എടുക്കാം. അതാണ് കിട്ടേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ ഇത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടു. ഒറ്റ ഒന്നിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ജി എം സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് റൂട്ട് 2 ആണ്. ഇതിപ്പോ നമ്മൾ കണ്ടു. ഇതൊക്കെ ഈ സാധനം ഒരു ഒന്നിൽ ആക്ട് ചെയ്യുന്ന ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് റൂട്ട് 2. ഇവിടെ നമുക്ക് ആ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്, ഒരു സൈഡ് ലെങ്ത്. അത് ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പൊ എക്സ് കിട്ടി അല്ലേ? ഇതാണ് ഈ തന്നിട്ടുള്ളത്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ എങ്ങനെ എഴുതാം? ജി എം സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് റൂട്ട് 2 is equal to ജി എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇൻറ്റു 2 റൂട്ട് 2 പ്ലസ് 1/32. ഇതല്ലേ പറയുന്നത്? 2 റൂട്ട് 2 പ്ലസ് 1/32 അല്ലേ? യെസ്. അപ്പൊ ജി എം സ്ക്വയറും ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്തായടാ? 1/x സ്ക്വയർ ഇൻറ്റു ഇതൊന്ന് ഇത് ചെയ്താൽ എത്രയായി? 1 പ്ലസ് 2 റൂട്ട് 2/2 ഈക്വൽ ടു 1/l സ്ക്വയർ ഇൻറ്റു 2 റൂട്ട് 2 പ്ലസ് 1/32 ഇങ്ങനെ വരും. അപ്പൊ ഈ 1 പ്ലസ് 2 റൂട്ട് 2 ഇതും ക്യാൻസൽ ആയി. അപ്പൊ എന്തായടാ? 1/x സ്ക്വയർ ഇൻറ്റു 2. അപ്പൊ 1/2x സ്ക്വയർ ഈക്വൽ 1/32l സ്ക്വയർ. ഇത് ക്യാൻസൽ ചെയ്ത് എത്രയായി? 16l സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ എത്രയായി? 16l സ്ക്വയർ ആയി. സോ എക്സ് എത്രയായി? 4l ആയി. സോ സൈഡ് ലെങ്ത് വിൽ ബി 4l. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം വെച്ചിട്ട് ഈ ഷിഫ്റ്റ് 1 വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. യെസ്, കറക്റ്റ്. 4 ഈസ് ദ ആൻസർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 22 വന്ന 2 equal masses placed at a certain distance from each other attracts with the force F. രണ്ട് ഈക്വൽ മാസുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എത്രയാണ്? എഫ് ആണ്. അപ്പൊ എം ഈക്വൽ മാസ് എടുക്കാം. തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? 6 അല്ലെ? രണ്ട് മാസ് എം ആണ്. രണ്ടാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. ഇവര് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ്? എഫ് ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു ജി എം സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം അല്ലെ? ഇനി എന്താ പറയുന്നത്? ഇഫ് 1/3 ഓഫ് മാസ് ഓഫ് 1 ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ അതർ ഒബ്ജക്ട്. ഒന്നിന്റെ 1/3 മാസ് രണ്ടാമത്തിന് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കൂടാ? അപ്പൊ ഒന്നാമത്തിന്റെ മാസ് എത്ര ആവും? 2/3 m ആവും. കാരണം 1/3 പോയി. അത് രണ്ടാമത്തെ ആൾക്ക് കിട്ടും. അപ്പൊ രണ്ടാമത്തെ ആളുടെ എത്ര ആവും? 4/3 m ആവും. ഡിസ്റ്റൻസിൽ മാറ്റമില്ല, മാസ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് ഇതിന്റെ ടേമിൽ എത്ര വരുന്നതാണ്? അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് നമുക്ക് എങ്ങനെ കാണാം? എഫ് ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 2/3 m ഇൻറ്റു 4/3 m ബൈ ആർ സ്ക്വയർ. അപ്പൊ ഇത് എത്ര വരും? 8/9 ജി എം സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പൊ ജി എം സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്താ? എഫ് ആണ്. അപ്പൊ ആൻസർ എന്തായി? 8f/9 ആയി. യെസ്, 8/9f.
ദാറ്റ് ഈസ് ദ ആൻസർ. യെസ്. ഓക്കെ. യെസ്. അടുത്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. സാർ 4/3m എങ്ങനെ വന്നു? ഓക്കേടാ, നോക്ക് നിങ്ങൾ ഇവിടെ എന്താ ചെയ്തത്? ഒന്നാമത്തെ ഇപ്പൊ ഇയാളെ മാസ് m ആയിരുന്നു, ഇയാളെ മാസ് m ആയിരുന്നു. ഓക്കെ, നോക്കട്ടോ. ഒന്നാമത്തെ ആളിൽ നിന്ന് 1/3m മിസ്സായി. അപ്പൊ ഒന്നാമത്തെ ആളെ മാസം എന്താവും? m-1/3m. അപ്പൊ അത് എത്രയായി? 2/3m ആയി. അതാണ് ഒന്നാമത്തെ ആളെ മാസ് 2/3m ആയത്. ഈ നഷ്ടപ്പെട്ട 1/3m രണ്ടാമത്തെ ആൾക്ക് കൊടുത്തല്ലേ ചെയ്തത്. അപ്പൊ രണ്ടാമത്തെ ആളുടെ എന്താവും? m+1/3m ആവും. അപ്പൊ എത്രയായി? 4/3m ആയി രണ്ടാമത്തെ ആളെ മാസ്. ക്ലിയർ ആയോ മാട്രിക്സ്? യെസ് യെസ്. ഓക്കെടാ. ഓക്കെ, ഇനി ഒരു പോയിന്റ് മാസിനെ കൊണ്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? പിന്നെ മാസ് m ആണ്, പോയിന്റ് p, ഡിസ്റ്റൻസ് r. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്താ? gm²/r². നമ്മൾ മാഗ്നിറ്റ്യൂഡ് വൈസ് ആണ് പറയുന്നത്. ഡയറക്ഷൻ ആവുമ്പോൾ ഡിസ്റ്റൻസ് വെക്ടറിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ ഫീൽഡ് വരിക. അപ്പോൾ മൈനസ് വരാം. ഓക്കെ, യെസ്. അടുത്ത ന്യൂട്രൽ പോയിന്റ്. എന്താണ് ഈ ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ രണ്ട് മാസ് ഉണ്ട്, m1 m2. ഈ രണ്ട് മാസിനിടയിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിലെ യെസ് ഞാൻ എഴുതിയത് സോറി ഇവിടെ m² കേട്ടോ, gm/r² ആട്ടോ, gm/r², m² ഇല്ല, gm/r². യെസ്. ഇപ്പൊ രണ്ട് മാസ് ഉണ്ട്, m1 m2. ഈ രണ്ട് മാസിനിടയിലുള്ള ഒരു പോയിന്റ് ആണ് P. ഈ P എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അഥവാ അവിടെ ഏതൊരു മാസ് വെച്ചാലും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് 0 ആയിരിക്കും. ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂട്രൽ പോയിന്റ്. രണ്ട് മാസുകൾക്കിടയിൽ ഒരു പോയിന്റിൽ അവിടുത്തെ മാസ് 0 ആയിരിക്കും, അഥവാ ഫീൽഡ് 0 ആയിരിക്കും. സോറി, ഫോഴ്സ് 0 ആയിരിക്കും, അഥവാ ഫീൽഡ് 0 ആയിരിക്കും. ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂട്രൽ പോയിന്റ്. ആ ന്യൂട്രൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ ചോദിക്കും. സോ ഇതിന്റെ ടോട്ടൽ ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണ്. ഈ ഒന്നാമത്തെ മാസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മോട് കാണാൻ പറയുന്നെങ്കിൽ എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏത് എന്നുള്ള മാസ എടുക്കുക? ഒന്നാമത്തെ നിന്നുള്ളതല്ലേ. അപ്പൊ അതിന്റെ റൂട്ട് എടുക്കുക. √m1/√m1 പ്ലസ് √m2 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് d. ദിസ് ഈസ് ദ ഇക്വേഷൻ. അതെ അതെ അതെ, കാരണം ഇവിടെ എന്തായാലും രണ്ട് മാസുകൾ തമ്മിൽ അട്രാക്റ്റീവേ വരുള്ളൂ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. രണ്ട് ഐഡന്റിക്കൽ ചാർജുകൾക്കിടയിൽ ഇതേപോലെ വരാം, റിപ്പൾസീവ് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ മാസ് നെഗറ്റീവ് എന്ന കൺസെപ്റ്റ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സെന്റർ തന്നെ ന്യൂട്രൽ പോയിന്റ് വരുന്നത്. ചാർജ് ആണെങ്കിൽ അത് പുറത്തും വരാം, ഓപ്പോസിറ്റ് ചാർജുകളാകുമ്പോൾ. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കും. ഇവിടെ പിന്നെ നമുക്ക് ഒറ്റ കേസേ ഉള്ളൂ, സെന്ററിൽ മാത്രമേ ന്യൂട്രൽ പോയിന്റ് വരുള്ളൂ. ഓക്കെ, യെസ്. അപ്പോ ഈ y അതേപോലെ നമുക്ക് ഈ m2 എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഇങ്ങോട്ട് കാണാൻ പറയുന്നതെങ്കിൽ അത് കാണുമ്പോഴുള്ള പരിപാടി എന്താ? റൂട്ട് ആ മാസ് എടുക്കുക √m1 പ്ലസ് √m2 all into d. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. സിമ്പിൾ ആയിട്ട് കാണാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇങ്ങനെ എടുത്താൽ മതി. ഇതാണ് ഇക്വേഷൻ. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 2 point masses 10 kilogram and 1000 kilogram are at a distance 1 meter apart. രണ്ട് പോയിന്റ് മാസുകളുണ്ട്. ഒന്ന് 10 കിലോഗ്രാം ആണ്, ഒന്ന് എത്രയാണ്? 1000 കിലോഗ്രാം ആണ്. At which point on the line joining them will the gravitational field intensity will be 0 from 10 kilogram mass? 10 കിലോഗ്രാം മാസിൽ നിന്നും ഏത് പോയിന്റിലാണ് അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി 0 ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് 10 കിലോഗ്രാം എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. സോ ദിസ് വിൽ ബി ദ പോയിന്റ് എന്ന് കരുതാം. നമുക്ക് എക്സ് എടുക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാ പറഞ്ഞത്? 1 മീറ്റർ ആണ്. അപ്പൊ എങ്ങനെ കാണുക? എക്സ് ഈക്വൽ ടു റൂട്ട് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ, അപ്പൊ 10 ബൈ √10 പ്ലസ് √1000 ഓൾ ഇൻറ്റു 1 അല്ലേ? യെസ്. അപ്പൊ എത്ര വരും?
റൂട്ട് 10 നമുക്ക് ഇവിടെ കോമൺ ആക്കി പുറത്താക്കിയാൽ ഇവിടെ 1 വരും. ബൈ 1 പ്ലസ് 10 ഇൻറ്റു 1 വരും അല്ലേ. അപ്പോൾ 1/11 വരും. അഥവാ ഇത് റൂട്ട് 10 വരും, ഇവിടെ റൂട്ട് 10 വരും. ഇത് നമുക്ക് റൂട്ട് 100 ഇൻറ്റു റൂട്ട് 10 ഇതാം. ഇപ്പൊ എല്ലാവരും റൂട്ട് 10 പോയി. ഇവിടെ റൂട്ട് 10 പോയി, പിന്നെ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ എത്ര വരും? റൂട്ട് 100 വരുമ്പോൾ 10 വരും. അപ്പൊ 1/11 വരും. ഓക്കെ, യെസ്. ഓക്കെ, അടുത്തതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറിയുന്നല്ലേ? എർത്ത് പിടിച്ചു വലിക്കുന്ന ആക്സിലറേഷൻ. അത് കാണാനുള്ള ഇക്വേഷൻ അറിയില്ലേ? സർഫസ് ഓഫ് എർത്ത് ആണെങ്കിൽ സർഫസ് ഓഫ് എർത്ത് എന്നാവണ്ട, സർഫസ് ഓഫ് പ്ലാനറ്റ് ആണെങ്കിൽ അതെന്താ വരിക? G=GM/R². M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ പ്ലാനറ്റ്, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ്. ഇതൊരു ഹൈറ്റിലാണെങ്കിൽ, അറ്റ് ഹൈറ്റ് h ആണെങ്കിൽ അതെന്ത് വരും? G=GM/R+H² എന്ന് വരും അല്ലെ. GM/R+H². അവിടേക്ക് ലൈറ്റ് എടുക്കണം, അഥവാ സർഫസ് നിന്ന് ആ പോയിന്റിക്ക് ലൈറ്റ് h ആണെങ്കിൽ സെന്ററിനുള്ള ഡിസ്റ്റൻസ് R+H ആവും. അത്രേ ഉള്ളൂ. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, യെസ്. ദാ ഇക്കൊല്ലം വന്നൊരു ക്വസ്റ്റ്യൻ ആണത്, 27th. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് G. എർത്തിന്റെ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? G ആണ്. ഇഫ് ദ ഡയമീറ്റർ ഓഫ് എർത്ത് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. ഡയമീറ്റർ എന്താക്കി മാറ്റി? ഒറിജിനൽ വാല്യൂവിന്റെ പകുതിയാക്കി മാറ്റി. മാസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് സർഫസ് ഓഫ് എർത്തിന് ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ ഡയമീറ്റർ പകുതിയായാൽ റേഡിയസ് എത്ര ആവും? ഡയമീറ്റർ പകുതിയായാൽ റേഡിയസ് എത്ര ആവും? ഡയമീറ്റർ ഹാഫ് ആയാൽ റേഡിയസ് എത്ര ആവും എന്ന് പറയടാ. ഡയമീറ്റർ ഹാഫ് ആയി കഴിഞ്ഞാൽ റേഡിയസ് എത്ര ആവും? ഹാഫ് ആവും. കാരണം ഡയമീറ്റർ എത്രയാണോ കുറയുന്നത് അതേപോലെയാണ് റേഡിയസ് കുറയും. ഏരിയ അപ്പൊ 1/4 ആവും. നമ്മൾ പിന്നെ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസിൽ എർത്തിന്റെ മാസ് എമ്മും റേഡിയസ് ആറും എടുക്കാം. അപ്പൊ G= നമുക്ക് എന്ത് പറയാം? GM/R² എന്ന് പറയാം അല്ലെ. അടുത്ത കേസിൽ എന്താ സംഭവിച്ചത്? മാസ് എന്തായി? സെയിം ആണ്. റേഡിയസ് ഡയമീറ്റർ പകുതിയാക്കിയപ്പോ സ്വാഭാവികമായിട്ടും റേഡിയസ് പകുതിയായി അല്ലെ. അപ്പൊ നമുക്ക് അവിടെ G വാല്യൂ എന്തെടുക്കാം? G' എന്തെടുക്കാം? GM/R/2² എന്ന് എടുക്കാം. ഈ 2 മേലെ കയറുമ്പോൾ 4 ആവും. 4GM/R² ആവും, അഥവാ 4g ആവും. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ, പ്രശ്നം ചോദിച്ചാണ്. യെസ്. അടുത്താണ് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഷേപ്പ് ആവുമ്പോൾ എന്താ പ്രത്യേകത? ഷേപ്പ് ജിയോയിഡ് ആണ്. ജിയോയിഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നിങ്ങള് ഇതിന്റെ ഇത്ര ഒന്നുമില്ല, ജസ്റ്റ് വരച്ചപ്പോ അങ്ങനെ ആയതാണ്. ചെറിയൊരു ഒരു ബൾജ് ഷേപ്പിലാണ് വരുന്നത്. അപ്പോ ഈ ഇക്വേറ്ററിലേക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് പോൾസിലേക്കുള്ള റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോ എന്താണ് പറയാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോൾസിലായിരിക്കും ഇക്വേറ്ററിനേക്കാൾ എന്ത് കൂടുതൽ. അതുപോലെ വെയിറ്റും അതുപോലെ പോൾസിലായിരിക്കും ഇക്വേറ്ററിനേക്കാൾ കൂടുതൽ. കാരണം W=mg ആണ്. ഓക്കെ, യെസ്. ഇനി അടുത്താണ് ഹൈറ്റ് എബോവ് ദ സർഫസ് ഓഫ് എർത്ത്. ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വേരിയേഷൻ അറിയില്ലേ? h ഹൈറ്റിലാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? G at height = G into R/R+H². അഥവാ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. സർഫസിൽ നിന്ന് h ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെടുത്താൽ മതി? G into R/R+H². അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ 1/1+H/R² എന്നൊക്കെ മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി. എങ്ങനെ ആയാലും ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഹൈറ്റ് സ്മോൾ ആണെങ്കിൽ 1 കിലോഗ്രാം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങനെയൊക്കെ ചെറിയ ഹൈറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ഹൈറ്റിലെ വാല്യൂ കാണാൻ G into എന്തെടുത്താൽ മതി? 1 - 2h/R എടുത്താൽ മതി. സ്മോൾ ഹൈറ്റ് ആണെന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലെ? 1 - 2h/R. ക്ലിയർ? യെസ്. ഇനി വെയിറ്റ് ആണ് കാണാൻ പറയുന്നെങ്കിലോ, ഹൈറ്റിലുള്ള വെയിറ്റ്. അപ്പൊ സർഫസിലെ വെയിറ്റ് ഇൻറ്റു ഇതേപോലെ എന്തെടുത്താൽ മതി? R/R+H². ഓക്കെ, ഇനി അടുത്തതാണ് അറ്റ് ഡെപ്ത്
ഡെപ്ത് ബിലോ സർഫസ് ഓഫ് എർത്ത്. സർഫസ് ഓഫ് എർത്തിന്റെ താഴെയുള്ള എന്ത് ജി വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. ഇപ്പൊ സർഫസ് എന്നൊരു ഡി ഡെപ്ത് താഴേക്ക് പോന്നു. അങ്ങനെയാണെങ്കിൽ ഡെപ്തിലെ ജി വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താ? ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഇത് പിന്നെ എല്ലാ കേസിലും ഒറ്റ ഇക്വേഷൻ തന്നെ ഉള്ളൂ. ഓക്കെ, ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ, ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. ഇനി സെന്ററിലെ ജി വാല്യൂ എത്രയാടാ? 0 വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരിക നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സർഫസ് വരെ ലീനിയർലി ഇൻക്രീസ് ചെയ്യും, സർഫസ് നിന്ന് പിന്നെ 1/r² വെച്ചിട്ട് ഡിക്രീസ് ചെയ്യും. ദിസ് ഈസ് ദ ഗ്രാവിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഫ്രം സെന്റർ. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കേസ് ഉണ്ട്. അഥവാ ഹൈറ്റിലും ഡെപ്തിലും എന്ത് സെയിമാന്ന് പറയും? വെയിറ്റ് സെയിമാന്ന് പറയും. വെയിറ്റ് അറ്റ് ഹൈറ്റ് ഈക്വൽ ടു വെയിറ്റ് അറ്റ് ഡെപ്ത്. അങ്ങനെ അല്ലെങ്കിൽ ജി അറ്റ് ഹൈറ്റ് ഈക്വൽ ടു ജി അറ്റ് ഡെപ്ത്. ഇത് രണ്ടും ഒരേ സാധനമാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളോട് എന്ത് കാണാൻ പറയും? ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറയും? കാണാൻ പറയും. അപ്പൊ രണ്ട് കേസ് ഉണ്ട്. ഒന്ന് എന്താണ്? ഹൈറ്റ് ഈസ് സ്മോൾ എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഹൈറ്റ് ഈസ് സ്മോൾ എന്ന് ക്വസ്റ്റ്യനിൽ പറയണം. അഥവാ എച്ച് ഈസ് വെരി വെരി ലെസ് ദാൻ ആർ. ഇത് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2h ഈക്വൽ ടു ഡി എന്ന് പറയാം. അത് എപ്പോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? ഈ കണ്ടീഷൻ പറഞ്ഞാൽ മാത്രമാണ്. ഹൈറ്റ് സ്മോൾ ആണ് അല്ലെങ്കിൽ എച്ച് ഈസ് വെരി വെരി ലെസ് ദാൻ ആർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തെടുക്കാൻ പാടുള്ളൂ? 2h ഈക്വൽ ടു ഡി എന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഹൈറ്റ് ലാർജ് ആണ്. ഓക്കെ, ഇപ്പൊ ഹൈറ്റ് ലാർജ് ആണെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? അഥവാ എച്ച് ഈസ് കമ്പയറബിൾ ടു ആർ ആണെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഹൈറ്റ് ഈക്വൽ എത്ര വരിക? √5 ഇൻറ്റു ആർ ഇൻറ്റു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ആർ ഇൻറ്റു √5 മൈനസ് 1/2. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. ആർ ഇൻറ്റു √5 മൈനസ് 1/2. ഇത് പഠിച്ചു വെക്കണം. ഈ തവണ എക്സാമിന് ചോദിച്ചിരുന്നു. ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനേക്കാളും സുഖം നിങ്ങൾ ഈ വാല്യൂ ഡയറക്റ്റ് പഠിച്ചു വെക്കുന്നതാണ്. ആർ ഇൻറ്റു √5 മൈനസ് 1/2. ഓക്കെ, ഒന്നും ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് എടുക്കണം. ഇത് വരണമെങ്കിൽ ഇവിടെ ഹൈറ്റ് സ്മോൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി റൊട്ടേഷൻ ഓഫ് എർത്ത്. എർത്തിന്റെ റൊട്ടേഷണൽ ആംഗുലാർ വെലോസിറ്റി കൊണ്ട് ജി വാല്യൂവിൽ ചേഞ്ച് വരും. അത് നിങ്ങൾക്ക് അറിയാം. ജി അറ്റ് അവിടെ നിങ്ങൾ ആംഗിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ ലാറ്റിറ്റ്യൂഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് ഇക്വേറ്റർ. ഇവിടെ ഒരു പോയിന്റ് പി ഉണ്ട്. അപ്പൊ ഇവിടേക്ക് ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത്. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ജി അറ്റ് പി ഈക്വൽ ടു എന്തായിരുന്നു? ജി ഇൻറ്റു 1 മൈനസ് ജി ഇൻറ്റു 1 മൈനസ് അല്ല, ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ. പഠിച്ചിട്ടില്ലേ? ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിൾ ആണ്. ഇനി അത് എന്താണ് പറയാ? ഇക്വേറ്ററിലാണെങ്കിൽ ലാംഡ എത്രയുടെ വരിക? ഒന്ന് പറയടാ. ഇക്വേറ്ററിലാണെങ്കിൽ ലാംഡ എത്ര വരിക? ഇക്വേറ്ററിലാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലാംഡ? 0. യെസ്, കാരണം സർഫ് ഇങ്ങനെ നേരെ വരും. അപ്പൊ ലാംഡ 0 ആകുമ്പോൾ ജി അറ്റ് പി എത്ര വരും? ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ എന്ന് വരും. കാരണം കോസ് സ്ക്വയർ 0 1 ആണ്. യെസ്. പോൾസിലാണെങ്കിലോ ലാംഡ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും, നേരെ മേലക്കാവും അല്ലെ? അപ്പൊ ആൻസർ എന്ത് വരും? ജി അറ്റ് പോൾസ് ഈക്വൽ ജി മൈനസ് മറ്റേ വാല്യൂ 0 ആവും. അപ്പൊ ജി നിർത്താൻ മതി. ഈ റൊട്ടേഷണൽ എഫക്റ്റ് എവിടെ ആക്ട് ചെയ്യൂല? പോൾസിൽ ആക്ട് ചെയ്യൂല. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയുന്നത്, ഇപ്പൊ എർത്ത് പെട്ടെന്ന് നിൽക്കുകയാണ്, എർത്തിന്റെ റൊട്ടേഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ പോൾസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കൂല. കാരണം എന്താ? പോൾസിൽ റൊട്ടേഷൻ എഫക്റ്റ് ഇല്ല. ഇക്വേറ്ററിൽ മാറും. അത് നോക്കണം. ഓക്കെ, യെസ്. ഈ ക്വസ്റ്റ്യൻ നോക്കടാ. നിങ്ങൾ എന്താണ് പറയുക? ഓസിലേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഈ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സെക്കൻഡ് പെൻഡുലം? ഒന്ന് പറയടാ. എന്താണ് ഈ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ?
യെസ്, ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ട് വരുന്ന പെൻഡുലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെക്കൻഡ് പെൻഡുലം. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? R is radius of earth and acceleration due to gravity on the surface of earth G is pi square ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then the length of second pendulum. സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. അറ്റ് എ ഹൈറ്റ് h ഈക്വൽ ടു 2r. ഹൈറ്റ് 2r ആയിട്ട് വരുന്ന പൊസിഷനില് നമ്മളെ സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് എത്ര, ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ട് കിട്ടാൻ എത്ര ലെങ്ത് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹൈറ്റ് 2r ആവുന്ന സമയത്ത് ടൈം പീരീഡ് 2 സെക്കൻഡ് കിട്ടാൻ എത്ര വേണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 2π√L/g ആണ് അല്ലെ. അപ്പൊ ഈ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ലെങ്ത് കാണാതെ സ്ക്വയർ ചെയ്താൽ t² = 4π² L/g എന്ന് വരും. അപ്പൊ L എന്ത് വരടാ? L = t²g/4π² എന്ന് വരും അല്ലെ. യെസ്, അപ്പൊ എന്താ ഇവിടെ? L = എന്ത് വരും? L t എത്ര? ടൈം പീരീഡ് സെക്കൻഡ് പെൻഡുലം 2 സെക്കൻഡ് ആവണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2² × g π² ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ബൈ 4π². അല്ല, പ്രശ്നമുണ്ട്. g π² അല്ല, 2² g/4π² എന്ന് വരും അല്ലെ. അപ്പൊ ഇത് ക്യാൻസൽ ആയി. അപ്പൊ L എന്ത് വരും? g/π². ഇവിടെ പ്രശ്നം എന്താ? എർത്തിന്റെ സർഫസിലാണ് g π². ഇത് എവിടെയാണ് നമ്മൾ ഇതിനെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്? 2r ഹൈറ്റിലാണ്. അപ്പൊ അവിടുത്തെ g വാല്യൂ നമ്മൾ കാണണം അല്ലെ. ഇവിടെ g അല്ലേ വരിക, g ഡാഷ് ആണ് വരിക. അപ്പൊ g ഡാഷ് എങ്ങനെ കാണുക? g × r/r+h². h എത്രയെന്ന് പറഞ്ഞിട്ട് 2r. അപ്പൊ അതെന്താ ഇവിടെ? g ഡാഷ് ഈക്വൽ g എത്ര സർഫസിലെ? π² ഇൻറ്റു r/r+2r 3r² എന്ന് വരും. അപ്പൊ അത് ക്യാൻസൽ ആവും. അപ്പൊ π²/9 അതാണ് g ഡാഷ് വരിക. ഇവിടെ കൊടുത്ത ആൻസർ ആയി. L = g ഡാഷ് എന്താ? π²/9/π². This will cancel. So answer is 1/9 meter. That is the answer. ആൻസർ 1/9 മീറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്ത് എ ബോഡി വെയ്സ് 200 ന്യൂട്ടൺ ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിൽ ബോഡിന്റെ വെയിറ്റ് 200 ന്യൂട്ടൺ ആണ്. ഹൗ മച്ച് വിൽ ബി ഇറ്റ്സ് വെയിറ്റ് ഹാഫ് വേ ഡൗൺ ടു ദ സെന്റർ ഓഫ് എർത്ത്? ഓക്കെ, എത്രയാണ് ഹാഫ് വേ ഡൗൺ ദ സെന്റർ ഓഫ് എർത്ത്? യെസ്, നോട്ട് വാട്സപ്പിൽ ഇടും. ഹാഫ് വേ ഡൗൺ ദ സെന്റർ ഓഫ് എർത്തില് വെയിറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ എങ്ങനെയാ ചെയ്യാ? 100. യെസ്, കറക്റ്റ് ആണ്. എങ്ങനെയാ ചെയ്യാ? നമ്മള് വെയിറ്റ് അറ്റ് ഡെപ്ത് ഈക്വൽ ടു എന്താ? വെയിറ്റ് അറ്റ് സർഫസ് ഇൻറ്റു 1 - d/r എന്ന് വരും. ഇവിടെ d എത്ര? റേഡിയസിന്റെ പകുതിയാണ് പോയത്. അപ്പൊ എന്താവും? വെയിറ്റ് അറ്റ് ഡെപ്ത് ഈക്വൽ 200 × 1 - d/r/2/1/2. അപ്പൊ 1/2 അപ്പൊ 100 ന്യൂട്ടൺ വരും. Yes, 100 Newton is the answer. Yes, നോക്കി. The acceleration due to gravity at a height 1 kilogram above the earth is same as the depth d below the surface of earth. ഇപ്പൊ ഇവിടെ എന്താ പ്രത്യേകത? 1 കിലോമീറ്റർ ആണ്. 1 കിലോഗ്രാം അല്ല, 1 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോ ഹൈറ്റ് എന്താണ്? സ്മോൾ അല്ലേ എടാ? ഹൈറ്റ് സ്മോൾ അല്ലേ? അപ്പൊ ഡെപ്ത് എത്ര വരിക? 1/2 ആണോ വരിക ഡെപ്ത്? ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെപ്ത് ഈക്വൽ ടു എന്താണ്? 2h ആണ്. ഹൈറ്റ് ആണ് എത്ര? 1 കിലോമീറ്റർ. അപ്പൊ ഡെപ്ത് എത്ര വരിക? 2 കിലോമീറ്റർ അല്ലേ വരിക? 2 കിലോമീറ്റർ വരിക. കൊണ്ടുപോയി തെറ്റിക്കരുത്. നിങ്ങൾ വെറുതെ പോയി തെറ്റിക്കുന്ന സംഭവമാണ് അതൊക്കെ. ഡയറക്റ്റ് 2 കിലോമീറ്റർ കിട്ടും. നിങ്ങളത് തിരിച്ച് 1/2 ആക്കും. അതാണ് വ്യത്യാസം. അപ്പൊ കറക്റ്റ് ആലോചിക്കണം കേട്ടോ, തെറ്റിക്കരുത് വെറുതെ. അടുത്ത് നമ്മൾ നേരത്തെ കണ്ടു വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡിസ്റ്റൻസ്. നമ്മളിപ്പോ പറഞ്ഞു ഇതൊക്കെയാണ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. കണ്ട, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് എബവ് ആൻഡ് ബിലോ ദ സർഫസ് ഓഫ് എർത്ത് ബോഡി വിൽ ബി ഹാവ് സെയിം വെയിറ്റ്. കണ്ട, ഇവിടെ നമ്മൾ ആ ഒരു റിലേഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പഠിച്ചു എന്താണ്? r × √5 - 1/2. ഇത് ഉള്ളിലേക്ക് എടുത്താൽ √5r - r/2. This is the answer 4. ഇതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വല്ല ടിപ്സും ഉണ്ടോ സർ? അതല്ല നമ്മൾ ഇക്വേഷൻ വെച്ച് കിട്ടണം. അതിനല്ല നമ്മൾ ഇക്വേഷൻസ് പറയുന്നത്. ഇക്വേഷൻസ് വെച്ച് ചെയ്യേണ്ടി വരും, അല്ലാതെ വേറെ വഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
The height any point P above the surface of earth is equal to diameter of earth. നോക്കട്ടോ കറക്റ്റ് ശ്രദ്ധിക്കണം. The height at any point above the surface of earth is equal to diameter of earth. അപ്പൊ ഹൈറ്റ് എത്രയാടാ? ഒന്ന് പറയടാ, ഹൈറ്റ് എത്ര വരിക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ പി എന്ന് പറഞ്ഞ പോയിന്റിലാണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഹൈറ്റ് കാണാം. ഇവിടെ ഹൈറ്റ് എത്ര വന്നിട്ടുള്ളത്? ഹൈറ്റ് above the surface of earth is equal to diameter of earth. അപ്പൊ ഹൈറ്റ് എത്ര വരിക? ഹൈറ്റ് above the surface of earth equal to diameter of earth. അപ്പൊ ഹൈറ്റ് എത്ര വരിക? Height above the surface of earth equal to diameter of earth. Height above the surface of earth equal to diameter of earth. Surface of earth ന് മുകളിലുള്ള ഹൈറ്റ് ഈക്വൽ ടു സർഫസ് ഓഫ് എർത്ത് ആണ്. അല്ല ഡയമീറ്റർ ആണ്, അല്ലെ ഡയമീറ്റർ ഓഫ് എർത്ത് ആണ്. അപ്പൊ ഡി ആണ് വരിക. പക്ഷെ നമുക്ക് ഇവിടെ റേഡിയസിന്റെ ടേമിൽ കിട്ടിയാൽ ആൻസർ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ 2r ആണ് എടുക്കേണ്ടത്. ഡി എടുത്തിട്ട് കാര്യമില്ല, കാരണം നമുക്ക് അത് ആറിൽ കിട്ടിയാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഡയറക്റ്റ് ജി വേണം. ജി ഡാഷ് എങ്ങനെ കാണുക? ജി ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് 2r ഹോൾ സ്ക്വയർ. അപ്പൊ എന്താവും? ജി ഇൻറ്റു ആർ ബൈ 3r ഹോൾ സ്ക്വയർ. അപ്പൊ ജി ബൈ 9 ആയി. യെസ്, ആൻസർ പറഞ്ഞാരാ? ഡിന്ന്. ഓക്കേടാ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. അടുത്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ അറിയില്ലടാ നിങ്ങൾക്ക്? ഇതെന്താന്നൊക്കെ അറിയില്ലേ? ഇൻഫിനിറ്റി എന്ന പോയിന്റിക്ക് ഒരു യൂണിറ്റ് മാസിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? ഒരു മാസ് ഉണ്ട്. ഈ മാസിൽ നിന്ന് 6 ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് എന്ത്? പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? മൈനസ് ജി എം ബൈ ദാറ്റ് ഡിസ്റ്റൻസ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇവിടെ ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ടോട്ടൽ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ, ഇപ്പൊ ഒന്നിൽ കൂടുതൽ മാസുകൾ വെച്ചിട്ടുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. നമ്മൾ ഫോഴ്സ് ഒക്കെ കണ്ടപ്പോൾ എന്ത് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യം ഇല്ല. ഓരോന്നിൻ്റെതും എടുത്തിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അതാണ് ഇതിന്റെ പ്രത്യേകത. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അത് നമ്മൾ പറഞ്ഞു പോയിന്റ് മാസ്. ഇതാ ഈ ക്വസ്റ്റ്യൻ നോക്കടാ. നിങ്ങൾക്ക് അറിയാവുന്ന ഡിസ്റ്റൻസ് ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ സൈഡ് ലെങ്ത് എ ആണെങ്കിൽ ഇതിന്റെ ഈ കോർണറിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? a/√3 ആയിരിക്കും. ഇതറിയില്ലേ നിങ്ങൾക്ക്? സെന്ററിന് അവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? a/√3 ആയിരിക്കും, അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെന്ററിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. അപ്പൊ എന്താ ഇവിടെ പ്രത്യേകത? ഈ ഓരോ മാസും ഇവിടെ എന്തുണ്ടാക്കും? പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അപ്പൊ ഓരോന്നും കൂടി നേരെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. എന്ത് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് എത്ര വരും? ഇതുണ്ടാക്കുന്ന എത്ര വരും? മൈനസ് ജി എം ബൈ ആ ഡിസ്റ്റൻസ് a/√3 പ്ലസ് അടുത്ത ആൾ ഉണ്ടാക്കുന്ന എത്ര? മൈനസ് ജി എം ബൈ a/√3 പ്ലസ് മൈനസ് ജി എം ബൈ a/√3. അപ്പൊ എത്ര വരും? മൈനസ് 3√3 ജി എം ബൈ എ എന്ന് വരും, അല്ലേ? യെസ്, യെസ്. അടുത്തതാണ് ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു സം ബോഡീസ്. ഓക്കെ, ഇത് നോക്കി നിങ്ങള് നോക്കി. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എബവ് ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്, ഇപ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എബവ് ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ദിസ് മച്ച്. അത്രയും സർഫസ് ഓഫ് എർത്തിന്റെ മുകളിൽ ഇത്രയും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്, ആ പോയിന്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ദിസ് മച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? റേഡിയസ് ഓഫ് എർത്ത് എത്രയാണെങ്കിൽ ആ ഹൈറ്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാ ചെയ്യുക? കാണുമ്പോൾ ആകെ അന്തം വിടും, അല്ലെ? പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിട്ടോ, ഇതാണ് ഇപ്പൊ നമ്മൾ ആര്? എർത്ത്. ഈ ഹൈറ്റ് ആണ് കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ പോയിന്റ് എന്ന് എഴുതാം. ഈ ഹൈറ്റ് ഞാൻ h എന്ന് എടുക്കുകയാണ്. അപ്പൊ ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എങ്ങനെയാ കാണുക? എർത്തിന്റെ മാസ് ഞാൻ m എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എങ്ങനെ കാണാം? മൈനസ് ജി എം ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് എത്ര? r പ്ലസ് h, അല്ലേ?
യെസ്. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ കാണാം? ജി അറ്റ് പി ജി ഇൻറ്റു നമുക്ക് അവിടെ ഇക്വേഷൻ വെച്ച് വേണം. ജി എം ബൈ എന്താണ് അവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? ആർ പ്ലസ് എച്ചിന്റെ സ്ക്വയർ എടുക്കണം അല്ലേ? ഇത് രണ്ടും കൂടി റേഷ്യോ എടുത്താൽ ആൻസർ ആയി. ഇവിടെ ഹൈറ്റ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ഹൈറ്റ് ആണ് കാണേണ്ടത്. ഇത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? -5.12 ഇൻറ്റു 10⁻⁷. ഇത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 6.4 എന്ന് തന്നിട്ടുണ്ട്. രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. അപ്പൊ എന്ത് വരും? -gm ബൈ ആർ പ്ലസ് എച്ച് ബൈ gm ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഈക്വൽ ടു -5.12 ഇൻറ്റു 10⁻⁷ ബൈ 6.4 അല്ലേ വരിക? 10⁻⁷ ബൈ 6.4. അപ്പൊ എന്താ? ഈ മൈനസും മൈനസും കൂടി പോയി. ജിഎമ്മും ജിഎമ്മും ക്യാൻസൽ ആയി. ഒരു ആർ പ്ലസ് എച്ച് ക്യാൻസൽ ആയി. അപ്പൊ ഈ ആർ പ്ലസ് എച്ച് മേലേക്ക് വരുമ്പോ ആർ പ്ലസ് എച്ച് ഈക്വൽ ടു 5.12 6.4 കൂടി ക്യാൻസൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 51.2 ഇൻറ്റു 10⁻⁷ ബൈ 6.4. അത് എത്ര വരും? 48. യെസ് കറക്റ്റ്. എത്ര വരും? 8 വരും. അപ്പൊ ഇവിടെ 10⁻⁶ അല്ലേ വരുള്ളൂ. 8 ഇൻറ്റു 10⁻⁶ മീറ്റർ എന്നാണ് വരിക. അത് നമുക്ക് ഇങ്ങനെ എഴുതാം 8000 ഇൻറ്റു 10⁻³ മീറ്റർ. ഇത് കിലോമീറ്റർ ആയി. അപ്പൊ ആർ പ്ലസ് എച്ച് എത്ര ആയി? 8000 കിലോമീറ്റർ ആയി. അപ്പൊ എച്ച് അല്ലേ കാണേണ്ടത്? എച്ച് എന്താവും? 8000 മൈനസ് 6 വരും അല്ലേ? അപ്പൊ ആൻസർ എത്ര ആയിടാ? 8000 മൈനസ് 6 എത്ര? 6400. സോ ആൻസർ ഈസ് 1600 കിലോമീറ്റർ. That is the radius. Height will be equal to 1600 kilometer. ഓക്കെ, ക്ലിയർ അല്ലടാ? അടുത്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ? ഇതൊരു മാസ്സാണ്, ഇതിന്റെ മാസ് m1 ആണ്. ഇതൊരു മാസ്സാണ്, ഇതിന്റെ മാസ് m2 ആണ്. രണ്ടാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ? മൈനസ് gm1 m2 ബൈ r. മൈനസ് gm1 m2 ബൈ r. ഓക്കെ, യെസ്. ഇനി നമുക്ക് 3 ബോഡീസ് ഉണ്ടെന്ന് എഴുതാം. ഇതിന്റെ മാസ് m1, ഇതിന്റെ മാസ് m2, ഇതിന്റെ മാസ് m3. ഇത് ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ a എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എന്ത് കാണാൻ പറഞ്ഞു? അല്ലെങ്കിൽ എല്ലാത്തിന്റെ മാസും ഞാൻ m എന്ന് എടുക്കുക, പെട്ടെന്ന് കിട്ടും. ടോട്ടൽ എന്താണ് പറയുക? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം കാണാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത്? നമ്മുടെ സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറഞ്ഞാൽ ഓരോന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കണം കേട്ടോ. ഇവിടെ എത്ര വരും? ടോട്ടൽ പൊട്ടൻഷ്യൽ സിസ്റ്റം ഈക്വൽ. ആദ്യം ഇത് രണ്ടും തമ്മിൽ വരും. ഈ m1ഉം ഈ രണ്ടെണ്ണം തമ്മിൽ വരും. അത് ഒന്നാമത്തെ എടുക്കുക. എന്ത് വരിക? മൈനസ് g, രണ്ട് മാസും സെയിം ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -gm² ബൈ a പ്ലസ് ഇനി ആരൊക്കെ തമ്മിലുണ്ടാവും? ഇതും തമ്മിലുണ്ടാവും. അപ്പൊ അത് എടുക്കണം. എത്ര വരും? -gm² ബൈ a അല്ലെ? പ്ലസ് ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുണ്ടാവും. അത് എത്ര വരും? -gm² ബൈ a. അപ്പൊ എത്ര വരും? -3gm² ബൈ a എന്ന് വരും അല്ലടാ? യെസ്. ഇനി നമുക്ക് 4 എണ്ണം ഉള്ളതാണെങ്കിലോ? എല്ലാ ഡിസ്റ്റൻസും a ആണ്. ഏതൊക്കെ വരും? ആദ്യം ഇയാളും തമ്മിലുള്ള നമുക്ക് ആദ്യം എടുക്കാം. ഇത് ഫസ്റ്റ് എടുക്കാം. ഇത് രണ്ടും തമ്മിലുള്ള അത് എത്ര വരും? -gm² ബൈ a. ഇനി ഇയാളും തമ്മിലുണ്ടാവും.
അത് എത്ര എടുക്കാം? -gm²/a അല്ലെ. ഇനി ഇയാളും തമ്മിലുണ്ടാവും അല്ലെ. യെസ്, അത് എത്ര വരും? -gm²/√2a എന്ന് വരും അല്ലെ. യെസ്, അപ്പൊ ഇയാളത് ഫുൾ എടുത്തു. ഇനി ഇയാൾക്ക് ആരൊക്കെ ഉണ്ടാവും? ഇയാളും തമ്മിൽ ഒന്നുണ്ടാവും. അപ്പൊ അത് എത്ര വരും? -gm²/a എന്ന് വരും അല്ലെ. യെസ്, ഇനി ഇയാളും തമ്മിലുള്ള ഇനി എടുക്കേണ്ട ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പക്ഷെ ഇയാളും തമ്മിൽ ഒന്നുണ്ടാവും, അത് എടുക്കണം. -gm²/a കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ എടുക്കുമ്പോൾ ഇയാളും തമ്മിൽ ഒന്നും കൂടെ ഉണ്ടാവും, -gm²/a. സോറി, ഇത് √2a വരും. ഇങ്ങനെ വരും. കഴിഞ്ഞില്ലേ? ഇനി ആരും തമ്മിൽ ബാക്കിയില്ലല്ലോ. ഇല്ല. അപ്പൊ എത്ര വരും? -4gm²/a വരും. 1 2 3 4 മൈനസ് പിന്നെ ഇവിടെ 2gm²/√2a എന്ന് വരും. ദാറ്റ് ഈസ് ദ ആൻസർ. നിങ്ങൾ ബാക്കി പുറത്തെടുത്താൽ മതി. 4 + √2 എന്നൊക്കെ ആവും. ഓക്കെ. യെസ്, ഇത് നോക്കണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ. 4 spheres each of mass m form a square of side d. 4 സ്ഫിയർ ഉണ്ട്, ഓരോന്നിന്റെ മാസ് m ആണ്. അതൊരു d സൈഡ് ഉള്ള സ്ക്വയർ ആയിട്ട് മാറി. അഞ്ചാമത്തെ സ്ഫിയർ മാസ് ക്യാപിറ്റൽ മീ സിറ്റുവേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് സ്ക്വയർ. അഞ്ചാമത്തെ നമ്മൾ ആ സ്ക്വയറിന്റെ സെന്ററിൽ ക്യാപിറ്റൽ മാസിനെ പ്ലേസ് ചെയ്യാണ്. ആ സമയത്ത് ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കാണാൻ പറഞ്ഞു. അവിടെ കുറെ എണ്ണം വരും അല്ലെ. എന്താ അവിടെ പറഞ്ഞത്? നമുക്ക് ഇതില് ഓരോ കോർണറിലും സ്മോൾ എം മാസ് ഉണ്ട്. സെന്ററിൽ ഒരു എന്തുണ്ട്? ക്യാപിറ്റൽ എം മാസും ഉണ്ട് അല്ലെ. ഇതിന്റെ ടോട്ടലാ കാണാൻ പറഞ്ഞു. ഓരോ ഡിസ്റ്റൻസും d ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഡിസ്റ്റൻസ് എത്ര വരികയെന്ന് അറിയില്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് √2d ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് വിൽ ബി √2d. ഇത് എത്ര വരിക? d/√2 ആണ് വരിക അല്ലെ. നമുക്ക് ഓരോന്ന് ഞാൻ ഇത് വെച്ചാൽ തുടങ്ങുന്ന എഴുതാം. ഇതും തമ്മിൽ എത്ര വരും? -gm(m)m²/d അല്ലെ. ഇനി ഇതും തമ്മിലുണ്ട് -gm²/d അല്ലെ. യെസ്. ഇനി ഈ ക്യാപിറ്റൽ എമ്മും തമ്മിലുണ്ട്, അതെടുക്കാം. -gm(M)(D/√2 അല്ലെ. ഇനി ഈ എമ്മും തമ്മിലുണ്ട് അല്ലെ, അതും എടുക്കാം. -gm²/√2d. അയാളുടെ ഫുള്ള് കഴിഞ്ഞു. ഇനി അതേപോലെ ഇതെടുക്കുമ്പോ ഇതും തമ്മിലുണ്ട്. എത്ര വരും? -gm²/d. ഇതും ഈ എമ്മും തമ്മിൽ ഇതുണ്ട്. എത്ര വരും? -gM(D/√2 അല്ലെ. യെസ്. ഇനി ഇതും തമ്മിലുണ്ട്, അതെടുക്കാം. -gm², രണ്ടും സ്മോൾ എം ആണ്, /√2d. അതിന്റെ കഴിഞ്ഞു. ഇനി ഇതെടുക്കുമ്പോ ഇതും തമ്മിൽ ഒന്നുണ്ട്. എത്ര? -gm²/d അല്ലെ. ഇനി ഇതും തമ്മിൽ ഒന്നുണ്ട്, അതെത്ര? -gmm/d/√2. ഇനി ഇതും തമ്മിലുള്ള എടുക്കേണ്ട, ബാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഇയാളുടെ എടുക്കുമ്പോ, നാലാമത്തെ ആളുടെ എടുക്കുമ്പോ ഇതും തമ്മിൽ ഒന്നുണ്ട്. അപ്പൊ എത്ര വരും? -gmm/d/√2 അല്ലെ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത ആൻസർ ആയി. ഇപ്പൊ എന്ത് വരൂടാ നോക്കി നിങ്ങള്. -gm²/d എത്ര ഉണ്ട്? 1 2 3 4. ഇപ്പൊ എത്ര എഴുതാം? -4gm²/d. അടുത്തത് ഈ സംഭവം ഇത് എത്ര ഉണ്ട്? √2 മേലെ കയറും. അപ്പൊ √2gmm/d എത്ര ഉണ്ട്? 1 2 3 4. അപ്പൊ എന്തായി? -4√2gM(d) ഉണ്ട് അല്ലെ. യെസ്. ഇനി അടുത്തത് gm²/√2d എത്ര ഉണ്ട്? 1 2. അപ്പൊ അതുകൊണ്ട് -gm², രണ്ടെണ്ണം ഉണ്ട്, √2d. ഓക്കേടാ. യെസ്. ഇത് ക്യാൻസൽ ചെയ്താൽ ഇവിടെ നമുക്ക് √2 ആക്കാം. അത് ക്യാൻസൽ ആവും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ gm/d പുറത്തെടുക്കാം. അപ്പൊ gm/d പുറത്തെടുത്താൽ എന്താവും? ഇവിടെ എത്ര വരും? അല്ലെങ്കിൽ -gm/d പുറത്തെടുത്താൽ ഇവിടെ എത്ര വരും? 4m വരും, സ്മോൾ എം. മൈനസ് ഇവിടെ എത്ര വരും? 4√2 ക്യാപിറ്റൽ എം വരും.
മൈനസ് ഇത് √2 സ്മോൾ എം എന്ന് വരും. ഇത്രയും വരും. ഇങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്. ഞാൻ ഇത് രണ്ടിടത്തുനിന്ന് കൂടി സ്മോൾ എം പുറത്തെടുക്കാം. ഇപ്പൊ ആൻസർ ആയി. അല്ല, ഇതൊക്കെ പ്ലസ് ആവുമല്ലോ അല്ലേ? എല്ലാ മൈനസും പുറത്തുനിന്ന് പ്ലസ് ആയി. ഓക്കെ, അപ്പൊ -GM/D ഇൻറ്റു ഈ 4m എന്നും √2m എന്നും ഒരു എം പുറത്തെടുക്കാം. എല്ലാം പ്ലസ് ആണ്, മിസ്സായി പോയതാണ്. എം പുറത്തെടുക്കാം. അപ്പൊ എം ഇൻറ്റു എന്തായി 4 + √2 ആയി, പ്ലസ് ഇവിടെ എന്തുണ്ട് 4√2 ക്യാപിറ്റൽ എം ആയി. ദിസ് ഈസ് ദ ആൻസർ. ദിസ് ഈസ് ദ ആൻസർ അല്ലേ? യെസ്. ഓക്കേടാ, യെസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ എല്ലായിടത്തും ആഡ് ചെയ്തിട്ട് ടോട്ടൽ കാണണം. അത്രേ ഉള്ളൂ പരിപാടി. ആ എണ്ണൊന്ന് നോക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്ട് ഡ്യൂ ടു എർത്ത്. എർത്തും ഒബ്ജക്റ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാണാന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഇതൊരു എർത്താണ്. ഇതിന്റെ സർഫസിൽ ഒരു ബോഡി ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാണുക? -G, എർത്തിന്റെ ക്യാപിറ്റൽ എം, ബോഡിന്റെ സ്മോൾ എം. അപ്പൊ -G ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ഇവിടെ നമ്മൾ റേഡിയസ് എടുക്കേണ്ടി വരും, 6 വരും. ഇയാള് അല്ല, mgh നമ്മൾ എപ്പോഴാണ് എടുക്കുക? അത് എർത്തിന്റെ സർഫസിൽ നിന്നൊരു ബോഡിയെ സ്മോൾ ഹൈറ്റ് പൊക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്കാണ് എന്ത്? mgh. അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സർഫസ് ഓഫ് എർത്ത് വെൻ ഹൈറ്റ് ഈസ് സ്മോൾ. അതൊരു കൺസിഡറേഷൻ മാത്രമാണ്, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല. എല്ലാത്തും ജനറൽ കേസിലെ ഇക്വേഷൻ ഇതാണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഇനി എർത്തിന്റെ സർഫസിൽ നിന്ന് സ്മോൾ ഹൈറ്റിൽ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് കാണാൻ പറയുന്നത് എങ്കിൽ ഇതൊരു ഹൈറ്റ് h ആണ്. ഈ പോയിന്റിൽ ഒരു ബോഡി എമ്മിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? -GM/m ബൈ അവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? ഇവിടെ r + h ആവും. -GMM/r + h ആവും. അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി. അടുത്തത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി when an object is moving. Change in potential energy when an object is moving from the surface of earth is when an object is moving from the earth surface to a height capital H. അഥവാ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബോഡിയെ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു ക്യാപിറ്റൽ H ഹൈറ്റിലേക്ക് നമ്മൾ അതിനെ പൊക്കുകയാണ്. സർഫസ് ഓഫ് എർത്തിൽ നിന്നും ഈ ഹൈറ്റിലേക്ക് നമുക്ക് പൊക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് കാണാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറഞ്ഞാൽ, നിങ്ങൾ എന്തെടുത്താൽ മതി? mgh/1 + h/r എടുത്താൽ. ദിസ് ഈസ് ദി ഇക്വേഷൻ. mgh/1 + h/r. ദിസ് ഈസ് ദി ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് ഇത്ര ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എന്ത്? mgh/1 + h/r. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കടാ. ഇതാ ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ ടു റേസ് എ മാസ് m ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ടു എ ഹൈറ്റ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. അഥവാ നമ്മൾ ഇതിനെ എർത്തിന്റെ സർഫസിൽ നിന്ന് എത്ര ഹൈറ്റിലേക്കാ പൊക്കുന്നത്? റേഡിയസ് ഓഫ് എർത്തിന്റെ അത്രയും ഹൈറ്റിലേക്കാണ് നമ്മൾ ഇതിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ട വർക്കാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? വർക്ക് ഈക്വൽ ടു mgh/1 + h/r. അപ്പൊ എന്തായി? mgr അല്ലെ /1 + r/r. അപ്പൊ എത്രയായി? mgr/1 + 1 2. half mgr. Yes, 1. Yeah, correct. അടുത്താണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. എന്താ ഈ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ? ടോട്ടൽ എനർജി എപ്പോഴും എന്തായി? ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടുത്തെ കേസിൽ നിങ്ങൾ കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ എന്താ എടുക്കേണ്ടത്? ½ mv² ആണ്. പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ എന്താ എടുക്കേണ്ടത്? -GMM/r or r + h ആണ്. അല്ലാതെ mgh അല്ല ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എർത്തിന്റെ സർഫസ് അല്ല, റെഫറൻസ് സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് വെച്ച് ഹൈറ്റ്, ലാർജ് ഹൈറ്റിലേക്കാണ് നമ്മൾ കൺസിഡറേഷൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ആണ് ഇവിടെ പൊട്ടൻഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലാക്കി വെക്കണം. ഓക്കെ, യെസ്. ഈ ക്വസ്റ്റ്യൻ നോക്കടാ. An object is dropped from a height equal to 2r. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്?
2r ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. സർഫസ് ഓഫ് എർത്തിൽ നിന്നും 2r ഹൈറ്റിൽ നിന്ന് നമ്മളൊരു ബോഡി എന്ത് ചെയ്യാണ്? ഡ്രോപ്പ് ചെയ്യാണ്. ഫൈൻഡ് ദ സ്പീഡ് വിത്ത് വിച്ച്. നമുക്ക് എന്ത് കാണണം? സ്പീഡ് കാണണം. എന്താ കണ്ടീഷൻ? വിത്ത് വിച്ച് ഇറ്റ് വിൽ കൊളൈഡ് വിത്ത് ദ ഗ്രൗണ്ട്. അത് ഗ്രൗണ്ടിൽ വന്ന് ഇടിക്കുമ്പോഴുള്ള അതിന്റെ സ്പീഡ് എത്രയെന്ന് കാണണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ, എസ്കേപ്പ് വെലോസിറ്റി കാണാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളത് മനസ്സിലാക്കുക. എത്ര ഹൈറ്റ് പൊന്തും, ഇന്ന വെലോസിറ്റിയിൽ എറിഞ്ഞാൽ എത്ര ഹൈറ്റ് പൊന്തും, ഇന്ന ഹൈറ്റിൽ നിന്ന് താഴത്ത് കിട്ടാൽ താഴെ വരുമ്പോഴുള്ള വെലോസിറ്റി എത്ര, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ള ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇതാണ് നമ്മൾ ആര്? എർത്ത്. ഓക്കെ, നമ്മൾ ഇനീഷ്യലി ബോഡി ഉള്ളത് എത്ര ഹൈറ്റിലാണ്? h ഈക്വൽ ടു 2r ഹൈറ്റിലാണ് അല്ലേ? യെസ്. ഇവിടുന്ന് ഇതിനെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. നമ്മൾ ഈ സർഫസിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റി എത്രയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്യുന്ന ബോഡിന്റെ മാസ് സ്മോൾ എം എടുക്കുകയാണ്, എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം എടുക്കാൻ, റേഡിയസ് ക്യാപിറ്റൽ ആർ എടുക്കാൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യണം. ഇവിടുത്തെ എനർജി എന്തൊക്കെ ഉണ്ടാവും? കൈനറ്റിക്കും ഉണ്ടാവും, പൊട്ടൻഷ്യലും ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഇതിന് എ എന്ന് കൊടുക്കാം, ഇതിന് ബി. രണ്ടോടത്ത് എനർജി ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ കൈനറ്റിക് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇല്ല, കൈനറ്റിക് 0 ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ. പക്ഷെ അവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്. എത്ര വരിക? മൈനസ് ജി എം എം ബൈ ആർ പ്ലസ് എച്ച് വരും. എച്ച് 2r ആയതുകൊണ്ട് ആർ പ്ലസ് 2r എന്നുള്ളത് 3r ആവും അല്ലേ? ദിസ് വിൽ ബി ഈക്വൽ ടു, ഇനി സർഫസിൽ എന്തെടുക്കണം? ടോട്ടൽ എനർജി എടുക്കണം. സർഫസിൽ എന്തൊക്കെ ഉണ്ടാവുക? പൊട്ടൻഷ്യൽ എന്ത് വരും? മൈനസ് ജി എം എം ബൈ ആറ് വരും. ബിക്കോസ് ഇറ്റ് ഈസ് സർഫസ്, ഹൈറ്റ് 0 ആണ്. പ്ലസ് ഇനി കൈനറ്റിക് ഉണ്ടാവും, കാരണം താഴെ വന്ന് ഇടിക്കുമ്പോഴുള്ള വെലോസിറ്റി ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ഇടിക്കുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാവും, പ്ലസ് ഹാഫ് എം വി സ്ക്വയർ, ദാറ്റ് ഈസ് കൈനറ്റിക്. ഇനി ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി? വി കണ്ടാൽ മതി. വി കാണാൻ ഈ സംഭവത്തിന് ആദ്യം നമുക്ക് എല്ലാത്തിനും എം ക്യാൻസൽ ചെയ്യാം. ഇനി വി കാണാൻ ബാക്കിലിന് എങ്ങോട്ട് കൊടുത്താൽ എന്ത് കിട്ടും? ഹാഫ് വി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ജി എം ബൈ 3r ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ജി എം ബൈ ആർ വരും അല്ലെ? അപ്പൊ ഇതിനെ 3r ആക്കാൻ, അല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ നമുക്ക് എന്താണ് കിട്ടുക? ഇവിടെ നമ്മൾ 3r ആക്കാൻ ഇൻറ്റു 3 ചെയ്യാം. അപ്പൊ എന്തായി? ഹാഫ് വി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ജി എം ബൈ 3r പ്ലസ് 3gm ബൈ 3r. അപ്പൊ എന്ത് വരും? 2gm ബൈ 3r എന്ന് വരും. അപ്പൊ വി സ്ക്വയർ എന്തായി? ഇത് മേലെ കയറുമ്പോ 4gm ബൈ 3r വരും. സോ വി എന്തായടാ? റൂട്ട് 4gm ബൈ 3r വരും അല്ലെ? അപ്പൊ റൂട്ട് എടുക്കുമ്പോ എന്താവും? വി ഈക്വൽ റൂട്ട് 4gm ബൈ 3r. ദിസ് ഈസ് അവർ ഇക്വേഷൻ. യെസ്, 2gm ബൈ 3r. 2 പുറത്തെടുക്കാം, റൂട്ട് 4ന്റെ റൂട്ട് 2 ആണ്. അപ്പൊ വി ഈക്വൽ എന്തായി? 2 റൂട്ട് gm ബൈ 3r. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇതാണ് നമ്മുടെ പരിപാടി. അടുത്തതാണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്താ അറിയില്ലേ? ഒരു ബോഡിയെ എർത്തിന്റെ സർഫസിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കാനുള്ള മിനിമം വെലോസിറ്റിയാണ് എന്ത് വിളിക്കുക? എസ്കേപ്പ് വെലോസിറ്റി. എർത്തിന്റെ സർഫസിൽ 11.2 km/s ആണ്. എന്താണ് എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ? അത് കാണാനുള്ള പരിപാടി എന്താ? ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് പലതിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഇതാണ് നമ്മളെ ബോഡി. എർത്തിന്റെ സർഫസിൽ നമ്മൾ ബോഡിയെ പ്രൊജക്ട് ചെയ്യാണ് വിത്ത് വെലോസിറ്റി v, ദാറ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി. ഇത് എവിടെ എത്തണം? നമ്മൾ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ടു പോകണം, അഥവാ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. മിനിമം വെലോസിറ്റി എത്തുമ്പോൾ ഇവിടെ അതിന്റെ വെലോസിറ്റി എന്താവും? 0. സോ ഓൾസോ കൈനറ്റിക് വിൽ ബി 0 അല്ലെ? യെസ്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? പൊട്ടൻഷ്യലും കൈനറ്റിക്കും ഉണ്ടാവും. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ? മൈനസ് ജി എം എം ബൈ ആർ പ്ലസ് കൈനറ്റിക് എന്ത് വരും? ഹാഫ് എം വി സ്ക്വയർ. സീക്വൽ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ രണ്ടും 0 ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ എന്താവും? ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു ജി എം എം ബൈ ആർ എന്നായി. സ്മോൾ എം പോയി. അപ്പൊ വി സ്ക്വയർ എന്തായി? 2gm ബൈ ആർ ആയി. സോ വി എന്തായി? എസ്കേപ്പ് വെലോസിറ്റി എന്തായി? റൂട്ട് 2gm ബൈ ആർ. ജീന്റെ ടേമിലാണെങ്കിൽ റൂട്ട് 2gr. ദാറ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി. റൂട്ട് 2gm ബൈ ക്യാപിറ്റൽ gm ബൈ ആർ ആണ്. സ്മോൾ ജിന്റെ ടേമിൽ റൂട്ട് 2gr ആണ്. ഓക്കെ, യെസ്. ഇനി നോക്കടാ, നോക്കൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ അത്. 2024. The escape velocity of a body from earth is 11.2 km/s. എർത്തിന്റെ സർഫസിൽ നിന്ന് നമ്മളൊരു ബോഡിന്റെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 11.2 km/s ആണ്.
ഇഫ് ദ റേഡിയസ് ഓഫ് പ്ലാനറ്റ് ഈസ് 1/3 ഓഫ് റേഡിയസ് ഓഫ് എർത്ത്. ഇപ്പൊ നമ്മൾ പുതിയൊരു പ്ലാനറ്റിലേക്ക് പോവാണ്. ആ പ്ലാനറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസിന്റെ 1/3 ആണ്. ഓക്കെ, ആൻഡ് മാസ് ഈസ് 1/6 ഓഫ് എർത്ത്. അപ്പൊ റേഡിയസ് ഓഫ് എർത്ത് നമുക്ക് 6ഉം മാസ് ഓഫ് എർത്ത് m എടുക്കുകയാണെങ്കിൽ പ്ലാനറ്റിന്റെ റേഡിയസിന്റെ /3 ആയി. അതേപോലെ പ്ലാനറ്റിന്റെ മാസ് റേഡിയസ് /6 ആയി. സോറി, മാസ് ഓഫ് എർത്ത് /6 ആയി അല്ലെ. ഇതാണ് പറയുന്നത്. അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ ചെയ്യാം? എർത്തിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? 11.2 ഈക്വൽ ടു √2gm/r എഴുതാം അല്ലെ. യെസ്. അപ്പൊ നമുക്ക് പുതിയ ആൾ എസ്കേപ്പ് വെലോസിറ്റി എങ്ങനെ എഴുതാം? √2g മാസ് m/6 ബൈ റേഡിയസ് r/6 അല്ലെ, സോറി r/3. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വരിക? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2gm r പോയി, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2. അപ്പൊ എത്രയായി? 11.2 ബൈ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ 1/√1/2 അല്ലേ. അപ്പൊ എന്താ ഇവിടെ? ഇത് √2 എന്നായി. 11.2 ബൈ വി ഈസ് ഈക്വൽ ടു √2. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി എത്രയായി? 11.2 ബൈ √2. സോ ആൻസർ ഈസ് 7.9 എന്ന് വരും. 11.2 by 1.41. So answer is 7.9 എന്ന് കിട്ടും. 7.9 km/s. That is the answer. Okay, yes. വീണ്ടും ഈ വർഷം ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ ആണത്. The mass of moon is 1/144 times the mass of planet and diameter is 1/16 times of diameter of planet. If the escape velocity of planet is v, then escape velocity on the moon is. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്ങനെ ചെയ്യാം? എസ്കേപ്പ് വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് നമുക്ക് എന്ത് ചെയ്താ? √2gm/r എന്ന് എഴുതാം അല്ലെ. എസ്കേപ്പ് ഇത് നമുക്ക് v അല്ലേ, അപ്പൊ ഇത് നമുക്ക് v എന്ന് കൊടുക്കാം. ഇനി വെലോസിറ്റി ഓഫ് മൂൺ എങ്ങനെ എഴുതാം? √2gm/144 ആയി ബൈ r/16 ആയി അല്ലെ. യെസ്. അപ്പൊ ഇത് എത്ര വരും? ഇവിടെ ഒരു 1/12 എടുക്കാം. 1/144 പുറത്തെടുക്കുമ്പോൾ 1/12 ബൈ 1/16 പുറത്തെടുക്കുമ്പോൾ 1/4. ദെൻ എന്ത് വരും? √2gm/r വരും. ഇത് v അല്ലെ. ദിസ് വിൽ ബി v. ഇത് എത്ര ആവും? 1/3. v/3 അല്ലേ വരുള്ള? v/3. v/3 ആണ് അല്ലേ. യെസ്, v/3. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, എന്താ പറയുന്നത് ഇവിടെ? The mass and radius of Earth and Moon are this much, respectively. Their centers are at a distance r apart. അവരുടെ centers r distance അപ്പാർട്ടിലാണ്. Find the escape velocity of the particle. m മാസിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് രണ്ടിന്റെയും മിഡിലിൽ നിന്നാണ്. അപ്പൊ എങ്ങനെ ചെയ്യാം? നമുക്ക് രണ്ടാളെ എടുക്കാം. This will be Earth. This will be mass. അല്ല, സോറി, മൂണ്. ഇതാണ് നമ്മൾ ഇൻഫിനിറ്റി. ഇതിന്റെ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ r. ഇതിന്റെ സെന്ററിൽ നിന്നാണ് നമ്മൾ ഒരാൾ എന്ത് ചെയ്യുന്നത്? എസ്കേപ്പ് ചെയ്യുന്നത്. അതിന്റെ മാസ് m. ഇത് m1, ഇത് m2. ഇതിന്റെ റേഡിയസ് r1, ഇതിന്റെ റേഡിയസ് r2. എങ്ങനെ ചെയ്യടാ? ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഈ ഡിസ്റ്റൻസ് എത്ര വരും? ഇതിന്റെ ഇവിടുന്ന് ഡിസ്റ്റൻസ് സ്മോൾ r/2 വരും. ഈ ഡിസ്റ്റൻസ് എത്ര വരിക? സ്മോൾ r/2 വരും. പകുതി ഡിസ്റ്റൻസ് അല്ലേ? യെസ്. അപ്പോ ഈ പോയിന്റില് ഈ m മാസിന്റെ മുകളിൽ ആരൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടാവും? ഇതിന്റെ പൊട്ടൻഷ്യലും ഉണ്ടാവും, ഇതിന്റെ പൊട്ടൻഷ്യലും ഉണ്ടാവും അല്ലെ. പിന്നെ ഇതിന്റെ ഒരു കൈനറ്റിക്കും ഉണ്ടാവും. എന്നിട്ട് എസ്കേപ്പ് ആവുമ്പോ പിന്നെ ഫൈനലി അതിന്റെ പൊട്ടൻഷ്യലും കൈനറ്റിക്കും എന്താവും? 0 അല്ലെ. യെസ്. അപ്പൊ എങ്ങനെയാ നമ്മൾ ഇത് ചെയ്യാം? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തൊക്കെ വരും? -gm1m ഡിസ്റ്റൻസ് r/2. ഇതുണ്ടാക്കുന്നത് -gm2m ഡിസ്റ്റൻസ് r/2 പ്ലസ് ½ m v².
ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി, ഫൈനൽ വാല്യൂ 0 അല്ലേ? യെസ്. ഇനി എന്ത് ചെയ്യാം, നമ്മള് ഈ വാല്യൂ കണ്ടാൽ മതി. അപ്പൊ എന്ത് വരും? ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു, ഇത് 2 പ്ലസ് ആവും. അപ്പൊ എന്താവും? 2 മേലേക്ക് എടുക്കുക, രണ്ടിന്നും 2 ജി m1 m ബൈ ആർ പ്ലസ് 2 ജി m2 m ബൈ ആർ. എന്ത് പുറത്തെടുക്കാം? ഒരു എം എല്ലായിടത്തും ക്യാൻസൽ ചെയ്യാം. 2g ബൈ ആർ പുറത്തെടുത്താൽ 2g ബൈ ആർ ഇൻറ്റു m1 പ്ലസ് m2 ആയി. ഇതാണ് ഹാഫ് വി സ്ക്വയർ. അപ്പൊ വി സ്ക്വയർ എന്തായടാ? 2 അങ്ങോട്ട് കയറുമ്പോ 4g ബൈ ആർ ഇൻറ്റു m1 പ്ലസ് m2 ആയി. അപ്പൊ വി എന്തായടാ? റൂട്ട് ഓഫ് 4g ബൈ ആർ ഇൻറ്റു m1 പ്ലസ് m2. Yes, correct. 4g by r into m1 plus m2. അതാണ് നമ്മളെ വാല്യൂ വരിക. 4g m by r into m1 plus m2. Okay. Yes. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. The escape velocity of 2 planets A and B are in the ratio 1:2. രണ്ട് പ്ലാനറ്റ്സിന്റെ എസ്കേപ്പ് വെലോസിറ്റിന്റെ റേഷ്യോ VA ഈസ് ടു VB എന്ന് പറയുന്നത് 1:2 ആണ്. ആൻഡ് റേഷ്യോ ഓഫ് ദെയർ റേഡിയസ്, രണ്ടിന്റെയും റേഡിയസിന്റെ റേഷ്യോ 1:3 ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് പ്ലാനറ്റ് എ ടു പ്ലാനറ്റ് ബി ആണ് കാണാൻ പറഞ്ഞത്, അഥവാ GA ബൈ GB ആണ്. നമുക്ക് ജിന്റെ ഇക്വേഷൻ നോക്കിയാൽ മതി. എന്താണ് എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ജി? √2gr. അപ്പൊ ജി കിട്ടണമെങ്കിൽ സ്ക്വയർ ചെയ്യണം. അപ്പൊ എന്തായി? VE സ്ക്വയർ ഈക്വൽ 2gr. അപ്പൊ ജി ഈക്വൽ എന്താ വരിക? VE സ്ക്വയർ ബൈ 2r. അപ്പൊ GA ബൈ GB എന്താടാ വരിക? VE സ്ക്വയർ, VA കൊടുക്കരാ, ഏൻ്റെത് VA സ്ക്വയർ ബൈ 2RA ബൈ VB സ്ക്വയർ ബൈ 2RB. അപ്പൊ ഇത് ക്യാൻസൽ ആയി, ഇത് മേലെ കയറും. അപ്പൊ എന്താവും? ഇത് VA സ്ക്വയർ ബൈ VB സ്ക്വയർ ഇൻറ്റു RB ബൈ RA എന്ന് വരും അല്ലേ? യെസ്. അപ്പൊ എന്തായി? VA ബൈ VB എത്ര? 1:2. അപ്പൊ സ്ക്വയർ ചെയ്താൽ 1:4 ഇൻറ്റു RA ബൈ RB 1:3 ആണ്. പക്ഷെ ഇവിടെ RB ബൈ RA ആണ് വരേണ്ടത്. അപ്പൊ 3:1. അപ്പൊ ആൻസർ 3/4. യെസ്, 3:4 is the answer. അല്ലെങ്കിൽ 3/4 is the answer. കറക്റ്റ്. ഓക്കേടാ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വാർഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് വിത്ത് എ വെലോസിറ്റി ഈക്വൽ ടു 1/3 ഓഫ് എസ്കേപ്പ് വെലോസിറ്റി. ഒരു ബോഡിയെ നമ്മൾ സർഫസ് ഓഫ് എർത്ത് നിന്ന് പ്രൊജക്റ്റ് ചെയ്യാണ്. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1/3 ഓഫ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ 1/3 ഇൻറ്റു √2gm/r ആണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി. കാരണം എസ്കേപ്പ് വെലോസിറ്റി √2gm/r ആണ്, അതിന്റെ 1/3 ആണ് എസ്കേപ്പ് വെലോസിറ്റി. യെസ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഹൈറ്റ് അറ്റൈൻ ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ ചെയ്യുക? ഇവിടുത്തെ ടോട്ടൽ എനർജിയും ഇവിടുത്തെ ടോട്ടൽ എനർജിയും ഇക്വേറ്റ് ചെയ്യുക. അതായത് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്ര ആവണം ഒന്ന് പറയടാ. അതിന്റെ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്ര ആവും? അതിന്റെ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാവും? സീറോ. കാരണം അത് അവിടെ പോയിട്ട് എന്താവും? മാക്സിമം വെലോസിറ്റി എത്തും, അല്ല മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോ അതിന്റെ വെലോസിറ്റി എത്ര ആവും? 0. മാക്സിമം ഹൈറ്റ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് അതിനെന്ത് ചെയ്യാണ്? 1/3 ഓഫ് √gm/r ആണ്. അഥവാ എസ്കേപ്പ് വെലോസിറ്റിന്റെ നോക്കടാ. നമ്മളിവിടെ 1/3 ഓഫ് എസ്കേപ്പ് വെലോസിറ്റിയിലല്ലേ എറിയുന്നത്. ഈ 1/3 ഓഫ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എസ്കേപ്പ് വെലോസിറ്റിന്റെ 1/3 ടൈംസ്. എസ്കേപ്പ് വെലോസിറ്റി എന്താ? √2gm/r. അതിന്റെ 1/3 എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു √2gm/r ആവും. അത് വെച്ചിട്ട് നമ്മൾ അതിനെ ഇവിടുന്ന് എന്ത് ചെയ്യാണ്? എറിയാണ്. അപ്പൊ അത് എത്ര ഹൈറ്റ് പൊന്തുന്ന ക്വസ്റ്റ്യൻ. ഇത് ഇൻഫിനിറ്റിയിൽ എത്തുവോ ഈ സാധനം? ഇല്ല. കാരണം എസ്കേപ്പ് വെലോസിറ്റിയിൽ എറിഞ്ഞാലേ അത് എവിടെ എത്തുള്ളൂ?
ഇൻഫിനിറ്റിയിൽ എത്തുള്ളൂ. നമ്മൾ ഇതിനെ എറിയുന്ന എത്ര വെലോസിറ്റിയിൽ? എസ്കേപ്പ് വെലോസിറ്റിന്റെ 1/3 ടൈംസ് വെച്ചിട്ടാണ്. എസ്കേപ്പ് വെലോസിറ്റിന്റെ 1/3 ടൈംസ് വെച്ചിട്ട് നമ്മൾ എറിഞ്ഞാൽ അതതിന്റെ എവിടെ എത്തൂല? ഇൻഫിനിറ്റിയിൽ എത്തൂല. അതിന്റെ താഴത്തെ എവിടെയെങ്കിലേക്കാരം ഉണ്ടാവുക. അപ്പൊ ആ ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും. ഇനി നമ്മൾ എനർജി കൺസർവേഷൻ കൊടുക്കുക. എനർജി കൺസർവേഷൻ എന്താ? സർഫസിൽ എന്താ വരിക? പൊട്ടൻഷ്യൽ എന്ത് വരും? -GmM/r പ്ലസ് കൈനറ്റിക് എന്ത് വരും? ഹാഫ് മാസ് m ഇൻറ്റു ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും? വെലോസിറ്റി 1/3 √2gm/r ആയതുകൊണ്ട് സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും? 1/9 √2gm/r സ്ക്വയർ എത്ര വരും? 2gm/r വരും. റൂട്ട് ക്യാൻസൽ ആവും അല്ലെ? ഇതാണ് നമ്മളെ എറിയുന്ന പൊസിഷനിലെ എന്തെന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇനി ടോപ്പിൽ എത്തുമ്പോൾ അവിടെ എന്തുണ്ടാവും? അത് ഇൻഫിനിറ്റിയിൽ എത്തിയിട്ടില്ല, അതൊരു ഹൈറ്റിൽ എത്തിയിട്ടുള്ളൂ. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് എത്ര വരും? -GmM/r പ്ലസ് h പ്ലസ് അവിടെ കൈനറ്റിക് എന്തായിരിക്കും? 0. ഇനി ഇവിടെ നമ്മൾ h കാണണം, അതാണ് നമ്മളെ പരിപാടി. അപ്പൊ എത്ര ഇവിടെ 1/9 ഉണ്ട്. ഈ 2 ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? -GmM/r പ്ലസ് ഇവിടെ എന്തുണ്ട്? GmM/9r ഉണ്ട്. GmM/9r this will be equal to -GmM/r plus GmM/9r will be equal to നമുക്ക് എന്ത് പറയാം? മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ ദ ബോഡി. അപ്പൊ അവിടെ ഉള്ള എത്ര? -GmM/r പ്ലസ് h. നമുക്ക് h കാണണം. എങ്ങനെ ചെയ്യാം നോക്കി നിങ്ങൾ. ഇവിടെ നമുക്ക് 9 ആക്കാൻ ×9 ചെയ്യാം അല്ലെ? കാരണം ഡിനോമിനേറ്റർ സെയിം ആയാലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര ആവും? -9GmM/9r -GmM/9r. അപ്പൊ -8GmM/9r that will be equal to -GmM/r plus h. അപ്പൊ GmM ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്രയായി? -8 മൈനസും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്തായി? 8/9r is equal to 1/r plus h. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 8r plus 8h, 8 into r plus h, that will be equal to 9r. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 8h അല്ലേ കാണേണ്ടത്? അപ്പൊ 8h equal to 9r. ഇത് അങ്ങോട്ട് പോകുമ്പോൾ -8r. അപ്പൊ 8h എന്തായി? 6 ആയി. അപ്പൊ h എന്തായടാ? h will be equal to r/8. h equal to r/8. ചോയ്സ് ഇങ്ങനെ അല്ലേ? r എത്ര? 6400/8. അപ്പൊ എത്രയായി? 800 കിലോമീറ്റർ. യെസ്, ദാറ്റ് ഈസ് ദ ആൻസർ. 800 കിലോമീറ്റർ ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ എനർജി കൺസർവേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അടുത്തതാണ് സാറ്റലൈറ്റിന്റെ മോഷൻ. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലാനറ്റിന് അറൌണ്ടിൽ റിവോൾവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? സാറ്റലൈറ്റ്. സാറ്റലൈറ്റ്സ് ആർ ദ ഒബ്ജക്ട്സ് വിച്ച് റിവോൾവിംഗ് അറൌണ്ട് എ പ്ലാനറ്റ്. ഒരു പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണെന്ത്? സാറ്റലൈറ്റ്. ആ റിവോൾവ് ചെയ്യാൻ വേണ്ടി അവർക്ക് ആവശ്യമായി വരുന്ന വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഓർബിറ്റൽ വെലോസിറ്റി അല്ലെ? അതാണ് ഓർബിറ്റൽ വെലോസിറ്റി. എന്തായിരുന്നു ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ? ഇതൊരു പ്ലാനറ്റ് ആണ്. ഇതിന്റെ ഇവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ദിസ് ഇസ് സാറ്റലൈറ്റ്. ഇത് r റേഡിയസിലുള്ള ഒരു എന്തിലാണ്? കെപ്ലേഴ്സിലുണ്ട്. കെപ്ലേഴ്സിൽ നമ്മൾ ലാസ്റ്റ് പറയും. കെപ്ലേഴ്സിലുണ്ട്. അപ്പൊ r ഡിസ്റ്റൻസിലുള്ള ഒരു ഓർബിറ്റിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? √Gm/r. യെസ്, √Gm/r. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർബിറ്റൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു എന്താണ് റിലേഷൻ? എസ്കേപ്പ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു √2 ടൈംസ് ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു. അടുത്ത് നോക്കി നിങ്ങൾ. The radius of circular orbit of two satellites A and B of Earth is 4r and r respectively.
ഓക്കെ, രണ്ട് സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽ റേഡിയസ് 4r-ഉം 6-ഉം ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ വെലോസിറ്റി 3v ആണെങ്കിൽ ബിന്റെ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സ്പീഡ് ഓഫ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ. അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റിയും റേഡിയസും തമ്മിലുള്ള റിലേഷൻ എടുത്താൽ മതി. എന്താണ് ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ? √gm/റേഡിയസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഓർബിറ്റൽ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു √1 അല്ലെങ്കിൽ 1/√r ആണ് പ്രൊപ്പോർഷണൽ അല്ലെ. 1/√r ആണ് പ്രൊപ്പോർഷണൽ വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? വി ബി അല്ലേ കാണേണ്ടത്? VB/VA is equal to √, തിരിച്ചായതുകൊണ്ട് RA/RB എന്ന് എടുക്കണം അല്ലേ. അപ്പൊ VB/V എത്ര? എന്റെ വെലോസിറ്റി 3v ഈക്വൽ ടു √RE എന്താ? 4r. RB എന്താ? R. അപ്പൊ 4r/r. അപ്പൊ എന്താവും? R ക്യാൻസൽ അല്ലടാ. യെസ്. അപ്പൊ എന്തായി? VB/3v is equal to √4 2 ആവും. അപ്പൊ വെലോസിറ്റി ഓഫ് B is equal to 6v എന്നാണ്. 6v is the answer. Okay. Yes, 6v is the answer. അടുത്ത ടൈം പീരീഡ് ഓഫ് റിവോൾവിംഗ് സാറ്റലൈറ്റ്. എന്താണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ? 2π√r³/gm. ഇതാണ് സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ആർ? നമ്മളെ ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. നമ്മളെ സർക്കുലാർ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് എന്തെന്ന് പറഞ്ഞാല് ആർ എന്ന് പറഞ്ഞു. ആർ വിൽ ബി ദ റേഡിയസ് ഓഫ് ദ സർക്കുലാർ ഓർബിറ്റ്. നോക്കടാ, 2024 ക്വസ്റ്റ്യൻ നോക്കി. ദ ആംഗുലാർ സ്പീഡ് ഓഫ് ദ മൂൺ ഇൻ ഇറ്റ്സ് ഓർബിറ്റ് അബൌട്ട് ദ എർത്ത് ഇസ് മോർ ദാൻ ആംഗുലാർ സ്പീഡ് ഓഫ് എർത്ത് ഇൻ ഇറ്റ്സ് ഓർബിറ്റ് അബൌട്ട് ദ സൺ. ആംഗുലാർ സ്പീഡ് ഓഫ് മൂൺ in its orbit about the earth is more than the angular speed of earth in its orbit about the sun. Okay, then reason എന്താ? The moon takes less time to move around the earth than the time taken by the earth to move around the sun. എന്താണ് ഇവിടെ ആൻസർ വരിക? മൂന്ന് എർത്തിനെ ചുറ്റാൻ എത്ര സമയം എടുക്കുന്നത്? ഏകദേശം മൂന്ന് എർത്തിനെ ചുറ്റാൻ എത്ര സമയം എടുക്കുന്നത്? 27 സംതിങ് ഡേയ്സ് അല്ലേ. എർത്ത് സണ്ണിനെ ചുറ്റാനോ 365 സംതിങ് ഡേയ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ടൈം പീരീഡ് ഓഫ് മൂൺ അറൌണ്ട് എർത്ത് 27 ഡേയ്സ് ആണ്. ടൈം പീരീഡ് ഓഫ് എർത്ത് അബൌട്ട് സണ്ണ് 365 ഡേയ്സ് ആണ്. ഇനി ആംഗുലാർ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താ? 2π ടൈം പീരീഡ് ആണ് അല്ലെ. ആംഗുലാർ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താ? 2π ടൈം പീരീഡ്. ഇവിടെ നമ്മൾ കണ്ടു എന്ത്? ടൈം പീരീഡ് ഓഫ് മൂൺ ഈസ് ലെസ് ദാൻ ടൈം പീരീഡ് ഓഫ് എർത്ത് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻവേഴ്സിൽ ആയതുകൊണ്ട് ആംഗുലാർ വെലോസിറ്റി ഓഫ് മൂൺ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗുലാർ വെലോസിറ്റി ഓഫ് എർത്ത് ആയിരിക്കും അല്ലേ. യെസ്. അപ്പൊ പിന്നെ ഇത് ശരി തന്നെയല്ലേ. ഇത് ശരിയാണ്, ഇത് ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് അല്ലേ. യെസ്. അടുത്തത് നോക്ക് നിങ്ങൾ. ദ ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് റിവോൾവിംഗ് എബവ് എർത്ത് സർഫസ് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ വിൽ ബി. ഒരു സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് കാണണം. എന്താ പ്രത്യേകത? അത് റിവോൾവ് ചെയ്യുന്നത് ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. അപ്പൊ എന്താ സംഭവം ഇവിടെ? ഇതാണ് നമ്മൾ ആര്? എർത്ത്. ഇതാണ് നമ്മൾ ആര്? സർഫസ്, സോറി റേഡിയസ്, ഓർബിറ്റ്. ഇത് റേഡിയസ് ആണ്. ഈ ഹൈറ്റ് എത്രയാണ്? ക്യാപിറ്റൽ ആണ്. അപ്പൊ സ്മോൾ ആർ ഇവിടെ എത്രയുടെ വരിക? ഒന്ന് പറയടാ. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 2π√ എന്താണ് ഇക്വേഷൻ? r³/gm ആന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ സ്മോൾ ആർ എത്ര വരിക ഈ കേസില്? സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. എർത്തിന്റെ സർഫസ് 6 ഹൈറ്റിലാണ് നമ്മൾ ഓർബിറ്റ് ഉള്ളത്. അപ്പൊ പിന്നെ ഓർബിറ്റൽ റേഡിയസ് എത്ര വരിക? ഓർബിറ്റൽ റേഡിയസ് എത്ര വരിക?
ഓർബിറ്റൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? എർത്തിന്റെ സർഫസിൽ നിന്ന് നമ്മൾ ഓർബിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് എത്ര വരിക? എർത്തിന്റെ സെന്ററിൽ നിന്ന് ഓർബിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് എത്ര വരിക? r+h. ഇവിടെ റേഡിയസ് 6 ആണ്, ഹൈറ്റ് 6 ആണ്. അപ്പൊ 2r ആണ് വരിക. ഇവിടെ ജി ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ GM സ്മോൾ ജിന്റെ ടേമുക്ക് മാറ്റേണ്ടി വരും. അതെങ്ങനെയാ മാറ്റുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് G = എന്താ? GM/r² ആണ്. അപ്പൊ GM എന്താ വരിക? GR² ആണ് വരിക. ഈ വാല്യൂസ് ഒക്കെ ഇവിടെ കൊടുത്താൽ ആൻസർ കിട്ടി. T = 2π√of സ്മോൾ r എന്താ? 2 times capital R all cube by GM എന്താ? GR². അപ്പൊ അത് എത്ര വരും? T = 2π√of 8r³. 2ന്റെ ക്യൂബ് 8, r³ by G എത്ര? π² r². അപ്പൊ എന്താ ഇവിടെ? r²ഉം r³ ക്യാൻസൽ ആയി. യെസ്. ഇനി എന്താവും? ഈ π² നമുക്ക് പുറത്തെടുത്താൽ π ആയി. അപ്പൊ എന്തായി? 2π/π√8r. ഇത് ക്യാൻസൽ ആയി. അപ്പൊ ആൻസർ എന്തായി? T = ഇനി നമുക്ക് ചോയ്സ് ഇങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് 2നെ റൂട്ടിന്റെ ഉള്ളിലേക്ക് പോകണം. 2നെ റൂട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ എത്ര ആവൂടാ? 4 ആവും. 2 റൂട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ 4 ആവൂലേ? ഇൻറ്റു 8r. സോ ആൻസർ ഈസ് √32r എന്ന് വരും. √32r. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ. അടുത്താണ് എനർജി ഓഫ് സാറ്റലൈറ്റ്. അറിയുന്നല്ലേ? ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? GMM/2r ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എനർജി -GMM/r ആണ്. ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ എന്താ? -GMM/2r ആണ്. ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? യെസ്. അപ്പൊ ഇവിടെ നമ്മളുടെ കണക്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താ കണക്ഷൻ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിന്റെ മൈനസ് ആണ്. കണ്ട, ഇതിന്റെ മൈനസ് അല്ലേ ഇത് വരുന്നത്? അതുപോലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിന്റെ 2 ടൈംസ് ആണ്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ 2 ക്യാൻസൽ ചെയ്താൽ ഇതായി. അതുപോലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മൈനസ് ഓഫ് 2 ടൈംസ് കൈനറ്റിക് എനർജി. This is the relations. Okay. Yes. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 2 particles of equal mass m move in a circle of radius r under the action of their mutual gravitational attraction. ഇപ്പൊ 2 ഒബ്ജക്ട്സ് ഉണ്ട്. രണ്ടിന്റെ മാസും m ആണ്. ഒരു സർക്കിളിൽ മൂവ് ചെയ്യാണ് ഇവരെ സ്വന്തം ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കൊണ്ട്. അപ്പൊ ഇവിടുത്തെ സ്പീഡ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ. ഓരോ പാർട്ടിക്കിളിന്റെയും സ്പീഡ് കാണാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യണം? ഈ രണ്ട് ആയിട്ടുള്ള എന്താണ് പറയാ മാസുകളും 6 ഡിസ്റ്റൻസ് ഉള്ള ഒരു റേഡിയസിൽ എന്ത് ചെയ്യാൻ? റിവോൾവ് ചെയ്യാം. അവരെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് അവർ സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താ? അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ ഇത് വെച്ചിട്ട് വെലോസിറ്റി കിട്ടും. എന്താ സെൻട്രിപെറ്റൽ ഫോഴ്സ്? mv²/r അല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? mv²/r ആണ്. അത് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? എന്താ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? G(m1m2) m ബൈ ഡിസ്റ്റൻസ് എത്ര വരിക? r ആണോ 2r ആണോ എന്ന് പറയടാ. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് r ആണോ വരിക 2r ആണോ വരിക? ആണ് വരിക. കാരണം എന്താ? ആ 2 മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എടുക്കേണ്ടത്. അപ്പൊ GMM/ എന്താണ് വരിക? 2r ആണ് വരിക. 2r ഓൾ സ്ക്വയർ, കാരണം സ്ക്വയർ ഉണ്ട് അവിടെ. അപ്പൊ എന്താവും നമ്മുടെ ഇക്വേഷൻ? ഒരു m പോയി. അപ്പൊ v²/r = GM/4r². ഒരു r പോയി.
അപ്പൊ വി സ്ക്വയർ എന്തായടാ GM/4R. അപ്പൊ വി എന്തായി റൂട്ട് GM/4R ആവും. ദാറ്റ് ഈസ് ദ വെലോസിറ്റി. ഓക്കെ, അടുത്താണ് കെപ്ലേഴ്സ് ലോ. കെപ്ലേഴ്സ് ലോ നിങ്ങൾക്ക് അറിയാം എന്താണ്. ഒന്നാമത്തെ ലോ ഓഫ് ഓർബിറ്റ് എന്താ? എവരി പ്ലാനറ്റ് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. എല്ലാ പ്ലാനറ്റും സണ്ണിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്യുന്നത് എന്ത് ഓർബിറ്റിലാണ്? എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. ആൻഡ് സൺ ഈസ് പ്ലേസ്ഡ് വൺ ഓഫ് ഇറ്റ്സ് ഫോക്കസ്. സൺ അതിന്റെ എന്തിലായിരിക്കും? ഒരു ഫോക്കസിലായിരിക്കും. ഓക്കെ, യെസ്. രണ്ടാമത്തെ ലോ ഓഫ് ഏരിയ എന്താ? ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഈ ലോ ഓഫ് ഏരിയ ഇസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് ആണ്. എന്ത് ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏരിയ സബ്റ്റു ബൈ ദ പ്ലാനറ്റ് അറൌണ്ട് സൺ ഇൻ എ യൂണിറ്റ് ടൈം. അങ്ങനെ പറഞ്ഞാൽ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിരിക്കും നമ്മളെ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ സൺ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പ്ലാനറ്റ് ഇനീഷ്യലി എ എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ പ്ലാനറ്റ് എവിടെ എത്തി? ബിയിലെത്തി. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ പ്ലാനറ്റ് എവിടെ എത്തി? ബിയിലെത്തി. അപ്പൊ ഈ പ്ലാനറ്റ് സണ്ണിനെ ബേസ് ചെയ്ത് സബ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ്. ഇത്രയും ഏരിയ സണ്ണിനെ ബേസ് ചെയ്ത് കവർ ചെയ്ത് ഇങ്ങനെ പോകുമ്പോ അല്ലേ, ദാറ്റ് ഏരിയ ബൈ അത് കവർ ചെയ്യാൻ എത്ര സമയം എടുത്തു? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഏരിയൽ വെലോസിറ്റി. അത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഏരിയ. ഓക്കെ, മൂന്നാമത്തത് കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ്. എന്താണ് ലോ ഓഫ് പീരീഡ്സ് പറയുന്നത്? ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ലെങ്ത് ഓഫ് സെമി മേജർ ആക്സിസ്. മേജർ ആക്സിസും മൈനർ ആക്സിസും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ എലിപ്സില്. അപ്പോ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ക്യൂബ് ഓഫ് ലെങ്ത് ഓഫ് സെമി മേജർ ആക്സിസ്. ഇത് റേഡിയസ് ഓർബിറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസിന്റെ ക്യൂബ്. അഥവാ ഇത് ഒരു സർക്കുലർ ഓർബിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. അഥവാ T1/T2 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു R1/R2 എന്തെന്ന് എഴുതാം? ഓൾ ക്യൂബ് എന്ന് എഴുതാം. ദിസ് ഈസ് അവർ ഇക്വേഷൻ. ഓക്കെ, യെസ്. ഈ ക്വസ്റ്റ്യൻ നോക്കടാ. The kinetic energies of a planet in an elliptical orbit about the sun position A, B and C is this much. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് കൈനറ്റിക് എനർജി കൂടുതൽ? നിങ്ങൾ പറയടാ, ഈ സണ്ണിന്റെ അടുത്ത് എർത്ത് എത്തുമ്പോഴാണോ ഡിസ്റ്റൻസിൽ എർത്ത് എത്തുമ്പോഴാണോ പ്ലാനറ്റ് എത്തുമ്പോഴാണോ കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക? എവിടെയാണ് ഈ പ്ലാനറ്റിന് കൂടുതൽ വെലോസിറ്റി വരിക? നിയർ ആണോ ഫാർ ഡിസ്റ്റൻസിലാണോ? പ്ലാനറ്റിന് കൂടുതൽ വെലോസിറ്റി ഉണ്ടാവല് നിയർ ഡിസ്റ്റൻസിലാണോ ഫാർ ഡിസ്റ്റൻസിൽ എത്തുമ്പോഴാണോ? എവിടെ എത്തുമ്പോഴാണ് കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക പ്ലാനറ്റിന്? ഫാർ എത്തുമ്പോഴാണോ നിയർ എത്തുമ്പോഴാണോ കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക? നിയർ എത്തുമ്പോഴാണ്. കാരണം അവിടെ നിയർ എത്തുമ്പോഴാണ് അവിടെ ഏരിയ കുറയുക. ഏരിയ കുറയുമ്പോൾ ടൈമും കുറയണം. അപ്പോൾ ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുള്ളൂ. അപ്പൊ അവിടെ സ്പീഡ് കൂടണം. അഥവാ പ്ലാനറ്റിന് കൂടുതൽ സ്പീഡ് ഉണ്ടാവല് പ്ലാനറ്റ് സണ്ണിന്റെ അടുത്തെത്തുമ്പോഴാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നിയറിൽ എത്തുമ്പോഴാണ് കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക. ഇനി പറയടാ, എയിലാണോ ബിയിലാണോ സിയിലാണോ വെലോസിറ്റി കൂടുതൽ? എയിലാണോ ബിയിലാണോ സിയിലാണോ വെലോസിറ്റി കൂടുതൽ? പ്ലാനറ്റ് എയിൽ എത്തുമ്പോഴാണോ ബിയിൽ എത്തുമ്പോഴാണോ സിയിൽ എത്തുമ്പോഴാണോ വെലോസിറ്റി കൂടുതൽ? എ. കാരണം എന്താ? എ ആണ് അതിന്റെ ഏറ്റവും അടുത്തുള്ള പൊസിഷന്. ഇതാണ് നമ്മളെ സണ്ണിന്റെ ഏറ്റവും അടുത്തുള്ള പൊസിഷൻ എ അല്ലേ? അപ്പൊ വെലോസിറ്റി അറ്റ് എ ഗ്രേറ്റർ ദാൻ വെലോസിറ്റി അറ്റ് ബി ഗ്രേറ്റർ ദാൻ വെലോസിറ്റി അറ്റ് സി വരും. സ്വാഭാവികമായിട്ടും വെലോസിറ്റി കൂടിയാൽ കൈനറ്റിക് എനർജി അറ്റ് എ ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി അറ്റ് ബി ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി അറ്റ് സി ആണ് വരിക. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫിഗർ ഷോസ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ് എം എബൌട്ട് ദ സൺ. ദ ഷെയ്ഡഡ് ഏരിയ SCD
അപ്പൊ ഈ SCD എന്ന് പറയുന്ന ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത് 2 ടൈംസ് ഷെയ്ഡഡ് ഏരിയ ഓഫ് SAB ആണ്. അഥവാ ഏരിയ ഓഫ് SAB എന്നതിന്റെ 2 ടൈംസ് ആണ് ഏരിയ ഓഫ് SCD എന്ന് പറയുന്നത്. നോക്കിക്കോട്ടോ, ടൈം ഫോർ ദ പ്ലാനറ്റ് ടു മൂവ് ഫ്രം C to D ഈസ് T2 ആൻഡ് ടൈം T1 time is the time for planet move from C to D. അഥവാ ഈ സിയിൽ നിന്ന് ഡിയിലേക്ക് എത്താൻ എത്ര സമയമുണ്ട്? T1 ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ T2 ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏതാണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ് വരിക? നമ്മൾ പറഞ്ഞു ഏരിയൽ വെലോസിറ്റി സെയിം ആയിരിക്കണം. അപ്പൊ എബിന്റെ ഏരിയൽ വെലോസിറ്റി എന്താ വരിക? SAB ബൈ അവിടേക്കുള്ള ടൈം എത്ര? എ എന്ന് ബിക്ക് എത്താൻ T2 അല്ലെ? SAB ബൈ T2 ഈക്വൽ ടു എന്തായിരിക്കണം? ഇവിടുത്തെ ഏരിയ വെലോസിറ്റി എന്താ വരിക? SCD ബൈ ഏരിയ ഓഫ് SCD ബൈ T1 അല്ലെ? ഇപ്പൊ നമുക്ക് ഇത് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? ഏരിയ ഓഫ് SCD ബൈ ഏരിയ ഓഫ് SAB ഇസ് ഈക്വൽ ടു T1 ബൈ T2 എന്ന് വരും. ഏരിയ ഓഫ് SCD ബൈ ഏരിയ ഓഫ് SAB is equal to T1 by T2 എന്ന് വരും അല്ലേ? യെസ്. അപ്പൊ എന്താ ഏരിയ ഓഫ് SCD എന്താ? 2 ടൈംസ് ഏരിയ ഓഫ് SAB ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 ടൈംസ് ഏരിയ ഓഫ് SAB ബൈ ഏരിയ ഓഫ് SAB. അപ്പൊ ഇത് ക്യാൻസൽ ആയി. അപ്പൊ T1 by T2 എന്താ? 2. അപ്പൊ T1 എന്തായി? 2 ടൈംസ് T2 ആയി. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത്തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു? എ പ്ലാനറ്റ് ടേക്സ്, പ്ലാനറ്റ് എന്തെടുക്കുന്നുണ്ട്? 200 ഡേയ്സ്. എത്ര സമയം എടുക്കുന്നുണ്ട്? 200 ഡേയ്സ് എടുക്കുന്നുണ്ട് ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ അറൌണ്ട് ദ സൺ. സണ്ണിനെ ചുറ്റാന് ഒരു റെവല്യൂഷൻ ഒരു തവണ ചുറ്റാൻ 200 ഡേയ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ടൈം പീരീഡ് ആണ് അല്ലെ? ഇനി ഇവിടെ എന്താ പറയുന്നത്? ഈ ഡിസ്റ്റൻസ് ഓഫ് സൺ ആൻഡ് പ്ലാനറ്റ് റെഡ്യൂസ്ഡ് ടു 1/4 ഓഫ് ദ ഒറിജിനൽ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ത് ചെയ്യാണ്? ഒറിജിനൽ ഡിസ്റ്റൻസിന്റെ 1/4 ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു റെവല്യൂഷൻ എത്ര സമയം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാ? നമ്മൾ ആ ടൈം പീരീഡിന്റെയും ഡിസ്റ്റൻസിന്റെയും റേഷ്യോ നോക്കിയ പോരെ? എന്താണ്? T² പ്രൊപ്പോർഷണൽ ടു A³ അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്? T2 by T1 whole square is equal to A2 by A1 whole cube എന്ന് വരും അല്ലെ? ഫസ്റ്റ് കേസിൽ T1 എത്ര? 200. അവിടെ നിങ്ങൾ A1ക്ക് A എന്ന് എടുക്കാം, ഡിസ്റ്റൻസ് A എന്ന് എടുക്കാം. രണ്ടാമത്തെ കേസിൽ T2 എത്രയെന്നാണ് നമുക്ക് കാണേണ്ടത്. അവിടുത്തെ ഡിസ്റ്റൻസ് എന്തായി എന്നാ പറഞ്ഞത്? ഏരിയന്റെ ബൈ 4. സോറി, ഏരിയ അല്ല, ഡിസ്റ്റൻസ് A ആയിരുന്നു. ഇവിടെ എന്തായി? ആ ഡിസ്റ്റൻസിന്റെ 1/4 ആയി. അപ്പൊ A/4 ആയി. ഇതിൽ കൊടുത്ത ആൻസർ ആയി T2 by T1 200 ഹോൾ സ്ക്വയർ ഈക്വൽ ടു A2 എത്ര? A/4 by A1 എത്ര? A1 will be A whole cube അല്ലേ? യെസ്. അപ്പൊ എത്രയായി? നോക്കി T2 by 200 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇത് ക്യാൻസൽ ചെയ്താൽ 1/4ന്റെ ക്യൂബ് ആവും അല്ലേ? അപ്പൊ എത്ര വരും? T2 by 200 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/4ന്റെ ക്യൂബ് എത്ര ആവും? 1/4ന്റെ ക്യൂബ് 64. നമുക്ക് ഈ സ്ക്വയർ ഒഴിവാക്കണ്ടേ? സ്ക്വയർ ഒഴിവാക്കാൻ 2 ഭാഗം റൂട്ട് എടുത്താൽ പോരെ? അപ്പൊ എത്ര വരും? T2 by 200 ഈക്വൽ ടു 1/64ന്റെ റൂട്ട് എത്ര വരിക? 1/8. അപ്പൊ T2 എത്രയുടെ വരിക? T2 ഈക്വൽ ടു 200/8. ആൻസർ വിൽ ബി 25 days. ഓക്കെ, യെസ്. അടുത്തത് അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെടാ. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഓഫ് എർത്ത് ഈസ് 24 hours. അപ്പോ എർത്തിന്റെ ടൈം പീരീഡ് 24 hour ആന്ന് പറഞ്ഞിട്ടുണ്ട് T1 അല്ലെ? ഇഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് സാറ്റലൈറ്റ് ഈസ് ഡിക്രീസ്ഡ് ടു 1/4. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് സെപ്പറേഷൻ A എന്ന് എടുക്കാം. ഇനി സെപ്പറേഷൻ എന്താക്കി? അഥവാ A1 നമുക്ക് A എടുക്കാം. സെപ്പറേഷൻ എന്താക്കി? ആദ്യം ഉള്ളതിന്റെ 1/4 ആക്കി
അല്ലെ? A2 1/4 ആക്കി. അങ്ങനെയാണെങ്കിൽ പുതിയ ടൈം പീരീഡ് T2 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെ ചെയ്താൽ പോരെ. T2/T1 ഹോൾ സ്ക്വയർ is equal to A2/A1 ഹോൾ ക്യൂബ് അല്ലെ? അപ്പൊ എന്തായി? T2/24 ഹോൾ സ്ക്വയർ is equal to A2 A/4/A ഹോൾ ക്യൂബ്. അപ്പൊ എന്തായി? T2/24 ഹോൾ സ്ക്വയർ is equal to A ക്യാൻസൽ ചെയ്താൽ 1/64. വീണ്ടും 4ന്റെ ക്യൂബ് 64 അല്ലേ? യെസ്. അപ്പൊ T2/24 എത്ര ആവടാ? റൂട്ട് എടുത്താൽ 1/8. അപ്പൊ T2 എത്രയാടാ? 24/8. ആൻസർ വിൽ ബി ഈക്വൽ ടു 3 hours. യെസ്. സോ ഇത്രയാണ് നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ഒന്നും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്ത ആ ഒരു കൺസർവേഷൻ ഓഫ് എനർജി, എസ്കേപ്പ് വെലോസിറ്റി വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ ആ കൺസർവേഷൻ ഓഫ് എനർജി ഭാഗമൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് ശരിയാക്കുക. ഓക്കെ. ഇത്രയാണ് നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങളൊരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വന്നോളൂ. ഒരു 1:15 വന്നോളൂ. നമുക്ക് 1:15 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഫുഡ് കഴിക്കണം അല്ലേ? എന്നാൽ നിങ്ങൾ എത്ര മണിക്ക് വരാം? എന്നാൽ 1:30 വന്നോളൂ. 1:30 വന്നാൽ മതി കേട്ടോ. ഞാൻ നോമ്പിന്റെ ഓർമ്മ. 1:30 എത്തിയാൽ മതി. ഓക്കെ. 1:30 എത്തിയാൽ മതിടാ. പട്ടിണിയൊന്നും കിടക്കണ്ട. ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിച്ചാൽ മതി. ഓക്കെ. 1:30.
Hello. സോ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് സ്ട്രെസ് ആണ്. സ്ട്രെസ് ഈക്വൽ ടു എന്താണെന്നറിയാം? റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലെ. റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്ട്രെസ് എന്ന് വിളിക്കുക അല്ലെ. സ്ട്രെസ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. സോ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, പാസ്കൽ ആണ് അല്ലെ. യെസ്. ഓക്കെ, ഇനി 3 തരം സ്ട്രെസ് ഉണ്ട് നിങ്ങൾക്കറിയാം. ലീനിയർ സ്ട്രെസ് അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ട്. എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്? ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നത് സർഫസിന് നോർമൽ ആയിട്ടൊരു ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ, സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് വിൽ ബി ഈക്വൽ ടു ദിസ് ഫോഴ്സ് പെർ ദിസ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഫോഴ്സ് ബൈ ഈ ക്രോസ് സെക്ഷണൽ ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് വിളിക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. നമ്മളൊരു എന്താണ് പറയുക? ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷിയർ സ്ട്രെസ്. വാട്ട് ഈസ് ഷിയർ സ്ട്രെസ്? സോ ഇതൊരു ബ്ലോക്ക് ആണ്. ഇത് നമ്മൾ ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു എന്ത് കൊടുക്കുകയാണ്? ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുകയാണ്. സോ ദാറ്റ് ടാൻജൻഷ്യൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെ നമ്മൾ എന്ത് വിളിക്കുക? ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുക. പിന്നെ നിങ്ങൾക്കറിയാം ബൾക്ക് സ്ട്രെസ് ഉണ്ട്. എന്താ ബൾക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മളൊരു വോളിയം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ബോഡിക്ക് നമ്മൾ നോർമൽ ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. പ്ലസ് വണ്ണിലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പ്ലസ് വണ്ണിന് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരല്ലേ. സോ നിങ്ങൾക്ക് എൻട്രൻസിന് വരുന്ന കാര്യങ്ങളൊക്കെ ഇതിന്ന് പഠിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. കാരണം നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് തന്നെ നമ്മൾ എടുക്കുന്നത്. പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബൾക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ദിസ് ഫോഴ്സ്, ഇവിടെ നമ്മൾ ബൾക്കായിട്ട് ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പെർ ഈ സർഫസ് ഏരിയ ബൾക്ക് സ്ട്രെസ് എന്ന് വിളിക്കുക. ബൾക്ക് സ്ട്രെസ് ഈക്വൽ ടു ആക്ച്വലി എന്താണ്? ചേഞ്ച് ഇൻ പ്രഷർ ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചേഞ്ച് ഇൻ പ്രഷർ ആണ് എന്ത്? ബൾക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അറിയാവുന്നതല്ലേ? യെസ്. ഇനി അടുത്തതാണ് സ്ട്രെയിൻ. എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? സ്ട്രെയിൻ വിൽ ബി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. നമ്മൾ സ്ട്രെയിൻ എസ് എന്ന് കൊടുക്കുകയാണ്. സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അറിയുന്നല്ലേ? യെസ്. ഇവിടെ ഫസ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള സ്ട്രെസ് ആണ് കൊടുക്കുന്നത് എങ്കിൽ അതിന്റെ എന്ത് ചേഞ്ച് ചെയ്യും? ലെങ്ത് ചേഞ്ച് ചെയ്യും. സോ ദ ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? ഡെൽറ്റ എൽ ആണ്. ഒറിജിനൽ ലെങ്ത് എന്താണ്? എൽ ആണ്. സോ വാട്ട് ഈസ് അവർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ എന്തായിരുന്നു? ഷിയർ സ്ട്രെയിൻ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബ്ലോക്ക് എടുത്തു, പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ചു വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ടാൻജൻഷ്യൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുത്താൽ ഇത് ഇങ്ങനെ ഷേപ്പ് ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പൊ ഇതിന് ഇത്രയും ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ടോപ്പ് സർഫസിൽ ഉണ്ടായി. സോ ദിസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ദിസ് ഒറിജിനൽ ലെങ്ത് ഈസ് കോൾഡ് ഷിയർ സ്ട്രെയിൻ. സോ ഷിയർ സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എന്താണ്? എൽ ആണ്. അറിയാവുന്നല്ലേ? യെസ്. അടുത്തതാണ് വോളിയം സ്ട്രെയിൻ. എന്താണ് ഈ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാല്? നമ്മൾ ബൾക്ക് സ്ട്രെസ് ആണ് കൊടുക്കുന്നത് എങ്കിൽ ഇതിന്റെ വോളിയം ഡിക്രീസ് ചെയ്യും അല്ലെ. നമ്മളിതിന് ഔട്ട്സൈഡിൽ നിന്നൊരു പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ വോളിയം ഡിക്രീസ് ചെയ്യും. സോ വോളിയം സ്ട്രെയിൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ. ദാറ്റ് ഈസ് ദ 3 ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ഇനി നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിലെ ഫസ്റ്റ് വൺ ഏതാണ്? യങ്സ് മോഡുലസ് ആണ്.
എന്താണ് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെ. അപ്പൊ എന്താ യങ്സ് മോഡുലസ് വരിക? യങ്സ് മോഡുലസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. സോ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ വരിക? എഫ് എൽ ബൈ എ ഡെൽറ്റ. This is the equation of Young's modulus. Young's modulus equal to FL by A delta. Okay അല്ലേ? Yes, FL by A delta. അടുത്തതാണ് ഷിയർ സ്ട്രെസ് അല്ല ഷിയർ മോഡുലസ്. എന്താ ഷിയർ മോഡുലസിന്റെ ഇക്വേഷൻ? ഇതേപോലെ തന്നെ എന്ത് വരും? FL by A ഡെൽറ്റ എക്സ് എന്ന് വരും അല്ലെ. FL by A ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ കൊടുക്കുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് കൊണ്ട് അതിന്റെ ടോപ്പ് സർഫസിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, അതാണ് ഡെൽറ്റ എക്സ്. മൂന്നാമത്തതാണ് എന്ത്? ബൾക്ക് മോഡുലസ്. എന്താണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്? ബൾക്ക് മോഡുലസ് ഈസ് ബൾക്ക് സ്ട്രെസ് ബൈ ബൾക്ക് സ്ട്രെയിൻ അല്ലെ. ബൾക്ക് സ്ട്രെസ് ബൈ ബൾക്ക് സ്ട്രെയിൻ. അപ്പൊ എന്താവും ബൾക്ക് മോഡുലസ്? ബൾക്ക് സ്ട്രെസ് എന്താന്ന് പറഞ്ഞു? ചേഞ്ച് ഇൻ പ്രഷർ ബൈ ഡെൽറ്റ വി ബൈ വി. ഒരു മൈനസ് ഉണ്ടാവും. ഈ മൈനസ് എന്തുകൊണ്ടാ? പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യാം, അതുകൊണ്ടാണ് ആ മൈനസ് വരുന്നത്. നിങ്ങൾ ചോയ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് അല്ല, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് ബേസിൽ എഴുതിയാൽ മതി. സോ ബൾക്ക് മോഡുലസ് ഈക്വൽ എന്താ വരിക? മൈനസ് ഡെൽറ്റ പി വി ബൈ ഡെൽറ്റ. This is the equation of bulk modulus. Okay, so this will be the bulk modulus. ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള അടുത്തൊരു ടേം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്കൊരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തരാന്ന് എഴുതാം. This is stress, this is strain. അവിടെ നോക്കട്ടെ, നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. അടുത്തതാണ് എനർജി, പൊട്ടൻഷ്യൽ എനർജി. Potential energy stored in a stretched wire. ഒരു സ്ട്രെച്ചഡ് വയറിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു elongation. This is the equation of potential energy. Half into force into elongation. Potential energy is equal to half into force into delta L. This is the equation of potential energy. ഇനി നമുക്ക് ഇതിൽ പഠിക്കേണ്ട മറ്റൊരു സാധനമാണ് എനർജി ഡെൻസിറ്റി. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എനർജി ഡെൻസിറ്റി. എന്താണ് ഈ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി ബൈ വോളിയം അല്ലെ. വോളിയം പഠിക്കാൻ തുടങ്ങിയാൽ കിട്ടുമെന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് ചെയ്യാം. ഞാൻ ആകെ 10 ദിവസമല്ലേ ഉള്ളൂ. ആ 10 ദിവസം കൊണ്ട് നിങ്ങൾ മാക്സിമം കഴിയാവുന്ന അത്രയും ഒന്ന് ചെയ്തു നോക്കി. നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസും അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് മാക്സിമം നോക്കുക, ഒന്ന് ശ്രമിക്കുക കിട്ടുമെന്നുള്ളത് കേട്ടാ. ഓക്കെ, നോമ്പൊക്കെ ഉണ്ടടാ. ഈ ഫുഡ് കഴിക്കാൻ പോകാൻ മോശമല്ലേ? ഓക്കെ, എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. എനർജി ഡെൻസിറ്റി വിൽ ബി ഈക്വൽ ടു എനർജി പെർ യൂണിറ്റ് വോളിയം. ഈ വോളിയംസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം, വോളിയംസ് ഈക്വൽ ടു എന്താണ്? ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. നമ്മളിവിടെ എന്താ പറയുന്ന ഒരു സിലിണ്ട്രിക്കൽ വയറാണ് നമ്മൾ പറയുന്നത്. സോ ഈ സിലിണ്ട്രിക്കൽ വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എയും സിലിണ്ട്രിക്കൽ വയറിന്റെ ലെങ്ത് എല്ലും ആണെങ്കിൽ വോളിയം എന്താ വരിക? ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ വരിക? അത് ഓർത്ത് വെക്കട്ടോ. സോ നമുക്ക് എനർജി ഡെൻസിറ്റി എന്താ വരിക? എനർജി ബൈ വോളിയം. എനർജിന്റെ ഇക്വേഷൻ എന്താ ഞാൻ പറഞ്ഞത്? ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഇലോങ്ങേഷൻ. ഞാൻ മെയ് 15 റിപ്പീറ്റ് ബാച്ചിലുണ്ട്, അവിടെ വെച്ച് കാണാം. ഓക്കെ, സോ ഇൻഷാല്ലാ കാണാം. ഓക്കെ, അപ്പൊ എനർജി ഡെൻസിറ്റി പറഞ്ഞാൽ എനർജി ബൈ വോളിയം ആണ്. അപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ എൽ ബൈ വോളിയം എന്താ? ഏരിയ ഇൻറ്റു ലെങ്ത്. ഇത് ഞാൻ മാറ്റുന്ന നോക്കിക്കോളൂ നിങ്ങള്. ഹാഫ് ഇൻറ്റു എനിക്ക് ഇങ്ങനെ ഇരിക്കൂടെ ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഇരിക്കൂടെ. ഇതെന്തായി? സ്ട്രെസ് ആയി. ഇതെന്തായി? സ്ട്രെയിൻ ആയി. അപ്പൊ എനർജി ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു
strain. This is the one equation of energy density. നമുക്ക് മറ്റൊരു രീതിയിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് കിട്ടി half into stress into strain. This is the one equation of energy density. അല്ലെ, ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ. ഇനി എനർജി ഡെൻസിറ്റി മറ്റൊരു ഇക്വേഷനിലേക്ക് പോകുന്നത് നിങ്ങൾക്കറിയാം, യങ്സ് മോഡുലസ് എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ സ്ട്രെസ്സിനെ ഇങ്ങനെ ഇരിക്കൂടെ, യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ഇരിക്കൂടെ. എന്റെ പേര് സനാഫ്. ഓക്കെ, യങ്സ് മോഡുലസ് ഈക്വൽ ടു എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസ് ഈക്വൽ ടു എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സ്ട്രെസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതാം. അല്ലെ, സ്ട്രെസ് ഈക്വൽ ടു എന്ത് എഴുതാം? യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതാം. സോ നമുക്കത് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എനർജി ഡെൻസിറ്റിക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് സ്ട്രെസ്സിന് ഞാൻ യങ്സ് മോഡുലസ് ഇൻറ്റു എന്തല്ലേ ഉണ്ടായിരുന്നല്ലോ, എവിടെയെങ്കിലും മനസ്സിലായില്ല. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു എന്താണ്? സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്ട്രെസ്സിന് പകരം യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എഴുതി, ഇൻറ്റു പിന്നെ എന്തുണ്ട്? സ്ട്രെയിനും ഉണ്ട് അല്ലെ. അപ്പൊ അതെന്താവും? ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. ഇതാണ് എനർജി ഡെൻസിറ്റിന്റെ യങ്സ് മോഡുലസും സ്ട്രെയിനും വെച്ചിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, യെസ്. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യണം? അടുത്തൊരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്, ഇവിടെ സ്ട്രെസ്സിന് മാറ്റം വരും, ഞാൻ സ്ട്രെയിനിന് മാറ്റം വരുത്താൻ പോകുന്നു. സ്ട്രെയിൻസ് ഈക്വൽ എന്താ വരിക? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് വരും. അപ്പൊ അവിടെ സ്ട്രെയിനിന് മാറ്റി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. എല്ലാ ഇക്വേഷനും പഠിക്കണം, കാരണം അത് വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതിടാ, അതിൽ നിന്ന് മറ്റേത് ഉണ്ടാക്കാൻ അറിയില്ലേ. ഇത് പഠിച്ചു വെച്ചാൽ മതി, പിന്നെ ഈ സംഭവം നിങ്ങൾക്ക് അറിയില്ലേ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഇക്വേഷൻ ഉണ്ടാക്കാം. ഒന്ന് പഠിച്ചാൽ മതി, പിന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണം. അല്ലാതെ അത് പഠിച്ചു വെച്ചിട്ട് അത് എല്ലാത്തിലും കൊടുക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കി എല്ലാ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പൊ എനർജി ഡെൻസിറ്റി എന്താ ഇവിടെ? ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ക്വയർ ബൈ യങ്സ് മോഡുലസ്. ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻസ്. ഓക്കെ, ഇപ്പൊ ഓർത്ത് വെക്കാം. ഇനി നോക്കടാ, 2024 ഇത്തവണ ഫെബ്രുവരി 1-ാം തീയതി വന്ന ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കി. വൺ എൻഡ് ഓഫ് എ മെറ്റൽ വയർ ഈസ് ഫിക്സ്ഡ് ടു എ സീലിംഗ്. അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇവിടെ എന്താണ് പറയാ, ഒരു സ്ട്രിങ്ങിനെ ഒരു സ്ഥലത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു എം മാസ് ഉള്ള ബോഡിയെ പ്ലേസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് നിങ്ങൾ എത്ര എടുക്കണ്ട്? ഒന്ന് പറയടാ. ഞാൻ ആ സ്ട്രിങ്ങിന്റെ താഴെ എം എന്ന് പറയുന്ന മാസിനെ പ്ലേസ് ചെയ്താൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇപ്പൊ എത്ര ആയിരിക്കും? റീസ്റ്റോറിംഗ് ഫോഴ്സ് mg ആയിരിക്കും. കാരണം എം മാസിനെ താഴേക്ക് പിടിച്ചു വലിക്കൽ mg ആയിരിക്കും. ആ mg ആണ് അതിൽ kx ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. അതന്നെ, ഇപ്പൊ mg ആണ് അതിൽ ഡെവലപ്പ് ചെയ്യുക, mg. ഈ സമയത്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് നിങ്ങൾ mg ആണ് എടുക്കേണ്ടത്, ഓർത്ത് വെക്കുക. ഇനി നോക്ക് നിങ്ങൾ, ഇവിടെ 2024 ക്വസ്റ്റ്യൻ ആണ്. വൺ എൻഡ് ഓഫ് മെറ്റൽ വയർ ഈസ് ഫിക്സ്ഡ് ടു എ സീലിംഗ്. മെറ്റൽ വയറിന്റെ ഒരു എൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? സീലിംഗിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എ 2 കിലോഗ്രാം ലോഡ് ഈസ് ഹാങ് ഫ്രം ദ അതർ എൻഡ്. രണ്ടാമത്തെ എൻഡിൽ എത്ര കിലോഗ്രാം ലോഡ് ഉണ്ട്? 2 കിലോഗ്രാം ലോഡ് ഉണ്ട്. എ സിമിലർ വയർ ഈസ് അറ്റാച്ച്ഡ് ടു ദ ലോവർ വയർ, അല്ല, അറ്റാച്ച് ദ ബോട്ടം ഓഫ് ദ ലോഡ്. അപ്പൊ ഈ ലോഡിന്റെ ബോട്ടത്ത് മറ്റൊരു വയറും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ താഴെ മറ്റൊരു ഇതിലും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് 1 കിലോഗ്രാം ഹാങ്സ് ഫ്രം ദിസ് ലോവർ വയർ. ഈ ലോവർ വയറിൽ നമ്മൾ എത്ര ഹാങ് ചെയ്തിട്ടുണ്ട്? 1 കിലോഗ്രാമിനെ ഹാങ് ചെയ്തിട്ടുണ്ട്. Then the ratio of longitudinal strain of upper wire to that of lower wire will be. മുകളിലും താഴെ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാല് ഡെൽറ്റ എൽ ബൈ എല്ലിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്.
ഇപ്പൊ എങ്ങനെ ചെയ്യാം? ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. ഇതെങ്ങനെ ചെയ്യാം ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഈ ഇക്വേഷൻ ഇതിനൊന്നും ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ പറ്റിക്കാൻ തന്നാണ്. മറ്റേ കാര്യങ്ങൾ നോക്കി ആൻസർ കിട്ടും. നോക്കിക്കോളൂ നിങ്ങൾ. ഇവിടെ ഇതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താ ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ എന്താ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത്? വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് യങ്സ് മോഡുലസ്? എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഡെൽറ്റ എൽ ബൈ എൽ എടുത്താൽ എന്താ കിട്ടുക? എഫ് ബൈ എ വൈ എന്നല്ലേ കിട്ടുക? ഈ ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു എഫ് ബൈ എ വൈ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെ? നിങ്ങൾ നോക്കി, സിമിലർ വയറാണ്. സിമിലർ വയർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? ലെങ്ത് സെയിം ആയിരിക്കും അല്ലെ? അതിന്റെ ഏരിയ സെയിം ആയിരിക്കും, യങ്സ് മോഡുലസ് സെയിം ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഇവിടെ സെയിം ആണ്. എഫ് സെയിം, സോറി ലെങ്ത് സെയിം ആണ്, ഏരിയ സെയിം ആണ്, യങ്സ് മോഡുലസ് സെയിം ആണ്. അതിനുള്ള ഫോഴ്സ് മാത്രമാണ് ഇവിടെ മാറുന്നത്. ഇപ്പൊ നമുക്ക് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിന്റെ ഇക്വേഷൻ എന്താ കിട്ടിയത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈക്വൽ ടു എഫ് ബൈ എ വൈ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആർക്കാ? പ്രൊപ്പോർഷണൽ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആണ് അല്ലെ? അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് സ്ട്രെയിൻ ഓഫ് എ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഓഫ് ബി എന്താ കിട്ടുക? ഫോഴ്സ് ഓൺ എ ബൈ ഫോഴ്സ് ഓൺ ബി. ഇനി നോക്കടാ, നമ്മൾ ഇതാണ് എ എടുത്തിട്ടുള്ളത്, ഇതാണ് ബി എടുത്തിട്ടുള്ളത്. എയില് എത്ര എം ജി ആക്ട് ചെയ്യാം? എയിൽ എത്ര ആക്ട് ചെയ്യാം? 20 ആണോ 30 ആണോ എയിൽ ആക്ട് ചെയ്യാം? എയില് 20 ആണോ ആക്ട് ചെയ്യുക 30 ആണോ ആക്ട് ചെയ്യുക? എയിൽ എത്ര ടെൻഷൻ ആക്ട് ചെയ്യുക അല്ലെങ്കിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുക? എയിൽ ആക്ട് ചെയ്യുന്നത് 30 ആണ്. നിങ്ങൾ 20 എഴുതരുത്. കാരണം ഈ എ എന്ന് പറയുന്ന വയറിനെ ഈ രണ്ടാൾക്കാരും താഴത്തേക്ക് വലിക്കുന്നുണ്ട്. അപ്പൊ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 3 കിലോഗ്രാം താഴത്തേക്ക് ഉണ്ട് എന്റെ മേളില്. അപ്പൊ അവിടെ 30 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എഫ് എന്താ വരിക? 30 ബൈ എഫ് ബി. നോക്കണം കേട്ടോ, എഫ് ബി. എഫ് ബി പറഞ്ഞാൽ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ബിയിൽ ആര് മാത്രമേ ഉള്ളൂ? ബിയിൽ എത്രയുടെ ഫോഴ്സ് ആക്ട് ചെയ്യാം? ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര? ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര? 10. യെസ്. കാരണം എന്താ? ബീനെ ഈ 1 കിലോഗ്രാം മാത്രമേ താഴേക്ക് വലിക്കുന്നുള്ളൂ. ഈ 2 കിലോഗ്രാം ബീനെ വലിക്കണില്ല അല്ലെ? അപ്പൊ അവിടെ എത്ര വരിക? 10. അപ്പൊ 30 by 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 വരും ആൻസർ. സോ ആൻസർ വിൽ ബി 3. ലോവർ എൻഡ് രണ്ടിന്റെ സ്ട്രെയിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3 ആയിരിക്കും. യെസ്. അടുത്തത്, ഈ റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. നോക്കൂ, എ വയർ ഓഫ് ലെങ്ത് എൽ. ഒരു വയർ ഉണ്ട്, ലെങ്ത് എൽ ആണ്, റേഡിയസ് എത്രയാണ്? 6. ക്ലാംപ്ഡ് റിജിഡ്ലി അറ്റ് 1 end. ഒരു എൻഡില് അതിനെ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി വെൻ ദ അതർ എൻഡ്, മറ്റേ എൻഡില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാമത്തെ എൻഡില് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? സെക്കൻഡ് എൻഡില് വയർ ഈസ് പുൾഡ് ബൈ എ ഫോഴ്സ് എഫ്. ഈ എൻഡ് നമ്മൾ ഒരു എഫ് ഫോഴ്സ് വെച്ചിട്ട് അതിന് എന്ത് ചെയ്യുന്നുണ്ട്? പുള്ള് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ എൽ. ഓക്കെ, അതിന്റെ ലെങ്ത് എത്ര ഇൻക്രീസ് ചെയ്തത്? എൽ ലെങ്ത് ആണ് എന്ത് ചെയ്തത്? ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, അതിന്റെ ലെങ്ത് എത്ര ഇൻക്രീസ് ചെയ്തത്? എൽ ലെങ്ത് ആണ് ഇൻക്രീസ്. അപ്പൊ ഡെൽറ്റ എൽ എന്ന് പറയുന്ന എൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ഭാഗം എന്താ പറയുക? അനദർ വയർ ഓഫ് സെയിം മെറ്റീരിയൽ. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്ത് സെയിം ആയിരിക്കും? യങ്സ് മോഡുലസ് സെയിം ആയിരിക്കും. ആൻഡ് ദ ലെങ്ത് 2L. ലെങ്ത് 2L ആയി. ഓക്കെ, റേഡിയസ് 2R ആയി. റേഡിയസ് ഡബിൾ ആയാൽ ഏരിയ എത്ര ടൈംസ് ആവൂടാ? റേഡിയസ് ഡബിൾ ആയാൽ ഏരിയ എത്ര ടൈംസ് ആവും? റേഡിയസ് ഡബിൾ ആയാൽ ഏരിയ എത്ര ടൈംസ് ആവും? 4 ടൈംസ് ആവും. കാരണം റേഡിയസിന്റെ സ്ക്വയറിനാണ് ഏരിയ പ്രൊപ്പോർഷണൽ. അപ്പൊ റേഡിയസ് ഡബിൾ ആയാൽ ഏരിയ 4 ടൈംസ് ആവും. ഫോഴ്സ് 2F ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഇൻക്രീസ് ചെയ്യുന്ന ലെങ്ത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് എ എന്ന് പറയുന്ന വയർ എടുക്കാം, പിന്നെ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ വയർ എടുക്കാം. എന്റെ ലെങ്ത് L ആണ്, എന്റെ ഏരിയ എ ആണ്, എന്റെ യങ്സ് മോഡുലസ് Y ആണ്, എല് കൊടുക്കുന്ന ഫോഴ്സ് F ആണ്. ബിന്റെ ലെങ്ത് 2L ആണ്, റേഡിയസ് 2R ആയതുകൊണ്ട് ഏരിയ 4 ടൈംസ് എ ആവും. യങ്സ് മോഡുലസ് എന്തെന്നെയാണ്? സെയിം തന്നെയാണ്, ബിക്കോസ് ഓഫ് സെയിം മെറ്റീരിയൽ. ഫോഴ്സ് എത്ര? 2F ആണ്.
ഇതിന്റെ ലെങ്ത് എത്രയാണ്? ഡെൽറ്റ എൽ അല്ല, ഇതിന്റെ ഡെൽറ്റ എൽ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടിന്റെ ഇക്വേഷൻ എഴുതുക. എന്താ ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ? എഫ് എൽ ബൈ എ വൈ. ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് എൽ ബൈ എ വൈ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആളെ ഡെൽറ്റ എൽ എങ്ങനെ എഴുതാം? എഫ് എൽ ബൈ എ വൈ. രണ്ടാമത്തെ ആളെ ഡെൽറ്റ എൽ എൽ ഡാഷ് എങ്ങനെ എഴുതാം? ഫോഴ്സ് 2F, ലെങ്ത് 2L, ഏരിയ 4A ഇൻറ്റു യങ്സ് മോഡുലസ് y. അപ്പൊ ഈ ഫോറും ക്യാൻസൽ ചെയ്യാം. അപ്പൊ അത് എന്ത് വരും? എഫ് എൽ ബൈ എ വൈ. രണ്ട് സെയിം അല്ലേ? അപ്പൊ എൽ ഡാഷ് എന്ത് എൽ തന്നെയാണ്. എൽ ഡാഷ് ബിക്കം എൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യങ്സ് മോഡുലസ് ഓഫ് മെറ്റീരിയൽ ഓഫ് വയേഴ്സ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 1:4. ഇപ്പൊ രണ്ട് വയർ ഉണ്ട്, എയും ബിയും. എന്റെയും ബിന്റെയും യങ്സ് മോഡുലസിന്റെ റേഷ്യോ 1:4 ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്റെ യങ്സ് മോഡുലസ് y ആണെങ്കിൽ ബിന്റെ യങ്സ് മോഡുലസ് എത്രയാണ്? 4y ആണ്. 1:4 ആവണമെങ്കിൽ 1y ആണെങ്കിൽ മറ്റേത് 4 ടൈംസ് ആവണം. അടുത്ത എന്താ പറയുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻസ് ആർ ഇൻ ദ റേഷ്യോ 1:3. അങ്ങനെ പറഞ്ഞാൽ എന്റെ ഏരിയ എ ആണെങ്കിൽ ബിന്റെ ഏരിയ 3A ആണ്. അടുത്ത് സെയിം എമൗണ്ട് ഓഫ് ലോഡ് അപ്ലൈഡ് ടു ബോത്ത് ദ വയേഴ്സ്. രണ്ട് വയറിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് സെയിം ആണെന്ന് പറഞ്ഞാൽ രണ്ടാക്കും കിട്ടുന്ന ഫോഴ്സ് സെയിം ആണ്. ലോഡ് അല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. ഇപ്പൊ രണ്ടിലും സെയിം ലോഡ് അപ്ലൈ എന്ന് പറഞ്ഞാൽ സെയിം ഫോഴ്സ് ആണ്. ഇനി നോക്കൂട്ടോ. ദ എമൗണ്ട് ഓഫ് ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ വയർ എ ആൻഡ് ബി വിൽ ബി ഇൻ ദ റേഷ്യോ. അഥവാ എയിലുണ്ടാകുന്ന ഇലോങ്ങേഷനും ബിയിൽ ഉണ്ടാകുന്ന ഇലോങ്ങേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. അഥവാ നമ്മോട് കാണാൻ പറഞ്ഞ എന്താ? ഡെൽറ്റ എൽ എ ബൈ ഡെൽറ്റ എൽ ബി ആണ്. അപ്പൊ അതെങ്ങനെ കാണുക? എഫ് എൽ ബൈ എ വൈ ആണ് അല്ലെ? ഇതല്ലേ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആളത് കാണാം. ഒന്നാമത്തെ ആൾ എഫ് എന്താ? എഫ്. ലെങ്ത് രണ്ടാക്കും സെയിം ആണെന്ന് പറയണ്ടേ? അസ്യൂം ലെങ്ത് ഓഫ് വയേഴ്സ് ആർ സെയിം. അപ്പൊ ഇതിന്റെ ലെങ്ത് എൽ ആണെങ്കിൽ ഇതിന്റെ എൽ തന്നെയാണ്. അപ്പൊ എഫ് എൽ ബൈ എ വൈ ബൈ അടുത്ത ആളത് എത്ര? അടുത്ത ആളെയും ഫോഴ്സ് എഫ് തന്നെ, ലെങ്ത് എൽ തന്നെ, ഏരിയ എത്ര? 3A, യങ്സ് മോഡുലസ് എത്ര? 4y അല്ലേ? അപ്പൊ എഫ് എൽ ക്യാൻസൽ, എ വൈ ക്യാൻസൽ. ഇപ്പൊ ഇത് എത്ര വരും? അടിയിൽ 12 വരും, അത് മേലെ കയറുമ്പോൾ 12:1 അഥവാ 1/1/12 വരും. സോ ആൻസർ ഈസ് 12:1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. ആൻ അലൂമിനിയം റോഡ് വിത്ത് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, ഇത് 10⁻10 ആട്ടോ. ആൻഡ് ഇലാസ്റ്റിക് സ്ട്രെയിൻ റേഷ്യോ പെർസെന്റേജ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് റോഡ് ആണ് കാണാൻ പറഞ്ഞത്. എനർജി പെർ യൂണിറ്റ് വോളിയം ആണ് കാണാൻ പറഞ്ഞത്. എന്താ പ്രത്യേകത? യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്, സ്ട്രെയിനും തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസും സ്ട്രെയിനും തന്നാൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി അല്ലേ? യങ്സ് മോഡുലസിന്റെ സ്ട്രെയിൻ ടേമിൽ എന്താ ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ആയിരുന്നു അല്ലേ? അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് എത്ര? 7 × 10⁻10 ഇൻറ്റു സ്ട്രെയിന്റെ സ്ക്വയർ. സ്ട്രെയിന്റെ പെർസെന്റേജ് എത്ര? 0.04%. അപ്പൊ അതിനർത്ഥം എന്താ? 0.04/100. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 10⁻⁻4 എന്ന് എഴുതാം അല്ലേ? കാരണം എന്താ? മേലെ 4 × 10⁻2 വരും, പിന്നെ ഈ 10⁻2 കൂടി -4 ആയി. അപ്പൊ ഇൻറ്റു 4 × 10⁻4 എന്ത് വരും? സ്ക്വയർ വരും അല്ലേ? അപ്പൊ ആൻസർ എത്ര കൂടാ? ഹാഫ് ഇൻറ്റു 7 × 10⁻10 ഇൻറ്റു 4 സ്ക്വയർ 16 ഇൻറ്റു 10⁻8. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10⁻2 വരും, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 വരും. 7 × 8 56 വരും, 2 0 ഉണ്ട്. 5600. ഡി ഈസ് ദ ആൻസർ. 5600 കറക്റ്റ്. സിമ്പിൾ അല്ലേ? യെസ്. ഇതുള്ളടാ, ഈ ഇക്വേഷനെ ഉള്ളൂ ഇതിൽ. ഇത് വെച്ചിട്ട് ഇതിൽ കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ 4 ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇത് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓരോ സെക്ഷനിലും എന്തായാലും ഒരു സെഷനിലും അല്ലെങ്കിൽ ഓരോ ഷിഫ്റ്റിലും ഓരോ ക്വസ്റ്റ്യൻ വരും. ഈ ക്വസ്റ്റ്യൻ ഇതിലെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, വെറുതെ കളയരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അടുത്ത സിമ്പിൾ. ഇതും 10⁻10 ആട്ടോ. എ 100 meter long wire having cross sectional area 10⁻6.25 × 10⁻4, യങ്സ് മോഡുലസ് 10⁻10, ലോഡ് എത്ര? ഇലോങ്ങേഷൻ നിങ്ങൾ ചെയ്തു വിടുക. സിമ്പിൾ അല്ലേ? എന്താ ഇക്വേഷൻ? ഡെൽറ്റ എൽ ഈക്വൽ ടു എഫ് എൽ ബൈ എ വൈ. എഫ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്,
ഏരിയ തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ചെയ്തൂടെ? യെസ്, നിങ്ങൾ ചെയ്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ദഗെയിൻ അണ്ടർ ദ സെയിം ലോഡ്. അപ്പൊ നമുക്ക് രണ്ടാളുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണം. രണ്ടിന്റെയും ലോഡ് സെയിം ആണ്. അപ്പൊ എഫ് സെയിം ആണ് അല്ലെ. വയർ ഓഫ് ലെങ്ത് എന്റെ ലെങ്ത് 5 മീറ്റർ ആണ്. 5 മീറ്റർ ആണ് ലെങ്ത്. ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 2.5 into 10⁻⁻5 മീറ്റർ സ്ക്വയർ ആണ്. സ്ട്രെച്ചഡ് യൂണിഫോംലി ബൈ ദ സെയിം എമൗണ്ട്. എന്താ അങ്ങനെ പറഞ്ഞാല്? സ്ട്രെച്ചഡ് യൂണിഫോംലി ബൈ ദ സെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണടാ സെയിം? സ്ട്രെച്ചഡ് യൂണിഫോംലി ബൈ ദ സെയിം എമൗണ്ട്. ഒരേ എമൗണ്ടിൽ സ്ട്രെച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടിന്റെ എന്ത് സെയിം ആണെന്ന് അർത്ഥം. സ്ട്രെച്ചഡ് യൂണിഫോംലി ബൈ ദ സെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാളുടെയും എന്താണ് സെയിം? രണ്ടാളും ഒരേ എമൗണ്ടിൽ വലുതായി എന്നല്ലേ അർത്ഥം. ഫോഴ്സ് അല്ല. ഫോഴ്സ് ഓൾറെഡി സെയിം ലോഡ് എന്ന് പറഞ്ഞു. രണ്ടും ഒരേ എമൗണ്ടില് സ്ട്രെച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ എമൗണ്ട് വലുതായി എന്ന് അർത്ഥം. ഡെൽറ്റ എൽ സെയിം ആണെന്നാണ് അർത്ഥം. അത് ഓർത്തു വെക്കട്ടോ. ഇതിന്റെ ഡെൽറ്റ എൽ ആണെങ്കിൽ ഇതിന്റെയും ഡെൽറ്റ എൽ ആണ്. ഇനി ബി വയറിന്റെ ലെങ്ത് എത്ര? 6 മീറ്റർ. ദെൻ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്ര? 3 into 10⁻⁻5 അല്ലേ. യെസ്. ഇനി ഇപ്പൊ നോക്കൂ, ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് വയർ എ ടു ദാറ്റ് ഓഫ് ബി. വയർ എന്റെയും ബി വയറിന്റെയും യങ്സ് മോഡുലസിന്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞു. നമുക്ക് ആ റേഷ്യോ എടുത്താൽ മതി. ആൻസർ ആയി. എന്താ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ? എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. അപ്പൊ വൈ എ ബൈ വൈ ബി എടുക്കുമ്പോ എന്താടാ വരിക? വൈ എന്റെ എന്താ? എഫ് എൻ ലെങ്ത് 5 ബൈ എ എത്ര? 2.5 into 10⁻⁻5 ഇൻറ്റു വൈ എത്ര? അല്ല, ഡെൽറ്റ എൽ എന്താ? സെയിം ആണ്. ഡെൽറ്റ എൽ ബൈ അടുത്ത ആളെ ഫോഴ്സും സെയിം ആണ്. ലെങ്ത് 6 3 into 10⁻⁵ ഇൻറ്റു ഡെൽറ്റ എൽ. അപ്പൊ എന്താ ഇവിടെ? എഫ് ക്യാൻസൽ ആയി, ഡെൽറ്റ എൽ ക്യാൻസൽ ആയി, -5 ക്യാൻസൽ ആയി, 2.5 2 വരും അല്ലെ, 3 6 2 വരും, 2/2 1:1 ആയി. സിമ്പിൾ ക്വസ്റ്റ്യൻ. 1:1. യെസ്, 1:1 is the answer. അടുത്തത് നിങ്ങൾ ചെയ്താൽ മതി. നമുക്ക് കാണാൻ ഇലോങ്ങേഷൻ ആണ് കാണേണ്ടത്. ഇതേപോലെ തന്നെ റിജിഡ്ലി ക്ലാംപ്ഡ് ആണ്. ഇലോങ്ങേഷൻ ദാ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് സ്റ്റീൽ വയർ എ എന്ന് പറയുന്ന സ്റ്റീൽ വയർ ഉണ്ട്. റിജിഡ്ലി ക്ലാംപ്ഡ് അറ്റ് 1 end. ആസ് എ റിസൾട്ട് ഇലോങ്ങേഷൻ ഇൻ ദ വയർ ഈസ് 0.2. അപ്പൊ ഡെൽറ്റ എൽ ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 0.2 ആണ്. സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ് അനദർ സ്റ്റീൽ വയർ ബി. ഇപ്പൊ രണ്ടും സ്റ്റീൽ വയർ ആയതുകൊണ്ട് രണ്ടിന്റെ എന്ത് സെയിം ആയിരിക്കൂടാ? യങ്സ് മോഡുലസ് സെയിം ആയിരിക്കും. സെയിം ഫോഴ്സ് ആണ്, സെയിം യങ്സ് മോഡുലസ് ആണ്. അപ്പൊ ഇതിന്റെ ഫോഴ്സും സെയിം ആണ്, യങ്സ് മോഡുലസും സെയിം ആണ്. ഓക്കെ, ഡബിൾ ദ ലെങ്ത്. അപ്പൊ ലെങ്ത് എത്ര ആയി? 2l ആയി. അപ്പൊ ഇതിന്റെ ലെങ്ത് എല്ലാണ്, ഡബിൾ ലെങ്ത് 2l ആയി. ഇനി ഡയമീറ്റർ 2.4 ടൈംസ്. അപ്പൊ ഇതിന്റെ ഏരിയ എ ആണെങ്കിൽ ഇതിന്റെ ഏരിയ എത്ര വരും? 2.4ന്റെ സ്ക്വയർ ടൈംസ് ഏരിയ വരും. കാരണം ഡയമീറ്റർ 2.4 ടൈംസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് 2.4 ടൈംസ് ആയിരിക്കും. റേഡിയസ് 2.4 ടൈംസ് ആണെങ്കിൽ ഏരിയ എന്താവും? 2.4ന്റെ സ്ക്വയർ ടൈംസ് എ ആവും അല്ലെ. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയിലടാ. അപ്പൊ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ, ആൻസർ കിട്ടും. ഞാൻ ചെയ്യുന്നില്ല, സെയിം സാധനം. ഇതൊന്നും ആൻസർ ഇടാ. ഇഫ് ലെങ്ത് ഓഫ് എ വയർ ഈസ് മെയ്ഡ് ഡബിൾ. ഒരു വയറിന്റെ ലെങ്ത് എന്താക്കി? 2 ടൈംസ് ആക്കി. റേഡിയസ് എന്താക്കി? പകുതിയാക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് എത്ര ആയിരിക്കും? ഒന്ന് പറയടാ. ലെങ്ത് ഡബിൾ ആക്കി, റേഡിയസ് പകുതിയാക്കി ഒരു മെറ്റീരിയലിന്റെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ യങ്സ് മോഡുലസ് എത്ര ആയിരിക്കും? എടാ, മെറ്റീരിയൽ മാറാതെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുത്താതെ ഒന്നും അതിന്റെ എന്ത് മാറൂല? യങ്സ് മോഡുലസ് മാറൂല. യങ്സ് മോഡുലസ് മാറണമെങ്കിൽ അതിന്റെ എന്ത് മാറണം? മെറ്റീരിയൽ മാറണം അല്ലെ. ഇവിടെ രണ്ടും സെയിം മെറ്റീരിയൽ ആണ്. ആകെ മാറ്റിയിരിക്കണം അതിന്റെ എന്താ? ലെങ്ത്തും ഏരിയ ഒക്കെയാണ്. ലെങ്ത്തും ഏരിയ ഒന്നും മാറി എന്ന് കരുതിയിട്ട് അതിന്റെ യങ്സ് മോഡുലസിൽ മാറ്റം ഉണ്ടാവില്ല. മെറ്റീരിയൽ മാറിയാലേ യങ്സ് മോഡുലസ് മാറുള്ളൂ. അപ്പൊ ഇവിടെ റിമൈൻസ് സെയിം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ഫോഴ്സ് റിക്വയർഡ് ടു സ്ട്രെച്ച് എ വയർ ഓഫ് ക്രോസ് സെക്ഷൻ 1 cm² ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത് വിൽ ബി. ഈ ലെങ്ത് ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രെയിന്റെ വാല്യൂ എത്ര ആയിരിക്കും? ഡെൽറ്റ എൽ എത്ര ആയിരിക്കും എന്ന് പറഞ്ഞാണ്. അഥവാ ഇവിടെ ചോദിക്കുന്നത് ഫോഴ്സ് ആണ് കാണാൻ പറഞ്ഞത്. എന്താണ്?
Cross sectional area 1 centimeter square, that is 1 into 10 raised to minus 4 meter square ആണ്. ഓക്കെ, ഇനീഷ്യൽ ലെങ്ത് L ആണെങ്കിൽ ഫൈനൽ ലെങ്ത് L എന്തായി 2 ടൈംസ് ആയി. അപ്പൊ ഡെൽറ്റ L എത്ര ആയിരിക്കും? L ആയിരിക്കും അല്ലേ? കാരണം എന്താ, നമുക്ക് ഡബിൾ ലെങ്ത് ആക്കാൻ വേണ്ട ഫോഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇനീഷ്യൽ ലെങ്ത് L ആണെങ്കിൽ ഫൈനൽ ലെങ്ത് 2L ആയി. അപ്പൊ എത്ര ലെങ്ത് ഇൻക്രീസ് ചെയ്തത്? L ആണ് അല്ലെ? അപ്പൊ ഡെൽറ്റ L L എടുക്കണം, അത്രേ ഉള്ളൂ. ഇനി എങ്ങനെയാ നമ്മൾ ഫോഴ്സ് കാണുക? യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ? FL by A ഡെൽറ്റ L. അപ്പൊ ഫോഴ്സ് എന്ത് വരും? YA ഡെൽറ്റ L by L. Y എത്ര? 2 into 10 raised to 11. ഏരിയ എത്ര? 10 raised to minus 4 into ഡെൽറ്റ L L by L. രണ്ടും ക്യാൻസൽ ആയി. അപ്പൊ ആൻസർ എത്ര വരും? 2 into 10 raised to 7. Yes, very good. That is the answer. Simple, simple, simple. Yes, yes. Moving to next question. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ആണ്. നമുക്ക് ആ ബൾക്ക് മോഡുലസിന്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളതാണ്. എന്താ പറയുന്നത് ഇവിടെ? ദ ബൾക്ക് മോഡുലസ് ഓഫ് ലിക്വിഡ് ഈസ് 3 into 10 raised to 10. അഥവാ ഇവിടെ ബി ആണ് തന്നിട്ടുള്ളത്, 3 into 10 raised to 10. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? പ്രഷർ റിക്വയർഡ്, പ്രഷർ ആണ് കാണേണ്ടത്, നമ്മൾ ഡെൽറ്റ പി ആണ് കാണേണ്ടത്. എന്താ കണ്ടീഷൻ? ടു റെഡ്യൂസ് ദ വോളിയം ഓഫ് ലിക്വിഡ് ബൈ 2%. അഥവാ ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്ന എത്രയാണ്? 2% ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ മാറ്റുക? 2 by 100, ദാറ്റ് മീൻസ് 2 into 10 raised to minus 2 അല്ലേ? ഇനി എങ്ങനെ നമ്മൾ ചെയ്യാ? സിമ്പിൾ ആടാ. നമുക്കറിയാം ബിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ പി വി ബൈ ഡെൽറ്റ പി. അപ്പൊ നമുക്ക് ഇവിടെ കാണുന്നത് ഡെൽറ്റ പി ആണ്. അപ്പൊ എന്ത് വരും? ബി ഇൻറ്റു ഡെൽറ്റ വി ബൈ വി എന്ന് വരും. ബി എത്ര? 3 into 10 raised to 10 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി എന്താ? 2 into 10 raised to minus 2. അപ്പൊ ആൻസർ എന്താവും? ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 ആവും. സോ ആൻസർ വിൽ ബി 6 into 10 raised to 8. യെസ്, വെരി ഗുഡ്. സി ഈസ് ദ ആൻസർ. അതാ പറഞ്ഞത്, നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ നെഗറ്റീവ് എടുക്കുന്ന എന്തുകൊണ്ടാ വെച്ചാല് നമ്മളെ വോളിയം എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ നെഗറ്റീവ് എടുത്ത് ചെയ്യുമ്പോൾ ഈ ഡെൽറ്റ വി ബൈ വി നിങ്ങൾ എടുക്കേണ്ടത് -2% എന്നാണ്. കാരണം എന്താ? വോളിയം ഡിക്രീസിങ് ആണ്. അപ്പൊ അത് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവിന്റെ ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ മെട്രിക്സ്? നെഗറ്റീവ് എടുക്കാതിരിക്കുന്നത് നമ്മൾ ആ ഡിക്രീസ് എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കുകയാണ്. റെഡ്യൂസ്, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ മൈനസ് എടുക്കാതെ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഈ റെഡ്യൂസ് എന്ന് പറയുമ്പോൾ ആലോചിക്കണ്ട. നിങ്ങളുടെ ആൻസർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക വോളിയം റെഡ്യൂസ് ചെയ്യാണ് എന്നുള്ളത്. ഓക്കെ, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, റെഡി ആവുമായിരിക്കൂടാ. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ സിമ്പിൾ ആടാ. റേഡിയസ് തന്നു, ലോഡ് തന്നു, പിന്നെ ജി തന്നിട്ടുണ്ട്. സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? സ്ട്രെസ് ഈക്വൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് എന്താ? 4G അല്ലേ? ബൈ ഏരിയ എന്താ? പൈ ഇൻറ്റു ഇതിന്റെ സ്ക്വയർ. ചെയ്ത് നോക്കി, ആൻസർ ആയി. ജിക്ക് നിങ്ങൾ ഈ വാല്യൂ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു, 3.1 പൈ. അപ്പൊ അത് കൊടുത്ത ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്താൽ മതിടാ. ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്ന ആൻസർ. അടുത്തത്, യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി നിങ്ങൾ, ദ റേഷ്യോ ഓഫ് ലെങ്ത്, ഇത് 13 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് ലെങ്ത്, റേഡിയസ്, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ആൻഡ് ബ്രാസ് വയർ ഇൻ ദ ഫിഗർ ആർ എ, ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം ലെങ്ത്തിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് LA by LB, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലും ബ്രാസ് വരെ. അപ്പൊ LS by LB എടുക്കാം. ലെങ്ത് ഓഫ് സ്റ്റീൽ ബൈ ലെങ്ത് ഓഫ് ബ്രാസിന്റെ റേഷ്യോ A ആണ്. അതേപോലെ റേഡിയസ് ഓഫ് സ്റ്റീൽ ബൈ റേഡിയസ് ഓഫ് ബ്രാസിന്റെ റേഷ്യോ B ആണ്. നമുക്ക് സ്വാഭാവികമായിട്ട് ഏരിയയാണ് വേണ്ടി വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഏരിയ ഓഫ് സ്റ്റീൽ ബൈ ഏരിയ ഓഫ് ബ്രാസിന്റെ റേഷ്യോ പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ അത് എന്താവും? B സ്ക്വയർ ആവും അല്ലെ? യെസ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ബൈ യങ്സ് മോഡുലസ് ഓഫ് ബ്രാസിന്റെ റേഷ്യോ C ആണ്. ഇത്രയും കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ കാണാൻ പറഞ്ഞേ? റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ദയർ ലെങ്ത് ഈസ്. രണ്ടാളുടെയും ഇൻക്രീസ് ഇൻ ലെങ്ത്തിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. അഥവാ ഡെൽറ്റ എൽ ഓഫ് സ്റ്റീൽ ബൈ ഡെൽറ്റ എൽ ഓഫ് ബ്രാസ്. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എന്താ ഇക്വേഷൻ? ഫോഴ്സ് ഓഫ് സ്റ്റീൽ, ലെങ്ത് ഓഫ് സ്റ്റീൽ ബൈ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. സ്റ്റീൽ എടുക്കുമ്പോൾ എല്ലാം സ്റ്റീലിൽ എടുക്കണം. ബൈ ഫോഴ്സ് ഓഫ് ബ്രാസ് ഇൻറ്റു ലെങ്ത് ഓഫ് ബ്രാസ് ബൈ ഏരിയ ഓഫ് ബ്രാസ് ഇൻറ്റു
യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ്. ഇങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ അല്ലേ. ഈ സാധനമായിട്ട് മേലേക്ക് എടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോഴ്സ് ഓഫ് സ്റ്റീൽ ബൈ ഫോഴ്സ് ഓഫ് ബ്രാസ് ഇൻറ്റു ലെങ്ത് ഓഫ് സ്റ്റീൽ ബൈ ലെങ്ത് ഓഫ് ബ്രാസ് ഇൻറ്റു, ഇത് മേലേക്ക് കയറും അപ്പൊ അത് തല തിരിയും, ഏരിയ ഓഫ് ബ്രാസ് ബൈ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് ബൈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. ഇത് ഓരോന്ന് കൊടുത്ത ആൻസർ ആയിടാം. ഫോഴ്സ് ഓഫ് സ്റ്റീൽ എത്രയാടാ വരിക ഒന്ന് പറയടാ. സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര mg ആയിരിക്കും? സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര mg ആയിരിക്കും? സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര mg ആയിരിക്കും? യെസ്, 3 mg ആയിരിക്കും. കാരണം എന്താ, ആ മേലുള്ളതിൽ രണ്ടിന്റെ വെയിറ്റും മാസും ആക്ട് ചെയ്യും, അപ്പൊ രണ്ടിന്റെ വെയിറ്റും ഉണ്ടാവും, അപ്പൊ 3 mg. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം, എഫ് എന്ത് കൊടുക്കും, എഫ് എസിന് എന്ത് കൊടുക്കുക, 3 mg ബൈ എഫ് ബ്രാസ് എത്രേ വരുള്ളൂ, 2 mg വരുള്ളൂ, അതിന്റെ താഴെ 2 ഉള്ളൂ, അപ്പൊ 2 mg ഇൻറ്റു ലെങ്ത് ഓഫ് സ്റ്റീൽ ബൈ ലെങ്ത് ഓഫ് ബ്രാസ് എ ആണ്, അപ്പൊ ഇൻറ്റു എ ഇൻറ്റു ഏരിയ ഓഫ് ബ്രാസ് ബൈ ഏരിയ ഓഫ് സ്റ്റീൽ അല്ലെ, ഏരിയ ഓഫ് സ്റ്റീൽ ബൈ ഏരിയ ഓഫ് ബ്രാസ് ബി സ്ക്വയർ ആണ്, അപ്പൊ ഏരിയ ഓഫ് ബ്രാസ് ബൈ ഏരിയ ഓഫ് സ്റ്റീൽ എന്ത് വരും, 1/b സ്ക്വയർ വരും ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് ബൈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ തല തിരിയും 1/c. അപ്പൊ ആൻസർ എന്തായത്, അത് ക്യാൻസൽ ആയി, മേലെ എന്തുണ്ട്, 3a/2b സ്ക്വയർ c. That is the answer. Yes, c is the answer. 3a/2b square c. Yes, c is the answer. Correct. അടുത്ത ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണത്. ഇവിടെ 10⁻³ അല്ല കേട്ടോ, 10⁻⁻5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നല്ല ആൻസർ കിട്ടും. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ ആൻ എക്സ്പെരിമെന്റ്, ഒരു എക്സ്പെരിമെന്റ് പറയാണ്, ടു ഡിറ്റർമിൻ ദ യങ്സ് മോഡുലസ്, യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ് ആണ്. സ്റ്റീൽ വയർ, ഓക്കെ, 5 ഡിഫറെന്റ് ലെങ്ത് ബട്ട് ദ സെയിം ക്രോസ് സെക്ഷൻ 2 millimeter square were taken and curves between extension and load were obtained. Okay, the slope of curve plotted with the wire length and the following graph obtained. The Young's modulus of given by x into 10⁻11 Newton per meter square. Then the value of x is. അപ്പൊ നമുക്ക് x into 10⁻11 Newton per meter square ആണ് വരുന്നത് ആൻസർ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. യങ്സ് മോഡുലസ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്, യങ്സ് മോഡുലസ് ആണ്. അതെങ്ങനെ കാണുക, FL/A ഡെൽറ്റ എ. നമുക്ക് ഈ ഗ്രാഫ് നമുക്ക് എന്താ കിട്ടുക, ഈ ഗ്രാഫ് നമുക്ക് എന്ത് കാണാം, എക്സ് ഇവിടെ y/, ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ എന്താ നമുക്ക് കിട്ടുക, ഈ ഗ്രാഫ് സ്ലോപ്പ് എടുത്താൽ നോക്കി നിങ്ങള്, ഇവിടെ എന്താ ΔL/ ഫോഴ്സ്, അതല്ലേ എക്സ്റ്റൻഷൻ ബൈ ലോഡ്, ബൈ എന്ത് വരും, എക്സിലെ വാല്യൂ വയർ ലെങ്ത് L ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുക, ΔL/FL ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക, ΔL/FL ആണ്. അപ്പൊ ഈ FL/ΔL, ഈ സാധനം നമുക്ക് അവിടുന്ന് കിട്ടി, അതെന്തായിരിക്കും, 1/, സ്ലോപ്പ് ആയിരിക്കും ഇൻറ്റു ഏരിയ. ക്ലിയർ ആയടാ. ഇവിടെ നമ്മുടെ ഇവിടെ എക്സ്റ്റൻഷൻ ബൈ ലോഡ് തന്നിട്ടുണ്ട്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്റ്റൻഷൻ ഈസ് ΔL ബൈ ലോഡ് എന്താ, ഫോഴ്സ് ആണ് എഫ്, ബൈ എക്സ്, y/x ആണല്ലോ നമ്മുടെ എന്ത് സ്ലോപ്പ്. അപ്പൊ എന്ത് വരും, എക്സ്റ്റൻഷൻ ബൈ ലോഡ് ബൈ ലെങ്ത് ഓഫ് വയർ, അപ്പൊ ΔL/FL വരും. ദാറ്റ് ഈസ് ദ സ്ലോപ്പ്. സോ സ്ലോപ്പ് ΔL/FL ആണ്. ഇവിടെ നമുക്ക് എന്താ FL/ΔL ആണ്, അപ്പൊ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആണ് ബൈ എ. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, യങ്സ് മോഡുലസ്. സോ ആൻസർ ആയി, നോക്കി നിങ്ങൾ 1/, സ്ലോപ്പ്. അപ്പൊ നമുക്ക് എങ്ങനെയാ 1/, ഏരിയ എത്ര, 2 millimeter square. So 2 into 10⁻⁻6 millimeter എന്ന് പറയുമ്പോൾ 10⁻⁻6 ആണല്ലോ, ഇൻറ്റു ഏരിയ കിട്ടി. ഇനി 1/, സ്ലോപ്പ്, സ്ലോപ്പിന് റെസിപ്രോക്കൽ, അപ്പൊ എന്താ വരിക, ഇവിടെ 1 ബൈ, ഓക്കെ, സ്ലോപ്പ് എത്ര വരിക, സ്ലോപ്പ് നമ്മൾ ആദ്യം കാണാം, സ്ലോപ്പ് എത്ര വരിക, y/x 0.25, ഇവിടെ കണ്ട -5 ഉണ്ട്, അപ്പൊ ഇൻറ്റു 10⁻⁻5/1, ഇതല്ലേ സ്ലോപ്പ് വരിക അല്ലെ. അപ്പൊ അത് തിരിച്ചിട്ടാൽ എന്താ, 1/0.25 ഇൻറ്റു 10⁻⁻5 അല്ലേടാ. അപ്പൊ ആൻസർ എത്ര ആവും, നോക്കി നിങ്ങൾ, മേലെ 1, ഈ 10⁻⁻6ഉം
10⁻⁵ മേലെ പോയാൽ 10⁻11 ആവും അല്ലെ, -11 മേലെ പോകുമ്പോൾ 10⁻11 ആവും ബൈ ഇത് എത്ര ആവും 2 × 0.25 എത്ര ആവും 0.5 ആവും അല്ലെ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം 1/0.5 എത്ര 10⁻11/1/2. ആൻസർ എന്തായി 2 × 10⁻11 ആയി. അപ്പൊ എന്തായി x × 10⁻11 എന്നാ പറഞ്ഞത്, x × 10⁻11. സോ x ഈക്വൽ എത്ര വരിക 2 ആണ് വരിക. x will be 2. That is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ദ ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽ ഫോർ ലീനിയർ സ്ട്രെസ് ആൻഡ് ലീനിയർ സ്ട്രെയിൻ is shown in figure. The energy density for a linear strain of this much is ഇത്രയും കിലോജൂൾ പെർ മീറ്റർ ക്യൂബ് ആണ്. Assume material is elastic up to the linear strain of 5 × 10⁻⁻4. എന്താ കാണാൻ പറഞ്ഞ എനർജി ഡെൻസിറ്റി ആണ്. എനർജി ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ, ഹാഫ് ഇൻറ്റു ഇവിടെ സ്ട്രെയിൻ എന്നാൽ യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ആണ് എനർജി ഡെൻസിറ്റി. പക്ഷെ ഇവിടെ എന്തൊക്കെ തന്നിട്ടില്ല, യങ്സ് മോഡുലസ് തന്നിട്ടില്ല. എടാ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നാൽ എങ്ങനെ നമ്മൾ യങ്സ് മോഡുലസ് കാണാം? സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നാൽ നമുക്ക് എങ്ങനെ യങ്സ് മോഡുലസ് കാണാം? സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നാൽ നമുക്ക് എങ്ങനെ യങ്സ് മോഡുലസ് കാണാം? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഗ്രാഫ് തന്നാൽ നമുക്ക് എങ്ങനെ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാം? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഗ്രാഫ് തന്നാൽ എങ്ങനെ നമുക്ക് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാൻ പറ്റും? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഗ്രാഫ് എന്നാൽ എങ്ങനെ നമുക്ക് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കടാ? ഏരിയ ആണോ? എന്താ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാല് സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ, അപ്പൊ സ്ലോപ്പ് അല്ലടാ. നിങ്ങൾ എനർജി ഡെൻസിറ്റി കാണാൻ ഓക്കെ, അത് അവിടെ കേട്ടോ, അതല്ല ഞാൻ ചോദിക്കുന്നത്. യങ്സ് മോഡുലസ് കാണാനുള്ള പരിപാടിയാണ് ചോദിക്കുന്നത്. യങ്സ് മോഡുലസ് കാണാനുള്ള പരിപാടി എന്താ? സ്ലോപ്പാണ് അല്ലെ. ഈ പറഞ്ഞത് ഇതിന്ന് എനർജി ഡെൻസിറ്റി കാണാനുള്ളതാണ്. അവൻ പറഞ്ഞു അല്ലെ. ഓക്കെ നമ്മളിവിടെ യങ്സ് മോഡുലസ് നമുക്ക് കിട്ടും. കാരണം ഇവിടെ എനർജി ഡെൻസിറ്റി ഡയറക്റ്റ് കാണാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ വാല്യൂ ഇതിൽ ഈ ഗ്രാഫിൽ ഇല്ല. 4 × 10⁻⁻10 ഒക്കെ ഉള്ളു. അപ്പൊ ഈ വാല്യൂ ഇല്ല, അപ്പൊ നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ നമുക്ക് യങ്സ് മോഡുലസ് കണ്ടിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ യങ്സ് മോഡുലസ് കാണാൻ അതിന്റെ സ്ലോപ്പ് എടുത്താൽ മതി. പക്ഷെ ഇവിടെ എന്താ സ്ട്രെയിൻ ബൈ സ്ട്രെസ് ആണ്. സ്ട്രെയിൻ ബൈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സ്ലോപ്പിന്റെ എന്തെടുക്കണം? റെസിപ്രോക്കൽ എടുക്കണം അല്ലേ. അപ്പൊ നമ്മൾ 1/, സ്ലോപ്പ് എടുക്കുക. അതെന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ ഇവിടെ സ്ലോപ്പ് എടുത്ത് എത്ര കിട്ടുക? സ്ലോപ്പ് ഇവിടെ സ്ലോപ്പ് എന്താ കിട്ടുക? സ്ട്രെയിൻ ബൈ സ്ട്രെസ് ആണ്. അപ്പൊ നമുക്ക് എടുത്താൽ 1 × 10⁻⁻, ഇല്ല ഏരിയ കണ്ടുപിടിക്കണടാ. 5 ആവുമ്പോ 100 അല്ലടാ. ഇത് നോക്കടാ, ഇത് -10 ആണ്, ഇവിടെ -4 ആണ്. ആ പ്രശ്നം ഇവിടെ കിട്ടൂല. മനസ്സിലായോ ഡിസൈൻ? ഈ പറഞ്ഞത് ഇപ്പൊ ഇവിടെ -10 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് എടുത്തിട്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ, ഇത് -10 ആണ്. ക്ലിയർ ആയോ? യെസ്, അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ നമ്മൾ യങ്സ് മോഡുലസ് കണ്ടിട്ട് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്താൽ മതിയായിരുന്നു. അപ്പൊ എന്താവും ഇവിടെ 1 × 10⁻⁻10 ബൈ സ്ട്രെസ് എത്ര 20. ഓക്കെ, അപ്പൊ യങ്സ് മോഡുലസ് ഇതിന്റെ തിരിയും. കാരണം ഇവിടെ സ്ട്രെയിൻ ബൈ സ്ട്രെസ് നമ്മൾ എടുത്ത്, അപ്പൊ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആകുമ്പോൾ എത്ര വരും? 20/10⁻⁻10, ദാറ്റ് ഈസ് 20 × 10⁻10. ഇതാണ് യങ്സ് മോഡുലസ്. ഇനി ഇത് കൊടുത്ത ആൻസർ ആയി എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 20 × 10⁻10 ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ 5 × 10⁻⁻4ന്റെ സ്ക്വയർ അല്ലെ. 5 × 10⁻⁻4ന്റെ സ്ക്വയർ. അപ്പൊ ആൻസർ എത്ര ആവും? ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 10 ആവും. അപ്പൊ 10⁻11 ഇൻറ്റു 25 × 10⁻⁻8. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. അപ്പൊ ആൻസർ എത്ര? 25 × 10⁻³ ജൂൾ പെർ മീറ്റർ ക്യൂബ്. പക്ഷെ ആൻസർ എന്താ? കിലോ ജൂൾ പെർ മീറ്റർ ക്യൂബിലാണ് നമ്മുടെ ആൻസർ ഉള്ളത് അല്ലെ. ജൂൾ പെർ മീറ്റർ ക്യൂബിന് പകരം ഇവിടെ എന്താണ്? കിലോ ജൂൾ പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ മാറ്റുക? 10⁻³ കിലോ ജൂൾ ആയി. അപ്പൊ 25 എന്തായി? കിലോ ജൂൾ പെർ മീറ്റർ ക്യൂബ് ആയി. സോ ഹിയർ 25. ദാറ്റ് ഈസ് ദ വാല്യൂ. 25 is the answer. അടുത്ത് നോക്കടാ, ഇതെന്താണ്? എ സ്ക്വയർ അലൂമിനിയം, ഒരു സ്ക്വയർ ആയിട്ടുള്ള അലൂമിനിയം ഉണ്ട്. ഓക്കെ, അതിന്റെ ഷിയർ മോഡുലസ് റിജിഡിറ്റി മോഡുലസ് 25 × 10⁻9 ആണ്.
സ്ലാബ് ഓഫ് സൈഡ് 60 സെന്റിമീറ്റർ. അപ്പോ ലെങ്ത് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ്. തിക്നെസ് എത്രയാണ്? തിക്നെസ് 15 സെന്റിമീറ്റർ ആണ്. ഓക്കെ, തിക്നെസ് 15 സെന്റിമീറ്റർ ആണ്. ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് നാരോ ഫേസിൽ. നാരോ ഫേസിൽ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് 18 into 10⁴. ലോവർ എഡ്ജ് ഈസ് റിവേർട്ടഡ്. ലോവർ എഡ്ജ് റിവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അപ്പർ എഡ്ജിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ എടുത്താൽ പോരെ? എന്തായിരുന്നു ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ? G is equal to FL by A delta x. അപ്പൊ ഇതിന്റെ കൊടുത്താൽ എന്തായി? ഡെൽറ്റ എക്സ് ഈക്വൽ ടു FL by AG. ഓക്കെ അല്ലേ? ദെൻ ഇനി വാല്യൂസ് കൊടുത്താൽ മതി. എഫ് തന്നിട്ടുണ്ട് ഇതാ, എഫ് ഇവിടെ, യെസ് ദിസ് ഈസ് എഫ്. എൽ തന്നിട്ടുണ്ട് ഇതാ. എ എങ്ങനെ കാണാ? ലെങ്ത് ഇൻറ്റു തിക്നെസ് എടുത്താൽ മതി. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. അപ്പം അത് കിട്ടി. ടി കിട്ടി. ഓക്കെ, ഏരിയ കിട്ടി. ഇനി ജി തന്നിട്ടുണ്ട്. വാല്യൂ കൊടുത്താൽ ആൻസർ കിട്ടും. അത് 10⁻⁻6 ടേമിലായ നിങ്ങൾക്ക് മൈക്രോമീറ്ററിൽ ആൻസർ കിട്ടും. 48 ആണ് കിട്ടുമെന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ആ ഇക്വേഷനിൽ ഡയറക്റ്റ് വാക്യൂ വാല്യൂസ് കൊടുത്താൽ മതി. ഓക്കെ, ഇതാ ഈ തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നോക്കൂ നിങ്ങൾ, ദ ആവറേജ് ഇത് നമ്മുടെ സോളിഡ്സും ഫ്ലൂയിഡ്സും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇക്വേഷൻ HROG എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉള്ളത് മതി. ആവറേജ് ഡെപ്ത് ഓഫ് ആൻ ഓഷ്യൻ ഈസ് 4000 മീറ്റർ. ഒരു ഓഷ്യന്റെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4000 മീറ്റർ ആണ്. ആൻഡ് ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് ദിസ് മച്ച്. ദ ഫ്രാക്ഷണൽ കംപ്രഷൻ ഡെൽറ്റ വി ബൈ വി ആണ് കാണേണ്ടത്. അത് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ എത്രയെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് തന്നിട്ടുള്ളത്? ഫ്രാക്ഷണൽ കംപ്രഷൻ ഡെൽറ്റ വി ബൈ വി കാണണം. ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്. എത്ര ഡെപ്തിലുള്ള? 4000 മീറ്റർ ഡെപ്തിലുള്ള ആണ് കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം സർഫസിലാണ് വെക്കുക അല്ലെ. ഇത് നമ്മൾ താഴത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിന് എത്രയാണ് പ്രഷർ ഡിഫറൻസ് വരിക? ഇവിടെ PA വരും. ഇവിടെ എത്ര വരും? PA പ്ലസ് HROG വരും. അപ്പൊ ഇവിടുത്തെ പ്രഷർ ഡിഫറൻസ് എത്ര വന്നത്? HROG ആണ്. അറിയില്ലേ നിങ്ങൾക്ക്? HROG. അപ്പൊ നമുക്കിവിടെ നമുക്കിവിടെ ബൾക്ക് മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ പി വി ബൈ ഡെൽറ്റ വി. നമുക്ക് എന്താ കാണേണ്ടത്? ഡെൽറ്റ വി ബൈ വി. അതെന്താ? ഡെൽറ്റ പി ബൈ ബൾക്ക് മോഡുലസ് ആണ്. അപ്പൊ ഡെൽറ്റ പി എത്ര കിട്ടുക? HROG ചെയ്യണം. H എത്ര? 4000 ഇൻറ്റു റോ എത്ര? വാട്ടർ അല്ലേ, 10⁻³ ഇൻറ്റു G 10 ബൈ ബൾക്ക് മോഡുലസ് എത്ര? 2 ഇൻറ്റു 10⁻9. അപ്പൊ എത്രയായി? 3 4 7 7 എണ്ണം പോയി. ഇപ്പോൾ ഇവിടെ 2 വരും. 4/2 വരും. അപ്പൊ ആൻസർ എത്രയായി? 2 ഇൻറ്റു 10⁻². ദിസ് വിൽ ബി ഈക്വൽ ടു എന്താന്ന് പറഞ്ഞു? ആൽഫ ഇൻറ്റു 10⁻² എന്ന് പറഞ്ഞു. ദിസ് വിൽ ബി ഈക്വൽ ടു ആൽഫ ഇൻറ്റു 10⁻². സോ ആൽഫ വിൽ ബി ഈക്വൽ ടു 2. യെസ്, കറക്റ്റ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദി ആൻസർ. യെസ്, ഇതും ഇത്തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ പറഞ്ഞ അതേ കേസ് തന്നെടാ. നോക്കി നിങ്ങൾ, ലെങ്ത് L. അപ്പൊ രണ്ടാളുകളാണ് അപ്പൊ തന്നെ മനസ്സിലാക്കുക. എയും ബിയും 2 വയർ. ഇൻക്രീസ് ലെങ്ത് എത്ര ടൈംസ് ആവും എന്നാണ്. അപ്പൊ നമുക്ക് അതങ്ങനെ ചെയ്താൽ മതി. ഒന്നാമത്തത് A, രണ്ടാമത്തെ വയർ B. ലെങ്ത് L, റേഡിയസ് R. അപ്പൊ ഏരിയ നമുക്ക് A എന്ന് എടുക്കാം. ലെങ്ത് L, ഏരിയ A, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F. അപ്പൊ ഇൻക്രീസ് ഇൻ ലെങ്ത് L ആണ്, ഡെൽറ്റ L. ഇഫ് ദ റേഡിയസ് ഓഫ് വയർ ആൻഡ് അപ്ലൈഡ് ഫോഴ്സ് ബോത്ത് ആർ റെഡ്യൂസ്ഡ് ഹാഫ്. അപ്പൊ ഇവിടെ ഫോഴ്സ് എന്താക്കി? ഇവിടെ ഫോഴ്സ് F ആണ് അല്ലെ. ഇവിടുത്തെ ഫോഴ്സ് എന്തായി? F/2 ആക്കി. കാരണം ഫോഴ്സ് പകുതിയാക്കി. അതുപോലെ എന്തും റേഡിയസും പകുതിയാക്കി. അപ്പൊ ഏരിയ എത്ര ആവും? A/4 ആവും അല്ലെ. ഓക്കെ, ഫോഴ്സ് F/2 ആവും. അപ്പൊ ഏരിയ എത്ര ആവും? A/4 ആവും അല്ലെ. യെസ്. ഇനി ബാക്കിയെല്ലാം സെയിം ആണ്. ഒറിജിനൽ ലെങ്ത് കീപ്പിംഗ് ദെയർ ഒറിജിനൽ വാല്യൂസ്, കീപ്പിംഗ് ഒറിജിനൽ ലെങ്ത് കോൺസ്റ്റന്റ്. അപ്പൊ ലെങ്ത് L തന്നെയാണ്. ഇനി അതേ വയർ തന്നെയല്ലേ, റേഡിയസ് ഓഫ് ദ വയർ. അപ്പൊ രണ്ടിന്റെ യങ്സ് മോഡുലസ് സെയിം ആണ്. അപ്പൊ ഡെൽറ്റ L എത്ര ടൈംസ് ആവും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്താൽ മതി? രണ്ടിന്റെ വാല്യൂസ് വെച്ച് ചെയ്ത് നോക്കിയാൽ ആൻസർ ആയി. ഇവിടെ ഫസ്റ്റത്തിന്റെ ഡെൽറ്റ L എന്തുണ്ടാക്കാം? ഫസ്റ്റത്തിന്റെ L ഈക്വൽ ടു എന്തുണ്ടാക്കാം? L ഈക്വൽ ടു FL by AY. രണ്ടാമത്തിന്റെ എന്ത് ചെയ്താ? L ഡാഷ് ഈക്വൽ ഫോഴ്സ് എത്ര? F/2. ലെങ്ത് സെയിം തന്നെ. ഏരിയ എത്ര? A/4. യങ്സ് മോഡുലസ് എന്ത് തന്നെ? സെയിം. അപ്പൊ ഇതെന്ത് ചെയ്യും? /2 വരും. അപ്പൊ ഇത് മേലേക്ക് വരുമ്പോ 2FL by AY ആയി. ഇതെന്ത് തന്നെയാണ്? ലെങ്ത് ആണ്. അപ്പൊ എത്ര ടൈംസ് ആയി? 2L ആയി. അഥവാ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തു? 2 ടൈംസ് ഇൻക്രീസ് ചെയ്തു. സിമ്പിൾ. 2024
കഴിഞ്ഞ സെഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതും ആ സെഷനിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ ചെയ്ത അതേ മെത്തേഡിനടാ. ടു മെറ്റാലിക് വയേഴ്സ് പി ആൻഡ് ക്യൂ ഹാവ് സെയിം വോളിയം. നിങ്ങൾ ശ്രദ്ധിക്കണം, വോളിയം സെയിം ആന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് വയർ ഉണ്ട് പി ക്യൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആ സാധനങ്ങൾ എഴുതിയേക്കുക. നോക്കിക്കോട്ടോ, ദർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആർ ഈസ് ടു റേഷ്യോ 4:1. അപ്പൊ ഇതിന്റെ ഏരിയ 4A എടുത്താൽ ഇതിൻ്റെത് എ ആയിരിക്കണം, കാരണം 4:1 ആണ് അല്ലേ? നിങ്ങൾ നോക്കണം, വോളിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ എന്തായിരിക്കണം? ഏരിയ എങ്ങനെയാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ലെങ്ത് വരിക. അപ്പോഴാണ് വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് വരുള്ളൂ. അഥവാ ഇവിടെ 4A ഇവിടെ A, അങ്ങനെ എടുക്കാനുള്ള കാരണം എന്താ? 4:1 ആണ് ഏരിയന്റെ റേഷ്യോ. അപ്പൊ ലെങ്ത്തിന്റെ റേഷ്യോ എന്തായിരിക്കും? ലെങ്ത് റേഷ്യോ 1:4 ആയിരിക്കും. അപ്പോഴാണ് എന്ത് കോൺസ്റ്റന്റ് ആവുക? വോളിയം സെയിം ആവുക. അപ്പൊ ഇവിടെ ലെങ്ത് L എടുത്താൽ ഇവിടെ 4L എടുക്കാം. അതിനാണ് ഈ വോളിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1 ആണ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? F2 ആണ്. An extension delta L is produced. അപ്പൊ പിയില് നമുക്ക് എത്ര എക്സ്റ്റൻഷൻ ഉണ്ടായി? ഡെൽറ്റ എൽ എക്സ്റ്റൻഷൻ. The force for which required to produce same extension. സെയിം മെറ്റീരിയൽ ആന്ന് പറയണ്ട, അപ്പൊ രണ്ടിന്റെ യങ്സ് മോഡുലസും സെയിം ആണ് അല്ലെ? അടുത്തതിൽ സെയിം എക്സ്റ്റൻഷൻ ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ ഡെൽറ്റ എൽ സെയിം ആണ്. അപ്പൊ ഫോഴ്സിന്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ഫോഴ്സിന് ഇക്വേഷൻ ഉണ്ടാക്കുക. നമുക്കറിയാം യങ്സ് മോഡുലസ് ഈക്വൽ FL ബൈ A ഡെൽറ്റ എൽ ആണ്. അപ്പൊ ഫോഴ്സ് എന്താ വരിക? YA ഡെൽറ്റ എൽ ബൈ എൽ ആണ് വരിക. അപ്പൊ F1 ബൈ F2 എന്താടാ വരിക? Y1. നമുക്ക് ആദ്യം ഓരോന്നിന്റെ വാല്യൂസ് കൊടുക്കാം. Y എത്ര? Y തന്നെയാണ്. ഏരിയ എത്ര? 4A ആണ്. ഡെൽറ്റ എൽ എത്ര? ഡെൽറ്റ എൽ ആണ്. ബൈ ലെങ്ത് എത്ര? L ആണ് ഫസ്റ്റ് ആളത്. ഇനി രണ്ടാമത്തെ ആൾ നോക്കുമ്പോ എന്താണ്? രണ്ടാമത്തെ ആൾ നോക്കുമ്പോ ഫോഴ്സ് യങ്സ് മോഡുലസ് സെയിം ആണ്, ഏരിയ A ആണ്, ഡെൽറ്റ എൽ സെയിം ആണ്, ലെങ്ത് 4L ആണ് അല്ലെ? ഇപ്പൊ Y പോയി, A പോയി, ഡെൽറ്റ എൽ പോയി, L പോയി, ഈ 4 മേലെ കയറും. സോ ആൻസർ ഈസ് 16. യെസ്, 16 കറക്റ്റ്. 16 ഈസ് ദ ആൻസർ. ഓക്കെ, യെസ്. ഓക്കെ, ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, നമ്മളിപ്പോ പറഞ്ഞ സാധനം തന്നെടാ. ഇത് തിരിച്ച് ഡെപ്ത് കാണാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഡെപ്ത് ബിലോ ദ സർഫസ് ഓഫ് സീറ്റ് ടു വിച്ച് റബ്ബർ ബോൾ ബി ടേക്കൻ സോ ആസ് ടു ഡിക്രീസ് ദ വോളിയം ബൈ 0.02% ഈസ്. അഥവാ ഡെപ്ത് കാണണം. പ്രഷർ കണ്ടിട്ട് HROGയിൽ കണ്ടിട്ട് H കണ്ടാൽ മതി. അപ്പൊ എങ്ങനെ കാണുക? നമുക്ക് ആദ്യം പ്രഷർ കാണേണ്ടി വരും. അപ്പൊ നമുക്കറിയാം ബൾക്ക് മോഡുലസ് ഈക്വൽ ടു എന്താ? ഡെൽറ്റ PV ബൈ ഡെൽറ്റ B ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രഷർ കാണാൻ എന്തെടുത്താൽ മതി? ബൾക്ക് മോഡുലസ് ഇൻറ്റു ഡെൽറ്റ V ബൈ V ആണ്. ബൾക്ക് മോഡുലസ് എത്ര? 9 × 10⁸ ഇൻറ്റു ഡെൽറ്റ V ബൈ V 0.2% ആണ്. അപ്പൊ അതെത്ര? 0.02% അല്ലെ? അപ്പൊ 0.02 ബൈ 100. അപ്പൊ അതെത്രയായി? 2 × 10⁻⁻4 ആണ് വരിക. അപ്പൊ ഇൻറ്റു 2 × 10⁻⁻4. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. അപ്പൊ 18 × 10⁻4 എന്ന് വരും അല്ലെ? യെസ്. അപ്പൊ നമുക്ക് പ്രഷർ കിട്ടി. ഇനി എങ്ങനെ നമ്മൾ ഹൈറ്റ് കാണുക? P ഈക്വൽ ടു HROG ആണ് അല്ലെ? ഡെൽറ്റ P ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത് രണ്ട് സ്ഥലം നോക്കുമ്പോൾ HROG ആണ് ചേഞ്ച് ഇൻ പ്രഷർ വരിക അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 18 × 10⁻4 ഈക്വൽ ടു, യെസ് കറക്റ്റ്, H ഇൻറ്റു ഡെൻസിറ്റി 10⁻3 ഇൻറ്റു G 10. So this will cancel. So H will be equal to 18 meter. That will be the answer. So this is about mechanical properties of solids. അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. ഓക്കെ, യെസ്. ഫ്ലൂയിഡ്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം ഡെൻസിറ്റിയും പ്രഷറും ഒക്കെ അറിയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ് ഫോഴ്സ് പെർ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് പഠിക്കേണ്ടത് പ്രഷർ ഡെപ്ത് റിലേഷൻ ആണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മളിപ്പോ പറഞ്ഞ സംഭവം തന്നെ, ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഇവിടെ. ഈ ഫ്ലൂയിഡിന്റെ സർഫസിൽ നിന്ന് H ഡെപ്തിലുള്ള ഒരു പോയിന്റ് ആണ് A എങ്കിൽ വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് A? ഈ സർഫസിലെ പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും അല്ലെ? സർഫസിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. H ഹൈറ്റ് ഉണ്ടാക്കുന്ന ഫ്ലൂയിഡ് കോളം റോ ഡെൻസിറ്റി ആണെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രഷർ എന്താ? HROG ആണ് അല്ലെ? അപ്പൊ നമ്മള് ഈ A എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ എത്രയാണ് വരിക? PA
പ്ലസ് എച്ച് റോ ജി അല്ലേ വരിക? അറിയുന്നല്ലേ? ഒരു ആള് സർഫസും ഈ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് വന്നാൽ ഉണ്ടാകുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ബാക്കി പ്രഷർ എന്തുണ്ടാക്കും? എച്ച് ഹൈറ്റ് ഉള്ള ഫ്ലൂയിഡ് കോളം അവിടെ വന്നാൽ പിന്നെ അത് താഴെ എത്ര പ്രഷർ ഉണ്ടാക്കും? എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ ഉണ്ടാക്കും. ദാറ്റ് ഈസ് കോൾഡ് പ്രഷർ ഡെപ്ത് റിലേഷൻ. നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? പി എ പ്ലസ് എച്ച് റോ ജി. ഓക്കെ, യെസ്, പി എ പ്ലസ് എച്ച് റോ ജി, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. ഇനി പാസ്കൽസിലോ നിങ്ങൾക്ക് അറിയാം, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമ്മളൊരു ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എവിടെയെങ്കിലും നമ്മളൊരു പ്രഷർ ആക്ട് ചെയ്താൽ ആ പ്രഷർ അതിന്റെ എല്ലാ ഭാഗത്തോട്ടും ഈക്വലി എന്ത് ചെയ്യപ്പെടും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അറിയാവുന്നല്ലേ? യെസ്, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. അത് വെച്ചിട്ട് നിങ്ങൾ ഹൈഡ്രോളിക് ബ്രേക്കിന്റെ ഇക്വേഷൻ അല്ല നമ്മളെ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഇപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മളൊരു F1 ഫോഴ്സ് കൊടുക്കുകയാണ്, ഇവിടുത്തെ ഏരിയ A1 ആണ്. അതുപോലെ ഇവിടെ ഞാനൊരു F2 ഫോഴ്സ് കൊടുക്കുകയാണ്, ഇവിടുത്തെ ഏരിയ എന്താ? A2 ആണ് അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ F1/A1 ഈക്വൽ ടു എന്തായിരിക്കും? F2/A2 ആയിരിക്കും. അറിയാവുന്നല്ലേ? യെസ്. അഥവാ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറും ഇവിടെ കിട്ടുന്ന മാക്സിമം പ്രഷറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഫോഴ്സും ഇവിടുത്തെ ഏരിയയും തന്നിട്ട് ഇവിടുത്തെ പ്രഷർ കാണാൻ പറയും. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ പ്രഷർ തന്നെ കണ്ടാൽ മതി, ഇവിടുത്തെ പ്രഷർ തന്നെ കണ്ടാൽ മതി. കാരണം രണ്ടോടത്തെ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻ. അഥവാ ഇവിടെ ഉള്ള ഫോഴ്സും ഏരിയയും തന്നിട്ട് ഇവിടെ ഉള്ള പ്രഷർ ചിലപ്പോൾ നിങ്ങളോട് കാണാൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഉള്ള പ്രഷർ തന്നെ കണ്ടാൽ മതി, അതേ പ്രഷറിനെ ഇവിടെ മാക്സിമം ഡെവലപ്പ് ചെയ്യാം അല്ലേ? അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് വരിക. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. ആ ക്വസ്റ്റ്യൻ നോക്കടാ. യെസ്, പ്രഷർ ഇൻ എ റിസർവോയർ ഓഫ് വാട്ടർ ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് അറ്റ് ദ സെയിം ലെവൽ ഓഫ് വാട്ടർ. ശരിയല്ലേ? ഒരേ ലെവലില് എല്ലാ പോയിന്റിലും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് റെസ്റ്റിലുള്ള ഫ്ലൂയിഡ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിൽ എല്ലാ സ്ഥലത്തും എന്താണ്? പ്രഷർ സെയിം ആണ്. ഒരേ ഹൈറ്റിലെല്ലാം എച്ച് റോ ജി തന്നെ കാരണം. അപ്പൊ എച്ച് റോ ജി എച്ച് സെയിം ആയതുകൊണ്ട് ഫുൾ പ്രഷർ സെയിം ആയിരിക്കും. അപ്പൊ അത് ശരിയാണ്. അടുത്തത്, പ്രഷർ അപ്ലൈഡ് ടു എൻക്ലോസ്ഡ് വാട്ടർ. ഒരു അടപ്പിന്റെ ഉള്ളിലുള്ള ഒരു വാട്ടറിൽ നമ്മൾ പ്രഷർ കൊടുത്താൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഈക്വലി. പാസ്കൽസ് ലോ. രണ്ടും ശരിയല്ലേ? യെസ്, കറക്റ്റ്. സി ഇസ് ദ ആൻസർ. അടുത്തത്, യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ദ പ്രഷർ ആക്ടിങ് ഓൺ എ സബ്മറൈൻ ഈസ് 3 × 10⁵ പാസ്കൽ. ഒരു സബ്മറൈനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? 3 × 10⁵ പാസ്കൽ ആണ്. ഓക്കെ, അറ്റ് എ സെർട്ടൈൻ ഡെപ്ത്, ഒരു സെർട്ടൈൻ ഡെപ്തിലുള്ള പ്രഷറാണ്. ഇനി പറയുന്ന നോക്കി, ഇഫ് ദ ഡെപ്ത് ഈസ് ഡബിൾഡ്, നമ്മൾ ആ ഡെപ്ത് എന്താക്കുകയാണ്? ഡബിൾ ആക്കുകയാണ്. ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ പ്രഷർ ആക്ടിങ് ഓൺ സബ്മറൈൻ വുഡ് ബി. എത്ര പ്രഷർ പെർസെന്റേജ് ഇൻക്രീസ് ഉണ്ടാവും? അത് കാണാനുള്ള പരിപാടി എന്താ? പെർസെന്റേജ് ഇൻക്രീസ് P2 - P1 × P1/P1 × 100. ഇതാണ് നമ്മൾ ഇക്വേഷൻ. പക്ഷെ ഇവിടെ P2 കാണണം. P1 എത്ര? ഇനീഷ്യൽ പ്രഷർ 3 × 10⁵ പാസ്കൽ. P2 എത്രടാ വരിക? ഒന്ന് പറയടാ. ഹൈറ്റ് ഡബിൾ ആയാൽ പ്രഷർ എന്താവും? എച്ച് റോ ജി അല്ലേ? ഹൈറ്റ് ഡബിൾ ആയാൽ പ്രഷർ എന്താവും? അപ്പൊ എത്ര വരിക? രണ്ടാമത്തെ പ്രഷർ P2 എത്ര ആവും? ഒന്ന് പറയടാ. രണ്ടാമത്തെ കേസിൽ പ്രഷർ എത്ര ആവും? ഒന്ന് പറയാൻ പറ്റുമോ? അതല്ല, 6 × 10⁵ അല്ല. കാരണം എന്താ? ഡെപ്ത് ആണ് ഡബിൾ ആവുന്നത്. അവിടെ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞ സാധനം അവിടെ ബാക്കിയില്ലേ? അത് ഒഴിവാക്കിയിട്ട് ഡബിൾ എടുക്കണം. അഥവാ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം കേട്ടോ, കറക്റ്റ് ശ്രദ്ധിക്കണം. ഇവിടെ ഇതാണ് നമ്മളെ ആദ്യത്തെ ഡെപ്ത്. ഈ ഡെപ്തിൽ ഇവിടുത്തെ പ്രഷർ ആണ് 3 × 10⁵ പാസ്കൽ. ഇത് ആക്ച്വലി എന്താണ്? P0 + എച്ച് റോ ജി അല്ലേ? ഈ എച്ച് റോ ജി മാത്രമേ ഡബിൾ ആവുള്ളൂ, P0 ഡബിൾ ആവൂല. ഇതാണ് 3 × 10⁵. അപ്പൊ എച്ച് റോ ജി നമുക്ക് എത്രടാ വരിക? 3 × 10⁵ - P0. P0 എത്രയാണ്? 10⁵ അല്ലേ? അല്ലെ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 1.013 × 10⁵ എടുത്താൽ മതി. അപ്പൊ എച്ച് റോ ജി എത്ര? 2 × 10⁵ ആണ്. ഓക്കെ, ഇനി നമ്മോട് പറഞ്ഞെന്താ? ഇവിടുത്തെ ഹൈ ഡെപ്ത് എന്താക്കി? ഡബിൾ ആക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 2 × 10⁵ എന്നുള്ളത് എത്ര ആവും? 4 × 10⁵ പാസ്കൽ ആവും.
അല്ലെ? അപ്പൊ ഈ സമയത്ത് ഇവിടുത്തെ പ്രഷർ എത്ര വരിക ഒന്ന് പറയടാ. ഈ സമയത്ത് ഇവിടെ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രഷർ P2 എത്രയാണ് വരിക? യെസ്, 5 × 10⁵ ആണ് വരിക. എന്താണ് അതിനുള്ള കാരണം? എടാ ഇവിടെ ഈ പറയുന്ന ഹൈറ്റ് ഉണ്ടാക്കുന്ന പ്രഷറാണ് 4 × 10⁵. ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറും ഇല്ലേ? അപ്പൊ അതും കൂടെ ആഡ് ചെയ്യണ്ടേ? അപ്പൊ ഫൈനൽ പ്രഷർ 5 × 10⁵ പാസ്കൽ ആണ്. സംഭവം കത്തിയോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാ? ആ ഫസ്റ്റും രണ്ടാമതും പറഞ്ഞേ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് മനസ്സിലാക്കണോ? അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരലുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആൻസർ കറക്റ്റ് ആയി. ആൻസർ കിട്ടി, ഒന്നും നോക്കാല്ലേ. ഇനി എന്താണ്? P2 - P1 / P1 × 100. അപ്പൊ എത്ര ഇവിടെ? P2 എത്ര? 5 × 10⁵ മൈനസ് 3 × 10⁵ ബൈ ഇനീഷ്യൽ 3 × 10⁵ × 100. അപ്പൊ എന്താ ഇവിടെ? അത് 2 × 10⁵ ബൈ 3 × 10⁵ × 100. So this will cancel. So 200/3%. That is our answer. Yes. Yeah is the answer. 21 നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? 21 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യെസ്, കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് കുറച്ചുകൂടെ സിമ്പിൾ ആണ്. നമ്മൾ കാണുമ്പോൾ ഇത് എന്തൊക്കെയെന്ന് വിചാരിക്കും. 19 ക്വസ്റ്റ്യൻ ആണ്, ഇത് എന്തൊക്കെ പറയണെന്ന് വിചാരിക്കും. പക്ഷെ 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്കി, എ സബ്മറൈൻ എക്സ്പീരിയൻസസ് പ്രഷർ 5 × 10⁵ പാസ്കൽ അറ്റ് എ ഡെപ്ത് ഓഫ് D1 in sea. D1 ഡെപ്തിലുള്ള പ്രഷർ എത്രയാണ്? ഇപ്പൊ സബ്മറൈന്റെ മുകളില് D1 ഡെപ്തിലുള്ള പ്രഷർ എത്ര? 5.05 × 10⁶ പാസ്കൽ ആണ്. ഇത് നമുക്ക് എങ്ങനെ ഇക്വേഷൻ ചെയ്തടാ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് D1 ρg ആണ് എന്തെന്ന് പറഞ്ഞാൽ 5.05 × 10⁶ പാസ്കൽ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത എന്താ പറയുന്നേ? D2 ഡെപ്തിലേക്ക് പോയപ്പോൾ പ്രഷർ എത്രയായി? 8.08 × 10⁶ പാസ്കൽ ആയി. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? P0 + D2 ρg is equal to 8.08 × 10⁶ പാസ്കൽ അല്ലേ? ഇനി നമുക്ക് കാണേണ്ടത് D2 - D1 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്താൽ മതിടാ? റോയും ജി ഒക്കെ നമുക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കൂടി എന്ത് ചെയ്താൽ നമുക്ക് D2 - D1 കിട്ടും? ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ? D2 - D1 കിട്ടാൻ യെസ്, മൈനസ് ചെയ്ത ആൻസർ ആയി. ഇത്രയേ ഉള്ളൂ. യെസ്. അപ്പൊ നോക്കി നിങ്ങൾ, P0 + D2 ρg മൈനസ് ഓഫ് P0 + D1 ρg രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8.08 × 10⁶ മൈനസ് 5.05 × 10⁶ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ എന്ത് പോയി? P0യും ഇതും പോയി. പിന്നെ എന്താ ഉള്ളത്? D2 ρg മൈനസ് D1 ρg is equal to 3.03 × 10⁶ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് റോജി പുറത്തെടുത്താൽ ഇൻറ്റു D2 - D1 is equal to 3.03 × 10⁶. അപ്പൊ എന്തായടാ? D2 - D1 is equal to 3.03 × 10⁶ by ρg. വാട്ടർ അല്ലേ? ഇപ്പൊ 3.03 × 10⁶ by 10⁻³ × 10. ഇപ്പൊ ഇത് 4 ആയി, ബാക്കി 2. അപ്പൊ 303 മീറ്റർ. യെസ്, 300 മീറ്റർ. Approximately അതാണ് ആൻസർ. സോ 300 മീറ്റർ is the answer. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ ഹൈഡ്രോളിക് പ്രസ് ക്യാൻ ലിഫ്റ്റ് 100 കിലോഗ്രാം. ഒരു ഹൈഡ്രോളിക് പ്രസ്സില് നമ്മൾ എത്ര കിലോഗ്രാം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്? 100 കിലോഗ്രാം. വെൻ മാസ് m ഈസ് പ്ലേസ്ഡ് ഓൺ ദ സ്മോളർ പിസ്റ്റൺ. സ്മോളർ പിസ്റ്റൺ നമ്മൾ എത്ര മാസാ പ്ലേസ് ചെയ്യുന്നത്? m മാസ്. ഈ സ്മോളർ പിസ്റ്റണിൽ m മാസ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ലാർജർ പിസ്റ്റണിൽ 100 കിലോഗ്രാം മാസിന് എന്ത് ചെയ്യുന്നുണ്ട്? ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് A1 എടുക്കാം, ഇത് A2 എടുക്കാം. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? mg, നമ്മൾ വെയിറ്റ് എടുക്കണ്ട, അപ്പൊ mg കൺസിഡർ ചെയ്യണം കേട്ടോ. mg/A1 is equal to എന്ത് ചെയ്താം? 100g/A1.
A2. ആ G അറിയില്ലേ, വെയിറ്റ് ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ടുള്ള വെയിറ്റ് ആണ് അവിടെ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. സോ ഇങ്ങനെയാണ് വരിക അല്ലേ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി എന്താ പറയുന്നത്? when the diameter of the larger piston is increased by 4 times. ലാർജർ പിസ്റ്റന്റെ ഡയമീറ്റർ എത്ര ടൈംസ് ആക്കി? 4 ടൈംസ് ആക്കി. അപ്പൊ നമുക്ക് ആ ഫിഗർ ഒന്ന് മാറ്റി വരക്കാം. സോ ലാർജർ പിസ്റ്റന്റെ ഏരിയ 4 ടൈംസ്, അപ്പൊ 4A2 ആക്കി അല്ലെ. അതുപോലെ സ്മോളർ പിസ്റ്റന്റെ ഏരിയ എന്താക്കി? 4 ടൈംസ് ഡിക്രീസ് ചെയ്തു. അപ്പൊ ഇവിടുത്തത് A1/4 ആക്കി അല്ലെ. ഇനി എന്താ പറയുന്നത്? കീപ്പിംഗ് ദ സെയിം മാസ്. ഇവിടെ നമ്മൾ വെക്കുന്നത് സെയിം മാസ് M തന്നെയാണ്. ഇവിടെ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഓൺ ദ സ്മോളർ പിസ്റ്റൺ എത്ര ഇറ്റ് ക്യാൻ ലിഫ്റ്റ് ഡാഷ് കിലോഗ്രാം. അവിടെ പ്രശ്നം ഉണ്ട് കേട്ടോ. ഡയമീറ്റർ ആണ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഏരിയ 16 ടൈംസ് ഇൻക്രീസ് ചെയ്യില്ലേ? സോറി, 16A2 ആവും. ഇത് A1/16 ആവും. കാരണം ഡയമീറ്റർ ആണ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഡയമീറ്റർ 4 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ ഏരിയ 16 ടൈംസ് ഇൻക്രീസ് ആവും, സ്ക്വയർ ടൈംസ്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ്, എത്ര ഫോഴ്സ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഫോഴ്സ്, മാസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഫോഴ്സ് കണ്ടിട്ട് mg ൽ G ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫോഴ്സ് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യടാ? mg/A1/16 is equal to F/16A2 അല്ലേ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഇരിക്കൂടെ? ഇതിനോട് കൊടുന്ന എന്തായി? ഈ 16ഉം ഈ 16ഉം മേലെ ഇവിടെ 16 mg/A1 is equal to F/16A2 ആവും. ഇത് അങ്ങോട്ട് പോയാൽ എന്താവും? F is equal to 16 into 16 A2/A1 into mg എന്നാവും അല്ലെ. യെസ്. ഇനി A2/A1 into mg നമുക്ക് ഇവിടുന്ന് കിട്ടും. കണ്ട, A2/A1 into mg എത്രയാണ്? 100G ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? F is equal to 16 into 16 256 into 100G. ഇനി F എന്താ? mg അല്ലേ. ഇവിടുത്തെ മാസ് അല്ലേ കാണേണ്ടത്. അപ്പൊ mg മാസനല്ലേ കാണേണ്ടത്? യെസ്, കിലോഗ്രാം. യെസ്. അപ്പൊ mg is equal to 256,000 G cancel. So m will be equal എത്ര വരും? 2/600 kilogram. That is the answer. Yes, correct. അടുത്ത് നോക്കടാ. A hydraulic automobile lift is designed to lift vehicles of mass 5,000 kilogram. ഇപ്പൊ നമ്മൾ ഇതിനെ ലിഫ്റ്റ് ചെയ്യുന്ന മാസ് എത്രയാണ്? 5,000 കിലോഗ്രാം ആണ്. അവിടുത്തെ ആ സിലിണ്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് 250 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആക്കാം? 250 into 10⁻⁻⁴ മീറ്റർ സ്ക്വയർ എന്നാക്കാം. ക്വസ്റ്റ്യൻ എന്താ? സ്മോളർ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ആണ് ചോദിക്കുന്നത്. സ്മോളർ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാസ് കൊടുക്കുന്ന പ്രഷർ തന്നെയല്ലേ, കാരണം പാസ്കൽസിൽ വെച്ചിട്ട്. അപ്പൊ ഇവിടുത്തെ പ്രഷർ തന്നെ കണ്ടാൽ മതി. പ്രഷർ ഈക്വൽ എന്ത് ചെയ്താം? 5,000/250 into 10⁻⁻⁴. ഫോഴ്സ് ബൈ അല്ല, 5,000 അല്ല, ഇത് മാസ് ആണ്. അപ്പൊ 50,000 വരും അല്ലേ. യെസ്, ഒരു 0 പോയി. 5,000/25 എന്ന് പറയുമ്പോൾ 200 വരും. അപ്പൊ 200 into 10⁻⁴ ആയി. 2 into 10⁻⁶ ആവും. ആൻസർ വിൽ ബി 2 into 10⁻⁶ പാസ്കൽ. ദാറ്റ് ഈസ് ദ ആൻസർ. ക്ലിയർ? ഓക്കെ. അടുത്തതാണ് പ്രഷർ ഡിഫറൻസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിന്റെ റൊട്ടേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ്. അഥവാ ഇവിടെ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പോയിന്റിലെ പ്രഷർ കാണണം. ഇവിടുത്തെ പ്രഷർ എത്രയാണ്? P1 ആണ്. ഇവിടുത്തെ പ്രഷർ P2 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും, ഇവിടുത്തെ പ്രഷർ കാണാനുള്ള പരിപാടി എന്താണ്? P2. ഈ ഡിസ്റ്റൻസ് എന്താണ്? X ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ P2 is equal to എന്താണ്? ഇവിടുത്തെ പ്രഷർ എടുക്കുക. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിലെ പ്രഷർ എടുക്കുക. P1 പ്ലസ് ഹാഫ് റോ ഒമേഗ സ്ക്വയർ. ഓക്കെ, ഹാഫ് റോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രഷർ എടുക്കുന്നത് P2വിലെ പ്രഷർ ആണ് എടുക്കുന്നത്. ഓക്കെ, പ്രഷർ ഡിഫറൻസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ നമ്മൾ ഹാഫ് റോ ഒമേഗ സ്ക്വയർ ദിസ് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എടുത്താൽ മതി. സോ ദിസ് വിൽ ബി ദ പ്രഷർ ഡിഫറൻസ്.
ഓക്കെ, അപ്പൊ നിങ്ങൾ എടുക്കേണ്ട പരിപാടി എന്താ, ഇവിടുത്തെ പ്രഷറാണ്, ഈ എൻഡിലെ പ്രഷറാണ് കാണണമെങ്കിൽ, എക്സ് ഡിസ്റ്റൻസിലുള്ള എൻഡിലെ പ്രഷറാണ് കാണണമെങ്കിൽ നമ്മൾ ഈ പോയിന്റിലെ പ്രഷർ എടുക്കുക, ദാറ്റ് ഈസ് P1. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പോയിന്റിലെ പ്രഷർ P1 പ്ലസ് ഹാഫ് റോ ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ദ പ്രഷർ ഡിഫറൻസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് ഫ്ലൂയിഡ്. പ്രഷർ ഡിഫറൻസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, യെസ്, ക്ലിയർ, യെസ്. ഇനി നമുക്ക് ഇത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കടാ, 2020 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളെ ഫ്ലൂയിഡ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വെസലിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്, ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. The difference in height h in centimeter of liquid at the center of vessel and at the side of will be. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, ഈ സെന്ററും സൈഡും തമ്മിലുള്ള ഈ ഹൈറ്റിലെ ഡിഫറൻസ് ആണ് നമ്മോട് കാണാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ആദ്യം റൊട്ടേഷന്റെ ഫലമായിട്ട് പ്രഷർ ഡിഫറൻസ് എടുക്കുകയാണ്. ഇവിടുത്തെ പ്രഷർ എന്താ, ഇത് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് ഇല്ല, അപ്പൊ ഇവിടുത്തെ പ്രഷർ PO ആയിരിക്കും, ഇവിടുത്തെ പ്രഷറും PO ആയിരിക്കും അല്ലെ. അപ്പൊ ഈ റൊട്ടേഷന്റെ ഫലമായിട്ട് ഇവിടുത്തെ പ്രഷർ എന്താ വരിക, ഇവിടുത്തെ പ്രഷർ P എടുത്താൽ PO പ്ലസ് ഹാഫ് റോ ഒമേഗ സ്ക്വയർ, എക്സ് എത്രയാണ് 5 സെന്റിമീറ്റർ അല്ലേ റേഡിയസ്, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് 5 ആണ്, 5 സ്ക്വയർ എന്ന് വരും അല്ലേ. യെസ്, ഈ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇവിടുത്തെ പ്രഷർ എടുക്കാം, ഈ ഹൈറ്റ് വെച്ചിട്ട് P is equal to ഇവിടുത്തെ പ്രഷർ തന്നെ P is equal to ഈ ഇവിടെ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട്, അപ്പൊ അവിടുത്തെ പ്രഷർ P0 ആണ് അല്ലെ, പ്ലസ് ഈ ഹൈറ്റ് എത്ര H റോ G, ഹൈറ്റ് വെച്ച് അങ്ങനെയല്ലേ എടുക്കുക. ഇത് രണ്ടും ഈ പോയിന്റിലെ പ്രഷർ അല്ലേ, അത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് എന്താ കിട്ടുക, P0 പ്ലസ് ഹാഫ് റോ ഒമേഗ സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ 25 ഈക്വൽ ടു P0 പ്ലസ് H റോ G. P0 ക്യാൻസൽ ചെയ്തു, പിന്നെ ഇവിടെ റോ ക്യാൻസൽ ചെയ്തു, അപ്പൊ HG ഈക്വൽ ടു എന്ത് വരും, HG ഈക്വൽ ടു ഹാഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 25. അപ്പൊ H ഈക്വൽ ടു എന്തായി, 25 ഒമേഗ സ്ക്വയർ ബൈ 2G. That is the answer. Yes, 25 omega square by 2G. Yes. ഈ ബോയൻസി ഒക്കെ അറിയില്ലേ, ഒരു ബോഡി ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്താൽ അതിന്റെ മുകളിൽ അപ്വാർഡ് ഡയറക്ഷനിൽ ആ ഫ്ലൂയിഡ് കൊടുക്കുന്ന, ഒരു ബോഡി ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് ആ ബോഡിയിൽ കൊടുക്കുന്ന അപ്വാർഡ് ഫോഴ്സിനാണ് എന്ത് വിളിക്കുക, ബോയൻസി എന്ന് വിളിക്കുക. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ബോയിന്റ് ഫോഴ്സ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു V ഇമ്മേഴ്സ്ഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു G. V ഇമ്മേഴ്സ്ഡ് പറഞ്ഞാൽ എത്ര പാർട്ടാണ് ആ ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളത്, അതാണ് V ഇമ്മേഴ്സ്ഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ് എടുക്കേണ്ടത്. ബോയൻസി എടുക്കുമ്പോൾ നിങ്ങൾ ആ ബോഡിന്റെ ഡെൻസിറ്റി അല്ല എടുക്കേണ്ടത്, അത് ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആണെങ്കിൽ വോളിയം ഓഫ് ഇമ്മേഴ്സ്ഡ് നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാം, വോളിയം ഓഫ് ബോഡി എടുക്കാം. ഈ ബോഡി ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആണെങ്കിൽ വോളിയം ഓഫ് ഫ്ലൂയിഡ്, വോളിയം ഓഫ് ഇമ്മേഴ്സ്ഡ് ഈക്വൽ ടു എന്തെന്നെ വരും, ബോഡി ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആയാൽ ഇമ്മേഴ്സ്ഡ് പാർട്ടിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ബോഡിന്റെ വോളിയം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ അറിയില്ല. ഫ്ലൂയിഡ് ഡൈനാമിക്സ് അറിയില്ലേ, ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്തുള്ളതാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അറിയില്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്. എന്താ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇവിടുത്തെ ഏരിയ A1, ഇവിടുത്തെ വെലോസിറ്റി V1, ഇവിടുത്തെ ഏരിയ A2, ഇവിടുത്തെ വെലോസിറ്റി V2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഏരിയൽ വെലോസിറ്റി A1 into V1 is equal to A2 into V2 and AV is called volume flow rate. ഈ വോളിയം ഫ്ലോ റേറ്റ് കാണാൻ പറയുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. സോ A1 V1 is equal to എന്തായിരിക്കും, A2 V2. ഫ്ലോ റേറ്റ് കാണാൻ പറയുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ആ ഏരിയ ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി ആണ്. മനസ്സിലാക്കി വെക്കണം. ഓക്കെ, യെസ്. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ അറിയില്ലേ, എന്താ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ? ഇപ്പൊ നമ്മൾ രണ്ട് റീജിയൻ എടുക്കാം, ദിസ് ഈസ് ദ 2 റീജിയൻ. ഓക്കെ, ഈ റീജിയനിലെ പ്രഷർ P1 ആണ്, ഇവിടുത്തെ വെലോസിറ്റി V1 ആണ്, ഇവിടുത്തെ ഹൈറ്റ് H1 ആണ്, ഇവിടുത്തെ പ്രഷർ P2 ആണ്, വെലോസിറ്റി V2 ആണ്, ഹൈറ്റ് H2 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ അറിയില്ലേ, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 is equal to P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2.
ഓക്കെ, യെസ്. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൈപ്പ് ആണെങ്കിൽ, ഹൊറിസോണ്ടൽ പൈപ്പ് ഫ്ലോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുമ്പോൾ H1 ഈക്വൽ ടു H2O. അപ്പൊ നിങ്ങൾ ഏത് ഇക്വേഷൻ എടുത്താൽ മതി? P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. എച്ചിന്റെ കണ്ടീഷൻ, എച്ചിന്റെ ആ ഭാഗം എടുക്കേണ്ട ആവശ്യമില്ല. അത് എപ്പോഴേ എടുക്കാതെ വെക്കാൻ പറ്റുള്ളൂ? അത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഫ്ലോ ആകുമ്പോൾ മാത്രമാണ്. ഓക്കെ, യെസ്. ഇനി ഇത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. നോക്കടാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? an ideal fluid flow, fluid flow ചെയ്യാണ് through a pipe of non-uniform diameter. നോൺ യൂണിഫോം ആയിട്ടുള്ള ഡയമീറ്റർ ഉള്ള പൈപ്പിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. The maximum and minimum diameters of the pipe is 6.4 centimeter and 4.8 centimeter. അപ്പൊ ഇവിടുത്തെ ഡയമീറ്റർ 6.4 മാക്സിമം, ഇവിടുത്തെ ഡയമീറ്റർ 4.8 സെന്റിമീറ്റർ അല്ലെ. ദ റേഷ്യോ ഓഫ് ദ മിനിമം ആൻഡ് ദ മാക്സിമം വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പൈപ്പ് ഈസ്, മിനിമം ആൻഡ് മാക്സിമം വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പൈപ്പ്, ഫ്ലൂയിഡ് പൈപ്പിലെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ മിനിമം ആൻഡ് മാക്സിമം വെലോസിറ്റിന്റെ റേഷ്യോ ആണ്. എങ്ങനെ ചെയ്യടാ? നമ്മൾ പറഞ്ഞു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. അഥവാ വെലോസിറ്റി എന്ന് പറയുന്നത് ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമ്മളെ ഇക്വേഷൻ ഇതാണ്, V1 ബൈ V2 ഈക്വൽ ടു എന്തായിരിക്കും? A2 ബൈ A1 ആണ്. അത് ഡയമീറ്റർ ആവുമ്പോൾ എന്ത് വരും? D2 ബൈ D1 ഹോൾ സ്ക്വയർ. കാരണം ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസിന്റെ സ്ക്വയർ ആണ് ആർക്ക് ഉണ്ടാവുക? ഏരിയക്ക് ഉണ്ടാവുക അല്ലേ? യെസ്. അപ്പൊ ഇവിടെ നമ്മോട് എന്താ കാണാൻ പറഞ്ഞേ? മിനിമം ടു മാക്സിമം വെലോസിറ്റി ആണ്. മിനിമം ഏതാ? ഇവിടെ നമുക്ക് D1 കൊടുക്കും. ഇവിടുത്തെ വെലോസിറ്റി V1, ഇവിടുത്തെ വെലോസിറ്റി V2. പറയടാ, V1 ആണോ V2 ആണോ മിനിമം? V1 ആണോ V2 ആണോ മിനിമം വെലോസിറ്റി? V1 ആണോ V2 ആണോ മിനിമം വെലോസിറ്റി വരിക? ഏരിയ, യെസ്. കാരണം ഏരിയ കൂടുതലുള്ളിടത്താണ് വെലോസിറ്റി കുറവുണ്ടാവുക. അപ്പോഴാണ് ഏരിയ ഇൻറ്റു വെലോസിറ്റി കോൺസ്റ്റന്റ് വരിക. അപ്പൊ V2 ആണ് മിനിമം. അപ്പൊ നമ്മോട് കാണാൻ പറഞ്ഞ എന്താണ്? V2 ബൈ V1 ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാ? D1 ബൈ D2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഈക്വൽ D1 എത്ര? 4.8 ബൈ D2 എത്ര? 6.4 ഹോൾ സ്ക്വയർ. ഇപ്പൊ എത്ര വരും? 3 വെച്ചല്ല 1.6 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3/4 ഹോൾ സ്ക്വയർ. ആൻസർ ഈസ് 9/16. യെസ്, കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി 750 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ബെർണോളിസ് തിയറി ആണ്. ഇത് ചെയ്യേണ്ട മെത്തേഡ് കറക്റ്റ് മനസ്സിലാക്കണം. എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി, നമ്മളെ ലിക്വിഡിന്റെ ഡെൻസിറ്റി 750 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഫ്ലോ സ്മൂത്ത്ലി ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ്. ഒരു ഹൊറിസോണ്ടൽ പൈപ്പിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഹൈറ്റ് കൺസിഡർ ചെയ്യേണ്ട. ദാറ്റ് ടേപ്പേഴ്സ് പറഞ്ഞാൽ അതിന്റെ ഏരിയ കുറയുന്നുണ്ട്. ഇൻ എ ക്രോസ് സെക്ഷണൽ ഏരിയ ഫ്രം A1 ടു A2 ഈക്വൽ ടു A1 ബൈ A2. ഇപ്പൊ നമുക്ക് ഇതിനൊന്ന് കാണിക്കാം. ഇവിടുത്തെ ഏരിയ A1, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1ന്റെ പകുതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ വെലോസിറ്റി V ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി 2V ആവും. കാരണം എന്താ? ഏരിയ പകുതിയായാൽ വെലോസിറ്റി ഡബിൾ ആവും. ഇൻവേഴ്സ്ലി ആണ് അല്ലെ. ഇപ്പൊ A1 A2 എന്ന് പറയുന്നത് A1ന്റെ പകുതിയായി എന്ന് പറഞ്ഞു. ഇപ്പൊ A2 എന്ന് പറയുന്നത് A1ന്റെ പകുതിയായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ പകുതി ആയോടത്ത് വെലോസിറ്റി എന്തായിട്ടുണ്ടാവും? ഡബിൾ ആയിട്ടുണ്ടാവും. അത് ഓർത്ത് വെക്കട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്താ പറയുന്നത് നോക്കിട്ടോ. The pressure difference between the wide and narrow sections of pipe is 4000 Pascal. അപ്പൊ ഇവിടുത്തെ പ്രഷർ ഞാൻ P1 എടുക്കുകയാണ്, ഇവിടുത്തെ പ്രഷർ ഞാൻ P2 എടുക്കുകയാണ്. ഈ വൈഡിലുള്ള പ്രഷറും ലോവിലുള്ള പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4500 പാസ്കൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ വൈഡ് ഏരിയയിലെയും നാരോ ഏരിയയിലെയും പ്രഷറിലെ ഡിഫറൻസ് എത്രയാണ്? 4500 പാസ്കൽ ആണ്. ഓക്കെ, വൈഡ് ഏരിയയിലും നാരോ ഏരിയയിലുള്ള പ്രഷറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞു? 4500 പാസ്കൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആ രണ്ട് ഏരിയയിലൂടെയും പ്രഷറിന്റെ ഡിഫറൻസ് 4500 പാസ്കൽ ആണ്. അത് അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കാണാൻ പറഞ്ഞ എന്താ? ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ഈസ് എന്ന ക്വസ്റ്റ്യൻ. ലിക്വിഡിന്റെ റേറ്റ് ഓഫ് ഫ്ലോ ആണ് നമ്മോട് കാണാൻ പറഞ്ഞത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് റേറ്റ് ഓഫ് ഫ്ലോ?
റേറ്റ് ഓഫ് ഫ്ലോ കാണാൻ ഞാൻ പറഞ്ഞു ക്യൂസ് ഈക്വൽ ടു എ ഇൻറ്റു വി എന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടുത്തെ A1 ആണ് അറിയാം. ഇവിടുത്തെ വെലോസിറ്റി V കിട്ടിയാൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയി. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കിട്ടണം? വെലോസിറ്റി കിട്ടണം. വെലോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ബെർണോളിസ് തിയറി യൂസ് ചെയ്യേണ്ടി വരും. എങ്ങനെ യൂസ് ചെയ്യുക? ഇവിടുത്തെ പ്രഷർ എന്താ? P1 പ്ലസ് അവിടുത്തെ ഡെൻസിറ്റി ഹാഫ് റോ V1 സ്ക്വയർ ഈക്വൽ ടു വെലോസിറ്റി V അല്ല ഇവിടെ, ഹാഫ് റോ V സ്ക്വയർ ഈക്വൽ ടു അവിടുത്തെ പ്രഷർ P2 പ്ലസ് ഹാഫ് റോ ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി എന്താ? 2V ഹോൾ സ്ക്വയർ അല്ലേ? യെസ്. അപ്പൊ എന്താ ഇവിടെ? P1 പ്ലസ് ഹാഫ് റോ V സ്ക്വയർ ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ 4V സ്ക്വയർ. ഇനി നമുക്ക് V കാണണമെങ്കിൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവിടെ എന്ത് കിട്ടും? P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു 4V സ്ക്വയർ മൈനസ് ഹാഫ് റോ ഇൻറ്റു V സ്ക്വയർ. മോട്ടിവേഷൻ ഓക്കെ തരാം, ലാസ്റ്റ് തരാം. P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു 4V സ്ക്വയറിൽ നിന്ന് ഹാഫ് റോ ഇൻറ്റു V സ്ക്വയർ മൈനസ് ചെയ്താൽ ഹാഫ് റോ ഇൻറ്റു 3V സ്ക്വയർ എന്ന് വരും. അപ്പൊ V സ്ക്വയർ എന്തായടാ? V സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു P1 മൈനസ് P2 ബൈ 3 റോ ആയി. അപ്പൊ V എന്തായടാ? V റൂട്ട് ഓഫ് 2 ഇൻറ്റു P1 മൈനസ് P2 ബൈ 3 റോ ആയി. ഓക്കെ, ആൻസർ ആയി. ഇനി ഇതിൽ വാല്യൂസ് കൊടുത്താൽ മതി. അപ്പൊ എന്തായി? വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു P2 മൈനസ് P1 എത്രയെന്ന് പറഞ്ഞു? പ്രഷർ ഡിഫറൻസ് 4500 ബൈ 3 റോ. 3 ഇൻറ്റു റോ എത്ര? 750 അല്ലേ പറഞ്ഞേ? യെസ്, 3 ഇൻറ്റു റോ 750. അപ്പൊ എത്ര ഇവിടെ? ഇത് ക്യാൻസൽ ചെയ്താൽ 1500 ആവും. ഇത് ക്യാൻസൽ ചെയ്ത് 2 വരും, റൂട്ട് 4. അപ്പൊ V എത്ര ആയി? 2 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പൊ നമ്മുടെ വെലോസിറ്റി എത്ര ആയടാ? 2 മീറ്റർ പെർ സെക്കൻഡ് ആയി. വെലോസിറ്റി നമുക്ക് കിട്ടി. വെലോസിറ്റി അല്ലേ ചോദിച്ചത്, എന്താണ്? ഫ്ലോ റേറ്റ് ആണ്. അപ്പൊ എങ്ങനെ ഫ്ലോ റേറ്റ് കാണാം? ക്യൂസ് ഈക്വൽ ടു AB അല്ലേ? സോ ആൻസർ എന്ത് വരും? ഏരിയ എത്ര നമുക്ക് കിട്ടിയത്? ഇവിടുത്തെ വെലോസിറ്റി അല്ലേ കിട്ടിയത്. അപ്പൊ അവിടുത്തെ ഏരിയന്റെ നിങ്ങൾ ഇവിടുത്തെ ഏരിയന്റെ ഇവിടുത്തെ വെലോസിറ്റി എടുത്താൽ കിട്ടൂല കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഏരിയ എടുക്കുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി തന്നെ എടുക്കണം. ഇവിടുത്തെ ഏരിയ എത്ര? A1 എത്ര? 1.2 ഇൻറ്റു 10⁻² ഇൻറ്റു 2. -3 ഇത് -2 ആയിരിക്കും കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. -2 ആയിരിക്കും അത്, അതാണ് പ്രശ്നം. -2. അപ്പൊ ഇത് എത്ര ആവും? 2.4 ഇൻറ്റു 10⁻² വരും, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇത് -3ന്റെ ടേമിലല്ലേ പറഞ്ഞേ? അപ്പൊ എത്ര ചെയ്താം? 24 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സോ 24 ഈസ് ദ ആൻസർ. എടാ, ആ ക്വസ്റ്റ്യൻസ് പിന്നെയും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങളത് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓർത്ത് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓർമ്മ വരും. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇപ്പൊ എല്ലാം കൂടി ഇങ്ങനെ കേട്ടിട്ട് ഏതാന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ 4 ചാപ്റ്റർ പഠിച്ചില്ലേ, അതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, പേടിക്കണ്ട. നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇത് മര്യാദക്ക് ചെയ്തുകണേക്ക് എന്തായാലും ഓർമ്മ വരും. നിങ്ങൾ കഴിയാവുന്ന സമയത്ത് ഒരു 10 ദിവസം ഉണ്ടല്ലോ, ഈ 10 ദിവസം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്നിടത്ത് കാണാം. അത്ര ആലോചിച്ചിട്ട് ചെയ്യുക, അതാണ് പരിപാടി. കിട്ടും. നിങ്ങൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്ത് അതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കൺസെപ്റ്റുകൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യുക. +1 +2 പോലെ അല്ല നമ്മുടെ JEE മെയിൻ. നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് JEE മെയിൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ തന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. ഓക്കേടാ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ദ ഫിഗർ ഷോസ് എ ലിക്വിഡ് ബീങ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ട്യൂബ് by a piston having area of cross section 2 cm². The area of cross section at the outlet is 10 mm². ആയിരിക്കും. The piston is pushed at a speed of 4 cm/s. Then outgoing fluid flow is. എങ്ങടാ ചെയ്യാം? സിമ്പിൾ ആണ്. ഇവിടെ പിസ്റ്റൺ പുഷ് ചെയ്യുന്ന വെലോസിറ്റി, അപ്പൊ ഇവിടുത്തെ വെലോസിറ്റിയാണ് 4 cm/s തന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടുത്തെ ഏരിയ എത്ര? A1.
2 into 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ബിക്കോസ് സെന്റിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് ഇവിടുത്തെ ഏരിയ എന്താ വരിക? A2 എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ സ്ക്വയർ. അപ്പൊ 10 into 10⁻⁻⁶ മീറ്റർ സ്ക്വയർ ആണ് വരിക A2 അല്ലെ. 10 into 10⁻⁻⁶ മീറ്റർ സ്ക്വയർ ആണ് വരിക. ഓക്കെ, ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? ഇവിടുത്തെ ഏരിയ 2 into 10⁻⁴ into 4 ഈക്വൽ ടു ഇവിടുത്തെ 10 into 10⁻⁶ into V. സോൾവ് ചെയ്ത ആൻസർ ആയി. അപ്പൊ എത്ര വരും? ഇത് പോയാൽ ഇവിടെ -5 വരും, ഇത് പോയാൽ ഇവിടെ -1 വരും. അപ്പൊ ഇത് ഇങ്ങോട്ട് കൊടുത്താൽ എത്രയായി? V ഈക്വൽ മേലെ 2 into 4 8/10⁻⁻⁻1. സോ ആൻസർ എത്ര വരും? 80 cm/s. ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, യെസ്, വെരി കറക്റ്റ്. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ്. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് അറിയില്ലേ? നമ്മളൊരു ടാങ്കിന് ഒരു ഹോൾ ഇട്ടാല് ആ ഹോളിലൂടെ പുറത്തു വരുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് എന്ന് വിളിക്കുക അല്ലെ. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് ഒരു ഓപ്പൺ ടാങ്ക് ആണെങ്കിൽ ഈ ഹൈറ്റ് h ആണെങ്കിൽ, ഓപ്പൺ ടാങ്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഈസ് √2gh എന്ന് പറയാം. ഇത് എപ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ടാങ്ക് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടാങ്ക് ക്ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബെർണോളിസ് തിയറം തന്നെ യൂസ് ചെയ്യണം. അഥവാ അപ്പൊ എങ്ങനെയാ യൂസ് ചെയ്യാം? പോയിസുള്ളി പറഞ്ഞാൽ നമ്മളെ വിസ്കോസിറ്റിന്റെ യൂണിറ്റ് അല്ലേ, നമ്മൾ എത്തും. ഓക്കെ, ആ ഫ്ലൂയിഡ് ഫ്ലോ ആണോ ചോദിച്ചത്? നമ്മളെ മറ്റേ പോയിസുല്ലീസ് ഫോർമുല. അത് കുറച്ച് കാലങ്ങളായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. ഒന്ന് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം അത് നോക്കിയാൽ മതി. കാരണം ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ കാണാറില്ല. പക്ഷെ എന്നാലും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. ഇതാണ് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ്. ഇനി ഇവിടെ വരുന്ന മറ്റൊരു ടൈപ്പ് പ്രോബ്ലം ആണ്. ഇതെന്താ? ക്ലോസ്ഡ് ആയിരിക്കും. ഇതിന്റെ മേലെ എന്തെങ്കിലും മാസ് വെച്ച് എന്ന് പറയും. എന്നിട്ട് ഇതിലൂടെ പുറത്തു വരുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കാണാൻ പറയും. അപ്പൊ എങ്ങനെയാ ചെയ്യാം? ഇവിടെ നമുക്ക് √2gh ചെയ്യാൻ പറ്റൂല. ഇവിടെ നമ്മൾ ബെർണോളിസ് തിയറി യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇത് നിങ്ങളൊരു ഡാറ്റം ലൈൻ ആയിട്ട് എടുക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഹൈറ്റ് നിങ്ങൾ h ആക്കി എടുക്കുക. ഇവിടെ എത്ര പ്രഷർ ഉണ്ടാവും? ഈ m മാസിനെ കൊണ്ട് ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും. അതെങ്ങനെയാ കാണുക? ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഫോഴ്സ് mg ആണ്. ഇതിന്റെ ഇവിടുത്തെ ഏരിയ വന്നിട്ടുണ്ടാവും a. അപ്പൊ അത് ഉണ്ടാക്കുന്ന പ്രഷർ mg/a ആയിരിക്കും. പ്ലസ് ഒരാളും കൂടി അവിടെ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അതാരാ? അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. അപ്പൊ ഈ ടോപ്പിലുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് P0 + mg/a ആയിരിക്കും അല്ലെ. ഇവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? 0. പ്ലസ് ഇവിടേക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. എത്ര ഉണ്ടാവുക? എത്ര ഹൈറ്റിലാണ് ഇത് ഈ സർഫസ്? ρgh ρgh അല്ലെ. h ഹൈറ്റ് ആവുമ്പോ ρgh വരും. ഓക്കെ, യെസ്. ഈക്വൽ ടു, ഇനി ഇവിടെ വരുമ്പോഴോ ഇവിടുത്തെ പ്രഷർ എത്ര വരിക? ഇവിടെ അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്ട് ആയതുകൊണ്ട് P0 പ്ലസ് ഹൈറ്റ് ഇല്ല പക്ഷെ വെലോസിറ്റി ഉണ്ട് ½ ρv². ഇത് സോൾവ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ഈ മേലെ ഒബ്ജക്റ്റ് വെച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ √2gh ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടൂല. √2gh ചെയ്യണമെങ്കിൽ നമ്മൾ സർഫസ് എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇനി നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കടാ. വാട്ടർ ഫ്ലോസ് ഇൻ ടു എ ലാർജ് ടാങ്ക്. എന്ത് ചെയ്യാണ്? ഒരു ലാർജ് ടാങ്കിലേക്ക് ആര് ഫ്ലോ ചെയ്യാണ്? വാട്ടർ ഫ്ലോ ചെയ്യാണ്. ഒരു ലാർജ് ടാങ്കിലേക്ക് ആര് ഫ്ലോ ചെയ്യാണ്? വാട്ടർ ഫ്ലോ ചെയ്യാണ്. എത്ര റേറ്റിലാണ്? ഫ്ലോ റേറ്റ് എത്രയാണ്? 10⁻⁻⁴ m³/s ആണ്. ഓക്കെ, വാട്ടർ ഓൾസോ ലീക്കിംഗ് ഔട്ട് ഓഫ് എ ഹോൾ ഓഫ് ഏരിയ 1 cm². ആ സമയത്ത് നമ്മൾ ഈ പുറത്തിലൂടെ ഏരിയ എത്ര? 1 cm² ഏരിയയിലൂടെ ലിക്വിഡ് പുറത്തു പോകുന്നുണ്ട്. നോക്കൂട്ടോ. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം ഇൻ ദ ടാങ്ക് റിമൈൻ സ്റ്റഡി. ഈ ടാങ്കിന്റെ ഈ ഹൈറ്റ് എന്ത് ചെയ്യണം? സ്റ്റഡി ആവണം. ഓക്കെ, ബോട്ടത്തിലാണ് നമ്മുടെ ഫ്ലൂയിഡ് ഉള്ളത്. സോ നമ്മൾ എന്താണ് പറയുക? ഹോൾ ഉള്ളത് ബോട്ടത്തിലാണ്.
അപ്പൊ ഈ പുറത്തു പോകുന്ന ഫ്ലൂയിഡിന്റെ സമയത്ത് ഇതിന്റെ ഹൈറ്റ് എന്താവണം? സ്റ്റഡി ആവണം. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഹൈറ്റ് സ്റ്റഡി ആവണം എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? അതിലേക്ക് എത്രയാണോ ഫ്ലൂയിഡ് വരുന്നത് അത്രയും ഫ്ലൂയിഡ് അല്ല, ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ ക്യൂ ആണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ഫ്ലോ റേറ്റ് പറഞ്ഞാൽ ക്യൂ അഥവാ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഫ്ലോ റേറ്റ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോ റേറ്റ്. ഓക്കെ, ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഇതിലേക്ക് 10⁻⁻⁴ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഈ ഹൈറ്റിൽ മാറ്റം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ എത്രയാണോ അതിലേക്ക് ഒഴിക്കുന്നത് അത്രയും ഫ്ലൂയിഡ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പുറത്തേക്ക് പോകേണ്ടത്. മനസ്സിലായോ? ഇതിലേക്ക് എത്ര ഫ്ലൂയിഡ് ആണോ ഒഴിക്കേണ്ടത് അത്രയും ഫ്ലൂയിഡ് ആണ് ഇതിന് എന്ത് ചെയ്യേണ്ടത്? പുറത്തു വരേണ്ടത്. അപ്പൊ ഈ ഒഴിക്കുന്ന ഫ്ലൂയിഡ് ഫ്ലോ റേറ്റ് തന്നെക്കാരം ഈ ഹോളിലൂടെ പുറത്തു വരുന്നത്. അപ്പൊ ഈ ഹോളിലൂടെ പുറത്തു വരുന്ന ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ഹോളിലൂടെ പുറത്തു വരുന്ന ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇതിലൂടെയുള്ള വെലോസിറ്റി കാണാം. ഇതിൽ ഏരിയ വന്നിട്ടുണ്ട്, ആ വെലോസിറ്റി വെച്ച് √2gh വെച്ചിട്ട് ഹൈറ്റ് കാണാം. അതാണ് നമ്മളെ പരിപാടി. അപ്പൊ എങ്ങനെ നമുക്ക് വെലോസിറ്റി കാണാം? ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഈ ഫ്ലോ റേറ്റ്. ഏരിയ 1 cm² എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി ആണ് എത്ര? ഫ്ലോ റേറ്റ് ആയിട്ടുള്ള 10⁻⁻⁴. അപ്പൊ അത് ക്യാൻസൽ ആയി. അപ്പൊ v ഈക്വൽ എത്ര ആയി? 1 ആയി. v ഈക്വൽ ടു 1 ആണെങ്കിൽ v എന്താ? √2gh. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്താം? 2gh ഈക്വൽ ടു 1. അപ്പൊ h ഈക്വൽ ടു എന്താ? 1/2g അഥവാ 1/2 × 10 അഥവാ 1/20 0.05 മീറ്റർ. സെന്റിമീറ്ററിലാണ്. അപ്പൊ എത്ര വരും? 0.05 × 100. സോ ആൻസർ ഈസ് 5 cm. കാരണം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 cm ആണ്. സോ ആൻസർ വിൽ ബി 5 cm ആയിരിക്കും. ഓക്കെ, 3 മണിയിലെ ഇനി ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ടാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ലാർജ് ടാങ്ക് ഈസ് 0.5 മീറ്റർ സ്ക്വയർ. അപ്പൊ ലാർജ് ടാങ്കിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 0.5 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 0.5 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇറ്റ് ഹാസ് എ നാരോ ഓപ്പണിംഗ് നിയർ ദ ബോട്ടം ഹാവിംഗ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 cm². ഇതിന്റെ താഴത്ത് ഒരു ഹോൾ ഉണ്ട് ബോട്ടത്തില്. ഓക്കെ, അത് തന്നിട്ടുണ്ട്. ഇനി എ ലോഡ് ഓഫ് 25 kg ഈസ് അപ്ലൈഡ് ഓൺ ദ വാട്ടർ അറ്റ് ദ ടോപ്പ് ഇൻ ദ ടാങ്ക്. ടാങ്കിന്റെ ടോപ്പില് നമ്മൾ എത്ര കിലോഗ്രാം ഉള്ള ബോഡിനെ വെക്കുന്നുണ്ട്? 25 kg ഉള്ള ബോഡിയെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 25 kg ഉള്ള ബോഡിയെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈസ് അപ്ലൈഡ് ഓൺ ദ വാട്ടർ അറ്റ് ദ ടോപ്പ് ഇൻ ദ ടാങ്ക്. നെഗ്ലെക്റ്റിംഗ് ദ സ്പീഡ് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക്, the velocity of water coming out of the opening at the time when the height of level in the tank is 40 cm above the bottom. അഥവാ ടോപ്പിൽ നിന്ന് 40 സെന്റിമീറ്ററിലാണ് നമ്മളെ ടാങ്കിന്റെ എന്തുള്ളത്? ഹോൾ ഉള്ളത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ എത്ര സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യാം? നേരത്തെ നമുക്ക് √2gh എടുക്കാൻ പറ്റൂല, കാരണം ഹൈറ്റ് എന്തല്ല, ഓപ്പൺ ടാങ്ക് അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ ടോപ്പില് എത്ര പ്രഷർ ഉണ്ടാവും? P0 ഉണ്ടാവും. പ്ലസ് ഈ 25 kg കൊടുക്കുന്ന പ്രഷറും ഉണ്ടാവും. അപ്പൊ ഈ ടോപ്പിലെ എന്ത് നമ്മൾ കൺസിഡർ ചെയ്യാണ്? ബെർണോളിസ് തിയറം കൺസിഡർ ചെയ്താൽ അവിടെ എന്ത് വരും? P0 പ്ലസ് ഇവിടെ ഇതിന്റെ മാസ് ബൈ ഫോഴ്സ് ബൈ ഏരിയ എടുത്താലാണ് അത് ഉണ്ടാക്കുന്ന പ്രഷർ കിട്ടുക. അത് എത്ര വരും? 250 ആണ് വെയിറ്റ്. ബൈ ഏരിയ എത്ര? 0.5 പ്ലസ് ρgh. അപ്പൊ 10⁻³ വാട്ടർ അല്ലേ? വാട്ടർ ലെവലില് വാട്ടർ ആണ്. യെസ്. അപ്പൊ 10⁻³ ഇൻറ്റു g 10 ഇൻറ്റു ഹൈറ്റ് 40 ഇൻറ്റു 10⁻⁻².
അല്ലെ? കാരണം എന്താ? സെന്റിമീറ്റർ ആയതുകൊണ്ടാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇനി ഇവിടുത്തത് എടുക്കണ്ടേ ബെർണോളിസ് തിയറം. ഇവിടെ നോക്കൂ, ഇവിടെ ആരുമായിട്ട് കോണ്ടാക്ട് അറ്റ്മോസ്ഫിയർ, അപ്പൊ അവിടുത്തെ പ്രഷർ P0 പ്ലസ് ഇവിടെ ഹൈറ്റ് ഇല്ല, സർഫസിന്റെ താഴെയാണ്, അപ്പൊ പിന്നെ ഹൈറ്റ് വേണ്ട. പക്ഷെ എന്തുണ്ട്? വെലോസിറ്റി ഉണ്ട്, പുറത്തു വരുന്ന വെലോസിറ്റിയെ കാണണ്ട. അപ്പൊ അതെങ്ങനെ കാണുക? ഹാഫ് റോ വി സ്ക്വയർ. അപ്പൊ ഹാഫ് ഇൻറ്റു 10⁻³ ഇൻറ്റു വി സ്ക്വയർ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. P0 ഇവിടെ ക്യാൻസൽ ചെയ്യാം അല്ലെ? -2 ഈ രണ്ട് സീറോയും ക്യാൻസൽ ചെയ്യാം. ഇത് നമുക്ക് 2500/5 ദാറ്റ് ഈസ് 500 എന്ന് എഴുതാം അല്ലെ? 2500/5 എന്ന് വരും. അത് 500 ആയി. സോ നമുക്ക് ആൻസർ എത്ര വരും? 500 പ്ലസ് ഇതെത്ര ആവും? 4000. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര ഉണ്ട്? 1000/2 500 വി സ്ക്വയർ എന്നുണ്ട്. അപ്പൊ ആൻസർ എന്തായടാ? 500 വി സ്ക്വയർ ഈക്വൽ ടു 4500 ആയി. അപ്പൊ വി സ്ക്വയർ എന്തായി? 4500/500. അപ്പൊ എത്രയായി? 45/5 9. അപ്പൊ വി എത്രയടാ? 3 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇത് മീറ്റർ പെർ സെക്കൻഡ്, നമ്മൾ എല്ലാ വാല്യൂസും SI യൂണിറ്റിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ചോയ്സ് എന്തിലാ? സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് കാണേണ്ടത്. 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മീറ്ററിനെ സെന്റിമീറ്റർക്ക് മാറ്റാൻ 100. അപ്പൊ എത്ര വരും? 300 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. So answer will be 300 centimeter per second. So that will be our answer. Okay. ഇനി വിസ്കോസിറ്റി ഫോഴ്സ് അറിയില്ലേ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ഓപ്പോസിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് വിസ്കസ് ഫോഴ്സ്? Viscous force equal to eta A into delta V by delta X, where eta is called coefficient of എന്താണ്? വിസ്കോസിറ്റി ആണ്. ഓക്കെ, ഈറ്റന്റെ ഇക്വേഷൻ യൂണിറ്റ് എന്താ? പോയിസ്. പോയിസുള്ളി. ഓക്കെ, ഓർത്ത് വെക്കുക. ഈ ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇതൊരു ഫ്ലൂയിഡ് ആണെങ്കിൽ, ഇതിപ്പോ ഒരു റിവർ ആണെങ്കിൽ, റിവറിന്റെ ടോപ്പിലെ വെലോസിറ്റി വി ആയിരിക്കും. എപ്പോഴും റിവറിന്റെ താഴത്തെ വെലോസിറ്റി, റിവറിന്റെ താഴെ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലൂയിഡ് എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. ബോട്ടം വെലോസിറ്റി ഓഫ് റിവർ ഈക്വൽ ടു എന്താണ്? റിവർ ഫ്ലോ ഈക്വൽ ടു 0 ആണ്. ഇനി റിവറിന്റെ ഡെപ്ത് എത്രയെന്ന് എഴുതുക? H ആണെന്ന് എഴുതുക. ഈ ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എന്താണ്? വി ബൈ എച്ച് ആണ്. അപ്പൊ ഡെപ്ത് ഓഫ് ദ ഫ്ലൂയിഡ്. ഈ ടോപ്പിലെ വെലോസിറ്റി ബൈ എന്താണ്? ഡെപ്ത് ഓഫ് ദ ഫ്ലൂയിഡ് ആണ് ആക്ച്വലി എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ്. ഫ്ലൂയിഡിന്റെ കേസിൽ, നമ്മുടെ റിവറിന്റെ കേസിൽ ഇനി ഡിഫറൻസ് ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇവിടുത്തെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടുത്തെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 1 മീറ്ററും ആണെങ്കിൽ വാട്ട് ഈസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ്? ഡിഫറൻസ് ഇൻ വെലോസിറ്റി എത്ര? 5. 10 - 5 5 ബൈ ഹൈറ്റ് എത്ര? 1. അപ്പൊ ആൻസർ 5 ആണ് വരിക അല്ലേ? യെസ്. ഇത് നോക്കടാ. ദ വെലോസിറ്റി ഓഫ് അപ്പർ ലെയർ ഓഫ് വാട്ടർ ഇൻ എ റിവർ ഈസ് 36 km/h. ഒരു റിവർ ഉണ്ട്, റിവറിന്റെ അപ്പർ ലെവലിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 36 km/h ആണ്. നമുക്ക് മീറ്റർക്ക് മാറ്റേണ്ടി വരും. 36 × 5/18 ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? യെസ്. ഷിയറിംഗ് സ്ട്രെസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ലേയേഴ്സ് ഓഫ് വാട്ടർ ഈസ് 10⁻³ Nm/m². എന്താണ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാല്? ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ? ഇവിടെ തന്നിട്ടുള്ളത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. എത്രയെന്ന് പറഞ്ഞത്? 10⁻³ Nm/m. ദ ഡെപ്ത് ഓഫ് റിവർ ഈസ് ഡാഷ് മീറ്റർ. റിവറിന്റെ ഡെപ്ത് കാണേണ്ടത്. നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി 10⁻² ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ കാണുക? ഫോഴ്സ് ഈക്വൽ ടു എന്താ? ഈറ്റ എ ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ് ആണ്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ഡെൽറ്റ എക്സ്, ഈ സാധനം നമ്മൾ പറഞ്ഞു റിവറിന്റെ കേസിൽ വി ബൈ എച്ച് ആണ്. ഈ എച്ച് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? എഫ് ഈക്വൽ ടു ഈറ്റ എ ഇൻറ്റു വി ബൈ എച്ച്. ഇപ്പൊ എച്ച് കാണാൻ എച്ച് ഈക്വൽ ടു ഈറ്റ എ വി ബൈ എഫ്. ഓക്കെ, ഈ ഫോഴ്സ് ബൈ ഏരിയ ആണ് ഷിയർ സ്ട്രെസ്, ദാറ്റ് ഈസ് 10⁻³ അപ്പൊ എ ബൈ എഫ് എത്ര വരും? 10⁻³ ഇനി വാല്യൂ കൊടുക്കുക. ഈറ്റ എത്ര? 10⁻² അല്ലെ? ഈറ്റ ഈസ് 10⁻² ഇൻറ്റു പിന്നെ എന്താ ഉള്ളത്? എ ബൈ എഫ് 10⁻³ ഇൻറ്റു വെലോസിറ്റി എത്ര? 10. അപ്പൊ ഇത് 10⁻⁻4. തെറ്റിയോ?
സോറി, ആ അത് ഹവർ ആണ് അല്ലേ? ആ km/h ആണ്. ഇത് -3 ആയിരിക്കടാ. നല്ല ആൻസർ കിട്ടുള്ളൂ. 10⁻³ ആയിരിക്കും. ഇത് മാറിപ്പോയതായിരിക്കും. അപ്പൊ ഇവിടെ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന എത്രയാണ്? ഷിയർ സ്ട്രെസ് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ എത്രയാണ്? 10⁻³ ആണ്. അപ്പൊ നമ്മൾ ഫോഴ്സ് ഈക്വൽ എന്താ? ηA × V/h ആണ്. അപ്പൊ h എത്ര വരും? ηA V/f വരും അല്ലെ? അപ്പൊ എന്ത് വരും? η10⁻² × A/f എത്രയാണ്? 10⁻³ കാരണം f/a 10⁻³ ആണ് × V 10. അപ്പൊ ഇത് 10⁻² ആവും. ദാറ്റ് ഈസ് 100 മീറ്റർ. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, യെസ്. അടുത്താണ് സ്റ്റോക്സ് ഇക്വേഷൻ. നിങ്ങൾക്കറിയാം എന്താണ്? ഒരു ലിക്വിഡിന്റെ ഇൻസൈഡിലാണ് ഒരു ഫ്ലൂയിഡ്, അല്ല ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിലാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനാണ് എന്ത് വിളിക്കുക? നമ്മുടെ എന്താണ് പറയാ, ആ വിസ്കസ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് സ്റ്റോക്സ് ഇക്വേഷൻ. നിങ്ങൾക്കറിയാം സ്റ്റോക്സ് ഇക്വേഷൻ FV = എന്താ? 6π∗RV എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? 6π∗RV. ഓക്കെ, യെസ്. അടുത്താണ് ടെർമിനൽ വെലോസിറ്റി. യെസ് കറക്റ്റ്, 6π∗RV. അതാണ് ടെർമിനൽ വെലോസിറ്റി. എന്താ അറിയില്ലേ? അത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഒരു ഒബ്ജക്റ്റ് മേലെന്ന് താഴത്തേക്ക് വീഴുമ്പോൾ അതിന്റെ താഴേക്കുള്ള ഫോഴ്സ്, ഒരു ബോഡി ഒരു ലിക്വിഡില് ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൽ ഒരു ബോഡി താഴത്തേക്ക് വീഴുമ്പോൾ ഇതിന് താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലെ? മുകളിലേക്ക് എന്തൊക്കെ ഉണ്ടാവും? ബോയൻസി ഉണ്ടാവും. ഇത് താഴത്തേക്ക് വീഴുന്നതുകൊണ്ട് ഫ്രിക്ഷൻ അതിനെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ വിസ്കസ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. ഓക്കെ, ഇത് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനീഷ്യലി അത് റെസ്റ്റിലാണ്. അത് താഴത്തേക്ക് വരും തോറും അതിന്റെ വെലോസിറ്റി കൂടാൻ തുടങ്ങും. ഈ വെലോസിറ്റി കൂടുമ്പോൾ 6π∗RV എന്നാണ് നമ്മൾ എന്തിന്റെ ഇക്വേഷൻ? വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള നിങ്ങൾ നോക്കണം. ഇവിടെ ഡൗൺവേർഡ് ഫോഴ്സ് എത്ര വരിക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വരിക. അപ്വേർഡ് ഫോഴ്സ് എത്രയാണ് വരിക? ബോയൻസി പ്ലസ് വിസ്കസ് ഫോഴ്സ് ആണ് വരിക അല്ലെ? ഡൗൺവേർഡ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വരിക. അപ്വേർഡ് ഫോഴ്സ് എന്താ വരിക? ബോയൻസി പ്ലസ് വിസ്കസ് ഫോഴ്സ് ആണ് വരിക അല്ലെ? ഡൗൺവേർഡ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബോയൻസി പ്ലസ് വിസ്കസ് ഫോഴ്സ് ആണ് വരിക അല്ലെ? യെസ്. അപ്പോ ഇനീഷ്യലി വിസ്കസ് ഫോഴ്സ് 0 ആയിരിക്കും. കാരണം എന്താ? വെലോസിറ്റി ഇല്ല. ഡ്രോപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് താഴത്തേക്ക് വരും തോറും എന്ത് സംഭവിക്കാൻ തുടങ്ങും? അതിന്റെ വെലോസിറ്റി കൂടാൻ തുടങ്ങും. വെലോസിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കൂടാൻ തുടങ്ങും? വിസ്കസ് ഫോഴ്സ് കൂടാൻ തുടങ്ങും. അഥവാ മുകളിലേക്കുള്ള ഫോഴ്സ് കൂടാൻ തുടങ്ങും. അതല്ലേ വിസ്കസ് ഫോഴ്സ് ഉള്ളത്? അങ്ങനെ കൂടി 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 അവസാനം എന്തെത്തും? ഈ മുകളിലേക്കുള്ള ബൊയൻസി പ്ലസ് വിസ്കസ് ഫോഴ്സും താഴേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്താവും? ഈക്വൽ ആവും. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ മേളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്താവും? 0. അതിന്റെ ആക്സിലറേഷൻ എന്താവും? 0. അതിനുശേഷം പിന്നെ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. ആ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണത് ടെർമിനൽ വെലോസിറ്റി. ഇത് ടെർമിനൽ വെലോസിറ്റി അഥവാ കോൺസ്റ്റന്റ് വെലോസിറ്റി റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ബോയൻസി പ്ലസ് വിസ്കസ് ഫോഴ്സും താഴേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. അതാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കണ്ടീഷൻ. അഥവാ ഇത് ടെർമിനൽ വെലോസിറ്റി റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിസ്കസ് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൈനസ് എന്തെടുത്താൽ മതി? ബോയൻസി എടുത്താൽ മതി. ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. നമ്മൾ ഓരോന്നിന്റെ ഇക്വേഷനുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? 6π∗RV അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ? മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു G അല്ലെങ്കിൽ വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബോഡി ഇൻറ്റു G അല്ലെങ്കിൽ 4/3πr³ ഇൻറ്റു ρg എന്നൊക്കെ എഴുതാം. നിങ്ങൾ ഡെറിവേഷൻ ഒക്കെ ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബോയൻസി എങ്ങനെ കാണുക? വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു G. നമ്മൾ പറഞ്ഞില്ല അവിടെ ബോയൻസി എടുക്കുമ്പോൾ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ടെർമിനൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ? 2/9 r² G into ρ minus sigma. This is the equation. Eta എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ബോഡി,
ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. റോ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഓഫ് ബോഡി. സിഗ്മ എന്താ? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി നെഗ്ലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സിഗ്മ ഒഴിവാക്കാം. ഫ്ലൂയിഡ് ഡെൻസിറ്റി നെഗ്ലിജിബിൾ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ സിഗ്മ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്. ഇനി നോക്കടാ, ക്വസ്റ്റ്യൻ നോക്കടാ. ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സ്മോൾ ബോൾ ഓഫ് മാസ് ക്യാപിറ്റൽ എം. ഒരു സ്മോൾ ബോൾ ഉണ്ട്, അതിന്റെ മാസ് എത്ര? ക്യാപിറ്റൽ എം. ആൻഡ് ഡെൻസിറ്റി റോ. ബോഡിന്റെ ഡെൻസിറ്റി റോ ആണ്. ഈസ് ഡ്രോപ്ഡ് ഇൻ എ വിസ്കസ് ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി റോ 0. അതെന്ത് ചെയ്യാണ്? ഒരു വിസ്കസ് ഫ്ലൂയിഡിൽ താഴേക്ക് വീയാണ്. അതിന്റെ ഡെൻസിറ്റി അവിടെ നമുക്കൊരു 3.5 ആകുമ്പോൾ നിർത്താം. അതുവരെ പോകുന്ന മാക്സിമം എടുക്കുക. ബാക്കി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് ഇതൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, യെസ്. 3.5 വരെ നമുക്ക് മാക്സിമം പോവാം. ഒരു സ്മോൾ ബോളിന്റെ മാസ് എം ആണ്, അതിന്റെ ഡെൻസിറ്റി റോ ആണ്. അതെന്ത് ചെയ്യാണ്? ഒരു വിസ്കസ് ലിക്വിഡ് റോ 0 എന്ന് പറയുന്ന ഡെൻസിറ്റി ഉള്ള വിസ്കസ് ലിക്വിഡിലെ താഴേക്ക് വരികയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബോൾ എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിൽ ഡെവലപ്പ് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ കോൺസ്റ്റന്റ് വെലോസിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വിസ്കസ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പറഞ്ഞു? എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൈനസ് ബോയിൻസി ആണ് അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ എങ്ങനെ കാണുക? മാസ് ഓഫ് ബോഡി ഇൻറ്റു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി. അതല്ലേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മൈനസ് ബോയിൻസി എങ്ങനെ കാണുക? വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. എത്ര? റോ 0 ഇൻറ്റു ജി അല്ലേ? ക്ലിയർ അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണാൻ മാസ് ഓഫ് ബോഡി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, പക്ഷെ ബോയൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് ദ ബോഡി, കാരണം ഫുള്ളി ഇമേഴ്സ്ഡ് ആണ്, ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലേ? ഇനി നമുക്ക് വോളിയം ഓഫ് ദ ബോഡി കാണണം. ഇവിടെ ആൻസർ അതിലില്ല. അപ്പൊ ഈ മാസിലേക്ക് ഈ വോളിയം ഓഫ് ബോഡിയെ കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാ നിങ്ങൾ പഠിക്കുക? നിങ്ങൾക്ക് അറിയാം എന്താണ്? മാസ് ഈക്വൽ ടു എന്താ? മാസ് ഓഫ് ബോഡി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡെൻസിറ്റി ഓഫ് ബോഡി ഇൻറ്റു വോളിയം ഓഫ് ബോഡി. മാസ് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയാണ്. അപ്പൊ മാസ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ബോഡി ഇൻറ്റു വോളിയം ഓഫ് ബോഡി, കാരണം ഡെൻസിറ്റി ഈസ് ഈക്വൽ മാസ് ബൈ വോളിയം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വോളിയത്തിന് പകരം എങ്ങനെ എഴുതാം? മാസ് ബൈ ഡെൻസിറ്റി ഓഫ് ബോഡി എന്ന് എഴുതാം അല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ ഇവിടെ? വിസ്കസ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു എം ജി മൈനസ് വി റോ 0 ജി. വിക്ക് നമുക്ക് എം ബൈ റോ എന്ന് കൊടുക്കാം, മാസ് ബൈ ഡെൻസിറ്റി അല്ലെ, ഇൻറ്റു റോ 0 ഇൻറ്റു ജി. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ എം ജി പുറത്തെടുക്കാം. പുറത്തെടുത്താൽ ഇവിടെ 1 വരും, മൈനസ് ഇവിടെ എന്ത് വരും? റോ 0 ബൈ റോ എന്ന് വരും. ദാറ്റ് ഈസ് ദ ആൻസർ. 1 മൈനസ് റോ 0 ബൈ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതി. വാല്യൂസ് ആഡ് ചെയ്യാനേ ഉള്ളൂ. എന്താ പറയുന്നത് ഇവിടെ? വാട്ടർ ഡ്രോപ്പിന്റെ റേഡിയസ് 1 മൈക്രോമീറ്റർ തന്നിട്ടുണ്ട്. റേഡിയസ് 1 മൈക്രോമീറ്റർ, 1 × 10⁻⁻6 മീറ്റർ. വേർ എഫക്ട് ഓഫ് ബോയൻ ഫോഴ്സ് ഈസ് നെഗ്ലിജിബിൾ. ബോയൻ ഫോഴ്സ് നെഗ്ലിജിബിൾ ആന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് നെഗ്ലിജിബിൾ ആണെന്ന് അർത്ഥം അല്ലെ? ബോയൻ ഫോഴ്സ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് നെഗ്ലിജിബിൾ ആണെന്നാണ് അർത്ഥം അല്ലെ? നമ്മൾ പറഞ്ഞു ബോയൻസി ആക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ മുകളിൽ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കണം. ഈ ബോയൻ ഫോഴ്സ് നെഗ്ലിജിബിൾ ആന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ? സിഗ്മ വിൽ ബി ടേക്കൺ ആസ് 0. റോ അല്ല, സിഗ്മ. സിഗ്മ വിൽ ബി ടേക്കൺ ആസ് 0. ഓക്കെ, യെസ്. അപ്പൊ എങ്ങനെയാ ചെയ്യാ? സിഗ്മ 0 ആയി. ഇനി നോക്കൂ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി തന്നിട്ടുണ്ട് ഈറ്റ 1.8 × 10⁻⁻5. ഡെൻസിറ്റി is compared to that of water. Okay, density is negligible. Air and its density is negligible are compared to water is 10⁻⁶ gram per meter cube. ഓക്കെ, അപ്പൊ അതിന്റെ ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ലിക്വിഡിന്റെ ഡെൻസിറ്റി പറയുന്നത് ബോയിൻ ഫോഴ്സ് എന്താണ്? വാട്ടർ ഡ്രോപ്പ്. ഇവിടെ താഴത്തേക്ക് വരുന്നത് വാട്ടർ ഡ്രോപ്പ് ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്ര? ഇതിന്റെ ഡെൻസിറ്റി ഓൾറെഡി ഇവിടെ പറഞ്ഞു, ഡെൻസിറ്റി നെഗ്ലിജിബിൾ ആണ്.
നമ്മൾ ആ താഴത്തേക്ക് വീഴുന്ന ആളാരാണ്? വാട്ടർ ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ബോഡി ആരാ? ഡ്രോപ്പ് ആരാ? വാട്ടർ ആണ്. അപ്പൊ ബോഡിന്റെ ഡെൻസിറ്റി എത്ര വരിക? 10⁻³ ആണ് വരിക. ഓക്കെ, റോ വിൽ ബി 10⁻³ വരും. ഓക്കെ, ദെൻ ജി നിങ്ങൾക്ക് അറിയാം, ഒക്കെ കിട്ടി, 10 വന്നു. ഇനി എന്താ ഇക്വേഷൻ? നമ്മൾ ഇക്വേഷൻ എന്താ? ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ 2/9 ഈറ്റ r² g ഇൻറ്റു റോ മൈനസ് സിഗ്മ. വേണ്ട, സിഗ്മ 0 ആണ്, ബൈ. അതന്നെ ആൻസർ. ഇതിൽ വാല്യൂസ് കൊടുത്താൽ ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിടാ. ഓക്കെ, യെസ്. ടെർമിനൽ വെലോസിറ്റി റേഡിയസുമായിട്ട് എങ്ങനെ പ്രൊപ്പോർഷണൽ? r² ആണ് അല്ലേ? യെസ്. അടുത്ത് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കൂട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നോക്കി, എ സ്ഫെറിക്കൽ സോളിഡ് ബോൾ ഓഫ് വോളിയം വി, ഒരു സോളിഡ് ബോൾ ഓഫ് വോളിയം വി മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ഓഫ് ഡെൻസിറ്റി ρ1, ബോഡിന്റെ ഡെൻസിറ്റി ρ1 ആണ്. ഫാളിംഗ് ത്രൂ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി ρ2, അത് ഫാൾ ചെയ്യുന്നത് ρ2 ഡെൻസിറ്റി ഉള്ള ലിക്വിഡിലാണ്. ഓക്കെ, അസ്യൂം ദാറ്റ് ലിക്വിഡ് അപ്ലൈസ് എ വിസ്കസ് ഫോഴ്സ് ഓൺ ദ ബോൾ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് സ്പീഡ്, അഥവാ വിസ്കസ് ഫോഴ്സ് ഈക്വൽ -kv² ആണ്. അഥവാ ഇവിടെ വിസ്കസ് ഫോഴ്സ് നിങ്ങൾ 6π∗rv എടുക്കാൻ പാടില്ല. എന്താണ്? kv² എടുക്കാൻ പാടുള്ളൂ. മൈനസ് എന്താ ഉദ്ദേശിക്കുന്നത്? അത് താഴേക്ക് വീഴുമ്പോ ഫോഴ്സ് മേലേക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെർമിനൽ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? ഞാൻ പറഞ്ഞു, ടെർമിനൽ വെലോസിറ്റി റീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മളെ കണ്ടീഷൻ എന്താ? വിസ്കസ് ഫോഴ്സ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൈനസ് ബോയൻസി ആണ് അല്ലെ? നമ്മൾ സാധാരണ വിസ്കസ് ഫോഴ്സിന് എന്താ ഇക്വേഷൻ കൊടുക്കല്? 6π∗rv ആണ്. പക്ഷെ ഇവിടെ അത് പറ്റൂല, കാരണം ഇവിടെ വിസ്കസ് ഫോഴ്സ് ഇതാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ വിസ്കസ് ഫോഴ്സിന് എന്താ കൊടുക്കേണ്ടത്? kv² എന്നാണ് കൊടുക്കേണ്ടത്. ഈക്വൽ ടു, അടുത്തത് fg, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg അല്ലെ, മൈനസ് ബോയൻസി v ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ρ2 ഇൻറ്റു g അല്ലെ. ചോയ്സ് എന്തിലാ? വോളിയത്തിന്റെ ടേമിലാ ചോയ്സ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ മാറ്റും? മാസ് ഓഫ് ബോഡി അല്ലേ, ബോഡിന്റെ മാസ് ആവുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബോഡി, അഥവാ അത് v ρ1 ആണ്. അപ്പൊ എന്ത് കിട്ടും? kv² ഈക്വൽ ടു v ρ1g മൈനസ് v ρ2g എന്ന് വരും അല്ലെ. അപ്പൊ v² എന്താ? ഇവിടെ vg പുറത്തെടുത്താൽ ρ1 മൈനസ് ρ2 ബൈ k എന്ന് വരും. അപ്പൊ v എന്താ? ഇവിടെ റൂട്ട് ഓഫ് vg ഇൻറ്റു ρ1 മൈനസ് ρ2 ബൈ k എന്ന് വരും. യെസ്, ദാറ്റ് ഈസ് ദ ആൻസർ. vg ഇൻറ്റു ρ1 മൈനസ് ρ2 ബൈ k. ഓക്കെ, യെസ്, ഇത്രയും മതിയിടാം. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞുതരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലുള്ള സർഫസ് ടെൻഷനും കാര്യങ്ങളും ലാസ്റ്റ് ഒരു ഭാഗം കൂടെ ഉള്ളൂ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കേടാ, സമയം കുറയില്ല, ഇനി നീളണ്ട. അപ്പോൾ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? അതുപോലത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻ വരാന്നല്ല, പക്ഷെ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ നമ്മൾ ചെയ്ത മോഡൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫുള്ള് വരുന്നതല്ല, പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ എക്സ്ട്രാ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. നമ്മളെടുത്ത ക്വസ്റ്റ്യൻസ് മാത്രം പോരാ, അതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് റെഡിയാക്കുക. ഓക്കെ, ശരിയടാ. ഓക്കെ, ബൈ.